88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം presented by Federal Bank, powered by AVA Group of Companies. Tak tik tak tik tak tik tak tik 473 cash or card? $473 cash or card? No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA. Namaskaram. We invite you to the 88th annual Sivagiri Tirthadanam, the first digital online virtual Sivagiri Tirthadanam. Perfectly aligned with Gurudevan's emphasis on learning and self-development being the ultimate purposes of the pilgrimage, we bring to you a galaxy of international experts to your home screen. Talks, lectures and interviews on the topics that Gurudevan prescribed as the Ashtalakshangal: education, cleanliness, devotion and piety, agriculture, industry, entrepreneurship, science and technology and organization. 8 days, 80 exceptionally enlightening talks. The 88th annual Sivagiri Tirthadanam on your Sivagiri TV starting December 25th. Sir, cash or card? Sir, pin. Sir, cash or card? No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA. Sir, cash or card? Sir, pin. Sir, cash or card? No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. Namaskaram. We invite you to the 88th annual Sivagiri Tirthadanam, the first digital online virtual Sivagiri Tirthadanam.
Perfectly aligned with Gurudevan's emphasis on learning and self-development being the ultimate purposes of the pilgrimage, we bring to you a galaxy of international experts to your home screen. Talks, lectures and interviews on the topics that Gurudevan prescribed as the Ashtalakshangal: education, cleanliness, devotion and piety, agriculture, industry, entrepreneurship, science and technology and organization. 8 days, 80 exceptionally enlightening talks. The 88th annual Sivagiri Tirthadanam on your Sivagiri TV starting December 25th. അയ്യോ ഈ വെയിൽ കൊണ്ടു വെന്തുരുകി വാടിയിടുന്നു നീ എന്നെയേ കയ്യേകിടുവതിന്നു കാൺകിലൊരുവൻ കാരുണ്യവാനാരഹോ പയ്യാർ നീ ജനമാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ ഖനാംബു കൃപയാ ഗംഗാ നദീധാമമേ. കനിവ് നഷ്ടപ്പെട്ട മനുഷ്യർ ഭൂമിയുടെ കരുണാസാഗരത്തെ മുഴുവൻ വലിച്ചു കുടിച്ച് ഊഷരമാക്കിയ കാലത്ത് പ്രകൃതിയും പൂർണ്ണസത്യവും ചേർന്ന് പരിപാലിക്കുന്ന ലോകജീവിതത്തിന്റെ വരൾച്ച മാറ്റാൻ മഹാഗുരു ഇങ്ങനെ മനംനൊന്ത് പാടിയത് കേട്ടാണ് കാലത്തിന്റെ കനിവുണർന്നത്. നെയ്യാറിന്റെ ഒഴുക്ക് വെറും വെള്ളപ്പാച്ചിലല്ല. പാറക്കെട്ടിൽ തല്ലി തലകീഴെ മറിഞ്ഞ് ശങ്കരൻകുഴിയിൽ പതിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും കാലഗമനം നടത്തുകയാണ് ഈ പുണ്യവതി. സംസാരികൾക്കിടയിലൂടെ അവരുടെ ജീവിതപ്പാച്ചിലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അഗസ്ത്യകൂടത്തിൽ നിന്നും 35 മൈൽ പിന്നിട്ട് മഹാസാഗരത്തിൽ ലയിക്കുന്നു നെയ്യാർ. ശങ്കരൻകുഴി കലികൊണ്ട് കാലം തെറ്റി ബുദ്ധി തലകീഴായി മറിയുന്ന ഇടമാണ്. അവിടെ നിന്ന് പുതുചിന്തയുണർത്തി പ്രവാഹം ശരിയായ ദിശയിലാക്കുന്ന ദൗത്യമാണ് ഈ ദിവ്യമായ ചുഴി നിർവഹിക്കുന്നത്. മനുഷ്യർ മനുഷ്യരെ തന്നെ അശുദ്ധ ജീവികളായി കണ്ടിരുന്ന ഒരു കാലം ഇതുപോലെ കലി പൂണ്ട് തലകീഴായി മറിഞ്ഞപ്പോൾ മഹാഗുരു അതിന് പരിഹാരമുണ്ടാക്കാൻ മുങ്ങി നിവർന്നതും ഇതേ ശങ്കരൻകുഴിയിലാണ്. 1888 മാർച്ച് 11 ഞായറാഴ്ച വെളുപ്പിന് 3 മണിക്ക് ഇതേ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിവലിംഗവുമായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തി. ബ്രഹ്മമുഖാമരവന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശലലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. ഭഗവാന്റെ ജന്മനക്ഷത്രമായ ചതയം നാളായിരുന്നു അന്ന്. അഷ്ടബന്ധക്കൂട്ടില്ലാതെ ആത്മതപസ്സിന്റെ ചൂടുകൊണ്ട് ശിവലിംഗത്തെയും ശിലയെയും കൂട്ടിച്ചേർത്ത ആ വൈഭവം ലോകചരിത്രത്തിൽ ആദ്യത്തേതായിരുന്നു. ഇടനിലക്കാരായ വൈദിക മാനികളാണ് വിശ്വാസികളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അതിനാൽ ഇടനിലക്കാരൻ വേണ്ടാത്ത ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നു എന്നതാണ് അഷ്ടബന്ധത്തിന്റെ ഇടനിലയില്ലാത്ത ആ പ്രതിഷ്ഠാ ചടങ്ങിന്റെ പൊരുൾ. ശിലയും ശിവലിംഗവും മഹാഗുരുവിന്റെ ആത്മതപസാൽ ഉരുകിച്ചേർന്ന മഹാ അത്ഭുതമായാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നിലകൊള്ളുന്നത്. ഇതേ ആത്മതപസാണ് മനുഷ്യനെ ദൈവവുമായി ഉരുക്കി ചേർക്കുന്നത്. ദൈവത്തിൽ ഉരുകിച്ചേരണമെങ്കിൽ മത, ജാതി, ഭാഷ, വർഗഭേദ ചിന്തകൾ ഇല്ലാതാകണം. അനുകമ്പയാർന്ന് എല്ലാ ജീവജാലങ്ങളിലും അവനവനെ കണ്ടുണരാൻ സാധിക്കണം. ഒടുവിൽ ദേഹബോധവും വെടിഞ്ഞ് പൂർണ്ണ സത്യത്തിൽ ലയിക്കണം.
അതിനൊരു മാതൃകാ സ്ഥാനമാണ് മഹിവാർന്ന ചരിത്രമുള്ള അരുവിപ്പുറം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശിവഗിരി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ പോഷകമഠങ്ങളിൽ പ്രധാനമാണ് അരുവിപ്പുറം. മഹാഗുരുവിന്റെ ദിവ്യമായ ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച മഠവും ഒരു വിദ്യാലയവും ഇവിടെയുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സംസ്കൃത സ്കൂളാണ് മഹാഗുരു ഇവിടെ ആരംഭിച്ചത്. കുമാരനാശാനും ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളും ഈ സ്കൂളിൽ അധ്യാപകരായിരുന്നു. ക്ഷേത്രത്തിനടുത്തായാണ് ഗുരുവിന്റെ ഛായാചിത്രം പ്രതിഷ്ഠിച്ച ഗുരുമന്ദിരവും ഓഫീസും മറ്റും. ഈ മന്ദിരത്തിലാണ് തൃപ്പാദങ്ങൾ വസിച്ചിരുന്നത്. അവിടുന്ന് അന്ന് ഉപയോഗിച്ച കട്ടിലും ചാരുകസേരയുമെല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമ 88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കോരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനം ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഊതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം, പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമഃ. 88ാം ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനത്തിൻ്റെ
പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ അവസാന ദിവസമാണെന്ന്. അതെ, 8ാം ദിവസത്തെ ഇന്നത്തെ ചർച്ചാ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം. ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയും വിമൻ എംപവർമെൻറ്റ്, അതെ, വനിതാ സമ്മേളനവുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചകളിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ആദ്യത്തെ സ്വാഗത ഭാഷണത്തിലേക്ക് നമുക്ക് കടക്കാം. ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ പ്രണാമം. 88ാമത് ശിവഗിരി തീർത്ഥാടനമാണ് സമാഗതമായിരിക്കുന്നത്. മുൻവർഷത്തെ പോലെ നമുക്ക് ശിവഗിരി തീർത്ഥാടനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. കോവിഡിൻ്റെ മഹാമാരി മൂലം ലോകത്തെ ഭൂരിപക്ഷം ജനതയും ഭയത്തിലും പ്രതിസന്ധിയിലുമാണ്. ഒരുപാട് പേരുടെ ജീവൻ ഇതിനകം തന്നെ കവർന്നെടുത്തു കഴിഞ്ഞു. ഈ മഹാമാരി മൂലം ഒരുപാട് പ്രതിസന്ധികൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ശിവഗിരി തീർത്ഥാടനം ഒരുപാട് ജനതകൾ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. ഒരു വർഷം ആവുമ്പോഴത്തേക്ക് അവർ ശിവഗിരിയിലേക്ക് വരുന്നത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും ഇടയ്ക്കിടയ്ക്കെല്ലാം വന്നു പോകുന്നവരുമുണ്ട്. അങ്ങനെ കാത്തിരുന്ന് വരുന്നവർക്ക് ശിവഗിരി പകർന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ ആശയസംഹിതയാണ് ഗുരു നമുക്ക് തന്നിരിക്കുന്ന അഷ്ടൈശ്വര്യം എന്ന പേരിൽ അറിയപ്പെടുന്ന 8 വിഷയങ്ങൾ. വിദ്യാഭ്യാസവും കൃഷിയും കച്ചവടവും ശാസ്ത്ര സാങ്കേതിക പരിശീലനവും ശുചിത്വവും സംഘടനയും, ഇതെല്ലാം അതിനകത്ത് വരുന്ന വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളെ ഏതെല്ലാം രീതിയിൽ സമൂഹത്തിൽ പകർന്നു കൊടുക്കാൻ പറ്റും, അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും, അതിനുള്ള അറിവുകളെ അതിവിദഗ്ധമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന നല്ല വിദഗ്ധന്മാരെ കൊണ്ടാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ നയിക്കുന്നത്. ഈ 8 വിഷയങ്ങളിൽ എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും ശാസ്ത്രം എപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷം പ്രതി നിമിഷം പ്രതി ഇങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ഈ 8 വിഷയങ്ങളെ സന്നിവേശിപ്പിക്കാമെന്നുള്ള ഒരു കരുത്തും ബുദ്ധിയും നമുക്ക് വിവേകവും ഉണ്ടായിരിക്കണം. ഓരോ കാലഘട്ടത്തിനും ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ബന്ധപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഈ 7 വിഷയങ്ങളിലേക്കും കൊണ്ടുവരുമ്പോഴത്തേക്ക് അതെത്ര വിപുലമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ അത് സമഗ്രമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. അത് വിദ്യാഭ്യാസ മേഖലയിൽ വരുമ്പോഴത്തേക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല നമുക്ക് തന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കൊറോണ കാലഘട്ടത്തിൽ സ്കൂൾ കോളേജ് തലങ്ങളെല്ലാം വന്ന് പഠിക്കേണ്ട കുട്ടികൾ ഇപ്പം വീട്ടിലിരുന്ന് അവർ പഠിക്കുകയാണ്, നെറ്റിലൂടെ അവർ പഠിക്കുന്നു. അതിനുള്ള വഴി എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടം തന്നെയാണ്. സ്കൂളിൽ ഇല്ലാതെ തന്നെ നമുക്ക് വീടുകളിലും ഇരുന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലിരുന്നും നമുക്ക് എന്ത് വേണമെങ്കിലും അറിയാൻ കഴിയും, പഠിക്കാൻ കഴിയുന്ന പാകത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ അത്രമാത്രം വികസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകം നമ്മുടെ കൈക്കുമ്പിളിൽ എത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഈ വിദ്യ. ഇവിടുന്ന് ചൊവ്വയിൽ പോകാനായാലും അതുപോലെ തന്നെ ചന്ദ്രനിൽ പോകാനായാലും എവിടെ വേണമെങ്കിലും ശൂന്യാകാശത്ത് പോകാനും അത്രമാത്രം ശാസ്ത്ര സാങ്കേതിക വിദ്യ. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്, അതിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ നടത്തുന്ന കാളുകളും മറ്റുമെല്ലാം ഈ സംവിധാനമെല്ലാം ഈ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുക. എന്തെല്ലാം ഉണ്ടോ സർവ്വ അറിവുകളും ബന്ധപ്പെടുത്തി കൃഷിയായാലും കൃഷിക്ക് വേണ്ടുന്ന സാങ്കേതിക വിദ്യകൾ പകർന്നു കൊടുക്കുന്ന കാര്യത്തിലും ഇപ്പോൾ ഒക്കെ അതിനൊക്കെ യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാത്തിലും ഇതിനെയൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും. അത്രമാത്രം അനന്തമായിരിക്കുകയാണ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ. എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യുന്ന ഒന്നായി ശാസ്ത്ര സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുന്ന
കാലഘട്ടമാണ്. അപ്പം മഹാഗുരു എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ ശാസ്ത്ര സാങ്കേതിക പരിശീലനം കൂടി ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, എത്ര വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഈ 7 വിഷയങ്ങളും ഇതിനെയായിട്ട് ബന്ധിപ്പിച്ച് വിപുലമാക്കുമ്പോഴത്തേക്കാണ് ഇത് ഇത്രമാത്രം വിശദമായ സമഗ്രമായ ഒരു വലിയ ശാസ്ത്രമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എല്ലാത്തിനും ഉണ്ടെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വെളിച്ചത്തിൽ ഈ വിഷയത്തെ പകർന്നു കൊടുക്കുന്ന ആളിനെ തന്നെ നമുക്ക് ഈ ക്ലാസ് നയിക്കുവാൻ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗുരുവിൻ്റെ പാവന നാമധേയത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. $473 cash or card? $473 cash or card? No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഈ പുട്ടും കടല എനിക്ക് ഇഷ്ടായി. ഇതെനിക്ക് വേണം. നിങ്ങൾ ഇതെനിക്ക് തരണം. ഇത് ഞാൻ ഇങ്ങ് എടുക്കുവാ. അങ്ങനെ നീ ഒറ്റയ്ക്കിരുന്ന് പുട്ടടിക്കണ്ട. മേളമില്ലാതെ എന്ത് പുട്ടും കടലയും, മേളമില്ലാതെ എന്ത് മലയാളി. From AVA. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സ്വാമിക്ക് വിനയപൂർണ്ണമായ സ്വാഗതം. നമസ്കാരം. സ്വാമി, ഇപ്രാവശ്യം വനിതകൾക്കായി ഒരു സമ്മേളനം, അത് എല്ലാ വർഷവും പൊതുവെ നടന്നു വരുന്നുണ്ട്, എങ്കിലും മാധ്യമങ്ങൾക്കുള്ള ഒരു സമ്മേളനം, ഇപ്പോൾ കുട്ടികൾക്കും സമ്മേളനം. 8 ലക്ഷ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ശിവഗിരി തീർത്ഥാടനത്തിൽ ഇത്തരത്തിലുള്ള സമ്മേളനത്തിൽ എന്താണ് വിഭാവനം ചെയ്യുന്നത്? 8 ലക്ഷ്യങ്ങൾ ഗുരു വിഭാവനം ചെയ്ത് നമുക്ക് ചർച്ചാ വിഷയമാക്കി തീർത്ഥാടനം നടത്തുവാനാണ് കൽപ്പിച്ചത്. അതങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. 8 വിഷയങ്ങൾ എന്തിനു വേണ്ടിയാണ്? മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ മനുഷ്യ സമൂഹത്തിൽ പെടുന്നതാണ് വനിതകളും ആയാലും കുട്ടികളായാലും മാധ്യമക്കാരായാലും എല്ലാം ഈ സമൂഹത്തിൽ പെടുന്ന. അപ്പം ഈ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമല്ല ആര്? ഈ പറയുന്ന വിഭാഗങ്ങൾ. അപ്പോൾ ഈ 8 ലക്ഷ്യങ്ങൾ ഇവരെല്ലാം ബാധിക്കുന്നതാണ്. കുട്ടികളെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ആവശ്യമില്ലേ? ആവശ്യമുണ്ടല്ലോ. വനിത ശാരദാ പ്രതിഷ്ഠ 1912 ഗുരു നടത്തുമ്പോഴാണ് അന്ന് സ്ത്രീ സമ്മേളനം നടത്തിയിരുന്നു. ഇന്ന് എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്നൊന്ന് ആലോചിച്ചോ അങ്ങോട്ട്. 107 അന്ന് ഇതേപ്പറ്റി ആരെങ്കിലും ആലോചിച്ചോ? അന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്തുകൂടാ. വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളാണല്ലോ. കുട്ടികളായി പഠിച്ച് വന്നിട്ടാണ് സ്ത്രീ ആയാലും പുരുഷനായാലും വേണം. ആർക്ക്? സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ചെയ്തുകൂടാ. അപ്പോൾ അന്ന് സ്ത്രീകളുടെ വളർച്ച, സ്ത്രീകളുടെ ഏതായിട്ടുള്ള
കഴിവ് വർദ്ധിപ്പിച്ച് ഈ സമൂഹത്തിന് അത് ഫലവത്താക്കണമെന്ന് ഗുരുവിൻ്റെ ആഗ്രഹമായിരുന്നു. സ്ത്രീയും പുരുഷനും ഒന്നിച്ചു നിന്നെങ്കിലേ ഈ സമൂഹം, ഈ പ്രപഞ്ചം നിലനിൽക്കുള്ളൂ. അത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവമാണ്. ഇന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ 50% സ്ത്രീകളെ പ്രവേശിപ്പിച്ചില്ലേ? അപ്പോൾ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് എത്ര വലുതായിരുന്നു. ഇന്ന് കുട്ടികളുടെ കാര്യം പറഞ്ഞു. ഇന്ന് നമ്മുടെ പാർലമെൻറ്റിലൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തി പ്രധാനമന്ത്രിയെയും അതുപോലെ നിയമസഭയിൽ മുഖ്യമന്ത്രിയൊക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ കുട്ടികളുടെ പാർലമെൻറ്റ്, കുട്ടികളുടെ പ്രധാനമന്ത്രി. അപ്പോൾ അവിടെ പ്രാധാന്യമില്ലേ? വളർന്ന പ്രധാനമന്ത്രി ആകണമെങ്കിൽ കുട്ടികൾ ആ പ്രധാനമന്ത്രി ആകുന്നതിന് എന്തൊക്കെ യോഗ്യതയുണ്ട് എന്ന് വിദ്യാഭ്യാസ മേഖലയിലൂടെ പഠിച്ച് വളർന്ന് വന്നെങ്കിലേ പറ്റും. ഗുരു അന്ന് കുട്ടികൾക്ക് പഠിക്കുന്നതിന്, കുട്ടികളെന്ന് പറയുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. പ്രത്യേകിച്ച് അന്ന് പെൺകുട്ടികളെ ആരും വിദ്യാഭ്യാസത്തിന് വിടില്ല. ആൺകുട്ടികളെ സംസ്കൃതം മറ്റുമൊക്കെ പഠിക്കാൻ ഗുരുകുലങ്ങളിൽ വിട്ട് പഠിപ്പിക്കുമായിരുന്നു. പെൺകുട്ടികളെ എങ്ങും വിടില്ല. അന്ന് ഗുരു എന്ത് ചെയ്തിരിക്കുന്നു? ഗൗരി പാഠശാലകൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസത്തെ സ്ത്രീകളിലേക്ക് അങ്ങനെ പ്രസരിപ്പിച്ചിരുന്നു. അതാണ്. അതുപോലെ വൃദ്ധർ, പ്രായമായവർക്ക് ഇന്നും അലഭ്യമായതാണ്. അന്ന് ഗുരു വൃദ്ധർക്ക് വേണ്ടി നിശാപാഠശാലകൾ, ജോലി അധ്വാനിച്ച് അവൻ വീട്ടിൽ വന്ന് വൃത്തിയായി രാത്രികളിൽ അക്ഷരം പഠിപ്പിക്കുക ഇത് ചെയ്തിരുന്നു. അപ്പോൾ സമൂഹത്തിന് ഇതൊന്നും മാറ്റി ഈ 8 ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് വനിതകളും കുട്ടികളും എന്ന് പറയുന്ന എല്ലാം തന്നെ ഇന്ന് നാം അറിയും. അതറിഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ലക്ഷ്യങ്ങളോടൊപ്പം തന്നെ ശിവരി തീർത്ഥാടനത്തിൻ്റെ വേദികളിൽ ഇത്തരത്തിലുള്ള വിഷയാധിഷ്ഠിത പ്രഭാഷണങ്ങളും സമ്മേളനങ്ങളും സെമിനാറുകളും നടത്തി വരുന്നത്. അതുപോലെ യുവജന സമ്മേളനം നടത്താറുണ്ട് ശിവരിയിൽ. യുവജനങ്ങളൊക്കെ ഇന്നിപ്പം രാഷ്ട്രീയക്കാരൊക്കെ ഗവൺമെൻറ് നിയമനിർമ്മാണമൊക്കെ നടത്തുന്നുണ്ട്. ഗുരുവിൻ്റെ കാഴ്ചപ്പാട് എത്ര മാത്രം വലുതായിരിക്കുന്നു ഇല്ലേ? ചെറുപ്പക്കാരില്ല. ആ ചെറുപ്പക്കാരിലല്ലേ ശക്തി ഇരിക്കുന്നത്. അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അത് ചെയ്തിരുന്നു. ഇനി തൊഴിലിൻ്റെ കാര്യത്തിൽ അധ്വാനിക്കുന്നവന് അവന് അർഹമായ കൂലി കിട്ടും. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് എന്തിനു വേണ്ടി? സമരം ചെയ്യാനല്ല, അവന് അധ്വാനത്തിൻ്റെ ഫലം കിട്ടുന്നതിന് വേണ്ടി അന്ന് ഗുരു അത്തരത്തിലുള്ള സംഘടനകൾക്കും രൂപം നൽകിയിരുന്നു എന്നുള്ളതാണ് നാം അറിയേണ്ടത്. അപ്പോൾ ഈ സമ്മേളനങ്ങളിതാണ്. ഇനി മാധ്യമം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാധ്യമ സമ്മേളനമൊന്നും അങ്ങനെ ഉത്സവ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് തീർത്ഥാടന നടത്തുന്ന സഭകളിലോ ഒന്നും ചെയ്യാറില്ല. ശിവേരിക്ക് അതിന് പ്രാധാന്യമുണ്ട് മാധ്യമം. അതുപോലെ തന്നെയാണ്. എന്തുകൊണ്ടാണ്? കണ്ണ്, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ വഴിയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നാം അറിയുന്നത്. കണ്ണ്, മൂക്ക്, ത്വക്ക്, ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി, അതിന് പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ, ഇതെല്ലാം കൂടെ മനസ്സും ബുദ്ധിയും എല്ലാം കൂടെ ചേർന്ന് നൽകൽ. അപ്പം കാണേണ്ട വസ്തു കാണേണ്ട പോലെ കാണുകയും കണ്ടുകൂടാത്തത് കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ചിട്ട് അതിനെ ഒഴിവാക്കുകയും ചെയ്യണമെങ്കിൽ മാധ്യമം എന്ന് പറയുന്നത് കാണുന്നതും കാണുന്നവനും തമ്മിൽ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു അറിവിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് മാധ്യമത്തിന് പ്രാധാന്യമുള്ളത്. ഞാനൊന്ന് കാണണമെങ്കിൽ എൻ്റെ മുമ്പിൽ ഒന്ന് വരണം. ആ വസ്തു വന്നാലും കാണില്ല. ദൃശ്യമാകുന്ന ഈ കണ്ണിന് ഇതിനിടയിൽ നിൽക്കുന്ന ഒരു കണക്ഷൻ ഇവിടെ നിൽക്കണം. അത് ഈ മാധ്യമക്കാരൊന്നും ഉണ്ടാക്കിയല്ല, ഭഗവത് സൃഷ്ടിയിൽ തന്നെ ഇതുള്ളതാണ്.
സംശയമുണ്ടോ? ഇല്ല. ശിവേരിയിൽ നടക്കുന്ന ഈ വെർച്വൽ തീർത്ഥാടന അനുബന്ധ പരിപാടികളൊക്കെ അമേരിക്കയിലോ ലോകത്തിൻ്റെ ഏത് ഭാഗത്തോ എന്ന് കാണണമെങ്കിൽ അവിടെ ഒരു മാധ്യമം നിൽക്കുന്നുണ്ട്. ഏതാണ്? ഭഗവാന്റെ ഓൺലൈൻ സംവിധാനം. ഈ ഓൺലൈൻ സംവിധാനത്തിൽ കൂടിയാണ് തപസ് അനുഷ്ഠിച്ച് പരമാത്മാ സാക്ഷാത്കാരം നേടിയർ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അവരറിഞ്ഞിരുന്നു. നമ്മളുടെ ഈ നിലവിലുള്ള സയൻസ് തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പഠിക്കാൻ എന്തുമാത്രം മെച്ചപ്പെടുകയാണ്. എത്രയോ വർഷങ്ങളായി എത്രയോ ശാസ്ത്രജ്ഞന്മാരായിരുന്നു കണ്ടുപിടിക്കുന്നത്, വിവരം കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ഒരു വ്യക്തി ഈ മാധ്യമങ്ങളെല്ലാം വിട്ടിട്ട് ആ ഓൺലൈൻ മാധ്യമം, ഏത് ഞാനും നീയും എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ ത്യാഗപൂർവം മറ്റെല്ലാം വിട്ട് തപസ്സിരിക്കുമ്പോഴാണ് ഞാനും നീയും ഒന്നാണ് എന്നുള്ള അറിവ് നേടി ദൈവദശകത്തിൽ ഗുരു അവസാനം പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിച്ചപോലെ ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം വാഴണം, നിത്യം വാഴണം എന്നുള്ള നിലയിലെത്തണമെങ്കിൽ ആ മാധ്യമം ഇവിടെ ആവശ്യമാണ്. ഈശ്വരനുമായിട്ടുള്ള സംവാദം, കണക്ഷൻ, ഒരു പൊരുളിൻ്റെ ബന്ധമില്ലാത്ത കണക്ഷൻ. മുമ്പൊക്കെ കമ്പിയില്ല കമ്പി എന്നൊക്കെ പറയും. ഇതിപ്പോൾ ഒന്നുമല്ല. ഇതൊക്കെ എങ്ങനെയാണ് അവിടെ എത്തിക്കുന്നത്? നിങ്ങൾ പറയും സാറ്റലൈറ്റ് നിങ്ങളൊരു മാധ്യമം ഉണ്ടാക്കി വെച്ചിരിക്കുക. ഈ പ്രപഞ്ചത്തിലുള്ള ഈ ശക്തിയെ അതിനെ പിടിച്ച് അങ്ങോട്ട് വിടുന്നതിന്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ മൈക്രോഫോൺ വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് പിടിച്ചെന്ന് വിചാരിച്ച് ഇത് അങ്ങ് ചെല്ലുമോ? ഇല്ല. ഇത് നിങ്ങളിത് ഉണ്ടാക്കി വെച്ചുകൊണ്ട് പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന, നാം ചിന്തിക്കുന്നതെല്ലാം ഇവിടെ തന്നെ നിലനിൽക്കുകയാണ്. പുതിയതായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാകുന്നുമില്ല, ഒന്നും ഇല്ലാതാകുന്നുമില്ല, എല്ലാം ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് അറിയിച്ചോളൂ. അതുകൊണ്ട് മാധ്യമ സമ്മേളനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മാധ്യമം ഇത് ജനങ്ങളെ അറിയിക്കണ്ടേ? അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്, സംസ്കാര ഭാഗമാണ്. മാധ്യമങ്ങൾ നല്ലതേ പ്രചരിപ്പിക്കാവൂ. മനുഷ്യ സമൂഹത്തിന്, ഈ പ്രപഞ്ചത്തിന് ദോഷം വരുന്നതിനെ ഒന്നും പ്രചരിപ്പിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതാണ് മാധ്യമങ്ങളുടെ കർത്തവ്യം. നാം തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും ഇന്നത്തെ മാധ്യമങ്ങൾ അരുതാത്തതിന് കൂടുതൽ പ്രചാരം നൽകി അതിലൂടെ കൂടുതൽ ദ്രഷ്ടാക്കളെ, എന്ന് പറഞ്ഞാൽ ദൃശ്യമാധ്യമമാണെങ്കിൽ കൂടുതൽ വ്യൂസിനെ കണ്ടെത്തുക, കേൾവിക്കാരനെ അങ്ങനെ കണ്ടെത്തുക, അതിലുള്ള സമ്പത്ത് സമ്പാദിക്കുന്നതാണ്. അതല്ല, നേരെ തിരിച്ചാണ് നമുക്ക്. അതിനാണ് നമ്മൾ ശിവേരിയിൽ മാധ്യമ സമ്മേളനമൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ സ്വാമിജി പറഞ്ഞതുപോലെ തന്നെ മഹാഗുരുവിൻ്റെ ദർശനങ്ങൾ തികച്ചും അഗാധമായ ദർശനങ്ങളാണ്. അപ്പോൾ മന്ത്രദ്രഷ്ടാവായ ഋഷി പരമ്പരയിലെ മഹാഗുരുവിനെ കേവലം ഒരു സാമൂഹിക പരിഷ്കർത്താവായാണ് പലപ്പോഴും എല്ലാവരും ആദ്യത്തെ ഒരു നാമത്തിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്വാമി ശരിക്കും ഇതിനോടുള്ള ഉത്തരം എന്താണ്? ഓരോരുത്തരുടെ അറിവിൻ്റെ ആഴമാണ് അങ്ങനെയുള്ള ചിന്തകളിലേക്ക് കൊണ്ടുവരുന്നത്. ഞാനൊരു അളവുകോലുമായി ഒരു വസ്തുവിനെ അളക്കാൻ പോയാൽ എൻ്റെ അളവുകോലിനനുസരിച്ച് എനിക്ക് അതിനെ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും. അപ്പോൾ അവരവരുടെ അറിവിൻ്റെ ആഴം, വ്യാപ്തിയാണ് ഒരു വസ്തുവിൻ്റെ മഹത്വത്തെ അളക്കണമെങ്കിൽ എന്ത് വേണം? അവരിൽ കുറേയൊക്കെ ആ മഹത്വം അറിയാനുള്ള മഹത്വം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഈ വീഴ്ച സംഭവിക്കും. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരും കടന്നുപോയവരും ഒക്കെ എല്ലാവരും ഇവിടെ ആത്മനിഷ്ഠാക്കളല്ല, പ്രാപഞ്ചികരായി ഇവിടെ ജനിച്ചു വീണു ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക വസ്തുക്കൾ അനുഭവിച്ച്
അങ്ങനെ ചത്ത് വീണു പോവുകയാണ്. കോടാനകോടികളിൽ ഒരാളായിരിക്കും കാലഘട്ടത്തിനനുസരിച്ച് ദൈവ ഇച്ഛയ്ക്കനുസരിച്ച് ഈ സമൂഹത്തെ നേരെ വഴി ചലിപ്പിക്കുന്നതിന് വേണ്ടി അവതരിച്ചു വരുന്നത്. അവരാണ് ഗുരുക്കന്മാരായി, ദ്രഷ്ടാക്കളായി, ഋഷിമാരായി, ആചാര്യന്മാരായി ഒക്കെ വരുന്നത്. അല്ലാത്തവരൊക്കെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയ്ക്ക് നിൽക്കുകയുള്ളൂ. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനും ചിന്തിക്കാൻ പോലും കഴിയാത്തതിനപ്പുറത്ത് വത്സരങ്ങൾ കൊണ്ട് ചെയ്തു തീർത്തു. ഒരു ഋഷി ആത്മസാക്ഷാത്കാരം പൂർത്തീകരിച്ചാൽ അതിൽ തന്നെ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ മരുത്വാമലയുടെ ശിഖരത്തിലുള്ള പിള്ളത്തടം ഗുഹത്തിലിരുന്ന് ധ്യാനം ചെയ്ത് നീയും ഞാനും ആരെന്ന് എങ്ങനെയെന്ന് അറിഞ്ഞനുഭവിച്ച് അത് സ്വാനുഭവമാക്കി ഇട്ട് ഇങ്ങനെ ആലപിച്ച വരികളുണ്ട്. ഗുരുദേവ കൃതികളിലുള്ളതാണ്. ഭഗവാനോട് ഇങ്ങനെ ഒരു തരത്തിൽ നീ ഞാനും ഞെരുക്ക കലരുവതിന് അരുൾ തന്മയാം നിന്നടിത്താർ തേനുൾ തൂകും എന്നൊക്കെ പറയുന്ന വരികൾ ഇങ്ങനെ വരുമ്പോൾ ഗുരു പറയുകയാണ്, സ്പർശം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു, തട്ടിത്തട്ടി പെരുക്കി പെരുവിളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. ഒരു സാധകൻ്റെ, ഒരു തപസ്സിയുടെ ലക്ഷ്യപൂർത്തീകരണമാണ് അവിടെ പറയുന്നത്. സ്പഷ്ടം, യാതൊരു സംശയമില്ല. നിലാവങ്ങ് നീങ്ങി. നിലാവെന്ന് പറയുന്നത് നമുക്കറിയാം, ചന്ദ്രൻ്റെ വിക്ഷേപമായിട്ട് നമുക്ക് കിട്ടുന്ന വെളിച്ചമാണ്. ചന്ദ്രൻ മനസ്സിൻ്റെ ദേവതയാണ്. അപ്പോൾ ഇവിടെ യോഗാദികളൊക്കെ എന്തിനാണ്? മനസ്സിനെ നിരോധിക്കാൻ, അരുതാത്തതിലേക്ക് പോകുന്ന നമ്മളെ ഇന്ദ്രിയങ്ങളെ കടത്തിവിടുന്നത്, അതിനെ നിരോധിക്കുന്നതിന് വേണ്ടി യോഗാദികൾ നാം ശീലിക്കുന്നത്. മനോനിരോധ രൂപോയം സയോഗ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ദർശനമാലയിലെ യോഗ ദർശനത്തിൽ മനസ്സിനെ നിരോധിക്കുക എന്നാണ്. അപ്പോൾ മനസ്സിൻ്റെ വെളിയിലോട്ടുള്ള വ്യാപാരം ഇല്ലാതായിന്ന, അതാണ് സ്പഷ്ടം. നിലാവങ്ങ് നീങ്ങി, വെളിയിലേക്കൊന്നില്ല, മനസ്വസ്ഥമായി. ദിനകരൻ ഉദയം ചെയ്തു. ദിനകരൻ ആരാണ്? സൂര്യനാണ്. ബുദ്ധിയുടെ ദേവതയാണ് സൂര്യൻ. എൻ്റെ ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോകണമേ എന്ന് ഭഗവാൻ നമ്മെ പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. ബുദ്ധി തെളിയണം. ബുദ്ധി തെളിയുമ്പോഴാണ് നമുക്ക് സൂര്യതുല്യം പ്രകാശം ഉണ്ടാകുന്നത്, അറിവ് അങ്ങനെ പ്രകാശിക്കുന്നത്. അപ്പം മനോവ്യാപാരം പൂർണ്ണമായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴാണ് അന്തഃശുദ്ധി ഉണ്ടായി, ബുദ്ധി അങ്ങനെ പ്രകാശിച്ചു, ചിത്തമായി മാറി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ചിത്തം എന്താണ്? അല്ലയോ ദൈവമേ, നീ സത്യമാണ്, നീ ജ്ഞാനമാണ്, നീ ആനന്ദമാണ്. സച്ചിദാനന്ദം, സത്ത് ചിത്ത് ആനന്ദം. ചിത്തമായി നീ ചിത്തമായി. അതാണ് നിലാവങ്ങ് നീങ്ങി, ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു. അതോടുകൂടി എന്താണ്? മനസ്സ് പൂർണ്ണമായിട്ടും ഇല്ല. അങ്ങനെയല്ലേ? സൂര്യോദയം വന്നു കഴിഞ്ഞാൽ പൂർണ്ണയെന്നുള്ള മോളിൽ നിന്ന് അവൻ്റെ പ്രകാശമൊന്നും വരില്ല, പ്രകടനം പോക്ക. അപ്പോൾ അവിടെ സാക്ഷാത്കാരത്തിൻ്റെ ആര് മാത്രമായി? ചിത്തം മാത്രമായി, ജ്ഞാനം മാത്രമായി മാറിയ ഭാവമാണ്. ചന്ദ്രൻ മറഞ്ഞു, തട്ടിത്തട്ടി പെരുക്കി പെരുവെളി അതിലാക്കി ഇടുവാൻ പിന്നെയാട്ടെ. തട്ടിത്തട്ടി
സാവകാശം എന്ത് ചെയ്യണം? പെരുവെളി, പെരിയ വെളി, വെളി എന്ന് പറഞ്ഞാൽ ആകാശം, ചിതാകാശം, ആ ചിത്തില പൂർണ്ണമായി ആക്കിയിടുവാൻ പിന്നെയാട്ടെ. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം, നിത്യം വാഴണം വാഴണം സുഖം. അങ്ങനെ നിത്യമായി അവിടെ സുഖമായിട്ട് അങ്ങ് വാണ് കഴിഞ്ഞാൽ പ്രപഞ്ച ബോധമില്ലാതായി പോവും. എന്നിട്ട് ഈ ഉള്ളവനൊരു കർത്തവ്യമുണ്ട് എന്നാണ് അടുത്ത വരികൾ ഗുരു പറയുന്നത്. എന്താണ്? പിന്നെ ആട്ടെ, ഞാൻ അതിന് പാകമായിരിക്കുകയാണ് അല്പം. എന്താണ്? കഷ്ടം ദീനം പിടിച്ചോ മതിരെ അത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീക്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. എന്താണ് ഇവിടെ പ്രത്യേകിച്ച് വന്നത്തെ കാലഘട്ടം? ദുരാചാരത്തിൻ്റെയും ജാതിയുടെയും, നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പഠിക്കാൻ, വനിതകൾക്ക് പഠിക്കാൻ, അധകൃതർക്ക് പഠിക്കാൻ, ഇങ്ങനെ ഒന്നിനും തന്നെ സ്വാതന്ത്ര്യമില്ല. എന്ത് വേണം? മുടി വെട്ടാൻ പോകുന്നവൻ മുടി മാത്രം വെട്ടിക്കോണം, അവൻ അങ്ങനെ മുടിവെട്ടുകാരനായി ജീവിച്ചോണം, അല്ലേ? അതായിരുന്നു. അങ്ങനെ ഓരോ തൊഴിലും നിങ്ങൾ അങ്ങനെ ജീവിച്ചു. അതിൽ നിന്നെല്ലാം മാറിയ ഒരു സംസ്കാര ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ ഉള്ളവൻ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. കഷ്ടം ദീനം പിടിച്ചോ. കഷ്ടം ഗുരു അവിടെ വേവിക്കുകയാണ് ഒരു തരത്തിൽ. എന്ത് കഷ്ടമാണ് മനുഷ്യ സൃഷ്ടി. ഈശ്വരൻ്റെ സൃഷ്ടിയിൽ ഇങ്ങനെ വരാമോ? വൈപരീത്യം വന്നുകൂടല്ലോ. കഷ്ടം ദീനം പിടിച്ചോ. ദീനം എങ്ങനെയാണ് പിടിക്കുന്നത്? ദീനമെന്ന് പറയുമ്പോൾ രോഗമാണ്. രോഗം ദുഃഖത്തെ കൊണ്ടുവരും. ദീനം പഠിക്കണമെങ്കിൽ ശുദ്ധിയില്ലായ്മ ഉണ്ടാകണം, നല്ല ആഹാരം കിട്ടാതെ വരണം, ആരോഗ്യമില്ലാതെ വരണം, അല്ലേ? നല്ല വസ്ത്രം കഴിക്കാൻ, നല്ല വെള്ളം കുടിക്കാതിരിക്കാൻ, ഇതെല്ലാം ഇല്ലാതെ വരുമ്പോഴാണ് അങ്ങനെ വലിയ വിഭാഗങ്ങളെ അങ്ങനെ അറിവേറും. ഈശ്വര വിശ്വാസത്തിലോ ദുരാചാരങ്ങൾ പഠിപ്പിച്ച് അവരെ കഷ്ടപ്പെടുത്തുകയാണ്. അതാണ് ദീനം പിടിച്ചോ മധുരെ അത് കുടിച്ചോ. എന്താണ്? ദേവസ്ഥാനങ്ങളിൽ മധുര കൊണ്ടുവയ്ക്കാറുണ്ടോ? ഇപ്പോഴും ചിലയിടത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. മധുര എന്ന് പറഞ്ഞാൽ മദ്യം. അപ്പോൾ വലിയ വിഭാഗത്തിന് ആരാധിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കോഴിയെയും ആടിനെയും മൃഗത്തെയും ഒക്കെ അറുത്ത് രക്തം കൊടുത്ത് ദേവിക്കായാലും ദേവന്മാർക്കും കൊടുത്തിട്ട് ആ മാംസം ഭക്ഷിക്കുകയാണ്. ആര്? ഇത് കൊടുക്കുന്നവരും ആരാധിക്കുന്നവരും എന്താണ് പ്രസാദമായിട്ട് അതിൻ്റെ കൂടെ കള്ളും കൂടെ വെച്ച് പൂജിക്കും. കഷ്ടം ദീനം പിടിച്ചോ മതിരെ അത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീക്രം. ഇവരെ പെട്ടെന്ന് ഉദ്ധരിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഇല്ലാതായിപ്പോ എന്ന് പറയുകയാണ്. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ ഗുരുവിൻ്റെ പ്രാധാന്യം, ഗുരുവിൻ്റെ കൃതികളുടെ പ്രാധാന്യം വ്യത്യസ്തമായി ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വയ്ക്കുന്നത്. തപസ്യായിരുന്നിട്ട് സാക്ഷാത്കാരം നേടി ആ ആനന്ദ സമുദ്രത്തെ ആ ചിതാകാശത്തിൽ ലയിച്ച ചിത്തായി അങ്ങിരിക്കുകയാണ്. അതായിരിക്കുന്നു എന്നുള്ള തയ്യാർ ഇതും കൂടെ ഉണ്ട്. അവിടെയാണ് ലോകത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ആണ്. നമുക്കറിയാം അങ്ങനെയാണ് 1888 അരിവുപ്പുറം പ്രതിഷ്ഠ ജ്ഞാനസ്വരൂപനായ ശങ്കരനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അരിവുപ്പുറത്താണ് ഈ ലോകത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ഗുരുവിൻ്റെ ഗുരുദേവന്റെ കൃതികളെ കുറിച്ച് സ്വാമിജി പറഞ്ഞു. ശരിക്കും ഒത്തിരിയധികം ഡാൻസേഴ്സിനെ, കുണ്ടലിനി പാട്ട് ഉൾപ്പെടെയുള്ള കൃതികൾ ഒത്തിരിയധികം കലാപരമായും എല്ലാം ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ ഗുരുദേവന്റെ ഇത്തരം കൃതികൾ കുട്ടികളും അല്ലെങ്കിൽ കലാകാരന്മാരിലുമൊക്കെ എത്തേണ്ട ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ സ്വാമി? ഗുരുവിൻ്റെ കൃതികൾ അത് ആഴ്ന്ന് പഠിക്കുമ്പോൾ കവിതയെപ്പറ്റി ആഴത്തിൽ വിചിന്തനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു കവിയെ അവർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ആ കവിതകളിൽ അടങ്ങിയിരിക്കുന്ന കല, ശാബ്ദികമായ കല, ആലങ്കാരികമായിട്ടുള്ള കല, ഇങ്ങനെ പലതരത്തിലുള്ള കല അടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അടങ്ങിയിരിക്കുമ്പോഴാണ് ഒരു മഹാകാവ്യമായി തീരുന്നത്. ഗുരുവിൻ്റെ കൃതിയെ ആരും ഒരു മഹാകാവ്യമായിട്ട്, ഗുരുവിനെ മഹാകവിയായിട്ട് കണ്ടെത്തുന്നതിനുള്ള ശ്രമം നടത്തിയിട്ടില്ല. അത് അങ്ങനെ ശ്രമിക്കുന്നത് തന്നെ ഒരു ശരിയാവില്ല. ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന, ബ്രഹ്മമായിരിക്കുന്ന ചൈതന്യത്തെ, സൂര്യനെ പോയിട്ട് അവിടെ ദീപവും കൊണ്ട് സൂര്യൻ്റെ അടുത്തേക്ക് പഠിക്കാൻ പോകുന്ന പോലെ ആവുള്ളൂ. അതുകൊണ്ട് ഗുരുവിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഭക്തി, വിശ്വാസം, സാമൂഹിക പ്രതിബദ്ധത, കലകൾ, സാഹിത്യം എല്ലാം അടങ്ങി ഇരിക്കുന്നതാണ്. അതുകൊണ്ട് സമൂഹത്തിലെ ഏതൊരു തരത്തിലുള്ള ആൾക്കാർക്കും ഗുരുവിൻ്റെ കൃതികളെ സമീപിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അവരിൽ അന്തർലീനമായിരിക്കുന്ന ഓരോ നല്ല സംസ്കാരത്തെയും വളർത്തിയെടുക്കുന്നതിനും ഗുരുവിൻ്റെ കൃതികൾ വളരെ സഹായകമാണ്. ഗുരുദേവൻ അരുളി ചെയ്ത മന്ത്രങ്ങളിൽ ഗുരുദേവൻ്റെ ഹോമമന്ത്രത്തിന് ഒത്തിരിയധികം സാന്ദർഭിക പ്രാധാന്യമൊക്കെ ഉണ്ട്, അതിൻ്റെ പിന്നിൽ കഥകളുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഒരു ഹോമമന്ത്രത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും കഥകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞുതരാമോ? കഥകളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി. കഥകൾ പലപ്പോഴും നമ്മളുടെ പുരാണങ്ങളിലൊക്കെ കഥകൾ പറയുന്നുണ്ട്. കഥകൾ പറഞ്ഞിട്ട് അറിഞ്ഞുകൂടാത്തവരെ അവരെ ആ അറിവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന. നമ്മളെ കുഞ്ഞുങ്ങളെ അവർ വളർന്നു വരുമ്പോൾ മാർക്കറ്റിൽ പോയിട്ട് പാവകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും, പ്ലെയിൻ വാങ്ങിച്ചുകൊണ്ട് വരും, തീവണ്ടി വാങ്ങിച്ചുകൊണ്ട് വരും, കപ്പൽ വാങ്ങിച്ചുകൊണ്ട് വരും. കുഞ്ഞ്, അമ്മ എന്ന് വേണ്ട ആന, കുതിര, നായി എല്ലാം കൊണ്ടുവന്ന് അവരുടെ മുമ്പിലിട്ട്. നമുക്കറിയാം ഇതൊന്നും ഈ പറയുന്ന വസ്തുക്കളല്ല. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ്, അതാണെന്ന് കണ്ടാണ് അത് വരുന്നത്. അപ്പോൾ നമ്മളിപ്പം നഴ്സറിയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ വലിയ അക്ഷരത്തിൽ ABCD അല്ലെങ്കിൽ മലയാള അക്ഷരം വെച്ചിട്ട് ആ എന്ന് പറയുമ്പോൾ അറിവുന്നു. ആനയുടെ രൂപം കൊടുത്ത് ഇങ്ങനെ അവർ എന്താണ് അകാരം പഠിപ്പിക്കാൻ, ഏത് ഒരു ആനയെ രൂപത്തിലൂടെ അകാരം പഠിക്കും. ഭാവിയിൽ അകാരവും പഠിക്കും, ആനയും പഠിക്കും. ആനയെ കണ്ടില്ലേലും പഠിക്കും. പിന്നെ എപ്പോഴും ആനയിലും കാണുകയാണെങ്കിൽ ഇത് ഞാൻ പണ്ട് പഠിച്ച ആനയാണല്ലോ ആദ്യമായിട്ട് കാണുന്നത്. പറഞ്ഞു മനസ്സിലായി? അപ്പം ഇതാണ്, ഇങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ വലിയ പ്രാധാന്യമില്ലേ ഇത്? ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഹോമമന്ത്രം ആകുമ്പോൾ കഥയുടെ ഭാഗം അങ്ങോട്ട് മാറ്റി നിർത്ത്. അതിൻ്റെ കഥ എന്താവട്ടെ, കഥയെന്ന് പറയുന്നത് ചില സന്ദർഭമായിരിക്കും. ഗുരു അത് ഒന്നിലെ പറഞ്ഞു കൊടുക്കുന്നതിനുള്ള സന്ദർഭം ഉണ്ടാകും. അത് മാറ്റി നിർത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്ഷരം പഠിപ്പിക്കാൻ ആനയെ വെച്ച് അതിനെ അക്ഷരവും പഠിപ്പിച്ചു, ആനയും പഠിപ്പിച്ചു, അതുപോലുള്ളതും പഠിപ്പിച്ചു. അതിലെ പൊരുളാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ഹോമമന്ത്രം, ഹോമം എന്ന് പറയുമ്പോൾ ഹോമിക്കുകയാണ്. എവിടെയാണ് ഹോമിക്കുന്നത്? അഗ്നിയിലെ ഹോമിക്കാൻ പറ്റൂ. ഹോമിക്കുക എന്നാണ് അങ്ങ് സമർപ്പിക്കുകയാണ്. സമർപ്പിച്ചാൽ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒന്നും ഇങ്ങോട്ട് തിരിച്ചു കിട്ടില്ല. ജീവനോട് കൂടിയിരുന്ന ശങ്കരപ്പിള്ള ജീവൻ വെടിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തെ പിന്നെ അഗ്നിയിൽ ഹോമിക്കുകയാണ്. പിന്നെ ഇല്ലല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഗുരു ഹോമമന്ത്രം സൃഷ്ടിച്ചു ഉണ്ട്. എങ്ങനെയാണ്
അറിയാമോ? ഹോമമന്ത്രം അറിയാം? അറിഞ്ഞുകൂടാത്ത ആൾ ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ടാണ് സാർ സ്വാമി അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഹോമമന്ത്രത്തിൻ്റെ ഹോമം ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ടാണ് സ്വാമി അത് പഠിക്കാത്തത്. ക്ഷമിക്കണം. അപ്പം അഗ്നിയാണ് ഇവിടെ ആര്? ദേവത. അഗ്നി ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ്. ഞങ്ങൾ ഈ കാവ്യമൊക്കെ ഇട്ടിരിക്കുന്നത് അഗ്നിയുടെ ഭാവമായിട്ടാണ്. ശിവൻ്റെ തൃക്കണ്ണ് അഗ്നിയാണെന്ന് കേട്ടിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ ഭസ്മീകരിച്ച് കളയും. അതുകൊണ്ട് തൃക്കണ്ണ് തുറക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചോണം. തുറക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ പക്ഷം. എന്ത്, ഇവിടെ ഈ സംസാര ദുഃഖം അനുഭവിക്കണ്ടല്ലേ? എല്ലാവരും കൂടെ ആഴമേറും നിൻ മഹസാം അഗ്നി സാഗരത്തിൽ ആഴ്ന്നിറങ്ങി ഒന്നായിരിക്കാൻ കഴിയും. അതാണ് സംഹാരമൂർത്തി എന്ന് പറയുന്നത്. സംഹാരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എത്തുകയല്ല, മോക്ഷത്തിലെത്തിക്കുന്ന മൂർത്തിയാണ് ശിവൻ. അതുകൊണ്ടാണ് ശിവൻ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാമെന്നു. ഗുരു അതിനപ്പുറത്തേക്ക് കുണ്ടലിനിപ്പട്ട് അതിനപ്പുറത്തേക്ക് കിടന്നു. വെള്ളിമലയിൽ വിളങ്ങും വേദപ്പൊരുൾ ആണ്. ആ വേദപ്പൊരുളിനെ കണ്ട് ആടണമെന്ന് കുണ്ടലിനി നമ്മുടെ ജീവശക്തിയോട് എന്താണ് ആജ്ഞാപിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അഗ്നി ദേവതയാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ദേവത. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ ഇതെല്ലാം ഉണ്ടായ വസ്തു ഈശ്വരനാണ്. ആ ഈശ്വരനിലെ ഇതിലെല്ലാം പോയി ചേരുകയുള്ളൂ. സർവവും പ്രപഞ്ചം എല്ലാം പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അഗ്നിക്ക് ആ പ്രാധാന്യം നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഋഷിമാർ ഇവിടെ ഹോമമന്ത്രങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹിച്ച് തന്നത്. ഇന്ന തരത്തിലുള്ള അർത്ഥനകൾക്ക് ഇന്ന ഇന്ന ഹോമങ്ങൾ ചെയ്യാം എന്നൊക്കെ കൽപ്പിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ ഹോമമന്ത്രം ഇങ്ങനെ രചിക്കുകയുണ്ടായി. എന്തായാലും ഹോമമന്ത്രം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞല്ലോ ഗുരു രചിച്ച്. ഞാൻ ഒന്ന് പറഞ്ഞിട്ട്, ഓം അഗ്നേ തവയത്തേജഃ തദ്ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയാ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഗുഹാ ത്വയി വിഷയാ ഇതി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം ന പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. ഓം ശാന്തി ശാന്തി ശാന്തി. മുമ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ശീലിച്ചോളുക. നല്ല ഒരു മന്ത്രമാണ്. അഗ്നി കൂട്ടിവെച്ച് അതിൽ സമത്തുക്കൾ ഹോമിക്കണമെന്നൊന്നുമില്ല. ജപിച്ചാലേ ഹോമത്തിന് ഫലം. പറഞ്ഞു മനസ്സിലായി? എല്ലാവർക്കും ആകാവുന്നതാണ്. എല്ലാവരും ഒരു 8 സുപ്രഭാതത്തിൽ കുളിച്ച് വൃത്തിയായി വന്നിരുന്നിട്ട് അങ്ങനെ അവരോ കഴിയുന്ന ആസനത്തിൽ ഇരുന്നിട്ട് ഒന്ന് കണ്ണടച്ചും കൊണ്ട് ആ മൂർധാവിലെ സഹസ്രാര പത്മത്തിൽ ജ്വലിച്ച് നിൽക്കുന്ന അഗ്നിസ്വരൂപത്തെ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ഒന്ന് ജപിച്ചാൽ തീർച്ചയായും നമ്മളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടും. നമ്മളുടെ ദുർവാസനകൾ എല്ലാം അഗ്നിയിൽ ഹോമിച്ച് ഞാനാകുന്ന എന്നെ അങ്ങ് ഹോമിക്കും. ഞാനെന്ന ഭാവമുണ്ടല്ലോ, ഹോമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? ഞാൻ പോയി കഴിഞ്ഞാൽ ഇല്ലല്ലോ, പിന്നെ ഈശ്വരനും പരബ്രഹ്മവും ഈ ആത്മാവും അത് പരബ്രഹ്മത്തിൻ്റെ സ്വയം ഒന്നായിത്തീരും. ഒന്നായി ചേർക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗുരുദേവന് ഒരു മന്ത്രം അനുഭവിക്കും. ഓം അഗ്നേ, അതിനെ സംബോധന ചെയ്യാണ്. അല്ലയോ അഗ്നേ, തവ തത് ബ്രാഹ്മം, നിനക്ക് യാതൊരു ശക്തിയാണോ ഉള്ളത് അത് ബ്രഹ്മത്തിൻ്റെ ശക്തിയാണെന്നാണ് പറഞ്ഞ മനസ്സിലായി.
അഗ്നി തവേ തേജ തവേ തേജ, നിനക്ക് യാതൊരു തേജസ്സാണോ ഉള്ളത്? തേജസ് എന്ന് പറയുമ്പോൾ ചൈതന്യം, എല്ലാത്തിനെയും നീ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. ആ ശക്തി, മഹത്തായ ചൈതന്യം, മഹത്വം ഏതാണ്? തദ്ബ്രാഹ്മം, അത് ബ്രഹ്മതേജസ്സാണ്. അത് ബ്രഹ്മത്തിൻ്റേതായ തേജസ്സാണ്. അതഹ ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി, അതുകൊണ്ട് നീ പ്രത്യക്ഷമായ ബ്രഹ്മമാണ്. പ്രത്യക്ഷമായ ബ്രഹ്മം. നേരത്തെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു, ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണ് വിളക്ക് കത്തിച്ചത്? വിളക്കെന്തിനാ കത്തിച്ചത്? എന്തിനാ ദീപം പ്രഭ ഉണ്ടാകുന്നു? അവിടെ ഇപ്പം രാവിലെ സൂര്യൻ ഉദിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും അല്ലേ, വെളിച്ചം ഉണ്ടാകാൻ വേണ്ടി. വെളിച്ചം ഉണ്ടായെങ്കിലേ എന്താവുള്ളൂ, നമുക്ക് അന്യോന്യം കാണാൻ പറ്റുള്ളൂ, യഥാർത്ഥ വസ്തുക്കളെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുള്ളൂ. വ്യക്തമായി തിരിച്ചറിഞ്ഞെങ്കിലേ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നമ്മളുടെ കർമ്മങ്ങളിലേക്ക് ഇടപഴകാൻ കഴിയുള്ളൂ. ഇതിനെല്ലാം അറിവാകുന്ന വെളിച്ചം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ശുഭസൂചകമായിട്ടാണ് ദീപപ്രകാശം നമ്മൾ നടത്തുന്നത്. അല്ലാതെ ഇത് എൻ്റെ വിശ്വാസികൾ അവരുടെ വിശ്വാസം അനുസരിച്ചാണ് ചെയ്യുന്നത്. ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാകുമ്പോൾ ദീപം, നെയ്യ്, വിളക്ക്, എണ്ണ പല രീതിക്ക് പ്രകാശിക്കും. ക്രൈസ്തവർ എന്തു ചെയ്യും? മെഴുകുതിരി കത്തും, അതിലും ദീപം നിൽക്കുകയാണ്. ദീപമില്ലാതെ, അഗ്നിയില്ലാതെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ജീവന് പറ്റുമോ? രാവിലെ ആഹാരം കഴിച്ച് കാണുമല്ലോ, കഴിച്ച ആഹാരം പാകം ചെയ്ത് വന്നു, അതിന് അഗ്നി വേണോ? വേണം. അത് അകത്തോട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ ഈ ശരീരത്തിൽ ഒരു അഗ്നി പ്രവർത്തിക്കണം അല്ലേ, എന്നാലേ കയ്യും കാലുമൊക്കെ കണ്ണുമൊക്കെ പ്രകാശിക്കണം, അത് കൃത്യത ഉണ്ടാകണം. അപ്പോൾ ഇതിലൊരഗ്നിയുണ്ട്. ഇനിയും ഇതങ്ങ് ആമാശയത്തിൽ ചെന്നാൽ അതവിടെ ദഹിപ്പിക്കുന്നതിന് അവിടെ ജഡരാഗ്നി എന്നൊക്കെ പേരിട്ടുണ്ട്. ആവശ്യമാണല്ലോ. ഇത് ആരെങ്കിലും അവിടെ ഇന്ധനം ഇട്ട് കൊടുക്കാറുണ്ടോ? വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ ഗ്യാസ് തീർന്നു ഉടനെ ഏജൻസി ഉടനെ വിളിക്കും, അല്ലെങ്കിൽ വിറകെടുത്തുകൊണ്ട് വരും. വെപ്രാളമാണ് ഇല്ലെന്ന് പറഞ്ഞ് വാരിയിട്ടത് കൊടുത്തൊക്കെ ജനിച്ച കാലം തൊട്ട് ഈ അടുക്കളയിൽ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകം ചെയ്ത് അവിടെ പ്രത്യേകിച്ച് ഇനം തിരിച്ച് മാറ്റിയിട്ട് ഓരോ കുഴലുകളിൽ കൂടി അതാത് സ്ഥാനത്തേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത്. ആരാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്? ആരുടെ സൃഷ്ടിയാണ്? അതാണ് ആ അഗ്നിയുടെ സൃഷ്ടി. ഏതഗ്നി? ചിത്താകുന്ന അഗ്നിയുടെ, ജ്ഞാനമാകുന്ന അഗ്നിയുടെ, പരമാത്മാവാകുന്ന അഗ്നിയുടെ, ബ്രഹ്മമാകുന്ന അഗ്നിയുടെ, ദൈവമാകുന്ന അഗ്നിയുടെ, മനുഷ്യനാകുന്ന അഗ്നിയുടെ, എറുമ്പാകുന്ന, അണുവാകുന്ന, കൊറോണയാകുന്ന അഗ്നിയുടെ ഫലമാണ്. അതാണ് അഗ്നിയുടെ ഭാവം. അപ്പോൾ അഗ്നി തവേ തേജ തദ് ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി, അതുകൊണ്ട് എനിക്ക് പ്രത്യക്ഷമായ ബ്രഹ്മമാണ്. വിളക്ക് കത്തിച്ച് വെച്ചേ പ്രാർത്ഥിക്കുന്നതല്ല. വായിക്കണമെങ്കിൽ വെളിച്ചം ഇല്ല, പറ്റില്ലല്ലോ, വേണം. പകലും വെളിച്ചം ഇല്ലെങ്കിൽ കണ്ണ് കണ്ടു. കാരണം ഈ കണ്ണിലെ അഗ്നി അതിന് പോരാ, അതിനെന്തെങ്കിലും കുറവ് വന്നാലും ഇവിടെ കുഴപ്പമാണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് പ്രകാശിപ്പിക്കണം. എന്താണ് ഇതില്ലാത്ത പ്രപഞ്ചം, ഇല്ലാത്ത അഗ്നി ഇല്ലാത്ത സ്ഥലം ഇല്ല. വെള്ളത്തിലുണ്ട്, സർവ്വപ്രപഞ്ചത്തിലുമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ലയിച്ചിരിക്കുകയാണ് അല്ലേ? ആണ്. തവേ തേജഃ തദ് ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ. നിനക്ക് സപ്തജിഹ്വകൾ, 7 നാക്കുകളുണ്ട്. അതെന്തൊക്കെയാണ്? ത്വദീയ നിൻ്റേതായ ഇന്ദ്രിയാണി, പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ഉണ്ടാകാതിരിക്കും, നമുക്ക് എല്ലാത്തിനെയും ഉണ്ടെങ്കിലും നമ്മുടേതായിട്ടുണ്ടെങ്കിലും നമുക്കൊന്നിനെ അറിഞ്ഞുകൂടാ. അറിയാവോ? നാക്കിലേക്ക് വരുന്ന വസ്തുക്കളെ ഉപ്പുണ്ടെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഏത് ഭാഗം കൊണ്ടാണ്? നാക്കുകൊണ്ടാണ്. നാക്കിൻ്റെ ഏത് ഭാഗത്താണ്?
അതറിഞ്ഞ അങ്ങ് ഉണ്ടാക്കി വെച്ചു കൊടുത്താൽ അറിയില്ല. രസന ഇരിക്കുന്നത് എവിടെയാണ്? ജിഹ്വാഗ്രേ, ജിഹ്വയുടെ അഗ്രഹത്തിലാണ്. കണ്ണ് എവിടെ? ഈ കണ്ണിൻ്റെ ഈ ഭാഗം കൊണ്ട് കാണാൻ പറ്റുമോ? ഈ ഭാഗം കാണാൻ പറ്റില്ല. കൃഷ്ണമണിയാണ്, അതിൻ്റെ അഗ്രഹത്തിലാണ്. തൊക്കിൻ്റെ ഏതാ ഭാഗത്തേ ഇരിക്കുന്നത്? എല്ലാം അവിടെ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? ഇതാരാ? അപ്പോൾ ഇത് തിരിച്ചറിയണമെങ്കിൽ ഇതിൽ വരും. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയാണി അല്ലയോ അഗ്നി, നിനക്ക് 7 നാക്കുകളുണ്ട്. അത് നിൻ്റെ 5 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ്. ഇന്ദ്രിയാണി മനോ ബുദ്ധി ഇതി സപ്തജിഹ്വാഹ. നമുക്ക് ഇതൊക്കെ ഉള്ളതുപോലെ ബ്രഹ്മത്തിന് ഉണ്ടെങ്കിൽ അവിടെ ഇല്ലാത്ത ഒന്നും നമുക്കുണ്ടാകാൻ സാധ്യമല്ല. സൃഷ്ടികർത്താവിനില്ലാത്ത ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല, സംശയം വേണ്ട. അതുകൊണ്ട് നമുക്കുണ്ടെങ്കിൽ അവിടെയുണ്ട്, അവിടെ ഉണ്ട്. സപ്തജിഹ്വാഹ ത്വയ് വിഷയായി സംവിധോ ജുഹോമി. നിൻ്റെ ആ നാക്കുകളിലേക്ക് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും വിഷയമായിരിക്കുന്നതിനെയൊക്കെ ഹോമിക്കുകയാണ്. ജുഹോമി, ഹോമിക്കുന്നു. നമ്മളെ വേണ്ടാത്തതിനും വേണ്ടുന്നതിലൊക്കെ കൊണ്ടുപോകുന്നത് വിഷയങ്ങളാണ്. ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് എങ്ങനെയാണ്? കണ്ണുകൊണ്ട് കണ്ടു അല്ലേ? എത്ര ദൂരമുണ്ടെന്നറിഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയാണ്. ഇനിയും കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ തിരിച്ചു ഇല്ല, അവിടേക്ക് മനസ്സിനെ വിടണം. വിട്ടാൽ മാത്രം ഒരു ബുദ്ധി എന്ന് പറയുന്ന അദ്ദേഹം പുറകെ ഇരുന്നും കൊണ്ട് ചെല്ല കടിഞ്ഞാണൊക്കെ പിടിക്കും. അവിടെ പോവാം, മറ്റിടത്ത് പോകരുത്, പോയാൽ അല്ലെ ഒന്നുകൂടെ പോയി നോക്ക്, അല്ലേ വലിച്ചില്ലേ വീണ്ടും ഒന്നുകൂടെ നോക്കിയോ, അന്നേരം ബാറ്ററി പോയോ, ഇത് നോക്കുന്നത് പോലെയാണ്. സ്വിച്ച് ഇട്ട് നോക്ക്, അല്ലാതെ നമുക്കറിയാൻ പറ്റില്ല ലൈനിൽ കറണ്ട് വന്നില്ലെന്ന് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇവിടെ വിഷയങ്ങളെയൊക്കെ എന്താണ്? നിൻ്റേതാണ് ഈ വിഷയങ്ങൾ. എനിക്ക് തന്നിരിക്കുന്നതൊക്കെ നിൻ്റെ വിഷയം. എന്തുകൊണ്ട്? കാണപ്പെടുന്നതൊക്കെ സ്ഥൂല സൂക്ഷ്മഭൂതങ്ങളായിരിക്കുന്നതൊക്കെ പരമാത്മാവിൽ നിന്നും ഉണ്ടായി, അതാണ്. അപ്പോൾ പരമാത്മാവിൽ നിന്നും ഉണ്ടായ നിൻ്റെ നാക്കെല്ലാം അത് അങ്ങോട്ട് തരികയാണ്. എനിക്ക് വിഷയമായിട്ടുള്ളതൊക്കെ എന്ത് തരികയാണ്? എന്നെ വേണ്ടാതെ ഈ സംസാര സാഗരത്തിൽ അലയ്ക്കുന്നതിനെയൊക്കെ, ആ വിഷയങ്ങളെയൊക്കെ നിന്നിലേക്ക് ഹോമിക്കുക. ത്വയ് വിഷയായി ഇത് സമിതോ ജുഹോമി. അഹമിതി ആജ്യം ജോഹോമി. അഹം ഞാൻ, ഇതി ഞാൻ ആകുന്ന ആജ്യം. ആജ്യം എന്ന് പറയുന്നത് നെയ്യ്. ഹോമത്തിന് നെയ്യ് ഹോമിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. നെയ്യിനോടാണ് ഞാനിനെ ഹോമിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അഹങ്കാരം അങ്ങനെ കട്ടി പിടിച്ചിരിക്കുക. അതിനെ എന്ത് വേണം? അറിവാകുന്ന ചൂട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവനെ ഉരുവും. അഹന്ത കട്ടി പിടിച്ചിരിക്കുക. നേരെയാക്കാൻ വലിയ പ്രാണ്, അവനെ നേരെയാക്കാൻ വലിയ. ചിലരുടെ ഇന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നേരെ ആകുന്നതാണ്. അപ്പോൾ അഹന്ത കട്ടി പിടിച്ചിരിക്കുക നെയ്യാണ്. അഹമിതി ആജ്യം ജുഹോമി. നെയ്യ്, ആ അഗ്നി അവിടെ ജ്വലിക്കുകയാണ് അല്ലേ? ചിത്തം. അതിലേക്ക് ഈ അഹങ്കാരം, ഞാൻ എന്ന ഭാവത്തെയും കൂട്ട്. അഹമിതി ആജ്യം ജുഹോമി. അപ്പോൾ എൻ്റെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റേതായിട്ടുള്ള സർവസ്വവും അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. എന്നെയും ഞാനെന്ന ഭാവത്തെയും സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഞാനെന്നും ഭേദമില്ല. ജുഹോമി ത്വം ന പ്രസീത. നീ പ്രസാദിച്ചാലും അനുഗ്രഹിക്കുക. എന്തിന്? ശ്രേയശ്ച പ്രേയശ്ച. ശ്രേയസ്സിനും പ്രേയസ്സിനും വേണ്ടിയാണ്. നമ്മുടെ ഈ ലോകത്തെ ജീവിതം കഷ്ടപ്പാട് കൂടാതെ കൂടി പറയുന്ന പോലെ അനവസരാദി തന്ന് ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്ന് രക്ഷിക്കുന്നത് പോലെ, അതുപോലെ അവസാനം ഇനി ഒരു ജന്മം വേണ്ട, മോക്ഷപ്രാപ്തി. ശ്രേയശ്ച പ്രയച്ഛ സ്വാഹ. അതിനുവേണ്ടി ഞാൻ യാചിക്കുകയാണ്. ഇതാണ് ഹോമമന്ത്രം. ഇതിൻ്റെ അകത്ത് എന്തില്ല? പുത്രകാമേഷ്ടി യാഗം, അങ്ങനെ ഒരുപാട് യാഗങ്ങളൊക്കെ മാറി വരുന്നു ഇതിൻ്റെ അകത്ത്. എന്നാൽ ഇതുമെല്ലാം ഉണ്ട്. ലോക ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാം തമ്പുരാൻ തരണം. അഗ്നി, ബ്രഹ്മം, ദൈവം തരണം. ഒടുവിൽ നിൻ്റെ പരമപദം
പ്രാപിക്കുകയും വേണം എന്നുള്ള അർത്ഥന. ഇതാണ് ഗുരു നമുക്ക് തന്നിട്ടുള്ള ഹോമമന്ത്രത്തിൻ്റെ ഇത് അർത്ഥമോ അതിൻ്റെ വ്യാപ്തിയോ ഒന്നും അറിയണ്ട, സാമാന്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രഹ്മയജ്ഞത്തിനുള്ള മന്ത്രമായിട്ട് വേണം ഇതിനെ കാണാൻ. മോക്ഷയജ്ഞത്തിനുള്ളതായിട്ട് ഈ മന്ത്രം നമുക്ക് കാണണം. ഇത് ജപിച്ചാൽ തന്നെ വലിയ യാഗം നടത്തിയ ഫലമാണ്. അത് നിരന്തരമായി മാറിയാൽ നമ്മളിൽ അദൃശ്യമായ അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും. സംശയങ്ങൾ. ഒത്തിരി അധികം അറിവുകൾ പകർന്നു തന്നതിന് നമ്മോടൊപ്പം ഇത്രയും സംസാരിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. ശരി, നമസ്കാരം. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. Tak tik tak tik tak tik tik tak tik tik. 473 cash or card. Tik tak tik tak tak din ta din ta tik ta din ta din ta din ta tik ta din ta tak din na ka din na na tak din na ka din na na. 473 cash or card. No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നവോത്ഥാനത്തിന്റെ ഉന്നത സ്ഥാനത്താണ് ശ്രീനാരായണ ഗുരു. ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ദർശനങ്ങളുടെ മാറ്റൊലി അലയടിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച് 1930 ഗുരുവിന് പറയാൻ കഴിഞ്ഞെങ്കിൽ അത് ദീർഘദർശനം തന്നെയാണ്. ശാസ്ത്രവും സ്വാശ്രയത്വവും എന്ന വിഷയത്തിൽ സംസാരിക്കാൻ എത്തുന്നത് ഡോക്ടർ സോമനാഥ്. എസ് സോമനാഥ്, ഇന്ത്യൻ എയറോസ്പേസ് എഞ്ചിനീയർ, റോക്കറ്റ് ടെക്നോളജിസ്റ്റ്, തിരുവനന്തപുരത്തെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ മുൻ ഡയറക്ടർ. സ്വാഗതം ചെയ്യാം 88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനത്തിലെ ശാസ്ത്ര സാങ്കേതിക പരിശീലന സമ്മേളനത്തിലേക്ക് ഏറെ അഭിമാനത്തോടെ തിരുവനന്തപുരം VSSC ഡയറക്ടർ ഡോക്ടർ സോമനാഥ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സമ്മേളനത്തിലും ഈ വെബിനാറിലും എനിക്ക് പങ്കെടുക്കാനായിട്ടും ഈ ഒരു പ്രഭാഷണം നടത്താനായിട്ട് അവസരം തന്നതിലും ഈ അനുഗ്രഹം തന്നതിലും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ ഭാരതവർഷം മഹർഷിമാരുടെ ഒരു യാഗഭൂമിയാണ്. ഇവിടെയാണ് ചിന്തയുടെ അത്യുന്നതങ്ങളിലൂടെ കടന്നുപോയ അനേക മഹർഷിമാർ നമ്മുടെ ജീവിതത്തിനും ഇവിടെ സാമൂഹ്യ പരിവർത്തനത്തിനും വേണ്ടി എത്രയോ സഹായിച്ചിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെയും അതുമാത്രമല്ല ശാസ്ത്ര മേഖലയിലുള്ള വളരെ അധികം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള വളരെ അധികം കണ്ടുപിടുത്തങ്ങളുടെയും ഉറവിടം ഈ മഹർഷിമാരായിരുന്നു. അവരിലൂടെയാണ് നമ്മുടെ സംസ്കൃതി രൂപപ്പെട്ടു വന്നത്. ആദിശങ്കരൻ്റെ നാടായ കേരളം അദ്വൈതത്തെക്കുറിച്ച് പാടിയ ആദിശങ്കരനും അദ്ദേഹത്തിലൂടെ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലുണ്ടായ
ചേഞ്ച്, മാറ്റം ആ കാലഘട്ടത്തിൽ വളരെ വലുതായിരുന്നു. വൈദിക സംസ്കാരത്തിലൂടെ കടന്നുപോയ നമ്മുടെ സമൂഹത്തിന് ഉണ്ടായ അപചയത്തെ തിരിച്ചു കൊണ്ടുവരാനും അതിനെ ഒരു നേർവഴിക്ക് ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വഴിയിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം ഈ ആധുനിക കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണോ നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്, അതും നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ആഹ്വാനത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് നടപ്പിലാക്കിയ ശിവഗിരി തീർത്ഥാടനം, അത് വെറും ഒരു തീർത്ഥാടനം മാത്രമല്ല, അത് അവിടെ വന്നെത്തുന്ന എല്ലാവർക്കും ഒരു വിദ്യാഭ്യാസത്തിനും കൂടെ ഉതകണം. അത് സാമൂഹ്യ മേഖലയിലാകട്ടെ, കൃഷിയിലാകട്ടെ, ആരോഗ്യപരിപാലനത്തിലാകട്ടെ, നമ്മുടെ ശാസ്ത്ര താല്പര്യങ്ങൾ ജനിക്കുന്നതിലാകട്ടെ എല്ലാം സഹായിക്കുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളും പങ്കെടുക്കലുകളും നടക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ഉറവിട്ട ഒരു ആശയമാണ് ഈ തീർത്ഥാടനത്തിലൂടെ ഇന്ന് സംഭവിക്കുന്നത്. നമ്മുടെ കോവിഡ് കാരണം ഇതൊരു സാധാരണ മീറ്റിംഗായിട്ട് നടക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കണം നമ്മൾക്കിപ്പോൾ ഈ വിർച്വൽ മീഡിയയിലൂടെ ഇത്തരം ഒരു പ്രഭാഷണം നടക്കേണ്ട അവസരമുണ്ടായത്. ഞാൻ പ്രത്യേകിച്ചും ഒരു സ്പേസ് മേഖലയിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ടും റോക്കറ്റ് നിർമ്മാണത്തെക്കുറിച്ചും ഉപഗ്രഹ നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രയോജനങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതായിരിക്കും നമുക്കെല്ലാം താല്പര്യമുള്ള വിഷയം എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ പോലും നമുക്ക് ആലോചിക്കേണ്ടത് നമ്മുടെ ഈ റോക്കറ്റ് ഉപഗ്രഹങ്ങൾ മാത്രമല്ല, പൊതുവായിട്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഭാരതത്തിൻ്റെ എന്ത് തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമുക്ക് മുൻകാലത്തുണ്ടായിരുന്നതെന്നും പിന്നീട് വന്ന ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ ഏത് തരത്തിലത് മാറ്റപ്പെട്ടെന്നും ഒരു പുത്തൻ ഉണർവ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടുണ്ടായെന്നും എന്നൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കുന്നതും അതിലൂടെ നമ്മുടെ മനസ്സിനെയും ഭാവിയെയും കരുപ്പിടിപ്പിക്കുന്നതിനും സഹായമാകുമെങ്കിൽ എൻ്റെ പ്രഭാഷണം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായി എന്ന് ഞാൻ കരുതാം. നമുക്കെല്ലാം അറിയാം, ശാസ്ത്രബോധം നമുക്കെല്ലാം വേണം എന്ന് ആഹ്വാനിക്കാറുണ്ട്. എന്താണ് ശാസ്ത്രബോധം എന്ന് ചോദിച്ചാൽ, ശാസ്ത്രം ഒരു വഴിക്കുണ്ട്, എന്നാൽ അത് തൻ്റെ നിത്യജീവിതത്തിൽ ശാസ്ത്രീയപരമായിട്ട് എല്ലാ കാര്യങ്ങളെയും അതിനെ നോക്കിക്കാണാനും അതനുസരിച്ച് തൻ്റെ ജീവിതമാർഗവും ചിന്തകളും കരുപ്പിടിപ്പിക്കാനും കൂടി തയ്യാറാകുമ്പോഴാണ് നമ്മൾ പറയുക ഒരു വ്യക്തി ശാസ്ത്രബോധമുള്ളവനാണ് എന്ന്. എല്ലാത്തിനെയും അന്ധമായി വിശ്വസിക്കാതെ ചോദ്യം ചെയ്യാനും എന്തുകൊണ്ട് എന്ന് ചോദിക്കാനും ഉള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ശാസ്ത്രബോധത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. അതുതന്നെയാണ് ഈ ശാസ്ത്രീയ മീറ്റിങ്ങുകളുടെയും പ്രഭാഷണങ്ങളുടെയും ഉദ്ദേശവും അതുതന്നെയാണ്. ആദ്യകാലം മുതൽ നമ്മൾ എന്ന് ചോദിച്ചു വരുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നമ്മൾ, എന്തിനു വേണ്ടി നമ്മൾ എന്ന് നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്. എൻ്റെ ജന്മലക്ഷ്യം എന്താണ്, എന്തുകൊണ്ട് ഈ ജീവികൾ ഈ ഭൂമിയിലുണ്ട്, നമ്മളെന്തോ മഹത്തായ പരിണാമത്തിൻ്റെ ഉന്നതത്തിൽ എത്തി നിൽക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനെ പോലുള്ളവർ എപ്പോഴും താഴെയുള്ള ജീവികളെ ചെറുതായിട്ട് കണ്ടുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അണുക്കളെയും ചെടികളെയും പുൽച്ചെടികളെയും ജീവികളെയും ഒക്കെ നിസ്സാരന്മാരെ കാണുകയും നമ്മളെന്തോ മഹത്തായൊരു ജീവിയാണ് എന്നും ഈ ലോകത്തിൻ്റെ ഭാവി നിർവഹിക്കുന്ന വനികയറ്റത്തെ പ്രാധാന്യമുള്ള ഒരു വ്യക്തി മനുഷ്യനാണ് എന്നും ഒക്കെ ചിന്തിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക്, എന്നാൽ ഇതൊന്നുമല്ല വാസ്തവമെന്നും ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങളും നമ്മളുടേതൊപ്പം തന്നെ പരിണാമത്തിലൂടെ കടന്നു വന്ന് നമുക്കൊപ്പം ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ അവ നമ്മളെപ്പോലെ തന്നെ ആധുനികരാണ് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നാൽ നമ്മൾ കുറേ കൂടെ താഴ്മയുള്ളവരായി മാറും എന്ന് ഞാൻ കരുതുന്നു. മനുഷ്യൻ്റെ നിലനിൽപ്പ്, ജീവികളുടെ നിലനിൽപ്പ്, ജീവൻ്റെ നിലനിൽപ്പ് ഈ ലോകത്ത് വലിയൊരു പ്രഹേളികയാണ്. ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ജീവനെന്നും എങ്ങനെ ജീവൻ ഉണ്ടായെന്നും എങ്ങനെ ജീവൻ പരിണമിച്ച് ഈ അവസ്ഥയിൽ ബഹുകോശ ജീവികളിലും മനുഷ്യരിൽ വരെ എത്തിച്ചേർന്നു എന്നുമൊക്കെ നമുക്കറിയാം. ഏകകോശ ജീവികൾ ഇല്ലാതായിട്ടില്ല, ഏകകോശ ജീവികൾ ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ ബഹുകോശ ജീവികളുടെ അകത്ത് തന്നെ കോടിക്കണക്കിന് ഏകകോശ ജീവികളും ജീവിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏകദേശം 1 കിലോഗ്രാമോളം ഏകകോശ ജീവികളും ജീവിക്കുന്നുണ്ട് നമ്മുടെ ഒപ്പം. അവയാണ് നമ്മുടെ ആഹാരവും കഴിച്ച് നമുക്കൊപ്പം ജീവിക്കുകയും അതൊരു സാഹോദര്യമായ ഒരു നിലനിൽപ്പാണ്. അതിൻ്റെ അർത്ഥം എല്ലാത്തരം ജീവികളും പരസ്പര പൂരകങ്ങളായിട്ട് സഹായത്തോടെ ജീവിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഭൂമി. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ മൊത്തം നോക്കിക്കാണേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ, എന്തിന് നമ്മൾ എന്ന്. മഹർഷിമാരായ ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ആധുനിക ശാസ്ത്രമാകട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നെത്തി പല തലങ്ങളിലൂടെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സൈനോ ബാക്ടീരിയ, ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥയിലുണ്ടായ സൈനോ ബാക്ടീരിയ എന്ന് പറയുന്ന ജീവി എങ്ങനെ ഈ ഭൂമിയെ ഓക്സിജൻ നിറച്ച് പുതു
ജീവികളുടെ നിർമ്മാണത്തിനും മനുഷ്യൻ്റെ തന്നെ ഉദയത്തിനും കാരണമായെന്നും ആ സൈനോ ബാക്ടീരിയ ഇന്ന് ചെടികളുടെ ഇലകളിൽ ഇരുന്നു കൊണ്ട് സൂര്യപ്രകാശത്തിലൂടെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി നമ്മളുടെ ആഹാരമാക്കി മാറ്റുന്നു എന്നും നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ ആദ്യകാലത്തെ ഏകോശ ജീവിയാണ് ഇന്നും മറ്റൊരു രൂപത്തിൽ നിലനിന്ന് നമ്മളെ സഹായിക്കുന്നത്. ഇതിലൂടെ കാണുന്നതിലൂടെ നമ്മൾ കൂടുതൽ ധന്യരായി മാറുകയാണ്. ഞാൻ എൻ്റെ മേഖലയിലേക്ക് കടന്നു വരട്ടെ, സ്പേസ് ടെക്നോളജിയെക്കുറിച്ച്. ഈ സ്പേസ് ടെക്നോളജി എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അതിൻ്റെ പ്രധാന ഉദ്ദേശം ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റേഷനുണ്ട്, വളരെ ഒരു കുറവുണ്ട്. എന്താണത്? നമ്മളുടെ കാഴ്ച പരിധി വളരെ ചെറുതായിരിക്കും. എന്നാൽ ആകാശത്തിലൂടെ പോകുമ്പോഴോ നമുക്ക് വളരെ വിസ്താരമായ ഭൂപ്രദേശങ്ങൾ കാണാനും വളരെ വലിയ ആളുകളുമായിട്ടും ജനങ്ങളുമായിട്ട് സംവദിക്കാനും കഴിയും. ഇതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. ഉപഗ്രഹങ്ങളെ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും കാതുമായി അത് മാറുകയാണ്. മാത്രമല്ല, ഭൂമിക്കപ്പുറമുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്ര സമൂഹത്തെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും മറ്റ് സ്ഥലങ്ങളിൽ ജീവനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനും നമ്മുടെ സ്പേസ് ടെക്നോളജി മാത്രമേ നമുക്ക് കൈമുതലായിട്ടുന്നുള്ളൂ. അതിനുവേണ്ടി നമ്മൾ റോക്കറ്റുകൾ നിർമ്മിക്കണം, ഉപഗ്രഹങ്ങൾ നിർമ്മിക്കണം, ഉപഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളും ഘടിപ്പിക്കണം. ഇത് അവിടെ എത്തിക്കുക എന്നുള്ളത് കഴിഞ്ഞ 60-70 വർഷമായിട്ട് മാത്രം മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്ന് ഓർക്കുക. മനുഷ്യൻ്റെ ഈ യാത്രയിലെ അങ്ങേ അറ്റത്ത് ഏറ്റവും ചെറിയ കാലഘട്ടത്തിൽ ചെയ്ത ഒരു പ്രവൃത്തി മാത്രമാണ്. എന്തുകൊണ്ടാണ് സ്പേസ് ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു എന്ന് ഞാനത് കുറച്ച് സമയത്തിനുള്ളിൽ പറയാൻ ശ്രമിക്കാം. സ്പേസ് ടെക്നോളജി നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ടെലിവിഷൻ, ടെലിഫോൺ നെറ്റ്വർക്കുകൾ, ഈവൻ നിങ്ങളുടെ ATM നിന്ന് പണമെടുക്കുന്നത്, നമ്മളുടെ കാലാവസ്ഥ പ്രവചനത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് വളരെ വ്യത്യസ്തമായ ടെക്നോളജിയിലൂടെ ഉപയോഗിക്കപ്പെട്ടേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാന ഉപയോഗം സ്പേസ് ടെക്നോളജിയുടെ മനുഷ്യൻ്റെ ഗോളാന്തര യാത്രയ്ക്ക് ഉപകരിക്കുന്ന ഇത് ഒരേ ഒരു ടെക്നോളജി എന്നാണ്. ചന്ദ്രനിൽ മനുഷ്യൻ കാലെടുത്ത് കുത്തിയിട്ട് 1960-കളിൽ മനുഷ്യൻ യാത്ര ചെയ്തിരുന്നു ചന്ദ്രനിലേക്ക്. 13 അമേരിക്കക്കാർ പോയിട്ടുണ്ട്. അതിനുശേഷം മനുഷ്യയാത്ര ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് മാത്രമായിരുന്നു. അവിടെ നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുകയും ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും മനുഷ്യൻ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും യാത്ര ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. ഇതിൻ്റെ എല്ലാം പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സൂര്യനും ഗ്രഹങ്ങളും ഇവയൊന്നും നിത്യമായിട്ടുള്ളതല്ല. സൂര്യൻ ഈ വരുന്ന 4 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഇല്ലാതാകും. അതിനെത്രയോ മുമ്പ് ഈ ഭൂമിയും ഇല്ലാതാകും. ഈ ഇല്ലാതാകുന്ന സമയത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഇവിടെ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. എന്നാൽ പോലും ഉണ്ടാകുമെങ്കിൽ അവൻ ഈ ഭൂമിയിൽ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുമോ? ഭൂമിക്ക് അപ്പുറമുള്ള ഒരു മേഖലയിലേക്ക് കടന്നുപോയി ജീവൻ്റെ തുടർച്ചയ്ക്ക് കാരണഭൂതനാകാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ജീവി നമ്മുടെ മനുഷ്യനായിരിക്കാം. അവൻ്റെ അറിവിലൂടെയും പ്രവർത്തനത്തിലൂടെയും ആയിരിക്കാം മറ്റൊരു ഭൂമിയിലേക്ക് യാത്ര ചെയ്യാനും അതിനെ കണ്ടെത്താനും നമ്മുടെ ജീവൻ്റെ തുടിപ്പുകളെ അവിടെ വീണ്ടും പുനരുത്ഭവിപ്പിക്കാനും ഈ ചിന്തകളും പ്രവൃത്തികളും മറ്റൊരു ഗോളാന്തര സമൂഹത്തിലേക്ക് മാറ്റാനും കഴിവുള്ള ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു ജീവി മനുഷ്യനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അഹങ്കാരത്തോടെ പറയാം. പക്ഷേ മറ്റ് ജീവികളും ചിലപ്പോൾ അത് പറയുന്നുണ്ടാകും അവരുടെ ഉള്ളിൽ. ചിലപ്പോൾ സൈനോ ബാക്ടീരിയയും സംസാരിക്കുന്നുണ്ടാകാം ഇങ്ങനെ തന്നെ. എങ്കിലും ഇന്നത്തെ അറിവ് വെച്ച് എനിക്ക് തോന്നുന്നു സ്പേസ് ടെക്നോളജിയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ കാര്യം അതാണ്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ സാങ്കേതിക വികാസത്തെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അറിയാം, മനുഷ്യൻ്റെ സാങ്കേതികവിദ്യ കയ്യിലുള്ളത് എത്രമാത്രം വികസിച്ചുവെന്ന്. എല്ലാ 100 വർഷവും നമ്മുടെ സാങ്കേതികവിദ്യ 10,000-കണക്കിന് മടങ്ങ് വികാസമാണ് സംഭവിക്കുന്നത്. വെറും ചെറിയ ചേഞ്ച് അല്ല സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ ഒരു മൊബൈൽ ഫോണോ ടെലിവിഷനോ ഞാനൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പോലും കണ്ടിട്ടില്ല. ഞാൻ ഈ സ്ഥാപനത്തിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ശേഷമാണ് നല്ലൊരു കമ്പ്യൂട്ടർ കണ്ടത് പോലും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചെറിയ ഉപകരണം പോലും, നമ്മുടെ മൊബൈൽ ഫോൺ പോലും അന്നുണ്ടായിരുന്ന കമ്പ്യൂട്ടറിനേക്കാൾ എത്രയോ ശക്തമായ കമ്പ്യൂട്ടറാണെന്ന് നമ്മൾക്കിന്ന് അറിയാം. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലുണ്ടായ സാങ്കേതിക വികസനം മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി വരുന്ന നൂറ്റാണ്ടിലെ ഏത് തരത്തിലുള്ള വികാസമായിരിക്കാം സംഭവിക്കുക എന്നുള്ളത്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, നമ്മുടെ എല്ലാം ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ ആയുസ്സിനെക്കുറിച്ചുമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മനുഷ്യനറിയാം, നമുക്കെല്ലാം അറിയാം, നമ്മുടെ ആയുസ് പരിമിതപ്പെട്ടതാണ്. നൂറ്റാണ്ടുകളിലൂടെ മാത്രം കടന്നു പോകാൻ കഴിയുന്ന, ഒരു നൂറ്റാണ്ടിനപ്പുറം കടന്നു പോകാൻ മനുഷ്യ ആയുസ്സിന് കെൽപ്പില്ല ഇന്ന്. എന്നാൽ മനുഷ്യൻ്റെ ഒരു ശാസ്ത്ര പ്രവർത്തനം ഇന്ന് എങ്ങനെ ആയുസ് നീട്ടിക്കൊണ്ടുപോകാമെന്നുള്ളതാണ്.
അത് മെഡിസിനിൽ ഉണ്ട്, ജിനോമിക്സിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തനരഹിതമാകുമ്പോൾ അത് എങ്ങനെ നമുക്കൊരു മറ്റൊരു അവയവം കൊണ്ട് റീപ്ലേസ് ചെയ്യാമെന്നും നമ്മുടെ ഓർമ്മകളെ എങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റാമെന്നും മറ്റൊരു തലച്ചോറിലേക്ക് അത് വീണ്ടും എഴുതപ്പെടാമെന്നും ഒക്കെയുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു. അതിനൊപ്പം തന്നെയാണ് മറ്റൊരു ഗവേഷണം, നമ്മുടെ തലച്ചോറിൽ നിന്നുണ്ടാകുന്ന സിഗ്നലുകളെ എങ്ങനെ നമുക്ക് മറ്റൊരു യന്ത്രവുമായിട്ട് ഘടിപ്പിച്ച് അതിനെ ഉപയോഗിച്ച് എക്സ്പ്ലോറേഷൻ നടത്താം. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഒരു റോബോട്ടിനെ നിങ്ങൾ എവറസ്റ്റ് കൊടുമുടി കയറാൻ വിടുന്നു. അത് കാണുന്ന കാഴ്ചകളും അത് അനുഭവിക്കുന്ന അന്തരീക്ഷവും നിങ്ങൾ സ്വയം അനുഭവിക്കുകയാണ് ഈ റൂമിൻ്റെ അകത്ത് ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് എന്ന് ചിന്തിക്കുക. അങ്ങനെ വരുന്നൊരു കാലം ദൂരമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രനിൽ യാത്ര ചെയ്യാം, ചൊവ്വയിൽ യാത്ര ചെയ്യാം. ആ യാത്ര ചെയ്യുന്നതിലുള്ള ഒരു വ്യക്തിഗതമായ അനുഭവം സ്വായത്തമാക്കാനും കഴിയും. ഇതാണ് ഇനി വരുന്നൊരു കാലഘട്ടത്തിൻ്റെ ടെക്നോളജി വികാസം. രണ്ടാമത്തെ ഒന്ന് മരുന്ന് കണ്ടുപിടുത്തുന്നതിലാണ്. നമ്മുടെയൊക്കെ അറിയാം, അസുഖങ്ങൾക്ക് മരുന്ന് കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എല്ലാവരും പറയുന്നു കൊറോണ വന്നു ഈ വർഷം, ഇതുവരെ എന്തുകൊണ്ട് അതിൻ്റെ വാക്സിൻ വന്നില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പണ്ടൊക്കെ നിങ്ങൾക്കറിയാം, ഇതുപോലെ വൈറസുകൾ വന്നു കഴിഞ്ഞാൽ ഒരു വാക്സിൻ കണ്ടെത്തുക എന്നുള്ളത് 10-20 വർഷങ്ങളുടെ പ്രവർത്തനത്തിലൂടെ സംഭവിക്കുന്ന ഒന്നാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ പലരും ഉണ്ടെങ്കിൽ പോലും ഒരു വർഷത്തിനുള്ളിൽ ഒരു വാക്സിൻ തയ്യാറായി കഴിഞ്ഞു. ആക്ച്വലി ഒരു വർഷം പോലും എടുത്തില്ല, വെറും 3 മാസത്തിനുള്ളിലാണ് പല വാക്സിനുകളും നിർമ്മിക്കപ്പെട്ടത്. പക്ഷേ അതിനെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് വീണ്ടും പല മാസങ്ങളെടുക്കും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം ഇത്തരം വാക്സിനുകൾ ടെസ്റ്റ് ചെയ്യാൻ സമയമെടുക്കുന്നത്. അത് ഒരു വലിയ ശാസ്ത്രത്തിൻ്റെ കുതിപ്പ് കൊണ്ടാണ് സംഭവിച്ചത്. ജിനോമിക്സിൻ്റെ ആ വൈറസിൻ്റെ ജീനുകളെ വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമുക്ക് വാക്സിൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇതിലൂടെ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അസുഖങ്ങളെ സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പണ്ടത്തെ പോലെയല്ല. നമ്മുടെ ശരീരത്തിലുള്ള ഏത് അസുഖത്തെയും ചെറിയൊരു ഉപകരണം ഉപയോഗിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്താൻ കഴിയുന്ന ടെക്നോളജിയാണ് ഇപ്പോൾ ശാസ്ത്രം നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു വസ്തുതയാണ് കമ്പ്യൂട്ടറും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ഇന്ന് നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടറുകൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങളാണ്. ഇനി വരുന്ന വർഷങ്ങളിൽ, വരും 10 പതിറ്റാണ്ടുകളിൽ കമ്പ്യൂട്ടർ നിങ്ങളുടെ ശരീരത്തിനുള്ളിലായിരിക്കും. നിങ്ങൾ കാണുന്ന കാഴ്ചകൾ കമ്പ്യൂട്ടർ അപ്പോൾ തന്നെ അനലൈസ് ചെയ്ത് നിങ്ങളോട് പറയും അതിതാണ്, അത് ആളെ ഇവനാണ് എന്നെല്ലാം സിഗ്നലെല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഓർമ്മകളിൽ ചികഞ്ഞെടുത്ത് ഒരു മുഖം മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന പ്രയാസവും ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ വേണ്ടി വരില്ല. ഒരു പരിചയമില്ലാത്തൊരു വസ്തുവിനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിനുള്ളിലെ ഗൂഗിൾ തപ്പിയിട്ട് നിങ്ങളോട് തന്നെ പറയും ഇത് അതാണ് എന്ന്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ഭാഷ പഠിക്കാനോ ഒരു പുതിയ കാര്യം മനസ്സിലാക്കാനോ പണ്ട് നിങ്ങൾ അനുഭവിച്ച ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. പ്രത്യേകിച്ചും ഗൂഗിൾ എന്ന് പറയുന്ന വസ്തു നിങ്ങൾക്കുള്ളിൽ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇതുപോലെ തന്നെ ആയിരിക്കും ഇനി വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യം. ഇപ്പോൾ നിർമ്മാണത്തിന് നിങ്ങൾക്കറിയാം ഒരുപാട് ടെക്നോളജികളുണ്ട്, ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഇനി വരുന്ന കാലഘട്ടത്തിൽ നിർമ്മാണം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഷൂസ് നിങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നിങ്ങളുടെ കാലിനെ വെറുതെ ഒന്ന് ചിത്രമെടുത്ത് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ഷൂസ് വെറും 10 മിനിറ്റിനുള്ളിൽ നിർമ്മിച്ചു തരുന്ന ഒരു ടെക്നോളജിയെക്കുറിച്ച് ആലോചിച്ച് നോക്കും. ഇന്നത് സാധ്യമാണ്. ഇന്നത് അത്തരം ടെക്നോളജികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ ആവശ്യമുള്ള ആഹാരം അതും നിങ്ങളുടെ ടേസ്റ്റിന് കമ്പ്യൂട്ടറിൽ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കിത്തരുന്ന ഉപകരണങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പുരോഗതി വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കാം സംഭവിക്കുക. ഈ സമയത്തൊക്കെ നമ്മളോട് ചെന്ന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് എന്നുള്ള ചോദ്യം വീണ്ടും ഉയർന്നു വരും. മനുഷ്യൻ ഒരു ജീവിയാണ്. മറ്റു ജീവികൾക്കൊപ്പം ജീവിക്കുന്ന ഈ ഭൂമിയെ പങ്കിടുന്ന ബാക്ടീരിയയ്ക്കും പുൽച്ചാടിക്കും ചെടിക്കും മരത്തിനും സിംഹത്തിനും കടുവയ്ക്കും പുലിക്കും ഒപ്പം ജീവിക്കുന്ന അതേ അവകാശമുള്ള ഭൂമിയുടെ അവകാശമുള്ള ഒരു ജീവി മാത്രമാണ്. അവനാണ് ഈ കാണുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വയം ഉണ്ടാകാവുന്നൊരു അഹന്തയുണ്ട്. എന്താണ് അഹന്ത എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ആ പറയുന്ന ജീവികൾക്ക് ഉയരത്തിൽ നിൽക്കുന്ന ഒന്നാണെന്നും എന്നാൽ വാസ്തവം അതാണോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ചോദിക്കേണ്ടി വരും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വൈറസ് എന്ന് പറയുന്നൊരു ജീവ തന്മാത്രയുണ്ട്. അവയ്ക്ക് മരിച്ചു ജീവിക്കാനാവും. ഇന്ന് ഈ ഭൂമിയിൽ നിന്നും സ്പേസിൽ യാത്ര ചെയ്ത് മറ്റൊരു ഗ്രഹത്തിൽ എത്തിപ്പെടാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു ജീവി ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ വൈറസോ ബാക്ടീരിയയോ മാത്രമാണ്, മനുഷ്യനല്ല. അപ്പോൾ അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്ത് സ്പേസിലൂടെ യാത്ര ചെയ്ത് മരിക്കാതെ മറ്റൊരു ഗ്രഹത്തിലെത്തി വീണ്ടും ഒരു ജീവിയായിട്ട് മാറാൻ കഴിയും അവർക്ക്.
നമ്മളിന്ന് കാണുന്ന വെള്ളത്തിൻ്റെയും ഓക്സിജൻ്റെയും ഉപയോഗം കൊണ്ട് ജീവിയായിട്ട് ജീവിക്കുന്ന ജീവികളല്ലാത്ത അനേകം ജീവികൾ ഈ ഭൂലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മളെ കുറേ കൂടെ വിനീതരാക്കുകയും നമ്മുടെ അറിവിൻ്റെ പരിമിതിയെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ സമയത്ത് ഞാൻ പറയട്ടെ. ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ലോകത്ത് ഇന്നത്തെ സ്പേസ് ടെക്നോളജിയിലെ ആറാമത്തെ എന്ന് പറയാൻ ആരും നമ്മളെ 1, 2, 3, 6 എന്നാക്കിയിട്ടില്ല എങ്കിൽ പോലും സ്പേസ് ശാസ്ത്ര പ്രവർത്തനങ്ങളിൽ ഒരു 6 പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഇന്നത്തെ സ്പേസ് പ്രവർത്തനങ്ങൾ 1960കളിൽ മനുഷ്യനെ ചന്ദ്രനിൽ അയച്ചിരുന്ന കാലത്ത്, അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിൽ അയച്ചിരുന്ന സമയത്ത് ഇന്ത്യയിൽ ചെറിയ റോക്കറ്റുകൾ നിർമ്മിച്ച് ഈ കാണുന്ന തുമ്പയിൽ കുഞ്ഞു റോക്കറ്റുകൾ വിട്ട് തുടങ്ങി ഉള്ള ഒരു പ്രവർത്തനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്നത് വളരെ വലിയ മേഖലയിലേക്ക് കടന്നിരിക്കുന്നു. 50ഓളം ഉപഗ്രഹങ്ങൾ ഇന്ന് നമുക്ക് വേണ്ടി ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു. ഏകദേശം 100 കണക്കിന് 175ഓളം മിഷനുകൾ റോക്കറ്റും ഉപഗ്രഹങ്ങളുമായിട്ട് നമ്മൾ നടത്തിയിരിക്കുന്നു. 4 ടണ്ണോളം ഉപഗ്രഹത്തിലെത്തിക്കാൻ കഴിയുന്ന റോക്കറ്റുകൾ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നു. ആ റോക്കറ്റ് ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന റോക്കറ്റ് നിങ്ങൾക്കറിയാം, മനുഷ്യനെ സ്പേസിൽ കൊണ്ടുപോകാൻ വേണ്ടി GSLV Mark 3 ഇതാ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ യാത്ര ചെയ്യാനായിട്ട് യാത്രികർ ഇപ്പോൾ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും വളരെ വിജയകരമായിട്ട് മിഷനുകൾ വിക്ഷേപിക്കാൻ നമുക്കിന്ന് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉപഗ്രഹങ്ങളിലൂടെ ഈ ഇന്ത്യക്കും ലോകത്തിനുമുള്ള സകല ചിത്രങ്ങൾ എടുക്കാനും അവയെ മനസ്സിലാക്കാനും നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നും ഇന്ത്യയുടെ അതിർത്തികൾ എങ്ങനെ കാക്കാമെന്നും ഒക്കെ നമ്മുടെ ഉപഗ്രഹങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗത്തെ എത്ര വ്യക്തപരമായിട്ട് ഉപഗ്രഹങ്ങളിലൂടെ എത്തിക്കാമെന്ന് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. നമ്മൾ കാണുന്ന ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ എല്ലാം പുറകിൽ നിങ്ങളറിയാതെ ആ ഉപഗ്രഹങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ദിശ കാണിച്ചു വരുന്ന നാവിക് എന്നുള്ള ഒരു IRNSSനെ നമ്മൾ വിക്ഷേപിച്ചിരിക്കുന്നു. 7 ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത്. അത് സ്വന്തമായിട്ട് നിർമ്മിച്ച് നടത്തിയ 4ാമത്തെ ഒരു സംഘടന ആണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇനി വരുന്ന വർഷങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഞങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം വളരെ വർദ്ധിപ്പിക്കുക, ചെലവ് കുറച്ച് കൊണ്ടുവരിക, ഇന്ത്യയിൽ ഇൻഡസ്ട്രികൾക്ക് ഇതൊരു ബിസിനസ്സായിട്ട് നടത്താൻ കഴിയുന്ന സൗകര്യമുണ്ടാക്കുക. അതിൽ ഈ സംസ്ഥാനത്തിനും രാജ്യത്തുള്ള പല ഇൻഡസ്ട്രികൾക്കും ഭാഗമാക്കാവുന്നുണ്ട്. അവയെ അങ്ങേയറ്റം വർദ്ധിപ്പിക്കുക. മറ്റൊന്ന്, പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ത്യയിലെ ടെക്നോളജി ഈ മേഖലയിലുള്ള അതിനെ വർദ്ധിപ്പിക്കാനായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വ്യാവസായിക സ്ഥാപനങ്ങളും കലർന്ന് പ്രവർത്തിക്കുക. അതുപോലെ ടെക്നോളജികൾ ISROയ്ക്ക് ഉണ്ടാക്കിയത് ഇൻഡസ്ട്രികൾക്ക് നൽകുക, അവയെക്കൊണ്ട് വീണ്ടും നിർമ്മിക്കാനും എക്സ്പോർട്ടുകൾ ചെയ്യാനും ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. റോക്കറ്റുകൾ നിർമ്മിക്കുന്ന ടെക്നോളജി മറ്റു മേഖലയിലേക്ക് പകർന്നു കൊടുത്ത് അവരെ കൊണ്ട് സ്വയം റോക്കറ്റുകൾ ഡിസൈൻ ചെയ്യാനും മറ്റുമൊക്കെ കഴിവുണ്ടാക്കുക. സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ തന്നെ അങ്ങനെ തുടങ്ങി വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ഉപഗ്രഹം, ഒരു പ്രൈവറ്റ് കമ്പനി നിർമ്മിച്ച ഒരു ഉപഗ്രഹം, ISRO അല്ല, ഈ വരുന്ന വിക്ഷേപണത്തിൽ PSLVയുടെ 51ാമത്തെ C-51 എന്ന് പറയുന്ന റോക്കറ്റ് വിക്ഷേപിക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറാകാൻ വേണ്ടി ഇന്ത്യയിലെ സയൻസ് മേഖലയിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ആയിരക്കണക്കിന് സയൻറ്റിസ്റ്റുകളും എഞ്ചിനീയേഴ്സും പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരോടും കുറച്ച് ശാസ്ത്രത്തെക്കുറിച്ചും ശാസ്ത്രബോധത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു മനുഷ്യൻ ഒരു ഗോളാന്തര യാത്ര നടത്തുമ്പോൾ നമ്മുടെ ഒപ്പം യാത്ര ചെയ്യാനായിട്ട് ഏകോശ ജീവികളും ബഹുകോശ ജീവികളുമായ മറ്റനേകം ആളുകൾ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. പണ്ട് നോഹയുടെ പെട്ടകം പോലെ ഒരു പെട്ടകം നിർമ്മിക്കുകയും നമ്മുടേതായ നമ്മുടെ ഒപ്പം ജീവിക്കുന്നവരായ സഹജീവികളെ കൂട്ടി നമുക്കൊരു ഗോളാന്തര യാത്ര നടത്താം, മറ്റു ഗ്രഹങ്ങളിൽ പോയി പാർക്കാം. ഈ പാർക്കാനൊക്കെ ആയിട്ട് അന്നൊരു പെട്ടകം ഉണ്ടാക്കുമ്പോൾ ആ പെട്ടകം നിർമ്മിക്കപ്പെടുക എനിക്ക് തോന്നുന്നു ഈ സ്ഥാപനത്തിലായിരിക്കും. അത്തരം യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ ചിലപ്പോൾ 1 നൂറ്റാണ്ടിന് ശേഷമായിരിക്കാം, 2 നൂറ്റാണ്ടിന് ശേഷമായിരിക്കാം, ചിലപ്പോൾ 10 നൂറ്റാണ്ടിന് ശേഷമായിരിക്കാം. ഇന്നത്തെ കാണുന്ന സ്പേസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കില്ല അന്ന്. എങ്കിലും അതിൻ്റെ എല്ലാം ആദ്യ ചുവടുകൾ വയ്ക്കാൻ കഴിഞ്ഞ ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിനൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാൻ വന്ന ആയിരക്കണക്കിന് ഇൻഡസ്ട്രികളുടെയും സപ്പോർട്ടുമുണ്ട്. ഈ പ്രഭാഷണം കേൾക്കാനായിട്ട് തയ്യാറായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ യുഗപ്രഭാവനായ നാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഈ ശിവഗിരി തീർത്ഥാടനത്തിന് ഭാഗമാക്കാവുന്ന എല്ലാ മാന്യ മഹത്ത് വ്യക്തികൾക്കും അതിൻ്റെ സംഘാടകർക്കും
എൻ്റെ അഭിവാദനങ്ങൾ ഒരിക്കൽ കൂടി. ഇതിന് ഈ ഒരു നിയോഗമായിട്ട് എനിക്ക് തന്ന ഈ അവസരത്തിന് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. Sir, cashier card. Sir, pin. Sir, cashier card. No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. എങ്ങനെയുണ്ടായിരുന്നു മേളം? തകർത്തില്ലേ മേളം? പക്ഷേ നിന്റെ മേളത്തിന്റെ അത്ര പോരാ. എന്റെ എന്ത് മേളം? ഈ മേളം നീ മേളം മസാല കൊണ്ടുണ്ടാക്കിയ കിഡിലൻ സാമ്പാറും രസവും കൂട്ടി ചോറിനുമ്പോൾ ഉണ്ടാവുന്ന മേളം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേളം. മേളമില്ലാതെ എന്ത് സാമ്പാറും രസവും, മേളമില്ലാതെ എന്ത് മലയാളി. From AVA. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഷയത്തിൽ കൂടുതൽ അറിവുകൾ പകർന്നു തരാനായി സജി ഗോപിനാഥിനെ സ്വാഗതം ചെയ്യാം. സജി ഗോപിനാഥ്, സ്റ്റാർട്ടപ്പ് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ, ടെക്നോപാർക്ക് ആസ്ഥാനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരളയുടെ ഡയറക്ടർ. സ്വാഗതം ചെയ്യാം ഏറെ ആദരവോടും അഭിമാനത്തോടും സ്നേഹത്തോടും കൂടി 88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനത്തിലെ ശാസ്ത്ര സാങ്കേതിക പരിശീലന സമ്മേളനത്തിലേക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മുൻ CEO ഡോക്ടർ സജി ഗോപിനാഥ്. Let me wish all the devotees who are participating in this 88th Sivagiri Tirthadanam a very blissful experience as usual. So as we know that this journey for comprehensive creation of knowledge which Gurudeva has bestowed on us is actually giving us an opportunity to interact and share the type of changes which is happening around us. We know that we are actually undergoing a period of disruption. Substantial amount of changes is happening around us, and one of the key elements of that is how do we cope with these changes happening, specifically driven by technology and other things. So I would like to speak on this topic of how the world is changing and how we should adopt ourselves to these changes so that to get overall development and prosperity which Gurudeva has told us years back. Specifically, we will look at the changes which is brought in by the technologies and how we need to reorient ourselves to adopt to these technological changes. So when we speak about the disruption, we speak about changes happening in various walks of life. If you take our history, we know that every time a major change has happened driven by some of the technological means. In
the previous century, in 18th century, it was primarily the steam engines, the electricity, the locomotives, which actually made changes in all walks of life. It is not that this technology is useful only in one particular specific walk of life, but it actually spread across various levels. We know that how electricity has made the difference in the man's life. When you come to the last century, we have seen in the early part of it, the invention of internal combustion engines and the automobiles, which actually led to mass production systems, newer large factories. It actually redefined many of our traditional industries. It redefined the agriculture. It redefined the way people move, the people travel, and even the world becomes almost a single whole. The part of the last century, especially the fag end of the last century, in the last 2 or 3 decades, we have seen the emergence of electronics, the Silicon Revolution, which typically called as the Industry Revolution 3, driven by communication, explosive developments in communication, and computers. We have seen how the life is actually changed and moved around a new machine, which actually redefined the way we speak to each other, we communicate with each other, we do our work, and many of our other fields. This third industrial revolution was primarily the step for us to move from what we commonly known as a industrial economy to a knowledge economy. Now we are in the brink of the next industrial revolution. We call it as a fourth industrial revolution. Before coming to the fourth industrial revolution and how that is actually making changes around us, let's briefly look at these 3 revolutions in little bit more perspective. Each of these revolutions have actually brought in economic growth, it brought in prosperity, it brought in changes in life, but also it brought in challenges to people who have not adopted it. We know that the prominence of Europe in the 18th century was primarily because of the early adoption of industrial world technologies. The American economy grew primarily driven by what they call the machine that changed the world, or the automobile economy of the last century. China and some of the Southeast Asian countries and American prominence become much more prominent during the end of the last century, because most of the digital economy world has been driven by the innovations happened in that such part of the world. So each of these revolutions actually brought in prosperity and growth and wealth to different part of the nations. Not looking at the negative part of it, obviously every technology has got its own positives and negatives. We'll speak about that at the end. But coming back to the rate of adoption of these technologies, that is something which I think we may have to be very, very cautious about. It took almost 200 years for textile technology and the locomotive and the electrical technology to spread across the world. If you look at the typical S-curve of adoption, where a technology comes, it actually grows on adoption fast and then it matures. So that's why it resembles the letter S, so we call it an S model of adoption. From an introduction of a technology to the technology becoming mature, it was almost 200 years for technologies of the first industrial revolution. In the second industrial revolution, which is primarily driven by the automobile and mass production economies, it took again around 100 years for the world for it to mature. There are increments of development happen even after that, but typically the technology matured in around 100 years. When you come to the electronic technology, the cycle has actually reduced further. It took only around 40 to 50 years for it to spread across the world. We ourselves know that when it comes to adoption of a computers by us, and you compare that with mobile technology, how the life cycle for adoption has actually shrunk substantially during this period of time. Now comes the fourth industrial revolution. So this shrinking time of technology is basically what makes the fourth industrial revolution and the changes which is happening today very, very significant. A host of new technologies
which actually converges conventionally different worlds, which could be a physical world, a digital world, or a biological world together, is basically one of the key elements of this fourth industrial revolution. The fourth industrial revolution technologies includes the artificial intelligence, the blockchain, the cyber security, the synthetic biology, the quantum computing, and many of them which are actually completely rethinking the way we are actually doing various parts of our business, various parts of our other vocations as such. Now this complete rethinking is actually makes this new wave of technology very interesting. Let us understand this with an example. We know that in the maybe 100 years back, many of the jobs were being done using physical labor or animal labor, be it farming, be it transportation, be it many other vocations. We have a substantial amount of physical labor in a part of it. So we have horse carts and bullock carts, we have the animals plowing our fields, etc. But when an automobile or a mechanical technology came into existence, thanks to the early industrial revolutions, this has changed substantially. You have seen that machines can actually replace humans or human physical labor at multiple levels at scale. Many of the jobs which used physical labor actually being replaced by the machines. We can call it as automation. But automation also brought in several new jobs and several new openings and opportunities for the people. Now, just like the early revolutions has actually replaced the human physical labor, it is expected that the digital revolution or the new wave of technology is going to replace what we use our mind to do this, our cognitive ability to do it. The service jobs, which forms the majority of the jobs in today's world economy, are actually facing a threat of extinction. Even today, there are many jobs which maybe 10 years or 15 years back has been done by human beings using their cognition is actually being replaced by the machines. When you actually book a ticket in an airline, or when you file a complaint in a site, or when you even do a share trading, or when you actually make a call to a restaurant, the reply comes many times often not from a human being, but by a machine, which we call as a software robots or software bots. So this rapid replacement of human labor, where humans were using their mind power or their cognitive power to do the service level jobs, is actually getting replaced by machines. The scale of this is actually the one which one should be concerned about. Just like a tractor actually replaced several bullocks and made the agriculture much more productive and much more efficient, or just like a JCB actually replaced a lot of human labor in earth moving work, a software boat or an artificial intelligence enabled solution can actually replace many of the low-end service jobs at a much higher levels of efficiency and scale. So the question in front of us is that we have a challenge that these technologies are going to make a big inway into our world and actually going to make changes. But there is a positive aspect to it. The positive aspect of it is that if we look at the past, the technologies of the past were always only for the privileged. There is always a have and have not which happened in the technologies. The newer technologies are more democratic. The access to that is easier. The nature of technology itself do not demand substantial amount of hardware, substantial amount of physical resources, but the digital access is possible. Even the business models of the companies which leads today many times support such sort of democratic access and across the world. This makes the next set of technological revolution very, very relevant. The relevance of the new world is how do we access and how do you bring about solutions for various problems. The second aspect of it, which is very relevant, especially when you look at Gurudeva's preachings way back in is
very relevant using this new technology. Because these new technologies actually have an exponential growth, and in the process they actually find problems which were haunting us for years. So the exponential solutions for exponential problems is what the new technology is actually forcing us or giving us. In other words, we are actually moving from a world which was conventionally considered to be a world of shortages to a world of abundance. So the movement from a world of shortages to a world of abundance is an area which actually we need to be aware of and we need to actually excel on. How do we actually make a world of abundance? A world of abundance is basically where people have got resources, people are able to use it without much cost, without much effort. And this happened because along with these technological changes, there are some cultural changes which is happening around us. Most of the new technologies are not developed by individuals, but by group of individuals. More so, many of them are doing it on a voluntary basis. And you have a new set of an economic rules which has come where people share, people collaborate from different parts of the world to make sure that the solutions which addresses the perennial problems for us, be it poverty, be it lack of cleanliness or water, be it the challenges of pollution, these issues are actually the global problems are actually getting addressed through technologies. Because of this, the technologies are also becoming cheaper day by day. So these two aspects, the digital access which makes it accessible to the people, it translates to the development as well as deployment happens more on a voluntary mode by people across the world, actually makes this a very interesting and a very different domain altogether. This positiveness of this element, the positiveness that it actually brings in changes and solutions to the problems, is actually supplemented by another very important aspect which we need to look at. It also disrupts many of the conventional ways of working. I've said some time back how some of our conventional jobs are actually getting changed when machines actually replaces human cognitive labor. But it also redefines some of the conventional rules and procedures. Some time back, when you think about creating an organization or a company, what comes to our mind is typically the factors of production, the land, a large amount of labor, lot of capital and things like that. Now these factors of production actually makes that if you really wanted to start a large company or a large business enterprise or something which is providing wealth and support prosperity to people, you require a huge amount of land and a huge amount of resources. That world is gone today. The world is moving to a world where you can actually create very sustainable enterprises with very low geographical footprints. You can actually create $1 billion company perhaps from a 10,000 square feet space. Now this is something which makes it very, very ideal for us to start looking at it. Many conventional problems are actually getting solved by people who have got very limited resources but an innovative thinking and innovative mindset to do it. Even we have seen when we are interacting today substantially using digital media from physical, many of the things which were done physically maybe just a year back, be it a classroom, be it a discussion meeting or be it even a family get together, we are actually uses now this set of technologies, and many of these technologies are actually developed by innovators, individual innovators who actually provided the convenience using the technology. So the disruption is happening in such fields which actually help people to connect each other. In fact, today in this Tirthadanam itself, a large number of people could actually participate even without physically being physically being there. And that is basically what technology has brought in. The technology has actually allowed us to connect from various parts of the world, to come together and be a part of this Tirthadanam.
Now such changes is something which makes the newer world very exciting. And more so, the newer world also provide opportunities for each of us to come out with solutions which of the problems of society around us. In other words, you can all be the leaders of this new technology. And that is basically how we will do it going to make a difference. This is basically where a new concept called disruptive innovation is going to be relevant. The technological advancement become relevant only if it actually solves the social problems. Gurudev has told this way back. Now, how do we actually look at disruptive innovation? A disruptive innovation happens when we actually look at people who have not benefited from a change and ask the question why they have not benefited from the change. The answer to that many times is that the change or the means of change is not affordable to them, or the developmental effort which has been put is so costly that people cannot afford it. But the question we need to ask is, what makes this very costly? You may require high-end resources, you may require high-end assets and things like that. The shared economy which the new world is actually brought in actually solves many of these. You have people from different parts of the world coming together, share their resources, share their intellectual resources, share their physical resources, so the cost of resources actually coming down. You have commonly shared assets. Rather than each of us buying an asset, collectively we will buy an asset, maybe hosted somewhere in the world, and then use that, which again reduces the cost of the assets which we may have to facilitate this transition. In this way, we will be able to make it low cost, easily accessible, and addresses people who otherwise did not have access to this. Think about this. Most of the product and services today people uses, there is a large chunk of people who cannot afford it. Take education for example. Even though there is a substantial amount of growth in education in India, even today close to around 70% of the people in India don't have access to higher education. And even if they have access to education, the quality of education is a challenge. But that is the thing of the past. Today, sitting in any part of India or any part of the world for that matter, you can access the best education available in other part of the world. The newer models like massive open online courses, the online education, etc. made it a person with a limited resource availability, maybe a mobile phone, maybe a simple internet connection, can actually access maybe the best universities in the world, can actually interact with the best browsers in the world. This is just one example. The similar examples we can find in many cases as such. So the technology at one end provides you, which actually disrupt your conventional jobs, forces you to make changes in the way we work, the changes in the way our jobs are getting redefined. The other side of it, it also provides a big opportunity for us to disruptively innovate, to look at creating new models, creating new methods in almost every vocation. Think about media, for example. Till recently, if you have a capability to develop something, you really require a large infrastructure to do it. You require a much bigger infrastructure to tell that to the world. That world is gone. You have today platforms where an individual can actually communicate to the world in a very effective manner, be it a YouTube channel, be it any of the other platforms, which are all easily accessible to you. So all these made the shift of focus from very large, which was happening in the past, in the last centuries about very large, to a world of very small. And that is basically what technology has brought in. And this allows excellence at individual levels. That's why I said some time back, the new world allows us an opportunity for individual to be leaders, and provided they have the right skills to us. So now the last point which we need to discuss is that if there is a technological revolution which is happening, which disrupt our conventional
jobs and vocations. At the same time, it provides opportunities through collaboration, opportunities to look at the problems around us and to come out with solutions which benefits the society and the self in that process. How do we actually ensure that we will be able to make use of it? This is basically where the education or technical training becomes a very relevant thing. Gurudev has told this as one of the very key elements which one have to focus. How do we actually make sure that our skills are actually being honed to address the challenges which the new world is posing? For this, our education process needs a transformation. There are changes happening across the world where the education processes are getting changed. Education processes are actually being liberated so that the educator or the learner actually have a lot of power. Even in our country, the new education reforms are actually speaking about how do we actually liberate the learner and to make them effectively use it. But to make sure that this is effectively being used, the whole education makes meaning when you have three elements to that. These three elements are the ones which actually help one to acquire the skills and to be on the top of the revolution, to lead the revolution rather than being challenged by it. These three skills are A, the knowledge skill, what we call as the knowing. One have to know about the technology, one have to know about the opportunities the technology provides, one have to know how to tame the technology for positive good. That's basically what the knowledge, knowing part of it. It also enable a person to advance the technology further, advance the knowledge further. Typically, the education in the colleges, education in the schools, education with the gurus actually help you to do that knowing part very well. But knowing alone will not make education complete. The second part of it is you need to do it. So the knowing is supplemented by doing. So technological education especially cannot be practiced only at the theoretical level. It has to be translated into practice. You need to experiment this. You need to actually start working with it. If I'm working on one of the newer technologies, like say blockchain or artificial intelligence, you need to actually start developing solutions with that. You need to actually start looking at problems and start applying that. It could be done on a laboratory settings. It could be done within the college education itself. But knowing to doing become equally important as knowing in the new world. Conventionally, we were having a thought process where the knowledge and skills were not coming together. There were education which focuses only on the knowledge but not on the skills. Technological world is very different. The knowledge and skills comes together, and that is basically where the second part of it. The third part of it, which becomes a very important element, is the being part of it, the spiritual part of it, the part which makes the technology meaningful to everybody. Technology, like Alvin Toffler has said, is like a knife. It depends upon where you hold. If you hold on the blade, it bleeds. If you hold on the handle, you can use it. Again, how do you use a knife also is important. You can use it to cut the strings. You can also use it for nefarious purposes also. So that is basically where your concept of the being comes into existence. So especially when a technology is moving very fast, you have opportunities and you have opportunities of destruction also. So how do we actually move away from the negative aspects of technology and use a technology for human good? How do you use the technology for the wealth and prosperity of the humans? That is basically where the being part comes. The ethics, the values which drive the adoption of technology becomes very relevant in this context. How do I make my knowledge available to anybody, everybody in the world? We know that we use a substantial amount of knowledge from the internet, which is developed by somebody else, and they shared it with us. We need to ask the question that, can I actually share my knowledge, the development which I have done, the movement which I have done, the solutions which I have developed for maybe a problem near me to the other part of the world. That makes the being very complete. So these three things, that knowing, doing and being, together makes
the challenge of the new technology a positive challenge. Rather than worried about whether technology is going to disrupt, whether it is going to take away the jobs, the stride in which we may have to actually move is to ask the question that how do I tame this? How do I actually use this to address a large number of problems which the society is facing? And I think years back, Gurudeva has asked us to do that. In his preachings, in this Tirthadanam, that is the objective of us. How do we actually look at the changes? How do we look at these opportunities and create good for all around us? The new technology revolution provides us all promise for doing it. How do we adopt it and how do we do it is going to be the key element, whether we are going to lead it or whether we are going to get sidelined with this. And I'm sure that India as a country was never at the top of any technology revolutions for various reasons. When the first technology revolution came and second technology revolution came, we were under a foreign rule. So naturally we could not take a giant leap in driving that. When the third technology revolution came, primarily the knowledge revolution came, substantial amount of effort has been put by our brethren. The leadership role Indian IT companies have done in the field is a good example of that. But to lead further in the fourth industrial revolution, where all these physical, digital, biological world are coming together, is a challenge in front of us. And as I said some time back, this is something which redefine and make the human life a better place and make the earth a better place to live. I'm sure that many of the sustainable development goals of what has been put for the global good can be achieved if this technology can actually be used in a proper manner. I'm sure that many of you are already attempting this. Many of you have interesting solution to that. Let us work together to ensure that the world is a better place in the days to come. Thank you very much for a patient listening. Thank you. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക് പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. $473 cash or card? $473 cash or card? No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA.
88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക് പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് അടുത്തതായി സംസാരിക്കാൻ എത്തുന്നു ശ്രീ സജീവ്. സജീവ് മോഹൻ മികച്ച അധ്യാപകൻ, തിരുവനന്തപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ഭൗതിക ശാസ്ത്ര വിഭാഗം മുൻ മേധാവി. സ്വാഗതം ചെയ്യാം ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും 88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനത്തിലെ ശാസ്ത്ര സാങ്കേതിക പരിശീലന സമ്മേളനത്തിലേക്ക് ശ്രീ സജീവ് മോഹൻ. എല്ലാ ഗുരുഭക്തന്മാർക്കും പ്രണാമം. ഈ വർഷം വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സാധാരണ എല്ലാ വർഷവും ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു ഉത്സവം പോലെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ശിവഗിരിയിൽ തീർത്ഥാടകരായി എത്തുന്നു. അവരെല്ലാവരും തന്നെ വിവിധ സെമിനാറുകളിലും മറ്റും പങ്കെടുത്ത് മടങ്ങുന്നു. ആത്മീയമായും ശാസ്ത്രീയമായുമൊക്കെ ഉയർച്ച നേടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവരെത്തുന്നത്. ഇക്കുറി അങ്ങനെ ഒരവസരമല്ല. കോവിഡ് എന്ന മഹാമാരി നമ്മയെല്ലാം ഗ്രസിച്ചു. അതിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മളിന്ന് ഈ ശിവഗിരി തീർത്ഥാടന കാലം ആചരിക്കുന്നത്. ഒരർത്ഥത്തിൽ എപ്പോഴും ഈ മഹാമാരികളും മറ്റ് പ്രതിസന്ധികളും മനുഷ്യരെ കരുത്തരാക്കിയിട്ടേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ശ്രീനാരായണ ഗുരു ദൈവദശകം എന്ന കൃതി രചിച്ചത് തന്നെ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് 1914 മുതൽ 18 വരെ കാലഘട്ടത്തിൽ നമ്മെ ഗ്രസിച്ച ആ ഒരു ലോകമഹായുദ്ധം, തുടർന്ന് വന്ന സ്പാനിഷ് ഫ്ലൂ, ആ ലോകമഹായുദ്ധത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു ദൈവദശകം രചിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ആപൽക്കാല കാലഘട്ടത്തിലാണല്ലോ മനുഷ്യൻ കൂടുതൽ ദൈവത്തെ ആശ്രയിക്കുന്നത്. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ശാസ്ത്ര സാങ്കേതിക പരിശീലന സെമിനാറുകളുടെ ഭാഗമായിട്ടാണ്. ഞാനിവിടെ വീണ്ടും ഒന്നുകൂടെ പറയേണ്ടിയിട്ടില്ല. ഇന്ന് ഞാനിവിടെ ഈ ശിവഗിരി കുന്നുകളുടെ പശ്ചാത്തലത്തിലിരുന്ന് സംസാരിക്കാൻ പോകുന്നത് ശാസ്ത്ര സാങ്കേതിക പരിശീലന സെമിനാറുകളുടെ ഭാഗമായിട്ടാണ്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നാനോ ടെക്നോളജി എന്ന വിഷയം ശ്രീനാരായണ ഭക്തർക്ക് ലളിതമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ആ മൊബൈൽ ഫോൺ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര ചെറുതാണ് എന്ന്. ഒരുപക്ഷെ ഒരു 1970കളിലും 80കളിലും നമ്മൾ കാണുന്ന ഒരു ചെറിയ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് VSSയിലാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ വരുന്നത്. ഞാനത് കാണുന്നത് 90കളിലാണ്. അന്ന് ഒരുപക്ഷെ ഇന്നത്തെ ഒരു സാധാരണ പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ അത്ര പോലും പ്രവർത്തനക്ഷമതയില്ലാത്ത ഒരു കമ്പ്യൂട്ടറിൻ്റെ വലിപ്പമെന്ന് പറയുന്നത് അവിടുത്തെ ഒരു 2 നില ബിൽഡിങ്ങോളം വരുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ ചെറിയ തോതിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു സാധാരണ കമ്പ്യൂട്ടറിലുള്ള യാതൊരു പ്രോപ്പർട്ടിയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ വലിപ്പമാണത്. ആ വലിപ്പം ചുരുങ്ങി പിന്നീട് നമ്മൾ കാണുന്ന ഡെസ്ക്ടോപ്പ് PCയിലെത്തി. ഇപ്പോൾ നിങ്ങളുടെ കൈകളിൽ കൊണ്ട് നടക്കുന്ന മൊബൈൽ ഫോണിന് ഒരു പക്ഷേ ഇന്നത്തെ ഒരു സാധാരണ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ അതേ തന്നെ ശക്തി ഉള്ള ഒന്നാണ്. അങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ നമ്മളെ സഹായിച്ചത് സാങ്കേതികതയുടെ വളർച്ചയാണ്. അത്തരത്തിലൊരു സാങ്കേതിക വിദ്യ, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നിരിക്കുന്ന മൊബൈൽ ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അതിനകത്ത് ഉപയോഗിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നാനോ ടെക്നോളജിയാണ്. നാനോ ട്രാൻസിസ്റ്ററുകൾ 14 നാനോമീറ്ററുകൾ വരെ വലിപ്പമുള്ള ട്രാൻസിസ്റ്ററുകൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതല്ല അവസാനം. ഏറ്റവും ഒടുവിൽ 1 നാനോമീറ്റർ സൈസിലുള്ള ട്രാൻസിസ്റ്ററുകൾ വരെ ഒരുപക്ഷെ 2025 ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ പ്രതീക്ഷകൾ അസ്ഥാനത്തല്ല. തീർച്ചയായും ശാസ്ത്രം പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവചിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലായിട്ടുമുണ്ട്. ആ അർത്ഥത്തിൽ 2025 ഈ 1 നാനോമീറ്റർ വലിപ്പമുള്ള ട്രാൻസിസ്റ്ററുകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് വെറും ഒരു ഫോൺ മാത്രമായിരിക്കില്ല. ആ ഫോണിനോടൊപ്പം തന്നെ അത്രയും സൈസിൽ തന്നെ ഒരു പക്ഷേ ഒരു പ്രൊജക്ടർ ഉണ്ടാവാം. അല്ലാതെ പ്രൊജക്ടറൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു മൊബൈൽ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്
ഒരുപക്ഷെ ഒരു പോസ്റ്റ് കാർഡിനേക്കാൾ അല്പം കൂടി തിക്നെസ് അതിനപ്പുറത്തേക്ക് ഉണ്ടാകാൻ വഴിയില്ല. ആ ഒരു പോസ്റ്റ് കാർഡിനേക്കാൾ അല്പം കൂടി ഒരു കനം അതിന് വരുന്നത് തന്നെ അതിൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അത് നശിച്ചു പോകാതിരിക്കുവാനുള്ള ഒരു ബലം കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുടെ അതിൻ്റെ ഒരു കനമായിരിക്കും അവിടെ ഉണ്ടാവുക. ആ രീതിയിലേക്ക് സാങ്കേതികതകൾ വളരുകയാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നാനോ ടെക്നോളജി എന്ന് പറയുന്നത് മൊബൈൽ ഫോണിനെ പറ്റി മാത്രം ബാധിക്കുന്ന ഒന്നാണ് എന്നല്ല. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളെയും സമൂലമായി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് നാനോ ടെക്നോളജി. അപ്പോൾ നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ് നാനോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നാനോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10⁻⁻⁹ 10⁻⁻⁹ എന്നതാണ് നാനോ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെത്രമാത്രം ചെറുതാണ് എന്ന് നമ്മൾ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കാര്യം ഒരു മീറ്റർ സ്കെയിലായിരിക്കും. 1 മീറ്റർ നീളമുള്ള ഒരു സ്കെയിൽ. ആ സ്കെയിലിൽ അത് കഴിഞ്ഞാൽ സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 100 സെൻറ്റിമീറ്റർ ചേരുന്നതാണ് 1 മീറ്റർ. ഇനി 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10 മില്ലിമീറ്റർ ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ. ഇത്രയും കാര്യം ഏതൊരു സാധാരണക്കാരനും അറിയാവുന്ന ഒന്നാണ്. 1 മീറ്ററിൻ്റെ 1000-ൽ 1 1 മില്ലിമീറ്റർ. നമ്മൾക്ക് ഏറ്റവും പരിചിതമായ ചെറിയ ഒരു അടയാളപ്പെടുത്തലെന്ന് പറയുന്നത് 1 മില്ലിമീറ്ററാണ്. ഒരു സ്കെയിലിൽ ഏതൊരു സ്കെയിൽ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ മില്ലിമീറ്ററിൽ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. ഇനി ആ മില്ലിമീറ്ററിനെ നിങ്ങൾ വീണ്ടും ഒരു 1000-ൽ 1 മാറ്റുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് മൈക്രോമീറ്ററായി. അതായത് ഒരു മീറ്ററിനെ നമ്മുടെ 1000-ൽ 1 1 മീറ്ററിൽ നിങ്ങൾ കാണുന്ന ഒരു മീറ്റർ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്ന 1000-ൽ 1 അംശം ഒരൊറ്റ അംഗം എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററാണ്. ആ മില്ലിമീറ്ററിനെ നിങ്ങൾ ഒരു മീറ്റർ സ്കെയിലായിട്ട് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അതിലെ ഒരു അംഗം എന്ന് പറയുന്നത് 1 മൈക്രോമീറ്റർ ആവും. വീണ്ടും നമ്മൾ അതിനെ 1000-ൽ 1 എടുക്കുന്നു. ആ മൈക്രോമീറ്ററിൻ്റെ 1000-ൽ 1 നമ്മൾ പറയുന്നത് ഒരു നാനോ മീറ്റർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ 1000 മീറ്റർ സ്കെയിലുകൾ ചേർത്ത് നിരനിരയായി വെച്ച് കഴിഞ്ഞാൽ അതിലെ ഒരു അംഗം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു മാനമെന്ന് പറയുന്നത് ഒരു മൈക്രോമീറ്റർ ആയിരിക്കും. അങ്ങനെ 1000-നോടൊപ്പം അങ്ങനെയുള്ള 1000 സ്കെയിലുകൾ കൂടി 1000 അങ്ങനെ 10⁻⁹ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം ചെറുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ രാജ്യത്ത് 100 കോടി ജനങ്ങളുണ്ട്. അതിലൊരാളാണ് നിങ്ങൾ. അതായത് നിങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു നാനോമീറ്റർ സ്കെയിലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ചെറുതാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. നമ്മളെല്ലാവരും പഞ്ചസാരയും ഉപ്പും ഒക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നവരാണ്. പഞ്ചസാരയുടെ ഒരു ക്രിസ്റ്റൽ എടുത്ത് വെള്ളത്തിലിട്ട് കലക്കുമ്പോഴാണോ, അതല്ലെങ്കിൽ കല്ലുപ്പിട്ട് കലക്കുമ്പോഴാണോ, അത് പൊടിച്ച് കലക്കുമ്പോഴാണോ, എപ്പോഴാണ് അത് വേഗത്തിൽ അലിയുക? നിങ്ങൾക്ക് കൃത്യമായി പറയാൻ പറ്റും. പൊടിച്ച പഞ്ചസാരയും അതുപോലെ തന്നെ പൊടിച്ച ഉപ്പുമൊക്കെയാണ് വേഗത്തിൽ അലിയുന്നത് എന്നുള്ളത്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിന് കാരണം പൊടിക്കുന്നതനുസരിച്ച് ഈ ഒരു പഞ്ചസാര തരികളുടെ പ്രതല വിസ്തീർണം കൂടുകയാണ്. ഓരോ തരിയുടേതും കുറയുകയാണെങ്കിലും എല്ലാ തരികളുടെയും ഒരു വലിയൊരു കട്ട പഞ്ചസാര എടുത്ത് നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ അതിലെ തരികളുടെ എല്ലാം കൂടി പ്രതല വിസ്തീർണം കൂട്ടിക്കഴിഞ്ഞാൽ ആ പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് ആ പഞ്ചസാര കട്ടയുടെ പ്രതല വിസ്തീർണത്തിൻ്റെ പല മടങ്ങ് വലിപ്പത്തിൽ ആയിരിക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രതല വിസ്തീർണം കൂടുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും ജല തന്മാത്രകൾക്ക് ഈ പഞ്ചസാരയുമായിട്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രതലം കൂടുതലായി കിട്ടി എന്നതുകൊണ്ടാണ് അത് പെട്ടെന്ന് അലിയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ പൊടിച്ച് അടുക്കുന്നതനുസരിച്ച് ഭൗതികവും രാസികവുമായിട്ടുള്ള പ്രോപ്പർട്ടികൾ, സ്വഭാവങ്ങൾ അതിന് മാറ്റം വരും. ആ മാറ്റം പലതരത്തിലായിരിക്കും. ഇപ്പോൾ ഒരു പഞ്ചസാര കട്ടയെടുത്ത് നിങ്ങൾ ഭക്ഷണത്തിൽ ചേർത്താലും പഞ്ചസാര പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാലും മധുരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കാരണം അതിൻ്റെ രാസപരമായിട്ടുള്ള സ്വഭാവങ്ങൾക്കോ ഭൗതികമായിട്ടുള്ള സ്വഭാവങ്ങൾക്കോ കാര്യമായ മാറ്റം വന്നിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഏതൊരു വസ്തുവും നമ്മളത് പൊടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കുറച്ച് മൈക്രോമീറ്ററുകൾ ചേർന്നിട്ടുള്ള ഒരു ക്ലസ്റ്റേഴ്സ് എന്നാണ് നമ്മളതിനെ പറയുക. ക്ലസ്റ്റേഴ്സ് ചേർന്നുണ്ടാകുന്ന ഗ്രെയിൻസ് ഉണ്ട്. ആ ഗ്രെയിനിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാറ്റമൊന്നും ഉണ്ടാവില്ല.
അതിനെ നമ്മൾ വീണ്ടും ചെറുതാക്കുമ്പോഴാണ് ആ ക്ലസ്റ്റർ അല്ലെങ്കിൽ ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത് ഈ മൈക്രോമീറ്റർ ലെവലിൽ നിന്ന് നാനോമീറ്റർ ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ അതിൻ്റെ ഭൗതികവും രാസപരവുമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാനോ ടെക്നോളജിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം. ഇതനുസരിച്ച് ഈ ഒരു പ്രോപ്പർട്ടി മാറാനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സൈസ് ചെറുതാവുന്നതനുസരിച്ച് പ്രതല വിസ്തീർണം കൂടിക്കൂടി വരും. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്നാണ് നമ്മൾ പറയുക. പ്രതല വിസ്തീർണത്തിനെ അതിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് വലുതായി വലുതായി വരും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഒന്ന് ഇത് അവസാനം എത്തിച്ചേരുന്നത് ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രതിഭാസത്തിലേക്കാണ്. അതാണ് നമ്മുടെ നാനോ പാർട്ടിക്കിളുകളുടെ അല്ലെങ്കിൽ നാനോ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനം. അതിനെ മനസ്സിലാക്കാനായിട്ട് അല്പം കൂടി വ്യക്തമാക്കാം. നിങ്ങൾ ഒരു കൂട്ടിനകത്ത് നിങ്ങളുടെ മുറിക്കകത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. ആ മുറിക്കകത്ത് നിങ്ങൾക്ക് പറക്കാനും കഴിയും. അല്ലെങ്കിൽ ഒരു കിളിയാണെന്ന് വിചാരിക്കുക. ആ കിളിക്കൊരു മുറിക്കകത്തിരുന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും പറക്കാനായിട്ട് പറ്റും. ആ മുറിക്കകത്ത് അത് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് നമ്മളുമൊക്കെ മുറിക്കകത്ത് അടച്ചിടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അത് കൺഫൈൻമെൻ്റ് എന്ന് തന്നെയാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ അതുമാതിരി ഒരു സാഹചര്യം ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുണ്ട്, കനം കുറഞ്ഞു വരുമ്പോൾ. അപ്പോൾ ഇത് പലതരത്തിലുണ്ടാവാം. ഇപ്പോൾ ആ മുറിയുടെ വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു കിളിക്ക് യഥേഷ്ടം പറക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ വിചാരിക്കുക അതിൻ്റെ പൊക്കം അങ്ങ് കുറയുകയാണ്, അത് താന്ന് നിലം പറ്റുകയാണ്. നിലം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം മുകളിലേക്ക് പറക്കാൻ പറ്റില്ല. അതിനാകെ ചെയ്യാൻ പറ്റുന്നത് ആ പ്രതലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാം. അതിനകത്ത് ഈ ഒരു തലത്തിൽ അതിന് ഓടിക്കളിക്കാനായിട്ട് പറ്റും. ഇനി വീണ്ടും ഞാൻ അടുത്ത ഒരു ഡയമെൻഷൻ കൂടി ചുരുക്കുന്നു. അതിൻ്റെ നീളം അങ്ങ് കുറഞ്ഞ് വളരെയാവുന്നു, ഒരു ലൈൻ പോലെയായി. ഈ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈനിൽ കൂടി മുമ്പോട്ടും പുറകോട്ടും നടക്കാൻ ഒരു പക്ഷേ നമ്മുടെ പക്ഷിക്ക് കഴിഞ്ഞു എന്ന് വരും. ഇനി അടുത്ത ഡയറക്ഷനിലൂടെ ഞാൻ അങ്ങ് ഇറുക്കി പക്ഷിയുടെ സൈസ് എത്തിക്കഴിഞ്ഞാലോ ആ പക്ഷിക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് പിടയ്ക്കാം. ആ രീതിയിലേക്ക്. അപ്പോൾ ഇലക്ട്രോണുകളെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ വസ്തുവിൻ്റെ ഒരു സൈസ് അതിന് നമ്മൾ പൊടിച്ച് ഏറ്റവും ചെറിയ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മോളിക്യൂളുകൾക്കും മറ്റും അങ്ങനെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തലത്തിലേക്ക് എത്തുമ്പോൾ വസ്തുക്കളുടെ സ്വഭാവം മാറുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിട്ടുള്ള സ്വർണം എന്ന് പറയുമ്പോൾ മനസ്സിലെത്തുന്നത് ആ സ്വർണത്തിൻ്റെ മഞ്ഞ നിറവും തിളക്കവുമാണ്. പക്ഷേ നമ്മൾ അതിനെ നാനോ പാർട്ടിക്കിൾ സൈസിലേക്ക് മാറ്റുമ്പോൾ അത് കുറഞ്ഞു വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നാനോ പാർട്ടിക്കിളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് 0.1 നാനോമീറ്റർ മുതൽ ഒരു 100 നാനോമീറ്റർ 120 നാനോമീറ്റർ വരെയൊക്കെയുള്ള പാർട്ടിക്കിളുകളെയാണ്. അതിൻ്റെ സൈസ് കുറയുന്നതനുസരിച്ച് ഈ ഗോൾഡിനെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആക്കാം. അതിന് പിങ്ക് കളറിലുള്ള ഗോൾഡുണ്ട്, പച്ച കളറിലുള്ള ഗോൾഡുണ്ട്, ഈവൻ ബ്ലാക്ക് കളറിൽ വരെ നമുക്ക് ആക്കി മാറ്റാമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ സൈസ് കുറയുന്നതനുസരിച്ച് അതിൻ്റെ സ്വഭാവം മാറി വരുന്നു. പിന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് ഗോൾഡാണെന്ന്. സിൽവറിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ്. ഇത് തന്നെ ആണ് ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. ഇതിൻ്റെ സൈസ് കുറയുന്നതനുസരിച്ച് അതിൻ്റെ ഭൗതികവും രാസികവുമായിട്ടുള്ള സ്വഭാവങ്ങൾ മാറി വരുന്നു. ഈ പ്രോപ്പർട്ടികളാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്നത് പുതിയ ഒരു കാര്യം അല്ല. നമ്മുടെ പ്രകൃതിയിൽ പണ്ട് മുതലേ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കാറുണ്ട്. നമ്മുടെ മച്ചിൽ പല്ലി തലകീഴായി നടന്നു പോകുന്നു. ഒരുപക്ഷെ ആ പല്ലി അങ്ങനെ നടന്നു പോകുന്നു, സ്പൈഡർ ചിലന്തി തലകീഴായിട്ട് നടന്നു പോകുന്നു. നമ്മൾ വിചാരിച്ച പറ്റാറുണ്ടോ? ഇല്ല. സ്പൈഡർമാൻ എന്ന് പറയുന്ന ഒരു കോമിക് ബുക്കിൻ്റെ തന്നെ ഒരു കൺസെപ്റ്റ് അതിൽ നിന്നാണ് തലകീഴായിട്ട് നടക്കാനും പെട്ടെന്ന് എവിടെ വേണമെങ്കിലും ചുറ്റിപ്പിടിക്കാനും ഒക്കെയുള്ള കഴിവ് അതിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ഈ പല്ലി എങ്ങനെയാണ് നടക്കുന്നത്? ഇന്ന് സാങ്കേതിക വിദ്യ പുരോഗമിച്ചപ്പോൾ നമുക്കറിയാം പല്ലിയുടെ കാലുകൾക്ക് അടിയിലുള്ള നാനോ പാർട്ടിക്കിൾ ചേർന്നിട്ടുള്ള ഒരു വളരെ ചെറിയ ഒരു സംഗതിയുണ്ട്. അവിടെ രോമങ്ങൾ പോലെ നാനോ പാർട്ടിക്കിൾ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏരിയ പല്ലിയുടെ കാലുകൾക്കടിയിലുണ്ട്. ഇത് ചുവരിനോട് ചേർന്ന് പ്രസ് ചെയ്ത് ഇതിനിടയിലുണ്ടാകുന്ന ഒരു വാക്വം, ആ വാക്വം ഉപയോഗിച്ചാണ് പല്ലി എന്ത് ചെയ്യുന്നത്? പറ്റിപ്പിടിച്ച് ചുവരിന് മുകളിൽ തലകീഴായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചിലന്തി വല എന്ന് പറയുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മൾ കാണുമ്പോൾ വളരെ നേരിയതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ചിലന്തി വലയുടെ ശക്തി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? കാരണം ചിലന്തി തുപ്പൽ രൂപത്തിൽ പുറപ്പെടുവിക്കുന്ന അതിൽ അടങ്ങിയിരിക്കുന്ന നാനോ പാർട്ടിക്കിളുകളാണ് ഈ ഒരു സ്വഭാവം ഉണ്ടാക്കുന്നത്. അടുത്ത കാലത്ത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തമാണ് ലിപ്സ്റ്റിക്ക് ഉപയോഗം മൂലമുണ്ടാകുന്ന സ്കിൻ ക്യാൻസർ. ഇതിന് കാരണമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് കർത്തീയം അഥവാ ലെഡിൻ്റെ പ്രസാന്നിധ്യമാണ്. ലിപ്സ്റ്റിക്കിൽ തിളക്കം കൊടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് കർത്തീയമാണ്. ഈ കർത്തീയം ആണ് ക്യാൻസറിനായിട്ട്
കാരണമായി കണ്ടുപിടിച്ചത്. ഈ ലെഡിനെ പറ്റി നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ കുറേ ഒരു അജ്ഞാത രോഗമുണ്ടായവർക്ക് അവരുടെ ശരീരത്തിൽ ലെഡിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സാന്നിധ്യം എയിംസ് ഡോക്ടർമാർ കണ്ടെത്തി എന്നുള്ള വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ലെഡ് എന്ന് പറയുന്ന വളരെ മാരകമായ വിഷമായിട്ട് കരുതപ്പെടുന്നതാണ് കർത്തിയം. പക്ഷേ നമ്മുടെ പല ആയുർവേദ ഉൽപ്പന്നങ്ങളിലും പണ്ട് കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കർത്തീയത്തിൻ്റെ സാന്നിധ്യം അത്തരം ആയുർവേദ ഉൽപ്പന്നങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു ഇതിന് കാരണമെന്ന് പറയുന്നത് ആ ഒരു ലെഡിൻ്റെ പാർട്ടിക്കിളുകൾ അതിൽ ഉണ്ടായിരിക്കുന്നത് നാനോ തലത്തിലാണ്. അതായത് ഏറ്റവും ചെറിയ നാനോ പാർട്ടിക്കിളുകളായിട്ടാണ് ഈ ആയുർവേദ ഉൽപ്പന്നങ്ങളിൽ പലതും ഇത് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു രസകരമായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനോ ടെക്നോളജി വികസിച്ച് വളരെ കാലം കഴിഞ്ഞ ശേഷം ഇന്ന് അടുത്തിടയ്ക്ക് ഒരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്, ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയിട്ടുള്ള നാനോ പാർട്ടിക്കിളുകൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ക്രിസ്തുവിന് ജനനത്തിനും വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 600ഓളം വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ കേരളവും നല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, രേഖകളിൽ അത് പറഞ്ഞിരിക്കുന്നത് തമിഴകമെന്നാണ്. തമിഴകം എന്ന് പറയുന്ന അന്ന് തമിഴ്നാട് മാത്രമല്ല കേരളവും കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളും ചേർന്ന ചേര സാമ്രാജ്യമാണ് ഈ തമിഴകം എന്ന് വിളിക്കപ്പെടുന്നത്. അവിടെ ഉണ്ടായിരുന്ന വുഡ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സ്റ്റീൽ, അന്ന് ചൈനക്കാരൊക്കെ ഇവിടെ നിന്ന് ആ സ്റ്റീൽ കൊണ്ടുപോയാണ് കപ്പലിൻ്റെയും മറ്റും ഭാഗങ്ങൾ നിർമ്മിച്ചിരുന്നത്. കപ്പൽ നിർമ്മാണത്തിന് അന്ന് ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള വുഡ് സ്റ്റീൽ. അത് പ്രധാനമായും കൊടുങ്ങല്ലൂർ ഭാഗത്താണ് ഉണ്ടാക്കിയിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ ഇത്രയും തുരുമ്പിക്കാത്ത സ്റ്റീൽ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് കാരണമായി ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അന്നുണ്ടാക്കിയ, അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏകദേശം 600 വർഷം BC 600കളിൽ അന്ന് കണ്ടുപിടിക്കപ്പെട്ട ആ സ്റ്റീലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലുണ്ടായിരിക്കുന്ന കാർബൺ നാനോ ഫൈബേഴ്സാണ്. അതാണ് അതിന് അത്രയധികം ശക്തി കൊടുത്തിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് ഈ നാനോ ടെക്നോളജിയിൽ ഒന്നുമല്ല. മറ്റ് രാജ്യക്കാർ ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളത് ഉപയോഗിച്ചിരുന്നു എന്നുള്ള, ഒരുപക്ഷെ സ്വയം അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. ഈ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ലെഡിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ആയുർവേദ മരുന്നുകളിലുണ്ട് വളരെയധികം നാനോ പാർട്ടിക്കിളുകളുടെ സൈസിൽ. പക്ഷേ അന്ന് ഇത് നാനോ പാർട്ടിക്കിളുകളാണെന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അന്ന് ചെയ്തിരുന്നത്. പിന്നീട് കണ്ടുപിടിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം 6-ാം ശതകത്തിലും മറ്റുമാണ് ശരിക്കും പറഞ്ഞാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. റോമിലും മറ്റും കണ്ടുപിടിച്ചിട്ടുള്ള ലൈക്കർഗസ് കപ്പുകളിലും മറ്റും അതിൽ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ നാനോ പാർട്ടിക്കിളുകളാണ്. ഗോൾഡ് നാനോ പാർട്ടിക്കിൾ ഉപയോഗിച്ചാണ് ആ പള്ളികളും മറ്റുമൊക്കെ ലൈസർഗസ് കപ്പുകൾ കളർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പല പള്ളികളിലെയും ജനലുകളും മറ്റും കളർ ചെയ്തിരിക്കുന്നത് ഈ നാനോ പാർട്ടിക്കിളുകൾ കൊണ്ടാണ്. എന്തിനേറെ നമ്മുടെ ചിത്രശലഭത്തിൻ്റെ മനോഹരമായിട്ടുള്ള അതിൻ്റെ ചിറകുകൾ, ആ ചിറകുകളിൽ വരെ ഈ കളറുകളെല്ലാം വന്നിരിക്കുന്നത് നാനോ പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചുറ്റും ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിരുന്നതാണ് നാനോ പാർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനെ കൃത്രിമമായി സിന്തസൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും കണ്ടെത്തുകയാണെങ്കിൽ കൂടി അതിന് ഒരു പ്രാധാന്യം കൈവരുന്നത് നമ്മൾക്കത് എങ്ങനെ വീണ്ടും ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ 1970-കൾക്ക് ശേഷമാണ് ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. നാനോ ടെക്നോളജി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്ന സമയത്തും നാനോ ടെക്നോളജിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ 1970-ലോ 74-ലോ മറ്റുമാണ് മരിയോ തനുഗൂച്ചി എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് ശാസ്ത്രജ്ഞൻ, അദ്ദേഹമാണ് ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്യുന്നത്. നാനോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം കുള്ളൻ എന്നാണ്. അപ്പോൾ ഈ കുള്ളൻ പദാർത്ഥങ്ങൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ പേര് കൊടുത്തത്. അതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 1959-ൽ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന റിച്ചാർഡ് ഫെയ്ൻമാൻ, അദ്ദേഹമാണ് തൻ്റെ ഏറ്റവും പ്രശസ്തമായ പ്രസംഗങ്ങളിൽ ഒന്നിൽ പറഞ്ഞത്, ദെയർ ഈസ് ഇനഫ് റൂം അറ്റ് ദ ബോട്ടം, ഏറ്റവും താഴെ ഇനിയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം ഏതാണ്ട് അതിൻ്റെ ഒരു സാച്ചുറേഷനിൽ എത്തി നിൽക്കുന്നു എന്ന് കരുതപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ല, തീർന്നിട്ടില്ല, താഴെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിനിയും കണ്ടെത്താനുണ്ട് എന്നാണ്. ആ ഒരു കൺസെപ്റ്റ് പിന്നീട് അതൊരു പ്രവചന സ്വഭാവമുള്ള ഒരു പ്രസംഗമായിരുന്നു. അത് പിന്നീട് ശരിയായി തീരുകയും ചെയ്തു. അതാണ് ഈ നാനോ ടെക്നോളജിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. നാനോ ടെക്നോളജിയുടെ കാര്യത്തിൽ വരുമ്പോൾ പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ആറ്റങ്ങളെ അടുക്കി, ഓരോ ആറ്റങ്ങളെയും അല്ലെങ്കിൽ മോളിക്യുകളെയും ചേർത്ത് അടുക്കി നമുക്ക് ഇഷ്ടമുള്ള സ്വഭാവമുള്ള പാർട്ടിക്കിളുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊരു വീട് നിർമ്മിക്കുന്നു. നിങ്ങളെല്ലാവരും വീട് നിർമ്മിക്കുന്നത് ഇഷ്ടികയും സിമൻറ്റും ചേർത്താണ്. പക്ഷേ നിങ്ങളെല്ലാവരും നിർമ്മിക്കുന്ന വീട് ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല.
ഈ ഇഷ്ടികകൾ ചേർത്ത് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ആർക്കിടെക്റ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരുന്ന തലത്തിലുള്ള ഒരു വീട് നമ്മൾ നിർമ്മിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ നാനോ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച ഭൗതികവും രാസികവുമായിട്ടുള്ള സ്വഭാവമുള്ള പദാർത്ഥങ്ങളെ നമ്മൾ നിർമ്മിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നാനോ ടെക്നോളജിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിർമ്മാണം നടത്തുക എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടിക എന്ന് പറയുന്നത് നമുക്ക് കയ്യിലെടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇഷ്ടികകൾ ചേർത്ത് വെച്ച് ഇഷ്ടമുള്ള രൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ആറ്റങ്ങളെ ചേർത്ത് വെച്ച് അല്ലെങ്കിൽ മോളിക്യൂളുകളെ ചേർത്ത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രാസികമോ ഭൗതികമോ ആയിട്ടുള്ള സ്വഭാവമുള്ള വസ്തുക്കളെ നിർമ്മിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ആറ്റത്തിന് നമുക്ക് കൈകൊണ്ടെടുക്കാം. നമുക്ക് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സാധനമാണ് ആറ്റം എന്ന് പറയുന്നത്. ആ ഒരു ലെവലിൽ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഈ നാനോ ടെക്നോളജിയുടെ വികാസം ഇത്രയും കാലം സംഭവിക്കാതിരുന്നത്. ഇത് മനസ്സിലാക്കുന്നത് തന്നെ 1985 ശേഷമാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം അതുവരെ ആറ്റം എങ്ങനെയാണ് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായി ഒരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നില്ല. സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന ഉപകരണത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ് ഇതെന്താണ് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായൊരു ധാരണ പോലും നമുക്ക് ഉണ്ടാകുന്നത്. കാരണം സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളൊരു മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുന്നു. മൈക്രോസ്കോപ്പിൽ കൂടി, മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കാം, 1 മില്ലിമീറ്ററിൻ്റെ ഏകദേശം 1001 അംശം വരെയുള്ള കാര്യങ്ങളെ മാത്രമേ വലുതാക്കി കാണാനായിട്ട് എന്ത് പറ്റുള്ളൂ, ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് സാധിക്കുള്ളൂ. വീണ്ടും അതിൻ്റെ 1001 പോവുക എന്ന് പറയുന്നത്, അതിനെ വീണ്ടും പകുതിയാക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ 1001 വീണ്ടും പോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ലെവലിലേക്ക് നമ്മൾ മാറുക എന്ന് പറയുന്നത് വളരെയധികം എളുപ്പമുള്ള ഒരു കാര്യം അല്ല. പക്ഷേ ഇതെങ്ങനെ സാധിക്കും? ഇത് കൈകൊണ്ടോ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റോ മറ്റോ കൊണ്ട് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ലബോറട്ടറികളിൽ മാത്രം ഒതുങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി എങ്ങനെയാണ് പ്രോട്ടീനും മറ്റും ഉണ്ടാക്കുന്നത്. ഓരോ മോളിക്യൂളുകളും മറ്റും ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു. നിങ്ങളുടെ ശരീരത്തിനകത്ത് തന്നെ റെഡ് ബ്ലഡ് കോർപ്പസിൽസ് താനേ ഉണ്ടാകുന്നു. അതേമാതിരി പ്രകൃതി എങ്ങനെയാണോ ഇതിനെയൊക്കെ നിർമ്മിക്കുന്നത്, ആ രീതിയിലേക്ക് സ്വയം ചേർന്ന് നിർമ്മാണത്തിലേക്ക് വരുന്ന ഒരു തരത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള റിസർച്ചാണ് ഇന്ന് നടക്കുന്നത്. അതിൽ ഏകദേശം വിജയിച്ചിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഈ പാർട്ടിക്കിളുകൾക്കൊക്കെ മെമ്മറി അല്ലെങ്കിൽ നമ്മൾക്കുള്ളതുപോലെ തന്നെ ഓർമ്മശക്തി കൊടുക്കാനുള്ള ഒരു കഴിവ് കൂടി ഈ നാനോ ടെക്നോളജിയുടെ വികാസത്തോട് അനുബന്ധിച്ച് തന്നെ വികസിച്ച് വരുന്നുണ്ട്. കാരണം അതിന് സ്വയം ചേർന്ന് ഒരു രൂപത്തിലേക്ക് മാറാൻ കഴിയുന്ന രീതിയിലേക്കാണ് നമ്മളിപ്പോൾ അവയെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വരുന്ന പാർട്ടിക്കിളുകൾ, ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത് 2025 കൂടി 1 നാനോമീറ്റർ ലെവലിലുള്ള ട്രാൻസിസ്റ്റർ അത് തന്നെ യാഥാർത്ഥ്യമാകും എന്നാണ് കരുതപ്പെടുന്നത്. ഈ രംഗത്തേക്ക് എത്തുന്നതോടുകൂടി നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് താമര ഇലയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകുന്നു. ഹൈഡ്രോഫോബിക് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അത്. ആ ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന സംഗതി എന്തിനുണ്ട്? താമരയുടെ ഇലയുണ്ട്. ആ താമരയുടെ ഇലയിൽ വെള്ളം പറ്റുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സർഫസിലുള്ള നാനോ പാർട്ടിക്കിൾസാണ്. അതേ സ്വഭാവമുള്ള നാനോ പാർട്ടിക്കിളുകൾ ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ പുറത്ത്, ഷർട്ടിൻ്റെ നൂലുകളിൽ അത്തരം ഒരു കോട്ടിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നിങ്ങളുടെ തുണികൾ വെള്ളം നനയുകയില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് വരാൻ പോകുന്ന കുടകൾ എന്ന് പറയുന്നത് മഴ പെയ്യുന്നു, കുടയിൽ വെള്ളം വീഴുന്നു, അതങ്ങ് ഒലിച്ചു പോകുന്നു. അത് താമര ഇല പോലെ തന്നെ ഉണങ്ങി തന്നെ ഇരിക്കുന്നു. നിങ്ങളുടെ ഷർട്ട് അതുപോലെ തന്നെ, നിങ്ങളിപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കേണ്ടുന്ന കാര്യമില്ല. മഴയാകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷർട്ടെന്ന് പറയുന്നത് വെള്ളം വലിച്ചെടുക്കാത്ത, വെള്ളം പറ്റാത്ത തരത്തിലുള്ള ഒരു ഷർട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കിന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഷർട്ട് കഴുകുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് കഴുകേണ്ടി വരുന്നത്? അഴുക്ക് ആ നാരുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്നു. ഈ പറ്റിപ്പിടിക്കുന്ന പ്രോപ്പർട്ടി ഇല്ലാത്ത തുണികളാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം രക്ഷപ്പെട്ടു പോയേനെ. കാരണം നമുക്ക് തുണി കഴുകേണ്ടെന്ന ആവശ്യം തന്നെ വരുന്നില്ല. ആ രീതിയിൽ ഇങ്ങനെ കഴുകേണ്ട ആവശ്യമില്ലാത്ത തുണികൾ നാളത്തെ കാലത്ത് വരാൻ പോകുന്നു. അത്തരത്തിൽ നമ്മുടെ മൊത്തം എന്ന് പറയാനായിട്ട് വേഷവിധാനങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നു. പിന്നീട് അടുത്ത ഒരു തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മരുന്നുകളുടെ കാര്യത്തിൽ ഇന്ന് ഒരുപക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഷ്ടപ്പെടുന്നത് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം മൂലമാണ്.
ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും ചിലവേറിയതും ഏറ്റവും ബുദ്ധിമുട്ടേറിയതുമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായം. അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരു ക്യാൻസർ സെൽ അതിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്നത് കീമോതെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് രോഗിയെ വിധേയനാക്കുക എന്നുള്ളതാണ്. ഈ കീമോതെറാപ്പി നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളെ നശിപ്പിക്കാൻ കഴിവുള്ള കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിനുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഇത് ക്യാൻസർ ബാധിച്ച സെല്ലുകളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ അത് നശിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ആരോഗ്യമുള്ള സെല്ലുകളെയാണ്. അതുകൊണ്ടാണ് ഒരു ക്യാൻസറിന് വേണ്ടി കീമോതെറാപ്പിക്ക് പോകുന്ന ഒരാൾ അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ രൂപവും എല്ലാം മാറിക്കാണും. വളരെയധികം മെലിഞ്ഞിട്ടുണ്ടാവും, ക്ഷീണിച്ചിട്ടുണ്ടാവും, പലരുടെയും തലമുടി തന്നെ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കെമിക്കലുകൾ ഈ നമ്മുടെ കീമോതെറാപ്പി നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന കെമിക്കലുകൾ ആരോഗ്യമുള്ള സെല്ലുകളെ കൂടി നശിപ്പിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേരെ മറിച്ച് ഈ കീമോതെറാപ്പി നടക്കുമ്പോൾ ആ കെമിക്കലുകൾ നല്ല ആരോഗ്യമുള്ള സെല്ലുകളെ നശിപ്പിക്കാതെ ക്യാൻസർ ബാധിച്ച സെല്ലുകളെ മാത്രം നശിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരുന്നെങ്കിലോ ആരോഗ്യപരമായിട്ടുള്ള കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് വിധേയരാകാനായിട്ട് പറ്റുമായിരുന്നു. നാനോ ടെക്നോളജി നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് അത്തരത്തിലുള്ള ഒരു ആശയമാണ്. കാരണം നാനോ പാർട്ടിക്കിളുകൾ പൊതിഞ്ഞ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ള ഒരു പ്രോട്ടീൻ ആവരണം ഉള്ള കെമിക്കലുകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് പോവുകയും ആ പ്രോട്ടീനുകൾക്ക് ക്യാൻസർ ബാധിച്ച സെല്ലുകളിൽ മാത്രം അറ്റാച്ച് ചെയ്യാൻ കഴിയുകയും അതിലൊട്ടിച്ചേരാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ രക്തത്തിലൂടെ ഒഴുകി പോകുന്നു. രക്തത്തിലൂടെ ഒഴുകി പോകുന്ന സമയത്ത് അത് മറ്റെങ്ങും പറ്റിപ്പിടിക്കുന്നില്ല. നേരെ മറിച്ച് കൃത്യമായിട്ട് എവിടെയാണോ ക്യാൻസർ ബാധിച്ച സെല്ലുകളുള്ളത് ആ സെല്ലുകളിൽ മാത്രം ചെന്ന് ഇത് ഒട്ടിപ്പിടിക്കുന്നു, അതിനെ നശിപ്പിക്കുന്നു. ആ രീതിയിൽ ഉള്ള മെഡിസിനുകൾ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചില പ്രോട്ടീനുകളാണ്, ചില ഈ നമ്മുടെ കെമിക്കലിൻ്റെ ഒരു ആവരണം. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ടി കുടിക്കുന്നു, ഫ്രൂട്ടി എന്ന് പറയുന്നത് അകത്തിരിക്കുന്നതാണ്, പുറത്തിരിക്കുന്ന ഒരു കവറാണ്. ആ കവറെന്ന് പറയുന്നത് നാനോ പാർട്ടിക്കിളും പ്രോട്ടീനും ചേർന്നിട്ടുള്ള ഒരു ആവരണമായിരിക്കും. ഈ ആവരണമെന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് മാത്രം പിടിക്കുന്നു, ക്യാൻസറിൻ്റെ സെല്ലുകളിലേക്ക് മാത്രം പറ്റിപ്പിടിക്കുകയും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന മരുന്നെന്ന് പറയുന്നത് വളരെ കുറച്ച് മതി. ഇപ്പോൾ നിങ്ങൾ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഇഞ്ചെക്റ്റ് ചെയ്യുന്ന മരുന്നിൻ്റെ 100-ൽ 1 മതി അവിടേക്ക് തന്നെ ഈ സെല്ലുകളിലേക്ക് ഈ മരുന്നിനെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ മാത്രം നശിപ്പിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ മലത്തിലൂടെയും മൂത്രത്തിലൂടെയും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ചികിത്സയെന്ന് പറയുന്നത് വളരെയധികം ചിലവ് കുറഞ്ഞതും, ഏറ്റവും പ്രധാനം അതാണ്, ചിലവ് വളരെയധികം കുറയും. അതുപോലെ തന്നെ രോഗിയുടെ ബുദ്ധിമുട്ടും വളരെയധികം കുറയും, ശാരീരിക അവശതയും കുറയ്ക്കാനായിട്ട് സാധിക്കും. അത്തരമൊരു സാധ്യത നാനോ മെഡിസിൻസ് എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വളരെ ചിലവേറിയൊരു പ്രശ്നമാണ് ഹൃദയാഘാതവും മറ്റും വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഹാർട്ടിൽ ബ്ലോക്കുണ്ട്. ആ ബ്ലോക്കിന് മാറ്റാൻ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഒന്നുകിൽ ആൻജിയോപ്ലാസ്റ്റി അല്ലെന്നുണ്ടെങ്കിൽ ബൈപ്പാസ്. ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് കൊഴുപ്പ് നമ്മുടെ ധമനികളിൽ അടിഞ്ഞ് അതുവഴി രക്തം കടന്നു പോകുന്ന അളവിനെ ചുരുക്കാൻ തുടങ്ങുമ്പോൾ ഹാർട്ട് കൂടുതൽ വേഗത്തിൽ പമ്പ് ചെയ്യും. അവസാനം ഈ ബ്ലോക്ക് എന്ന് പറയുന്ന ഒട്ടും രക്തം പോകാത്ത ഒരവസ്ഥയിലേക്ക് പൂർണ്ണമായും ഈ ധമനികളിൽ തടസ്സപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മളെന്ത് പറയുന്നത്, ഒരു ഹൃദയാഘാതം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് ഈ ഒരു സംഭവം, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റിയിൽ ചെയ്യുന്നത് ഒരു ബലൂൺ പോലെ ഒരു സാധനം അതിൻ്റെ നമ്മുടെ വെയിൻ വഴി അകത്തേക്ക് എത്തിക്കുന്നു, അതവിടെ പൊട്ടിക്കുമ്പോൾ ഈ ബ്ലോക്ക് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് പോകുന്ന ആ ഒരു കൊഴുപ്പിൻ്റെ കട്ടകൾ തെറിച്ച് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അതാണ് ആൻജിയോപ്ലാസ്റ്റി. അതുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റാത്ത ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബൈപ്പാസ് ചെയ്യും. നമ്മൾ അവിടെ മുറിച്ച് കളഞ്ഞ ശേഷം വേറെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ളൊരു ഞരമ്പ് മുറിച്ച് അവിടെ നമ്മൾ കഴുകി ക്ലീൻ ആക്കിയ ശേഷം ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സർജറിയാണ് നടക്കുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഓട ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? ഓടയിൽ എന്തെങ്കിലും അടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓട മൊത്തം പൊളിച്ച് മാറ്റാറില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്, അത് വേറെ കാര്യം, അതൊക്കെ കമ്മീഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ സാധാരണഗതിയിൽ നമ്മളൊരു ഓടയെന്ന് പറയുമ്പോൾ അവിടെ ഒരു മമ്മട്ടി ഉപയോഗിച്ച് അവിടെ കെട്ടിക്കിടക്കുന്ന അഴുക്ക് നമ്മൾ കോരി മാറ്റി കഴിഞ്ഞാൽ അതുവഴി ജലം സുഖമായിട്ട് പോകും. അതുപോലെ ഒരു പ്രോസസ്സ് ഈ നാനോ പാർട്ടിക്കിളുകൾ വെച്ച് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്ന് കരുതപ്പെടുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് നാനോ റോബോട്ട് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നാനോ പാർട്ടിക്കിളുകൾ നമ്മൾ ഉണ്ടാക്കാനായി ശ്രമിക്കുന്ന സാങ്കേതിക വിദ്യയിൽ പാർട്ടിക്കിളുകൾ സ്വയം കൂടിച്ചേർന്നുണ്ടാകുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടീനിൻ്റെ വലിപ്പമുള്ള നാനോ റോബോട്ടുകൾ
നമുക്കുണ്ടാക്കാനായിട്ട് കഴിയും. ഈ നാനോ റോബോട്ടുകൾ നിങ്ങളുടെ ധമനിയിലൂടെ പോവുകയും എവിടെയാണോ ബ്ലോക്ക് ഉണ്ടാകുന്നത് അവിടെ നമ്മൾ സാധാരണഗതിയിൽ ഡ്രില്ല് ചെയ്യുന്നത് പോലെ തുരന്ന് ചിരണ്ടി ആ സംഗതി മുഴുവൻ അവിടെ ഉണ്ടാകുന്ന കൊഴുപ്പിൻ്റെ കണികകൾ മുഴുവൻ കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള 100 കണക്കിന് നാനോ റോബോട്ടുകൾ അവിടെ ചെല്ലുന്നു, തുരക്കുന്നു. അത് വരുമ്പോഴത്തേക്ക് കുറച്ച് കൊച്ചു തരികളായിട്ട് ഈ കൊഴുപ്പ് രക്തത്തിലൂടെ വരുന്നു. അവസാനം ഇതെല്ലാം നിങ്ങളുടെ മലമൂത്രത്തിലൂടെ പോകുന്ന നാനോ റോബോട്ടുകൾ ഉൾപ്പെടെ പോകുന്ന ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അക്കാര്യവും പരീക്ഷണങ്ങൾ നടത്തുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഒരു 10 വർഷത്തിനകം നിങ്ങൾ ഇനി മുതൽ ഈ ഹൃദയ ശസ്ത്രക്രിയ എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി കേൾക്കാൻ പോകുന്നില്ല. അതിന് പകരം നമുക്ക് ഇഞ്ചക്റ്റ് ചെയ്യാവുന്ന റോബോട്ടുകൾ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല, സിറിഞ്ചിനകത്ത് കൂടി നിങ്ങളുടെ വെയിനിലൂടെ കടന്നു പോകുന്ന അത്രയും കുഞ്ഞൻ റോബോട്ടുകൾ അവിടെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം നടത്തിയ ശേഷം നിങ്ങളുടെ മലമൂത്രത്തിലൂടെ പുറത്ത് പോകുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു ബ്ലോക്കൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു കാലത്തിലേക്കാണ് നാനോ ടെക്നോളജി നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അത് മെഡിസിൻ്റെ മറ്റൊരു രംഗം. നിങ്ങളുടെ കണ്ണുകളുടെ പ്രശ്നം, തിമിര ശസ്ത്രക്രിയയും മറ്റുമൊക്കെ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. എത്രത്തോളം വേദനാജനകമാണെന്നുള്ളതുമൊക്കെ അത് ചെയ്തിട്ടുള്ളവർക്കറിയാം. ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ലാസിക് എന്ന് പറയുന്ന ലേസർ ഉപയോഗിച്ചുള്ള സർജറിയൊക്കെ വന്നു കഴിഞ്ഞ ശേഷം അത് കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാകുന്നില്ല. എന്നാൽ ഇനി ഈ നാനോ റോബോട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് സർജറികൾ നടത്താം. അതായത് നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ഇതിൻ്റെ പുറത്തുണ്ടാകുന്ന ആ ഒരു നേരിയ ലെയർ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നാനോ റോബോട്ടുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചെന്ന് കാര്യമായിട്ട് അതിൻ്റെ ഒരു മുകളിലുള്ള, കാരണം തിമിരം എന്ന് പറയുന്നത് പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും പുറത്തുള്ള സ്ഥലമെന്ന് പറയുന്നത് അതാര്യമായി മാറുന്നു, അല്ലെങ്കിൽ വെളിച്ചം കടത്തി വിടാത്ത ഒരു രീതിയിലേക്ക് മാറുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള ഒരൊറ്റ ലെയർ മാത്രമായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത്. അതിന് നിങ്ങളങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടും. ഇതിന് വേണ്ടി അങ്ങനെ ലെയറായിട്ട് മാറ്റാനായിട്ട് ആർക്ക് കഴിയും? ഇപ്പോഴും ലാസ്റ്റിക് സർജറിയിൽ അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി മുതൽ അത് ചെയ്യാൻ പറ്റുന്നത് ഒരു നാനോ റോബോട്ടിനാണെങ്കിൽ കൂടുതൽ കൃത്യതയോട് കൂടി, കാരണം പ്രകാശത്തിൻ്റെ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് നാനോമീറ്ററുകൾ, ഒരു 300 മുതൽ 500 വരെയുള്ള ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കാണാൻ പറ്റുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതിനേക്കാൾ ചെറുതാണ്, ആ വേവ് ലെങ്തിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ചെറുതാണ് എന്തെന്ന് പറയുന്നത് ഈ നാനോ റോബോട്ടുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ കൃത്യതയോട് കൂടി അത് മാത്രമല്ല, ഒരു ലൈറ്റ് ഇൻറ്ററാക്ട് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി കൂടുതൽ കൃത്യതയോടുകൂടി ഇക്കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഈ നാനോ റോബോട്ടുകൾക്ക് കഴിയും എന്നുള്ളതാണ് മറ്റൊരു സാധ്യത. അങ്ങനെ മെഡിക്കൽ രംഗത്ത് അനന്തമായിട്ടുള്ള സാധ്യതകൾ ഈ ഒരു നാനോ ടെക്നോളജി തുറന്നിടുന്നുണ്ട്. ഇനി അടുത്ത രംഗത്തേക്ക് നടക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ബിൽഡിംഗ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ നിർമ്മാണമാണ്. ആ സ്ട്രക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പി, ആ കമ്പി എന്ന് പറയുന്നത് വളരെയധികം ഭാരം കൂടിയതാണ്. പലപ്പോഴും ഒരു സ്ട്രക്ചറിന് ഭാരം കൊടുക്കുന്നത് ആ ഒരു ഇരുമ്പ് സ്ട്രക്ചർ, ആ ഒരു ഇരുമ്പിൻ്റെ കമ്പിയും മറ്റുമാണ്. എന്നാൽ സ്റ്റീലിൻ്റെ 150 മടങ്ങിൽ അധികം ശക്തിയുള്ള ഗ്രാഫീൻ എന്ന് പറയുന്ന പദാർത്ഥം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ ഗ്രാഫീൻ എന്ന പദാർത്ഥം എന്ന് പറയുന്നത് നാനോ പാർട്ടിക്കിളാണ്. ഗ്രാഫീൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കാലത്ത് പെൻസിൽ ഉപയോഗിച്ചിട്ടുള്ളവരാണ്. ആ പെൻസിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പെൻസിലിട്ട് നിങ്ങളൊരു വര വരച്ചു എന്ന് വയ്ക്കുക. ആ വര വരച്ചു കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു 1 മുതൽ 3 വരെ മൈക്രോമീറ്റർ തിക്നെസ്സാണ് സാധാരണഗതിയിൽ ആ ഒരു കനമെന്ന് പറയുന്നത്. ആ ഒരു ഗ്രാഫൈറ്റ് പൊടിഞ്ഞ് വീണ് അവിടെ ഉണ്ടാകുന്നത് ഒരു പെൻസിലിട്ട് ഒരു വര വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾ അതിൽ നിന്ന് മുകളിൽ നിന്ന് ലെയറായിട്ട് മാറ്റി ഒരൊറ്റ ആറ്റത്തിൻ്റെ കനത്തിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നിങ്ങൾ ഏകദേശം അതിൽ നിന്ന് ഒരു 1000 അല്ല 1000, 10,000, ലക്ഷം, കോടി, ഒരു 10 കോടിയോളം ലെയർ അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ഒരു ലെയർ, ആ ലെയർ എന്ന് പറയുന്നത് അതിൻ്റെ കനമെന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ കനമായിരിക്കും അതിനുണ്ടാവുക. പക്ഷേ വീതിയും മറ്റും ഉണ്ടാവും. ആ ആറ്റത്തിൻ്റെ കനത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ആകെ മാറുകയാണ്. അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ 150-ൽ അധികം മടങ്ങ് ശക്തിയുള്ള ഒരു ലെയറായിട്ടത് മാറുകയാണ്. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഗ്രാഫീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഗ്രാഫീൻ ഫൈബേഴ്സ് കൂട്ടിച്ചേർത്താണ് നിങ്ങൾ കമ്പിക്ക് പകരം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പിക്ക് ഇത്രയും കനം ആവശ്യമില്ല, നിങ്ങളുടെ പില്ലറുകൾക്ക് ഇത്രയും കനം ആവശ്യമില്ല, അതിനത്രയധികം ശക്തിയുണ്ട്. അതുതന്നെയാണ്. എന്നാൽ വെയിറ്റ് ആണെങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സ്റ്റീലിൻ്റെ 150 ഇരട്ടി ശക്തിയുള്ള ഗ്രാഫൈറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് സ്റ്റീലിൽ നിന്നും ഏകദേശം 50-1 മാത്രമാണ്. അതായത് അത്രയധികം നിങ്ങളുടെ പില്ലറിൻ്റെയും മറ്റും ഭാരമെന്ന് പറയുന്നത് അത്രയധികം കുറയുന്നു. പക്ഷേ ശക്തിയിൽ യാതൊരു വിധത്തിലുള്ള ഒരു കോംപ്രമൈസും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഓട്ടോമൊബൈൽ രംഗത്തേക്ക് നോക്കാം. പലപ്പോഴും ഇപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് വനിതകൾ എല്ലാ രംഗത്തേക്കും മുന്നോട്ട് വരുന്ന സമയമാണ്. 2 വീലറും മറ്റും ഉപയോഗിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും ഒരു വാഹനമൊക്കെ എടുത്ത് ഉയർത്തുക, ചരിച്ച് വീണ സാധനം എടുത്ത് നൂത്തി വയ്ക്കുക എന്നൊക്കെ പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്?
അതിൻ്റെ എഞ്ചിനും മറ്റും ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീലാണ്. ഇതിന് പകരം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഒരു 5-10 വർഷങ്ങൾക്ക് കഴിയുമ്പോൾ അതിൻ്റെ പാർട്സായിട്ട് വരാൻ പോകുന്നത് ഗ്രാഫീനാണ്. അവിടെ തേയ്മാനം ഉണ്ടാകുന്നില്ല, പക്ഷേ വെയിറ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറച്ച് മാറ്റാൻ പോകുന്നു. അതുപോലെ അതൊക്കെ കൊണ്ട് തന്നെ അതുമാത്രമല്ല ഓട്ടോമൊബൈലിലുള്ള സ്പെയർ പാർട്സ് എല്ലാം തന്നെ ഈ ലോഹവസ്തുക്കളിൽ നിന്നും ഗ്രാഫീൻ പോലുള്ള പദാർത്ഥങ്ങൾ, കാർബൺ നാനോ ട്യൂബുകളും ഗ്രാഫീനും പോലുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് മാറ്റിവെക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. സോ ഓട്ടോമൊബൈൽ രംഗത്ത് മൊത്തമായിട്ട് തന്നെ വിപ്ലവാത്മകമായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഈ നാനോ ടെക്നോളജി. ഇനി അടുത്ത പരിസ്ഥിതിയുടെ രംഗത്തേക്ക് നമുക്ക് നോക്കാം. പരിസ്ഥിതിയുടെ രംഗത്ത് നോക്കുകയാണെങ്കിൽ പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളെ അതിനെ നശിപ്പിക്കുവാൻ കഴിവുള്ള പ്രോപ്പർട്ടീസ് എന്തിനുണ്ട്? നാനോ പാർട്ടിക്കിൾസിന് ഉണ്ട്. നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഈ ചില കെമിക്കൽ റിയാക്ഷൻ വഴി അതിൽ കാറ്റലിസ്റ്റുകളായിട്ട്, ഉൽപ്രേരകങ്ങളായിട്ട് ഈ നാനോ പദാർത്ഥങ്ങളെ ഉപയോഗിച്ച് നമുക്കതിനെന്ത് ചെയ്യാൻ പറ്റും? ആ എൻവയോൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി, കെമിക്കൽ റിയാക്ഷൻസ് വഴി ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് നാനോ ടെക്നോളജി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ആ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ വരുന്നു. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ്. സിൽവർ അയഡൈഡിൻ്റെയും സിൽവറിൻ്റെ മറ്റ് നാനോ പാർട്ടിക്കിളുകൾക്ക് ബാക്ടീരിയയും മറ്റും കൊല്ലാനുള്ള കഴിവുണ്ട്. ഇത് ഇപ്പോൾ തന്നെ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബ്രീത്ത് ഈസി എന്ന് പറയുന്ന ഒരു പരസ്യം കണ്ടു കാണും. ബ്രീത്ത് ഈസി എന്ന് പറയുന്ന പങ്കജകസ്തൂരിയുടേതല്ല, മറിച്ച് മറ്റൊരു ബ്രീത്ത് ഈസി എന്ന് പറയുന്ന സ്പ്രേയുടെ കാര്യം അവരതിൽ പ്രത്യേകം പറയുന്നുണ്ട്. സിൽവർ നാനോ പാർട്ടിക്കിളാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒന്നാണ് ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അങ്ങനെ ഈ നാനോ ടെക്നോളജിയുടെ ഒരു രംഗം നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ടിരിക്കാനായിട്ട് പറ്റും. റോക്കറ്റിൻ്റെ പാർട്ടുകൾ മറ്റും ഉണ്ടാക്കാനായിട്ട് നാനോ പാർട്ടിക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ആൾറെഡി തന്നെ. പിന്നെ അതുപോലെ തന്നെ ഈ ട്രാൻസിസ്റ്ററുകളെല്ലാം ചെറുതാക്കുന്നു, മൊബൈൽ ഫോണെല്ലാം ചെറുതാക്കുന്നു, ഡിസ്പ്ലേ ടെക്നോളജി മാറുന്നു. നാളത്തെ TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ഷീറ്റ് വാങ്ങിച്ച് നിങ്ങൾ ചുവരിൽ ഒട്ടിക്കുന്ന ആ രീതിയിലേക്ക് അത്രയും കനം കുറഞ്ഞ്, ഇപ്പോൾ തന്നെ TVയുടെ കനം എത്ര മാറി നിങ്ങൾക്കറിയാം. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള CRT മോണിറ്ററുള്ള വലിയ TVയിൽ നിന്നും ഇപ്പോൾ വളരെ കനം കുറഞ്ഞ LCD LED TV, ക്വാണ്ടം LED എന്നൊക്കെ പറയുന്നത് നാനോ ടെക്നോളജി ഉപയോഗിക്കുന്ന TVയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ലെവലെന്ന് പറയുന്നത് ചുവരിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാവുന്ന അത്രയും കനം കുറഞ്ഞിട്ടുള്ള ടെലിവിഷനുകളും മറ്റും ഉണ്ടാക്കാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത്, മൊബൈലിൻ്റെ കനം കുറഞ്ഞ് അത് ഫോൾഡബിൾ ടൈപ്പായിട്ട് ഇപ്പോൾ തന്നെ അതിൻ്റെയൊക്കെ പരീക്ഷണങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അത്രയും നിങ്ങൾക്ക് മടക്കി 3-4 ലേസ് മടക്കുന്ന പോലെ മടക്കി പോക്കറ്റിട്ട് ആവശ്യമുള്ളപ്പോൾ നിവർത്തി വയ്ക്കാവുന്ന വലിയ സ്ക്രീനുള്ള മൊബൈൽ ഫോണുകൾ വരാൻ പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങളാണ്. പക്ഷേ ഏതൊരു സാങ്കേതിക വിദ്യയ്ക്കും രണ്ട് സൈഡുണ്ട്, ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അത് സാങ്കേതിക വിദ്യയുടെ കുഴപ്പമല്ല, ഉപയോഗിക്കുന്ന നമ്മളുടെ കുഴപ്പമാണ്. അതിന് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സിൽവറിൻ്റെയും സിൽവർ അയഡൈഡിൻ്റെയും നാനോ പാർട്ടിക്കിളുകൾ ഉപയോഗിച്ചിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, ഇത് യാതൊരു എന്തു പറയാനായിട്ട് ചിന്തകളുമില്ലാതെ നമ്മളെല്ലാത്തിലും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഈ TVയിൽ പരസ്യം വരുന്നത്. പക്ഷേ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഈ നാനോ സിൽവർ മറ്റും എവിടെയാണ് പോകുന്നത്? ഇതെല്ലാം ആത്യന്തികമായി ഒലിച്ചു ചെല്ലുന്നത് നമ്മുടെ കടലിലും കായലിലും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇത് വളരെ ചെറിയ പാർട്ടിക്കിളാണെങ്കിൽ പോലും വലിയ അളവിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇത് ഇത്തരമുള്ള പുഴകളിലും കടലിലുമൊക്കെ ചെന്നെത്തിക്കഴിഞ്ഞാൽ അടുത്തത് അവിടെയുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്ന ചെറിയ ജീവികളുണ്ട്. ഈ ജീവികളുടെ ശരീരത്തിൽ ഇത് കയറിക്കഴിഞ്ഞാൽ ഇത് ബാക്ടീരിയകളെ കൊല്ലുന്നത് പോലെ തന്നെ ഇതിനെയുമൊക്കെ തന്നെ കൊല്ലാൻ തുടങ്ങും. ഇതൊക്കെ തന്നെയാണ് പല മത്സ്യങ്ങളുടെയും മറ്റും ആഹാരം. അവർക്ക് ആഹാരമില്ലാതാകുമ്പോൾ അത് ചാകാൻ തുടങ്ങും. അത് ചാകാൻ തുടങ്ങുമ്പോൾ അവയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വലിയ മത്സ്യങ്ങളും മറ്റും ചാകാൻ തുടങ്ങും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ചെറിയവയെ കൊന്ന് അതിനേക്കാൾ വലിയ പല ജീവികളുടെയും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണത്. അതായത് നമ്മൾ പരിസ്ഥിതിയെ നവീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അതേ ആയുധം കൊണ്ട് തന്നെ നമ്മളിങ്ങനെ അതിൻ്റെ കൃത്യമായിട്ടല്ലാതെയുള്ള ഉപയോഗങ്ങൾ കൊണ്ട് പരിസ്ഥിതിക്ക് നാശം വരുത്താനായിട്ട് പോവുകയാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയയിലും മറ്റും നമുക്ക് എന്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു, ഈ നാനോ ടെക്നോളജി, നാനോ ബോട്ട്സും മറ്റും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതേ നാനോ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരാളെ ഭ്രാന്തനാക്കാനായിട്ട് പറ്റും. തലച്ചോറുകളിലേക്ക് മറ്റും നാനോ ബോട്ടുകൾ കടത്തിവിടുകയും നിങ്ങളുടെ ന്യൂറോൺ കണക്ഷനുകൾ വിച്ഛേദിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നാനോ റോബോട്ടുകളെ, ഇത് കാരണം എന്ന് പറഞ്ഞാൽ രണ്ടും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഒന്നാണ്. ഈ കൊഴുപ്പിനെ മാറ്റാനായിട്ട് എന്തോ ഒരു ഇതാണോ ഉപയോഗിക്കുന്നത്, ഒരു പ്രോബാണോ ഉപയോഗിക്കുന്നത്, അതേ സാധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ന്യൂറോണിൻ്റെ കണക്ഷൻ വിച്ഛേദിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള രീതികളിൽ ഉപയോഗിക്കുന്ന ഒരു ലെവലിലേക്ക് മാറിക്കൂടാന്നില്ല. എത്തിക്സ് എന്ന് പറയുന്നത് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ്. ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എപ്പോഴും ഇരുതല മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ്. അത് ആരാണ് ഉപയോഗിക്കുന്നത്? ഒരു ഡോക്ടറുടെ കയ്യിലെ കത്തിയും ഒരു കൊലപാതകയുടെ കയ്യിലെ കത്തിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഡോക്ടർ ജീവൻ രക്ഷിക്കാനാണ് ആ കത്തി ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കൊലപാതകി ഒരാളുടെ ജീവൻ എടുക്കാനാണ് ആ കത്തി ഉപയോഗിക്കുന്നത്. അത്
ആ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും എത്തിക്കലായിട്ടുള്ള രീതിയിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിവുള്ളവരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. അദ്ദേഹം ഒരിക്കലും ശാസ്ത്രത്തെ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. ശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാകണം, വിദ്യാഭ്യാസം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാകണം. ആ രീതിയിൽ ചിന്തിച്ചിട്ടുള്ള മഹാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ ഈ പുണ്യഭൂമി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് എഴുതി വച്ചിട്ടുള്ള ഈ പരിപാവനമായ ശിവഗിരിയുടെ ഈ പുണ്യഭൂമിയിൽ ശാരദാ മഠത്തിന് മുന്നിലിരുന്ന് നിങ്ങളുടെ മുന്നിൽ സംവദിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈ പങ്കുവച്ച ചിന്തകൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഉപയോഗപ്രദമായിട്ടുണ്ട് എന്ന് വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം presented by Federal Bank, powered by AVA Group of Companies. Tak tik tak tik tak tik tak tik 473 cash or card. Tak tak dhinna ta dhinna ta tik ta dhinna ta dhinna ta dhinna ta tik ta dhinna ta dhinna ka dhinna na tak dhinna ka dhinna na 473 cash or card. No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA. tak tik tak tik tak tik tak tik 473 cash or card. tak tak dhinna ta dhinna ta tik ta dhinna ta dhinna ta dhinna ta tik ta dhinna ta dhinna ka dhinna na tak dhinna ka dhinna na 473 cash or card. No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം presented by Federal Bank, powered by AVA Group of Companies. 88ാം ആഗോള ശിവഗിരി തീർത്ഥാടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഇനി അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കാം. മനോജ് കിനി, വാസ്തുശില്പി, നഗര ഡിസൈനർ, വാസ്തുവിദ്യ ചരിത്രകാരൻ, സൈദ്ധാന്തികൻ എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭ. വാസ്തുവിദ്യ അധ്യാപകനായി നീണ്ട നാളത്തെ സേവനം. സ്വാഗതം ചെയ്യാം ഏറെ ആദരവോടും അഭിമാനത്തോടും കൂടി 88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനത്തിലെ ശാസ്ത്ര സാങ്കേതിക പരിശീലന സമ്മേളനത്തിലേക്ക് കേരള സംസ്ഥാന ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ശ്രീ മനോജ് കിനി. 88ാമത് ശിവഗിരി തീർത്ഥാടന വേദിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും കുറച്ച് വാക്കുകൾ നിങ്ങളോട് സംസാരിക്കുവാൻ അവസരം നൽകുകയും ചെയ്ത ശിവഗിരി മഠത്തിനും ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. മനുഷ്യ ജീവിതയാത്രയിൽ നിലനിൽപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും
പുനർവിചിന്തനം അനിവാര്യമാണ്. കാരണം വെല്ലുവിളി നിറഞ്ഞതും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നതുമായ ലോകത്തിന് ഉത്തരങ്ങളും പരിഹാരങ്ങളും പുനർനിർമ്മാണ രീതികൾ മുന്നോട്ട് വയ്ക്കുവാനും പുനരാലോചനകളും നവചിന്തകളുമാണ് അടിത്തറയാവേണ്ടത്. എഞ്ചിനീയറിംഗ്, രൂപകൽപ്പന, നവീകരണം എന്നിവയുടെ സംയോജിത മേഖലയായ നിർമ്മാണ മേഖലയ്ക്ക് സമൂഹ പരിവർത്തനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. നാം ഇന്ന് സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെയും ലോകതലത്തിലും മാറ്റത്തിൻ്റെ ശംഖനാദം മുഴക്കിയ യോഗിവര്യനാണ് ശ്രീനാരായണ ഗുരു. മാനവികതയുടെ മുന്നണി പോരാളി. അറിവിലൂടെ അദ്ദേഹം ഗുരു തെളിച്ച പ്രകാശരശ്മികൾ കാലത്തിനനുസരിച്ച് ചിന്തിക്കുവാനും മാറുവാനും മനുഷ്യകുലത്തെ പ്രാപ്തമാക്കിയ ദർശന കിരണങ്ങളായിരുന്നു. കാലഹരണപ്പെട്ട ആശയങ്ങളാൽ അധോഗതിയിൽ തളം കെട്ടി കിടന്ന ഒരു സമൂഹത്തെ നവോത്ഥാനത്തിൻ്റെ ചാലുകളിലൂടെ പുരോഗതിയിലേക്ക് നയിച്ചു ഗുരു. പ്രാകൃതവും യാഥാസ്ഥിതികവുമായ സാമൂഹിക വിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഗുരു ചോദ്യം ചെയ്തു. ശോഭനമായ ഭാവിയിലേക്ക് കുതിക്കുവാനുള്ള ഊർജമായിരുന്നു ആ ആശയ സാന്നിധ്യം. ഗുരുവിൻ്റെ എഴുത്തുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒരു ജനതയുടെ പുരോഗതിയിലേക്ക് കൈപിടിച്ച് നയിക്കുവാൻ മഹാനായ ഒരു മനുഷ്യസ്നേഹിയായ ഗുരുവിന് കഴിഞ്ഞു. വലിയൊരു സാമൂഹിക മാറ്റത്തിന് വിളനിലമൊരുക്കി ആ പ്രവർത്തനങ്ങൾ. വർത്തമാനകാലത്ത് കേരളത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നാം നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക വിപത്ത് സഹ്യപർവ്വതത്തിന് നേരെയുള്ള മനുഷ്യൻ്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റം കൊണ്ടുണ്ടായതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഹോട്ട്സ്പോട്ടാണ് പശ്ചിമഘട്ടം എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ടിലും പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ പാനൽ റിപ്പോർട്ടും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. യുനെസ്കോയുടെ സമീപകാല റിപ്പോർട്ടും ഇത് തന്നെയാണ് ഊന്നി പറയുന്നത്. പ്രകൃതിയെ നിരീക്ഷിക്കുവാനും അനിയന്ത്രിതവും ആസൂത്രണവുമില്ലാത്തതുമായ വികസന പ്രവർത്തനങ്ങൾ കാരണം അപരിഹാര്യമാം വിധം ദോഷങ്ങൾ സൃഷ്ടിച്ച പരിസ്ഥിതിയെ തിരിച്ചു പിടിക്കുവാനുള്ള സമയമാണിത്. ശ്രീനാരായണ ഗുരു ഉറക്കത്തിൽ നിന്ന് നമ്മളെ ഉണർത്തിയ പോലെ വീണ്ടും ഒരു ഉണർത്തെഴുന്നേൽപ്പിന് സമയമായി എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. അവിടെയാണ് ഗുരുദർശനത്തിൻ്റെ പ്രസക്തി. സംസ്ഥാനത്തെ അനിയന്ത്രിതവും ആസൂത്രിതവും അല്ലാത്തതുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർച്ചയായും പരിസ്ഥിതിക്ക് വളരെയധികം നാശമുണ്ടാക്കുന്നുണ്ട്. പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും മോശമല്ല. ലോകത്തിലെ തന്നെ പ്രധാന ഉറവിടങ്ങളിലൊന്നാണ് നിർമ്മാണ മേഖല. പരിസ്ഥിതി മലിനീകരണത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായും പരോക്ഷമായും പല രീതിയിലുള്ള പാരിസ്ഥിതിക ആഘാതം ഇത് സൃഷ്ടിക്കുന്നുണ്ട്. പൊടി, ശബ്ദ മലിനീകരണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം, വനനശീകരണം, വായു മലിനീകരണം, അങ്ങനെ എത്രയോ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ. അനിയന്ത്രിതമായ അടിസ്ഥാന സൗകര്യ വികസനം, വ്യാപകമായ നഗരവത്കരണം എന്നിവയും ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടുന്നു. കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2011 സ്റ്റേറ്റ് അർബനൈസേഷൻ റിപ്പോർട്ട് എങ്ങനെയാണ് കേരളത്തിലെ നഗരസാന്ദ്രത കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഈ ഘട്ടത്തിൽ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ലോകം തന്നെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പുനർവിചിന്തനം നടത്തുകയും ഫലപ്രദമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് തികച്ചും അനിവാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മൾ മാറേണ്ടത്? ആഗോള കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതിയെ ബാധിക്കുന്നു എന്ന സത്യം ഇന്ന് പകൽ പോലെ വ്യക്തമാണ്. ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന അവസ്ഥ. നല്ല ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ ശുദ്ധവായു, നല്ല കുടിവെള്ളം, പോഷകസമൃദ്ധമായ ഭക്ഷണം, സുരക്ഷിതമായ പാർപ്പിടം എന്നിവയ്ക്കെല്ലാം ഇത് ഭീഷണിയാണ്. ലോകമാകമാനം നോക്കിക്കഴിഞ്ഞാൽ ഈ കാരണങ്ങൾ മല്ലിടുന്ന ധാരാളം ജനവിഭാഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. പതിറ്റാണ്ടുകളിലൂടെ നാം നേടിയെടുത്ത ആഗോള ആരോഗ്യ പുരോഗതിയെയും ഇത് തടസ്സപ്പെടുത്തുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും താളലയത്തെയും ഇത് തകർക്കുന്നു. ഭൂമിയിലെ ജീവിതങ്ങളെ തന്നെ തുടച്ചു മാറ്റാൻ കച്ചകെട്ടി ഇറങ്ങിയ പോലെയാണിത്. താളം തെറ്റിയ കാലാവസ്ഥയും
ഉയരുന്ന താപനിലയുമെല്ലാം ഇതിൻ്റെ വിവിധ സൂചനകളാണ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് കിഴക്ക് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് അറേബ്യൻ കടലിനുമിടയിൽ കേരളത്തിന് ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരമായ നിരവധി സവിശേഷതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഭൂവിഭാഗം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായി നിലകൊള്ളുന്നത്. പല രീതിയിലുള്ള സംരക്ഷണത്തിൻ്റെ കരുതൽ നാം അനുഭവിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അറബിക്കടലും മറ്റു ഭാഗത്ത് സഹ്യനും എത്രയോ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ കടുത്ത ദുരന്തങ്ങൾ നമ്മളെയും വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ആവർത്തിച്ചിട്ടുള്ള വെള്ളപ്പൊക്കവും വിവിധ പകർച്ചവ്യാധികളുടെ ആക്രമണവും നമ്മുടെ നാടിൻ്റെ സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ്. പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വളരെ ശക്തമായ ഒരു കാർഷിക സംസ്കാരം രൂഢമൂലമായ നാടായിരുന്നു കേരളം. അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അതുല്യമായ പാരിസ്ഥിതിക അവബോധം നമുക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ഓണമായാലും ശരി, വിഷു ആയാലും ശരി, തിരുവാതിര, ഞാറ്റുവേല, ഇവയെല്ലാം നമ്മുടെ കാർഷിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. കാവുകളുണ്ടായിരുന്നു, നമുക്ക് നദികളുണ്ടായിരുന്നു, തടാകങ്ങളുണ്ട്, ഇവയെല്ലാം കുളങ്ങൾ, ഇതെല്ലാം നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്നു. പ്രകൃതിയെ അറിഞ്ഞും ആദരിച്ചും പോന്ന ഒരു ജനതയുടെ ചരിത്രം നമുക്ക് കേരളത്തിലെങ്ങും കാണാം. ക്രമേണ പാരിസ്ഥിതിക ആശങ്കകളിലേക്കും പ്രകൃതിയുടെ അനിയന്ത്രിതമായ തകർച്ചയിലേക്കും മാറിയ ചരിത്രവും നാം കണ്ടു. ഉത്തരവാദിത്വമില്ലായ്മയും അവബോധമില്ലാത്തതുമാണ് ഇത്രയും നാശോന്മുഖമായ തകർച്ചയിലേക്ക് പ്രകൃതിയിലെ മാറ്റത്തിനും വഴിവെച്ചത്. നഗരവത്കരണവും ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ മാറ്റവും അതിനാക്കം കൂട്ടി. വർത്തമാനകാല ദുരന്തത്തിൻ്റെ കാരണങ്ങൾ മറ്റെങ്ങും നമുക്ക് അന്വേഷിക്കേണ്ടതില്ല. ഈ സന്ദർഭത്തിൽ നൂതനമായ പരിഹാരങ്ങളും അവബോധവും ആവശ്യമാണ്. അതിനാൽ മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന എല്ലാ മേഖലകളെയും പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ട സമയമാണിത്. അതിൽ ഒരു പ്രത്യേക കാര്യം മാത്രമേ എനിക്ക് ഇന്ന് ഇവിടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. അത് നിർമ്മാണ മേഖലയെക്കുറിച്ചാണ്. നിർമ്മാണത്തിൻ്റെ പുതിയ രീതികളിലേക്ക് എന്തുകൊണ്ടാണ് മാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാഥമിക പരിഗണന നൽകി പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ട മേഖലയാണ് നിർമ്മാണ രംഗം എന്ന് ഞാൻ ഊന്നിപ്പറയും. സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മണ്ഡലങ്ങളെല്ലാം കുറഞ്ഞ കാലം കൊണ്ട് ഏറെ മാറിമറിഞ്ഞ സാഹചര്യത്തിൽ പരമ്പരാഗത സമ്പ്രദായങ്ങൾ മതിയാവില്ല. കൂട്ടുകുടുംബങ്ങൾ ന്യൂക്ലിയർ ഫാമിലികളായി മാറി. അത് കൂടുതൽ വീടുകളുടെ എണ്ണത്തിലേക്ക് നയിക്കുന്നു. നിർമ്മാണ സാമഗ്രികൾ, ഡിസൈൻ, മാലിന്യം, കാർബൺ പുറന്തള്ളൽ തുടങ്ങി ജീവന് ഭീഷണിയായ പല ഘടകങ്ങൾ നമ്മൾ ഈ മേഖലയിൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നിരുന്നാലും നാം പഴയ നിർമ്മാണ രീതികളിലും ശൈലികളിലും തന്നെയാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്. പുതിയ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്ന, അടുത്ത തലമുറയോട് സംവദിക്കുന്ന, ലോകത്തെ നല്ല ലോകമാക്കി മാറ്റുന്ന ചിന്തകൾ രൂപകൽപ്പന ചെയ്യേണ്ട സമയമാണിത്. അപ്പോൾ നമ്മൾ എങ്ങനെ മാറണം? സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക സഹകരണം ഉൾപ്പെടെ വർത്തമാനകാല അവസ്ഥകളോട് എല്ലാ അർത്ഥത്തിലും സംവദിക്കുമ്പോഴാണ് മാറ്റം അർത്ഥവത്താകുന്നത്. നിർമ്മാണ മേഖലയിലെ മാറ്റം, നവീന ചിന്തകൾ, നിർമ്മാണ സാമഗ്രികളിലെ പരീക്ഷണം, പുതിയ രൂപകൽപ്പന രീതികൾ, പുതിയ സാങ്കേതിക വിദ്യകൾ തുടങ്ങി അവബോധവും ഉത്തരവാദിത്വ ബോധവും ജനങ്ങൾക്കിടയിൽ വളർത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളാവണം വരേണ്ടത്. നിലവിൽ നമ്മൾ കാണുന്നത് പ്രകൃതിയെ വളരെയധികം ചൂഷണം ചെയ്യുന്നൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളതാണ്. ചുറ്റിനും തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു ഭാഗത്ത് അനിയന്ത്രിതമായിട്ടുള്ള ക്വാറി പ്രവർത്തനം. വയലെല്ലാം നമ്മൾ നികത്തിക്കഴിഞ്ഞു. അവിടുത്തെ ചെളിയും മണ്ണും വാരി നമ്മൾ ഇഷ്ടികകൾ ഉണ്ടാക്കുന്നു. മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു. അങ്ങനെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസും റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസും നമ്മുടെ ഭൂപ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്.
അതിനകത്ത് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള മെറ്റീരിയൽസിൻ്റെ ചൂഷണമാണ്. അതേസമയം റിന്യൂവബിൾ റിസോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ എക്കാലവും നമുക്ക് അവയെ തിരിച്ചു പിടിക്കുവാൻ കഴിയും. നിങ്ങളുടെ വീട് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രതിഫലനമാണെന്ന് അമേരിക്കൻ എഴുത്തുകാരൻ ലൂയിസ് എൽ ഹേ പറഞ്ഞു. നമ്മുടെ ചിന്താധാരയിൽ ഫലവത്തായ മാറ്റങ്ങൾ ആവശ്യമാണ്. ന്യൂക്ലിയർ കുടുംബത്തിലേക്കുള്ള മാറ്റം ഒരുപാട് വീടുകളുടെ നിർമ്മാണത്തിലേക്ക് നമ്മളെ നയിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല, ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഡെൻസിറ്റി, അതിൽ കൂടുതൽ നമുക്കവിടെ സാധ്യമല്ല. നമുക്കറിയാം, അപ്പോൾ നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിന് എടുക്കാൻ പറ്റുന്നൊരു ഭാരമുണ്ട്. ഒരു 50 കിലോ ഒരു പക്ഷേ നമ്മൾ താങ്ങുമായിരിക്കാം. പക്ഷെ ഒരു 150 കിലോ നമ്മുടെ തലയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ വീണു പോകും, തളർന്നു പോകും. ഈ പറഞ്ഞതുപോലെയാണ് ഭൂമിയിലെ ഒരു സ്ക്വയർ കിലോമീറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ അവസ്ഥയും. ആ ഒരു സ്ക്വയർ ഫീറ്റിൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്രമാത്രം നമുക്ക് ചൂഷണം ചെയ്യാം, എത്രമാത്രം ആളുകൾക്ക് താമസിക്കാമെന്ന് പറഞ്ഞ ഒരു കണക്കുണ്ട്. ആ കണക്കിൽ അധികമായി കഴിഞ്ഞാൽ ഒരിക്കലും ഭൂമിക്ക് അത് എടുക്കാനുള്ള ശേഷിയില്ലാതായി പോകും. അതിനെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുക. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവയൊന്നും യാതൊരു വിധത്തിലും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ ക്യാരിയിങ് കപ്പാസിറ്റിയുടെ ഒരു അടിസ്ഥാനത്തിൽ പറഞ്ഞത്. നമ്മൾ പറയും എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് ഈ ലോകത്ത് സ്ഥാനമുണ്ട്, പക്ഷേ എല്ലാവരുടെയും ആർത്തിക്ക് ഇടമില്ല. മഹാത്മാഗാന്ധിയാണ് ഇത് പറഞ്ഞത്. മറ്റുള്ളവരുടെ അടിസ്ഥാന അവകാശങ്ങൾ നമ്മൾ ചിന്തിക്കണം. പുനരുപയോഗ സാമഗ്രികളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നത് അതാണ് മാറ്റത്തിലേക്ക് നയിക്കേണ്ടത്. നമ്മൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾക്ക് വേണ്ടുന്ന വലിപ്പത്തിലാണോ നമ്മൾ വീടുകൾ നിർമ്മിക്കുന്നത്? മൃഗങ്ങളെ നോക്കൂ, പക്ഷികളെ നോക്കൂ. അവർക്ക് ആവശ്യമുള്ള വീടുകൾ മാത്രമാണ് അവർ നിർമ്മിക്കുക. അതിൽ വലിയൊരു വീട് അവർക്ക് വേണ്ട. അതേസമയം മനുഷ്യരാണ് നമ്മുടെ ആവശ്യത്തിനേക്കാൾ അധികമായിട്ട് ഒരു നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ 1500-2000 സ്ക്വയർ ഫീറ്റ് വീട് മതിയെങ്കിൽ നമ്മൾ പലപ്പോഴും 4000-5000 സ്ക്വയർ ഫീറ്റ് വീടാണ് വയ്ക്കുക. അതിനുവേണ്ടി ഈ പ്രകൃതിയിലെ എത്രയോ വിഭവങ്ങൾ നമ്മൾ ചൂഷണം ചെയ്യുന്നു. അവസാനം ഒരു 50-100 വർഷം കഴിയുമ്പോൾ അത് പൊളിച്ചു കളയുന്നു. ഇത് വേണോ എന്ന് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട സമയമാണിത്. ഇവിടെ രൂപകൽപ്പനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. ഈ സന്ദർഭത്തിൽ സാങ്കേതിക വിദ്യകളും നിർമ്മാണ രീതികളും പുനർവിചിന്തനം ചെയ്യാൻ രൂപകൽപ്പനയിലെ പരീക്ഷണങ്ങളും നവീകരണവും പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം പരമാവധി കുറയ്ക്കുന്ന തലത്തിലേക്ക് മാറണം. പുതിയ സാധ്യതകളിലേക്കും വെല്ലുവിളികളിലേക്കും തുറക്കുന്ന ആശയങ്ങൾ ഉണ്ടാവട്ടെ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും പലരുടെയും നെറ്റി ചൊളിയും. എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ അംഗീകരിക്കാൻ നമുക്ക് കഴിയാത്തത്? സാധാരണക്കാരിൽ നിന്ന് വ്യതിചലിക്കുന്ന മനുഷ്യ സമൂഹം പൊതുവെ പ്രതിരോധം തീർക്കും. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ വിട്ട് പോരാനുള്ള മടി, ഇതാണ് പ്രധാന കാരണം. പുതിയ സമീപനങ്ങളെ ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ട് കാണും. എന്നിരുന്നാലും മാറ്റം കാണിച്ചു കൊടുത്താൽ പയ്യെ അംഗീകരിക്കപ്പെടും എന്ന് നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ നിരത്തി പറയുവാൻ പറ്റും. അടുത്തിടെ 2018 വെള്ളപ്പൊക്ക പുനരധിവാസ പരീക്ഷണങ്ങളുടെ ഭാഗമായി കേരള ഭവന പദ്ധതികൾ ആരംഭിച്ചു. നവീനമായ സാങ്കേതിക വിദ്യകളിലും സാമഗ്രികളും ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകൾ സമൂഹത്തിൽ വ്യാപകമായി സ്വീകാര്യതയും പ്രശംസയും നേടി. മനുഷ്യ സമൂഹത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും വെല്ലുവിളികളെ പുതിയ സാധ്യതകളാക്കി മാറ്റുകയും സാങ്കേതിക വിദ്യകളെ കാലത്തിനൊത്ത് പരിഷ്കരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഈ ലോകം. ഈ ലോകം എല്ലാവരും സാഹോദര്യത്തിൽ വസിക്കുന്ന ഒരു മാതൃകാ സ്ഥാനമാണെന്ന് പ്രഖ്യാപനത്തെ മാത്രം ഓർത്ത് നമുക്ക് ഭാവിയിലേക്ക് മുന്നേറാം. ആഴണം വാഴണം സുഖം എന്നായിരുന്നു ഗുരുവിൻ്റെ പ്രാർത്ഥന. ആത്മസുഖത്തിന് ആചരിപ്പത് പോലും അപരന് സുഖമായി വരണം എന്നും ഗുരു ഓർമ്മിപ്പിച്ചു. നിർമ്മാണ മേഖലയിലും ഏറെ പ്രസക്തമാണ് ഈ ദർശനം. ഭാവിയുടെ ക്ഷേമത്തിലേക്കും വരും തലമുറകളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് പുരോഗതിയിലേക്കുള്ള ഏത് യാത്രയും ഈ ദർശനങ്ങൾ അടിത്തറ പണിയട്ടെ. നിർമ്മാണ മേഖലയ്ക്കും അതുതന്നെയാവണം ആപ്തവാക്യം. നന്ദി.
88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം presented by Federal Bank, powered by AVA Group of Companies. Tak tik tak tik tak tik tak tik 473 cash or card. $473 cash or card. No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഈ പുട്ടും കടല എനിക്ക് ഇഷ്ടായി. ഇതെനിക്ക് വേണം. നിങ്ങൾ ഇതെനിക്ക് തരണം. ഇത് ഞാൻ ഇങ്ങ് എടുക്കുവാ. അങ്ങനെ നീ ഒറ്റയ്ക്കിരുന്ന് പുട്ടടിക്കണ്ട. മേളമില്ലാതെ എന്ത് പുട്ടും കടലയും, മേളമില്ലാതെ എന്ത് മലയാളി. From AVA. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം presented by Federal Bank, powered by AVA Group of Companies. 88ാം ആഗോള ശിവഗിരി തീർത്ഥാടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഇനി അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കാം. ബിജിൻ എസ് കോത്താരി, കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ആർക്കിടെക്ചറിൽ ബിരുദം, ന്യൂഡൽഹി സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ നിന്നും ബിരുദാനന്തര ബിരുദം, അധ്യാപന മേഖലയിൽ 22 വർഷത്തിലധികം പരിചയം, അർബൻ ആർക്കിടെക്ചറൽ പ്ലാനിംഗിൽ സ്പെഷ്യലൈസേഷൻ, യുനെസ്കോ കൾച്ചറൽ സെക്ടറിൽ എക്സ്പോർട്ട് കൺസൾട്ടന്റ്, കേന്ദ്ര സർക്കാരിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടി ഹാൻഡ് ബുക്ക് തയ്യാറാക്കൽ എന്നിവയിലും സേവന പരിചയം. സ്വാഗതം ചെയ്യാം 88ാമത് ശിവഗിരി ആഗോള തീർത്ഥാടനത്തിലെ അഷ്ടലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക പരിശീലന സമ്മേളനത്തിലേക്ക് ആദരപൂർവം തിരുവനന്തപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ആർക്കിടെക്ചർ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജിൻ എസ് കോത്താരി. 88ാം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. എൻ്റെ പേര് ബിജിൻ എസ് കോത്താരി. ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ആർക്കിടെക്ചർ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ബൃഹത്തായ ആശ്രയങ്ങളിൽ ചിലതായ ഒരു പീഡ ഉറുമ്പിനും വരുത്തരുത് എന്ന പരിസ്ഥിതി പ്രാധാന്യമുള്ള കാഴ്ചപ്പാടിനെയും അയലു തഴപ്പതിനായി അതിപ്രയത്നം നരൻ ആചരിച്ചിടണം എന്ന സാമൂഹിക പ്രസക്തിയുള്ള കാഴ്ചപ്പാടിനെയും അധിഷ്ഠിതമാക്കി ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം നഗരരൂപകൽപ്പനയിലൂടെ എങ്ങനെ സാമൂഹിക സമത്വവും പാരിസ്ഥിതിക സംരക്ഷണവും നടപ്പിലാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. അവതരണത്തിലേക്ക് കടക്കും മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾക്കും ശിവഗിരി തീർത്ഥാടന സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഗുരുമാർഗത്തിൽ വിശ്വസിക്കുന്ന ഒരു പുരാതന കുടുംബത്തിലെ അംഗം എന്ന നിലയ്ക്ക് എനിക്ക് കൈവന്ന ഒരു മഹാഭാഗ്യമായി ഞാൻ ഈ അവസരത്തെ കണക്കാക്കുന്നു. ഗുരുവചനങ്ങളിൽ അന്തർലീനമായ ചില അർത്ഥവത്തായ പദങ്ങളെ മുൻനിർത്തിയാണ് ഞാൻ ഈ അവതരണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഗുരു വിഭാവനം ചെയ്ത സാമൂഹിക സമത്വവും സാർവത്രിക സാഹോദര്യവും ഇന്നത്തെ സാമൂഹിക അവസ്ഥയിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന തത്വങ്ങളാണ്. ക്വാളിറ്റി ഓഫ് ബീയിങ് ഹ്യൂമൻ അഥവാ മനുഷ്യത്വത്തിൻ്റെ ഗുണമേന്മ, അതിൻ്റെ അളവുകോൽ യൂണിറ്റി അഥവാ ഒത്തൊരുമ, അൾട്രൂയിസം അഥവാ പരോപകാരം, കമ്പാഷൻ അഥവാ അനുകമ്പ, സാക്രിഫൈസ് അഥവാ ത്യാഗം, നോൺ വയലൻസ് അഥവാ അഹിംസ, യൂണിവേഴ്സൽ ലവ് അഥവാ സാർവത്രിക സ്നേഹം എന്നിവയാണെന്ന് ഗുരു എന്നും നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. സോഷ്യൽ കണ്ടീഷൻ ഓഫ് കണ്ടംപററി ഹ്യൂമാനിറ്റി, അതായത് സമകാലീന
മാനവികതയുടെ സാമൂഹിക അവസ്ഥ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇന്നത്തെ നഗരവത്കരണ രീതികളും അതിൻ്റെ ഭവിഷ്യത്തുകളും ഗുരു വിഭാവനം ചെയ്ത സോഷ്യൽ റിഫോർമേഷൻ അഥവാ സാമൂഹിക പരിഷ്കരണം, സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് അഥവാ സാമൂഹിക ഉന്നമനം എന്നീ പ്രക്രിയയുടെ ഒരു പുനർചിന്തനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. നമ്മുടെ നഗരങ്ങൾ ഇന്ന് സോഷ്യൽ സെഗ്രഗേഷൻ അഥവാ സാമൂഹിക വേർതിരിക്കൽ, സോഷ്യൽ ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ സാമൂഹിക അസമത്വം എന്നിവയുടെ വിളനിലങ്ങളാണ്. അശരണർക്കും ദുർബലർക്കും പിന്നോക്കക്കാർക്കും പാവപ്പെട്ടവർക്കും നമ്മുടെ നഗരങ്ങളിലെ പൊതുസ്ഥലങ്ങളും നിരത്തുകളും ഇന്നും അസുരക്ഷിതവും അപ്രാപ്യവുമാണ്. സമകാലിക നഗരവികസന പ്രക്രിയ പ്രത്യക്ഷമായും പരോക്ഷമായും ഇവയ്ക്ക് ആക്കം കൂട്ടുന്നു. നമ്മുടെ ഭരണഘടനാപരമായ മാനുഷിക അവകാശങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരായ അവകാശം എന്നിവ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥ നേരിടുന്ന കടുത്ത വെല്ലുവിളികളാണ്. ഏതൊരു വ്യക്തിക്കും ഒരു സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കാനും തുല്യമായ അവസരങ്ങളും ഉപജീവന മാർഗങ്ങളും നേടാനുമുള്ള അവകാശം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുശാസിക്കുന്നു. പൊതുസമൂഹത്തിൻ്റെ ഇത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ആണ് സാമൂഹിക അസമത്വത്തിൻ്റെ അഥവാ സോഷ്യൽ ഇൻഇക്വാളിറ്റിയുടെ ആഴം വർദ്ധിക്കുന്നത്. ഈ പ്രവണത പലതരം സാമൂഹിക വിപത്തുകൾക്കു വഴിവെക്കുക മാത്രമല്ല, നഗരത്തിൻ്റെ സുസ്ഥിര വികസനത്തിനും സാമൂഹ്യ ക്ഷേമത്തിനും ഇവ വിലങ്ങ് തടികളായി മാറുകയാണ്. ഇവിടെയാണ് അർബൻ ഡിസൈൻ അഥവാ നഗര രൂപകൽപ്പനയുടെ പ്രസക്തി. ഡിസൈൻ അഥവാ രൂപകൽപ്പന സൃഷ്ടിപരവും ശാസ്ത്രീയവും അതിലുപരി സാങ്കേതികവുമായ ഒരു പ്രക്രിയയാണ്. ഒരു നഗരം അഥവാ നഗരപ്രദേശം രൂപകൽപ്പന ചെയ്യപ്പെടുമ്പോൾ ഒട്ടനവധി ഘടകങ്ങൾ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിൽ പ്രധാനം കാലാകാലങ്ങളായി തുടർന്നു വരുന്ന മനുഷ്യരുടെ സമൂഹത്തിലും പരിസ്ഥിതിയോടുമുള്ള വിഭിന്നമായ ഇടപെടലുകളാണ്. പരിസ്ഥിതിക്കും സമൂഹത്തിനും പ്രതികൂലമായ മനുഷ്യനിർമ്മിതികളും പെരുമാറ്റങ്ങളും ഒട്ടുമിക്ക നഗരപ്രദേശങ്ങളിലും നാം എന്നും നേരിടാറുണ്ട്. പെഡസ്ട്രിയൻ അൺഫ്രണ്ട്ലി സ്ട്രീറ്റ്സ് അല്ലെങ്കിൽ നടക്കാൻ അനുയോജ്യമല്ലാത്ത നിരത്തുകൾ, അൺസേഫ് പബ്ലിക് പ്ലേസസ് അഥവാ സുരക്ഷിതമല്ലാത്ത പൊതുസ്ഥലങ്ങൾ, പാർക്കുകൾ, ഡിസാസ്റ്റർ പ്രോൺ റെസിഡൻഷ്യൽ നെയ്ബർഹുഡ്സ് അഥവാ ദുരന്ത സാധ്യതയേറിയ ആവാസ സ്ഥലങ്ങൾ ഇവയൊക്കെ സമകാലീന നഗരഭരണ സംവിധാനം അഭിമുഖീകരിക്കുന്ന ദൈനംദിന വെല്ലുവിളികളാണ്. ഇവ നേരിടാനായി ശാസ്ത്രീയമായും ക്രിയാത്മകമായും മാനുഷിക മൂല്യങ്ങളോടെയും നമ്മുടെ നഗരപ്രദേശങ്ങൾ പുനർരൂപകൽപ്പന ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരം രൂപകൽപ്പന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രദേശത്തെ മൊത്തം സമൂഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അഥവാ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ്. അതിനാൽ തന്നെ ഇതിനുതകുന്ന ഡിസൈൻ അഥവാ രൂപകൽപ്പന സമൂഹത്തിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ്. പാർട്ടിസിപ്പേറ്ററി ഡിസൈൻ പ്രോസസ്സ് അഥവാ പങ്കാളിത്ത രൂപകൽപ്പന പ്രക്രിയയിലൂടെ മാത്രമേ ഒരു പ്രദേശത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ പറ്റുകയുള്ളൂ. ഈ പ്രക്രിയയിൽ അർബൻ ഡിസൈനർക്കൊപ്പം നഗരഭരണാധികാരികളും നഗരാസൂത്രകരും വിവിധ നഗരവകുപ്പ് വിദഗ്ധരും സർക്കാർ ഇതര സംഘടനകളും പ്രദേശവാസികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ക്യൂരിറ്റിബ പോലുള്ള ഒട്ടനവധി നഗരങ്ങളിൽ പങ്കാളിത്ത വികസന പ്രക്രിയയിലൂടെ സുസ്ഥിര വികസന മാതൃകകൾ കാലാകാലങ്ങളായി നടപ്പാക്കി വരികയാണ്. അതിൽ പലതും വൻ വിജയങ്ങളാണെന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. 1992 നടപ്പാക്കിയ 73rd 74th ഭരണഘടനാ ഭേദഗതി നമ്മുടെ LSGI അഥവാ പ്രാദേശിക സ്വയംഭരണ സംവിധാനങ്ങൾക്ക് അധിക ചുമതലകളും പ്രത്യേക ധനപരമായ അധികാരങ്ങളും നൽകുകയുണ്ടായി. പ്രാദേശിക അല്ലെങ്കിൽ വാർഡ് തല വികസനത്തിന് ഊന്നൽ നൽകുന്ന ഡെവലപ്മെൻറ്റ് ഫ്രം ബോട്ടം അപ്പ് ഓർ ഗ്രാസ് റൂട്ട്സ് അഥവാ താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ വാർഡുകളുടെ വികസനത്തിലൂടെ സമഗ്ര നഗര വികസനം എന്ന ആശയം മുൻനിർത്തിയുള്ള വികസന പദ്ധതി ആവിഷ്കരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. ഓരോ വാർഡ് കൗൺസിലർമാർക്കും
അവരവരുടെ വാർഡിൻ്റെ സമഗ്ര വികസനത്തിനു വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനാകും. അതിനാൽ തന്നെ പങ്കാളിത്ത വികസന പ്രക്രിയയിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഈ പ്രക്രിയയിൽ ഒരു സുപ്രധാന പങ്ക് ആ പ്രദേശത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കുമുണ്ട്. അവരുടെ ആസ്പിറേഷൻ അഥവാ അഭിലാഷത്തിന് അനുസരിച്ച് അവർ അഭിമുഖീകരിക്കുന്ന ദൈനംദിന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മറ്റു വികസനോന്മുഖമായ ആവശ്യകതകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രദേശം പുനരൂപകൽപ്പന ചെയ്യുന്നതിന് വളരെ വിലപ്പെട്ടതാണ്. ഇവരെ കൂടാതെ ഹിസ്റ്റോറിയൻസ് അഥവാ ചരിത്രകാരന്മാർ, ഇക്കണോമിസ്റ്റ് അഥവാ സാമ്പത്തിക ശാസ്ത്രജ്ഞർ, എൻവയൺമെൻ്റലിസ്റ്റ് അഥവാ പരിസ്ഥിതി പ്രവർത്തകർ എന്നിങ്ങനെ വിവിധ അനുബന്ധ വകുപ്പുകളിലെ വിദഗ്ധരെ എല്ലാം സമന്വയിപ്പിച്ച് ഘട്ടം ഘട്ടമായി ഒരുമിച്ചും അല്ലാതെയും ഉള്ള കൺസൾട്ടേഷൻസും സ്റ്റേക്ക് ഹോൾഡർ മീറ്റിങ്ങുകളും പബ്ലിക് മീറ്റിങ്ങുകളും സംഘടിപ്പിച്ച് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്യുന്ന ഒരു സമഗ്ര വികസന രൂപരേഖ അനുസരിച്ചുള്ള വികസനം നടപ്പാക്കുന്നതിലൂടെ മാത്രമേ ആ പ്രദേശത്തിൻ്റെ മാനുഷിക സാമൂഹിക മൂല്യങ്ങൾക്കൊത്ത ജീവിത നിലവാരവും ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരം, പൈതൃകം, പരിസ്ഥിതി, ജിയോമോർഫോളജി, കെട്ടിടങ്ങളുടെ മോർഫോളജി, ഗതാഗത സൗകര്യങ്ങൾ, പാർപ്പിട സൗകര്യങ്ങൾ, വെള്ളം, കറണ്ട്, ഡ്രെയിനേജ്, ഖരമാലിന്യ സംസ്കരണം എന്നീ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളായ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിങ്ങനെയുള്ള പല സുപ്രധാന ഘടകങ്ങളെയും ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ളൊരു പുനരുദ്ധാരണ പ്രക്രിയയാണ് ആവശ്യം. ഇതിലൂടെ നമ്മുടെ നഗരങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇൻ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, അതായത് മുഖ്യധാരാ വികസന പ്രക്രിയയുടെ ഗുണനിലവാരങ്ങൾ ചുരുക്കം ചില സമൂഹത്തിന് മാത്രം ഫലപ്രദമാകുന്നതിലൂടെ ബഹുഭൂരിപക്ഷം ഇതര സമൂഹങ്ങളെ അകറ്റി നിർത്തുന്ന പ്രവണത മാറ്റുവാനാകുകയുള്ളൂ. സോഷ്യലി ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എല്ലാ സമൂഹത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന മാതൃകയിലൂടെ സോഷ്യൽ ഇക്വാളിറ്റി അഥവാ സാമൂഹിക സമത്വവും സോഷ്യൽ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്വവും ഉറപ്പാക്കാനാകുമെന്ന് കാലാകാലങ്ങളായി പല രാജ്യങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തരം പ്രാദേശികമായ കോംപ്രിഹെൻസീവ് ഡെവലപ്മെൻറ്റ് പ്ലാൻ അഥവാ സമഗ്ര വികസന പദ്ധതി ഒട്ടനവധി സന്നദ്ധ സർക്കാർ ഇതര സംഘടനകളുടെയും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്ത അജണ്ടകളിലൂടെയും വികസ്വര രാജ്യങ്ങളിൽ ഇന്ന് നടപ്പിലാക്കി വരുന്നു. ഗുഡ് സിറ്റീസ് ആൻഡ് ഇൻക്ലൂസീവ് അർബനിസം അഥവാ നല്ല നഗരങ്ങളും എല്ലാ വിഭാഗങ്ങളെയും മേഖലകളെയും ഉൾക്കൊണ്ടുകൊണ്ടുമുള്ള നഗരവത്കരണ പ്രക്രിയ ഏതൊരു രാഷ്ട്രത്തിൻ്റെയും സുസ്ഥിര ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. ആർക്കിടെക്ചർ അഥവാ വാസ്തുവിദ്യയുടെ ഒരു ഉപരിപഠന മേഖലയാണ് അർബൻ ഡിസൈൻ അഥവാ നഗര രൂപകൽപ്പന. നമ്മുടെ നഗരങ്ങളിൽ ഉയർന്നു വരുന്ന കെട്ടിടങ്ങളും അതിൻ്റെ ശൈലിയും രൂപകൽപ്പനയും ആകൃതിയും എല്ലാം പാശ്ചാത്യ രാജ്യങ്ങളുടെ തനി അനുകരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉയർന്നു വരുന്ന ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് അഥവാ മതിലുകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ട സമൂഹങ്ങൾ, ഹൈറൈസ് അപ്പാർട്ട്മെൻറ്റ്സ് അഥവാ ബഹുനില താമസ സ്ഥലങ്ങൾ, ഗ്ലേസ്ഡ് ബിൽഡിങ്സ് അഥവാ ചില്ലു കെട്ടിടങ്ങൾ എന്നിവ പല രാജ്യങ്ങളുടെയും സാമൂഹിക പാരിസ്ഥിതിക വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന മാതൃകകളാണ്. ഇത്തരം നിർമ്മാണ രീതികൾ സമൂഹത്തിനും പരിസ്ഥിതിക്കും വൻ വിപത്തുകളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. സമൂഹത്തെ തമ്മിൽ അകറ്റാനും വലിപ്പച്ചെറുപ്പ വ്യത്യാസങ്ങൾ കൂട്ടാനും മാത്രമേ ഇത്തരം മാതൃകകൾക്ക് സാധ്യമാവുകയുള്ളൂ. സമൂഹ നന്മയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും ഉതകുന്ന സുരക്ഷിത നിർമ്മാണ രീതികളും ആവാസ സ്ഥലങ്ങളും ഒരു സമഗ്ര രൂപകൽപ്പനയുടെ പ്രക്രിയയിലൂടെ നടപ്പാക്കേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് അത് രൂപകൽപ്പന ചെയ്യുമ്പോൾ മിക്കവാറും നമ്മുടെ കൈവശമുള്ള സ്ഥലത്തിൻ്റെ വിസ്തൃതിക്കും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്കനുസൃതമായും നമ്മുടെ ആസ്തിക്കും ആഗ്രഹത്തിനും ആവശ്യത്തിനും ഉതകുന്ന ഒരു നിർമ്മാണ ശൈലിയാണ് കാലാകാലങ്ങളായി നാം പിന്തുടർന്ന് വരുന്നത്. അത് പലപ്പോഴും ആ പ്രദേശത്തെ കോണ്ടെക്സ്റ്റ് അഥവാ ചുറ്റുപാട്, ലാർജർ എൻവയൺമെൻ്റൽ റിസോഴ്സസ് അഥവാ വലിയ പാരിസ്ഥിതിക വിഭവങ്ങൾക്ക് അതുണ്ടാക്കാവുന്ന ആഘാതങ്ങളെ മറന്നുകൊണ്ട് നീഡ് അഥവാ ആവശ്യകതയ്ക്കപ്പുറം
ഗ്രീഡ് അഥവാ അത്യാഗ്രഹത്തിൽ എത്തി നിൽക്കുന്ന നിർമ്മിതികളായി രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് പലപ്പോഴും സമൂഹത്തെയും പരിസ്ഥിതിയെയും ചൂഷണം ചെയ്യുന്ന മാതൃകകളായി മാറുകയും ചെയ്യുന്നു. ഇത്തരം പ്രവണതകളെ അകറ്റി ഉയർന്ന സാമൂഹിക പാരിസ്ഥിതിക ബോധം ആർക്കിടെക്റ്റുകളിൽ വളർത്തിയെടുക്കാൻ അർബൻ ഡിസൈൻ പോലുള്ള ഉപരിപഠന മേഖലകളിലൂടെ സാധ്യമാകുന്നു. നാടിൻ്റെ സുസ്ഥിര വികസനത്തിന് ഇത്തരം എൻവയൺമെൻറ്റ് ആൻഡ് സോഷ്യലി കോൺഷ്യസ് അഥവാ സാമൂഹിക പാരിസ്ഥിതിക ബോധം ഉൾക്കൊണ്ട നിർമ്മിതികൾ അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ നിർമ്മാണ രീതികൾ പരിസ്ഥിതിക്കും സമൂഹത്തിനും ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ വളരെ വലുതാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ വ്യതിയാനം, സോഷ്യൽ കോൺഫ്ലിക്ട്സ് അഥവാ സാമൂഹിക സംഘട്ടനങ്ങൾ എന്നിവയുടെ പരിണിത ഫലങ്ങൾ ഇന്നത്തെ മിക്ക വികസ്വര രാജ്യങ്ങളുടെയും വെല്ലുവിളികളാണ്. സൊസൈറ്റൽ അവെയർനെസ് അഥവാ സാമൂഹിക ബോധവത്കരണം, സൊസൈറ്റൽ എംപവർമെൻറ്റ് അഥവാ സാമൂഹിക ശാക്തീകരണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി അഥവാ തുല്യ അവകാശം എന്നിവയിലൂടെ മാത്രമേ ഒരു സമഗ്രവും സുസ്ഥിരവുമായ വികസന പ്രക്രിയയും സോഷ്യൽ ഇക്വാളിറ്റി അഥവാ സാമൂഹിക സമത്വവും അന്വർത്ഥമാവുകയുള്ളൂ. നഗരനിർമ്മാണവും പുനരുദ്ധാരണവും ഒരു സാമൂഹിക പ്രക്രിയയായി സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ ഒരു സമഗ്ര രൂപരേഖയുടെ കാലാനുസൃതമായ രൂപകൽപ്പനയും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് മാറേണ്ടത് സമൂഹ നന്മയ്ക്കും മൂല്യാധിഷ്ഠിതമായ ജീവിത നിലവാരം കൈവരിക്കുന്നതിനും വളരെ അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല, നാം ഇന്ന് നേരിടുന്ന ഈ പ്രത്യേക സാഹചര്യങ്ങൾ അതിജീവിക്കാനുള്ള ഒരു മാർഗം കൂടിയാണത്. ഗുരു നമ്മെ എന്നും ഓർമ്മിപ്പിച്ചിരുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നത് മ്യൂച്വൽ കോഎക്സിസ്റ്റൻസിനും സാമൂഹിക ഐക്യത്തിനും സമത്വത്തിനും ഉപരി നമ്മുടെ നാടിൻ്റെ സുസ്ഥിര വികസനത്തിനും ഉതകുന്ന ഉദാത്തമായ ഒരു കാഴ്ചപ്പാടാണ്. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. $473 cash or card? $473 cash or card? No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പുകുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ശിവഗിരി തീർത്ഥാടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഇനി അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കാം. കേരള സർവകലാശാലയിൽ നിന്നും PhD, സംസ്ഥാന പുരാവസ്തു വകുപ്പിൽ കൺസർവേഷൻ ഓഫീസർ, തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പൈതൃക പഠന കേന്ദ്രത്തിൽ ഫാക്കൽറ്റി. സ്വാഗതം ചെയ്യാം ഏറെ ആദരവോടും അഭിമാനത്തോടും കൂടി 88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനത്തിലെ ശാസ്ത്ര സാങ്കേതിക പരിശീലന സമ്മേളനത്തിലേക്ക്
എ ഹാൻഡ് ബുക്ക് ഓൺ കൺസർവേഷൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയായ ഡോക്ടർ VR ഷാജി. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് പുരാവസ്തുക്കളുടെയും പുരാരേഖകളുടെയും ശാസ്ത്രീയ സംരക്ഷണം എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. സാധാരണഗതിയിൽ പുരാവസ്തു എന്നുള്ള ഒരു വാക്ക് വളരെ തമാശ രൂപേണയാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. ഇപ്പോൾ എന്നെയും ഞങ്ങൾ മീറ്റിങ്ങിലൊക്കെ പോയില്ലെങ്കിൽ ആദ്യം പറയുന്നത് നമ്മുടെ പുരാവസ്തുവിനെ കണ്ടില്ലല്ലോ, പുരാവസ്തു എവിടെ പോയി എന്ന രീതിയിലൊക്കെയാണ് ഈ പലരും സംബോധന ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് വളരെ തമാശയ്ക്കായിട്ട് പറയുന്നതാണെങ്കിലും ഞങ്ങളത് വളരെ ചിരിച്ച് കളിച്ച് അതങ്ങ് മാറ്റാറുണ്ട്. പക്ഷേ ഇതിൻ്റെ സീരിയസ്നെസ് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഇന്നിപ്പോൾ നമ്മളുടെ പോക്കറ്റിൽ കിടക്കുന്ന മിനി കമ്പ്യൂട്ടറിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഞൊടിയിടയിൽ കിട്ടും. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പുരാവസ്തുക്കളും പുരാരേഖകളും സംരക്ഷിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം പല കോണിൽ നിന്നും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഒരുപാട് ചോദിക്കാറുണ്ട്. പക്ഷെ അവരും ഒരു കാര്യം അവർ ചിന്തിക്കണം, അവരുടെ കയ്യിൽ കിടക്കുന്ന കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ പോക്കറ്റിൽ കിടക്കുന്ന ഒരു മിനി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മൊബൈൽ, ഇതല്ല ലോകത്ത് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടത്. ഇത് എത്രയോ കണ്ടുപിടുത്തങ്ങൾ നടന്ന് അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോർമാറ്റിലുള്ള സാധനമാണ് നമ്മളുടെ പോക്കറ്റിൽ ഇരിക്കുന്നത് തന്നെ. ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് പറയാവുന്നത് ഒരു പക്ഷേ ഗ്രീക്കുകാർ കണ്ടുപിടിച്ചായിരിക്കും. ഗ്രീസിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ബ്രാസ് വീൽസും ബ്രാസ് ട്യൂബുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ സൂര്യചന്ദ്രന്മാരുടെ മൂവ്മെൻറ്റ്സ്, അതായത് പ്ലാനറ്ററി മൂവ്മെൻറ്റ്സ് എല്ലാം വളരെ കൃത്യമായി പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു. ഒരു പക്ഷേ അതായിരിക്കാം ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പക്ഷെ അതിന്ന് പുരാവസ്തുവായി മാറി. ഇതുപോലെ തന്നെ ഈ ഒരു ആധുനിക കമ്പ്യൂട്ടറിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1946 അതിന് ഏതാണ്ട് 50 ടൺ ഭാരം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, 50 ടൺ ഭാരം, ഏതാണ്ട് 1800ഓളം വാക്യൂം ട്യൂബുകൾ, ഇതെല്ലാം വെച്ചിട്ടാണ് 50 ടൺ ഭാരമുള്ള ഒരു കമ്പ്യൂട്ടർ നിർമ്മിച്ചത്. ആ കമ്പ്യൂട്ടറും ഇന്ന് പുരാവസ്തുവായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്ത് പല വസ്തുക്കളും കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് അതിന് മുമ്പ് കണ്ടുപിടിച്ചത് പുരാവസ്തുവായിട്ട് മാറിപ്പോകുന്നുണ്ട്. അത് നമ്മൾ മ്യൂസിയത്തിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 50 ടൺ ഭാരത്തിൽ നിന്ന് 5 ഗ്രാം ഭാരത്തിലേക്ക് മാറിയിരിക്കുന്നു 2020 ആയപ്പോഴത്തേക്ക്. അപ്പോൾ ഇനിയും കാലം പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഭാരവും സൈസും എല്ലാം കുറഞ്ഞു വരും. നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈലും ക്യാമറയും എല്ലാം ഒരു പുരാവസ്തുവായിട്ട് മാറിപ്പോവും. അപ്പോൾ അവിടെയാണ് ഇത് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു പ്രസക്തി. ഇത് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. വലിയ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് നമ്മൾ ഇത്തരം വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാതിരിക്കുകയും പഠിക്കാതിരിക്കുകയും ചെയ്താൽ സംഭവിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ ആൽമരം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ആൽമരം നിലനിൽക്കുന്നത് അതിൻ്റെ വേരുകളിലാണ്. വേരുകൾ വളരെ ആഴത്തിൽ പോയിട്ടാണ് ഈ ആൽമരം നിൽക്കുന്നത്. അതിൻ്റെ വേരുകൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് മുറിച്ച് മാറ്റുകയും വേരില്ലാത്ത ഒരവസ്ഥയും വന്നാൽ ഈ ആൽമരത്തിന് എന്ത് സംഭവിക്കും? കാലക്രമേണ ഈ എത്ര വലിയ മരമാണെങ്കിലും അത് ഉണങ്ങിപ്പോവും. അതിൻ്റെ ഓരോ മരത്തിൻ്റെ സൈസും ഷേപ്പും നിൽക്കുന്ന കാലാവസ്ഥയൊക്കെ അനുസരിച്ച് സമയത്തിനൊരു വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പുരാവസ്തുക്കളും നമ്മുടെ സംസ്കാരവും. ഇതെല്ലാം നൂറ്റാണ്ടുകളായിട്ട് ഈ വേരുകളോട് ഉപയോഗിക്കുക, നൂറ്റാണ്ടുകളായിട്ട് നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറ കൊണ്ട് നടന്ന കാര്യങ്ങളാണ്. അപ്പം അവരിൽ നിന്നാണ് നമ്മളുടെ സംസ്കാരം ഉടലെടുക്കുന്നത്. അപ്പോൾ ഈ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുരാവസ്തുക്കളുണ്ടെങ്കിലേ പറ്റുള്ളൂ, വേറെ എവിഡൻസുകളൊന്നുമില്ല. അപ്പോൾ ഈ പുരാവസ്തുക്കളിൽ നിന്ന് പുരാവസ്തു ശാസ്ത്രം എന്ന ഒരു ബ്രാഞ്ച് തന്നെ ഇപ്പോഴുണ്ട്. അതിനകത്ത് നമുക്ക് ലഭിക്കുന്ന പുരാവസ്തുക്കളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പഴയ സംസ്കാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
അതിൽ നിന്നാണ് നമ്മളുടെ ഇപ്പോഴത്തെ സംസ്കാരം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പഴയ കാലത്തെ നമ്മുടെ പഴയ തലമുറ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സംസ്കാരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്ത് ഏത് യുദ്ധം നടന്നാലും ആദ്യം അവർ നശിപ്പിച്ച് കളയുന്നത് അവിടുത്തെ വായനശാലകൾ, അവിടുത്തെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, അവിടുത്തെ പുസ്തകങ്ങൾ, അവിടുത്തെ മോണിമെൻറ്റ്സ്, ഇതെല്ലാമാണ് നശിപ്പിച്ച് കളയുന്നത്. അത് പണ്ടുകാലം തൊട്ടേ ഉള്ളതാണ്. ഇപ്പം നമ്മുടെ നളന്ദ സർവകലാശാല എന്ന് പറയുന്ന സർവകലാശാലയിൽ ധാരാളം പുസ്തകങ്ങളും വായനശാലകളും നല്ല ബിൽഡിങ്സ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധം വന്നപ്പോഴത്തേക്ക് അതാണ് ആദ്യം നശിപ്പിച്ച് കളഞ്ഞത്. അപ്പോൾ ഏത് യുദ്ധം വന്നാലും നശിപ്പിച്ച് കളയുന്നത് ഈ പുരാവസ്തുക്കളാണ്. പുരാവസ്തുക്കളെ നശിപ്പിച്ച് കളഞ്ഞാൽ നമ്മളുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെ നശിപ്പിച്ചു. അതോടുകൂടി നമ്മളുടെ ആചാരങ്ങൾ, നമ്മളുടെ സൊസൈറ്റി എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നുള്ളത്, നമ്മുടെ സംസ്കാരം, ഇതെല്ലാം നശിപ്പിച്ച് കളയാൻ പറ്റും. അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞാൽ പിൽക്കാലത്ത് വരുന്ന തലമുറയ്ക്ക് കണ്ടു പഠിക്കുന്നതിന് ഒന്നും ഉണ്ടാവില്ല. എല്ലാം നശിപ്പിക്കപ്പെട്ടു. അതാണ് അന്നും ഇന്നും നടക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഈ നമ്മളുടെ മുൻപിലുള്ള ഒരു തലമുറ വളരെ വളരെ ക്രൂഡ് ഫോമിലോ അല്ലെങ്കിൽ ഒരു പരിഷ്കാരമില്ലാത്ത രീതിയിലാണ് ജീവിച്ചിരുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചിന്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെയല്ല. നമ്മൾ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു പക്ഷേ അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല, അവർക്ക് ചന്ദ്രനിൽ പോകാൻ പറ്റിയില്ലായിരിക്കും, അല്ലെങ്കിൽ ചൊവ്വയിൽ പോകാൻ പറ്റിയില്ല. എങ്കിൽ തന്നെയും വളരെയധികം ഡെവലപ്പ് ചെയ്ത ഒരു സൊസൈറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സംസ്കാരമുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു നമ്മളുടെ തലമുറയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ഇപ്പോൾ നമ്മൾ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ എത്ര കൊട്ടാരങ്ങൾ, എത്ര ക്ഷേത്രങ്ങൾ, എത്ര കുളങ്ങൾ, എന്തെല്ലാം വസ്തുക്കൾ, ഇതെല്ലാം എങ്ങനെ നിർമ്മിച്ചു? അപ്പോൾ ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണത്. അപ്പോൾ ഇവരിതെങ്ങനെ നിർമ്മിച്ചു? ഇനി കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇന്നിപ്പോൾ ഒരു വീട് പണിത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ അതിന് ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോഴത്തേക്ക് ലീക്ക് ഉറപ്പാണ്. ഒരു തരത്തിലും നമുക്ക് അതിനകത്തോട്ട് താമസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നിലം നികത്തിയുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കയറി ലീക്ക്, പിന്നെ നമ്മൾ ലീക്ക് പ്രൂഫ് ചെയ്യണം. എങ്കിൽ തന്നെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം അതിന് കിട്ടണമെന്നില്ല. കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ. അതേസമയം പണ്ട് കാലത്ത് മഹാരാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ച കൊട്ടാരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കിഴക്കേക്കോട്ട, തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലുള്ള ശ്രീപാദം കൊട്ടാരം, ഇവിടെ കായംകുളത്തുള്ള കൊട്ടാരം, കൃഷ്ണപുരം പാലസ്, ഈ പാലസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പാലസ് കുളങ്ങൾക്ക് ചുറ്റുമാണ് നിൽക്കുന്നത്. ആ ഒരു കുളത്തിനകത്ത് 10-20 അടി വെള്ളം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. രാജാക്കന്മാർക്ക് കുളിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച കുളമാണ്. അപ്പോൾ ഈ കുളത്തിന് ചുറ്റുമാണ് ഈ കൊട്ടാരം നിൽക്കുന്നത്. പക്ഷെ ഇന്ന് വരെ, ഇതെല്ലാം ഞങ്ങളുടെ മ്യൂസിയങ്ങളാണ്, ഇന്ന് വരെ ആ കൊട്ടാരത്തിലെ ഒരു ഭിത്തി പോലും നനഞ്ഞ് അടർന്നു വീണിട്ടില്ല. അപ്പോൾ ഈ ആധുനിക ലോകത്തിലും ഇത് ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത് കെട്ടിയത്? വെള്ളം കയറാതെ എത്രയോ വർഷങ്ങളായിട്ട് വെള്ളത്തിൽ നിൽക്കുന്ന ഭിത്തിക്ക് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. ഇതേക്കുറിച്ച് നമ്മൾ കാര്യമായ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളാണിത്. ഇതേപോലെ മനോഹരമായ കെട്ടിടങ്ങൾ, മനോഹരമായ പാലസുകൾ, കേരളത്തിൽ തന്നെ എത്രയോ പാലസുകളുണ്ട്. ഹിൽ പാലസ്, പത്മനാഭപുരം പാലസ്, തക്കലയുള്ള പത്മനാഭപുരം പാലസ്, ഇതെല്ലാം പണിതത് ഒരു ശില്പിയാണ്. പക്ഷേ ഈ രാജസ്ഥാനിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം ബിൽഡിങ്സുകൾ കാണാം, മനോഹരമായ കൊട്ടാരങ്ങൾ കാണാം. ഇതെല്ലാം പണിതിരിക്കുന്നത് ഒരു ശില്പിയാണ്. പക്ഷെ ആ ശില്പിക്ക് അന്ന് കമ്പ്യൂട്ടറോ ഓട്ടോകാഡോ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ട് ഒരു മോഡൽ ഉണ്ടാക്കി പണിത കെട്ടിടങ്ങളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇന്നിപ്പോൾ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു മുറി പോലും, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ സഹായം ഇല്ലാതെ ഒരു മുറി പോലും കെട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോകത്ത് ഒരുപാട് കെട്ടിടങ്ങൾ, ഇന്ത്യയിലും കേരളത്തിലുമായിട്ട് ഒരുപാട് മനോഹരമായ കെട്ടിടങ്ങൾ എങ്ങനെ പണിതു, വളരെ ആശ്ചര്യകരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിലനിർത്തിയേ പറ്റുള്ളൂ. ഇപ്പോൾ കെട്ടിടങ്ങൾ ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മളുടെ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലുള്ള സെൻട്രൽ ആർക്കൈവ്സ് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമുണ്ട്. ഈ കെട്ടിടം തിരുവിതാംകൂറിലെ ജയിലായിരുന്നു. ജയില് പൂജപ്പുരയിലോട്ട് മാറ്റിയപ്പോഴാണ് ഈ കെട്ടിടം സെൻട്രൽ ആർക്കൈവ്സ് ആക്കി മാറ്റിയത്.
അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഈ കിഴക്കേക്കോട്ടയുള്ള ഈ സെൻട്രൽ ആർക്കൈവ്സ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് പഴയ ജയിലായിരുന്നു. ജയില് പൂജപ്പുരയിലോട്ട് മാറ്റിയപ്പോഴത്തേക്കാണ് ഈ കെട്ടിടം ആർക്കൈവ്സ് കെട്ടിടമായിട്ട് മാറിയത്. ഈ കെട്ടിടത്തിന് ഒരു പ്രത്യേകതയുണ്ട്, 2 നില കെട്ടിടമാണ്. ഇതിൻ്റെ 2ാമത്തെ നിലയിൽ മച്ചിട്ടിരിക്കുന്നത് തടി കൊണ്ടാണ്. ഈ തടി കൊണ്ടുള്ള മച്ചിന് മുകളിൽ പൂഴി നിരത്തിയിട്ടിരിക്കുകയാണ്. ഈ പൂഴി നിരത്തിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് തറയോട് വെച്ച് പാകിയിരിക്കുന്നത്. അപ്പോൾ ഈ കെട്ടിടം മൊത്തം ഇതിൻ്റെ ആദ്യം തടിയാണ്. തടിയുടെ മുകളിൽ ഒരു ലെയർ ഏതാണ്ട് ഒരു 2 ഇഞ്ചോളം കനത്തിൽ പൂഴി നിരത്തിയതിന് ശേഷമാണ് തറയോട് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കെട്ടിടത്തിനുള്ളിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ന് വെളിയിൽ എത്ര ചൂടാണെങ്കിലും ഇതിനകത്ത് കയറിയാൽ നല്ല തണുപ്പാണ്. അങ്ങനെ ആ കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടത്തിലെ തന്നെ അതിൻ്റെ തൂണുകളെല്ലാം കൽത്തൂണുകളാണ്. വലിയ ഹ്യൂജ് ഒരു 10 അടി 12 അടി നീളമുള്ള കൽത്തൂണുകളിൽ കുമ്മായം പൂശിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് ആ തൂണൊക്കെ അവിടെ കൊണ്ട് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടിപാടുമില്ല. ഇതേപോലെ തന്നെയാണ് ചെമ്പഴന്തിയിൽ ഗുരുദേവൻ്റെ വീട്. യഥാർത്ഥത്തിൽ അത് ഗുരുദേവൻ്റെ വീടിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ഒരു 3 മുറി. എത്ര മനോഹരമായിട്ടാണ് ആ വീടിരിക്കുന്നത്. ഞങ്ങളത് സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്മാരകമാണത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണാണ്. അതിൻ്റെ ഭിത്തി മൊത്തം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഭിത്തിയാണ്. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഭിത്തിയിൽ തടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ റാഫ്റ്റേഴ്സ് പറയുന്നത് പനയുടെ തടിയാണ്. ഈ പനയുടെ തടിയിലാണ് ഇതിൻ്റെ റാഫ്റ്റേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. അത് ഒരു പോയിന്റിൽ തന്നെ 12 13 കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഏതായാലും ഒരു 12ഓളം റാഫ്റ്റേഴ്സ് ഒരു പോയിന്റിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ആ വീട് പണിതിരിക്കുന്നത്. അതിൻ്റെ തറയെല്ലാം മണ്ണാണ്, ഭിത്തിയെല്ലാം മണ്ണാണ്, ചെളി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന മണ്ണാണ്. പക്ഷെ അത് വീടിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. വീടിൻ്റെ മുഴുവനായിട്ടുള്ള വീട് പല പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട്, വീടുകളെ കുറിച്ച് പറയുന്നുണ്ട്, അതൊരു 4 കെട്ടോ 8 കെട്ടോ ഒക്കെ ആയിരുന്നിരിക്കാം. പക്ഷെ അതൊന്നും ലഭ്യമല്ല, അതെല്ലാം നശിച്ചുപോയി. ആ വീടിൻ്റെ ഒരു ഭാഗം 3 മുറി മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ സംരക്ഷിച്ചു വെക്കുന്നതിന് പണ്ടും വലിയ താല്പര്യം കാട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ കുറച്ചൊക്കെ താല്പര്യം കാട്ടി വരുന്നുണ്ട്. എങ്കിൽ തന്നെ നശിച്ചു പോകാവുന്നത് ഒത്തിരി നശിച്ചുപോയി. ഇതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിത ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ഇതെങ്ങനെ പണിതു? ഇത് ആരാണ് ഇതിൻ്റെ ശില്പി? ഇതിനുള്ള മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിനെക്കുറിച്ചുള്ള രേഖകളൊന്നും പല ക്ഷേത്രങ്ങൾക്കും ഇന്ന് ലഭ്യമല്ല. ഉദാഹരണത്തിന് നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, നല്ല നല്ല ക്ഷേത്രങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുള്ളത് തിരുവല്ലയുള്ള ശ്രീവല്ലഭ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ റിസർച്ച് ചെയ്യാനോ ഒരവസരം എനിക്കുണ്ടായി. കാരണം എൻ്റെ ഭാര്യ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആർക്കിടെക്ചറിലെ പ്രൊഫസറാണ്. പേര് ഷീജയുടെ PhD തീസിസ് ടെമ്പിൾ ആർക്കിടെക്ചറാണ്. അപ്പോൾ അത് മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഷീജ പഠിച്ചത്. അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങൾ ഒന്ന് പഠിക്കാനും ഇത് പോയി ഡോക്യുമെൻ്റ് ചെയ്യാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചത്. ഈ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ആ ചുറ്റമ്പലത്തിന് ചുറ്റും തടി കൊണ്ട് മനോഹരമായ വർക്കുകളുണ്ട്. ഇത്രയും മനോഹരമായ വുഡ് വർക്ക് ലോകത്തൊരിടത്തും ഇല്ല എന്നുള്ളതാണ്. പാലാഴി മഥനമൊക്കെ എത്ര ഭംഗിയായിട്ട് എത്ര ക്യൂട്ടായിട്ടാണ് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അത് പണിതിരിക്കുന്നത് എന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിത ഈ ക്ഷേത്രത്തിൽ ഈ വുഡ് വർക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല. അത് ഒരു മെഷീനറി ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് തടിയിൽ നിന്ന് ഇത്രയും മനോഹരമായ ശില്പങ്ങൾ പണിതെടുത്തത് ആർക്കും അറിയില്ല. ഇതേപോലെ തന്നെ ചെങ്ങന്നൂരുണ്ട്. ചെങ്ങന്നൂർ നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട്. അത് ഞങ്ങളുടെ സംരക്ഷിത സ്മാരകമാണ്. അവിടെയും ഞങ്ങളിപ്പോൾ ഡോക്യുമെൻ്റ് ചെയ്തു. എത്ര മനോഹരമായിട്ടാണ് തടിയിൽ കൊത്തിവെച്ചിരിക്കുന്നതെന്ന് നമുക്കവിടെ പോയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മുൻ തലമുറ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച ഒരു മോണുമെന്റ്സ് ആണത്. അടുത്ത തലമുറയ്ക്ക് പഠിക്കാനും കാണാനുമായിട്ട്. ഇതേപോലെ തന്നെ എല്ലാ മേഖലയിലും. ഉദാഹരണത്തിന് സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി വളരെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. ചൊവ്വയിൽ വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊന്നും ഓർക്കേണ്ടതുണ്ട്.
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെയും സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട്. നിങ്ങളെല്ലാവരും കാളവണ്ടി കണ്ടു കാണും, കാളവണ്ടി ചക്രം കണ്ടു കാണും. കാളവണ്ടി ചക്രത്തിന് ഒരു ഇരുമ്പ് പട്ട ഇട്ടിട്ടുണ്ട്, ഈ തടി തേഞ്ഞു പോകാതിരിക്കാനും റോഡിൽ കൂടി സ്മൂത്തായിട്ട് പോകുന്നതിനും വേണ്ടി. ഈ പട്ട ആരാണ് ഉണ്ടാക്കുന്നത്? പുറമ്പോക്കിൽ ഇരിക്കുന്ന ഒരു കൊല്ലനാണ് ഈ പട്ട ഉണ്ടാക്കുന്നത്. അദ്ദേഹം മെറ്റലർജി പഠിച്ചിട്ടില്ല, കെമിസ്ട്രി പഠിച്ചിട്ടില്ല, സയൻസ് പഠിച്ചിട്ടില്ല. പക്ഷെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കാളവണ്ടി ചക്രത്തിൽ ഈ പട്ട പിടിപ്പിക്കുന്നത്. അതിനകത്ത് 1 മില്ലിമീറ്റർ മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ പട്ട ടയറിന് ഈ കാളവണ്ടി ചക്രത്തിനകത്ത് സൂട്ടാവില്ല, അല്ലെങ്കിൽ ഊരിത്തെറിച്ചു. ഇത് ഒന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സയൻസിൽ മെറ്റലർജി ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതിട്ടിരിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട്. ഞാൻ ഇതേക്കുറിച്ച് പഠിക്കാനായിട്ട് 1-2 കൊല്ലന്മാരടുത്ത് ഞാൻ പോയി. അവർ പക്ഷേ ഇതൊന്നും പറഞ്ഞു തരാനായിട്ട് അവർക്ക് വലിയ താല്പര്യമില്ല. അവർ പറഞ്ഞു സാർ ഇത് നോക്കിയിരുന്നിട്ട് പഠിച്ചോ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഈ മെറ്റൽ ഉരുകി വരുമ്പോഴത്തേക്ക് അതിനകത്തുണ്ടാവുന്ന കളർ ചേഞ്ച് എന്നാണ് അവരിത് മനസ്സിലാക്കുന്നത്. ഇത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയി കഴിഞ്ഞു, ഇത്ര ചൂടാക്കി, ഇത്ര അതിനകത്ത് എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്, കൺട്രാക്ഷൻ വന്നിട്ടുണ്ടെന്ന് അവർ വളരെ ക്യൂട്ടായിട്ട് അവർ മനസ്സിലാക്കുകയാണ്. പക്ഷെ നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം പോയി കഴിഞ്ഞാലും നമ്മൾ അവിടെ പോയിരുന്നാലും ഇവർ പറഞ്ഞു തരില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. രണ്ടാമത്, ഇനിയുണ്ട് എക്സാമ്പിൾസ് ഒരുപാട്. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കിണറാണ് ഉപയോഗിച്ചിരുന്നത്, വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്നത് നമ്മൾ കപ്പി എന്ന് പറയുന്ന ഒരു സാധനം. ഇന്നിപ്പോൾ മെറ്റലിലും പ്ലാസ്റ്റിക്കിലും ഒക്കെ ഉണ്ട്. പക്ഷെ തടി കൊണ്ട് അവർ എത്ര ഭംഗിയായിട്ടാണ് അത് ഉണ്ടാക്കിയിരുന്നത്. ഇതെങ്ങനെ അവരത് ഉണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു പിടിപാടുമില്ല. ഇതേപോലെ തന്നെ ആരോഗ്യ മേഖലയിലും നമ്മൾ ഇന്ന് പറയുന്നതിനെക്കാട്ടിൽ ഒരുപക്ഷെ കൂടുതലായിട്ട് അവർ സർജറി ഒന്നും നടക്കില്ല, സ്കാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഴയ വീടുകളിലെല്ലാം കുറഞ്ഞത് 10 മക്കളെങ്കിലും ഉണ്ട്. ഇത് കൃത്യമായ ഗ്യാപ്പുണ്ട്. 10 മക്കളും കൃത്യമായ ഗ്യാപ്പിലാണ് വളർന്നു വന്നത്. അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. അവർ പ്രസവിച്ച അമ്മമാർക്കോ ഒന്നും ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല. ഇന്നാണെങ്കിലോ ഒരു കുട്ടി ഉണ്ടെങ്കിൽ തന്നെ ഗർഭിണിയാകുമ്പോൾ തന്നെ 10 മാസം ആശുപത്രിയിൽ പോയി ബെഡ് റെസ്റ്റ്, സ്കാനിങ്, അതിനപ്പുറത്തുള്ള ഇഞ്ചക്ഷൻ, മരുന്നുകൾ, ഇതെല്ലാം വേണ്ടത്. പക്ഷെ ഇവർ വെറുതെ ആയുർവേദ മരുന്നുകളായിരിക്കും ഉപയോഗിച്ചിരുന്നത്. എങ്ങനെയാണ് ഇവർ ഫാമിലി പ്ലാനിങ് നടത്തിയിരുന്നത്? ഇതെല്ലാം വളരെ കൗതുകകരമായ കാര്യങ്ങളാണ്. ഇതിനുള്ള സൗകര്യങ്ങൾ അന്ന് എങ്ങനെയാണ് അവർ രൂപപ്പെടുത്തിയിരുന്നത്? ഇതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അന്നും ഉണ്ടായിരുന്നു. ഞാൻ പെരിന്തൽമണ്ണ ഒരു ആയുർവേദ ഒരു മ്യൂസിയത്തിൽ പോയി. അവിടെ അന്ന് ആയുർവേദ വൈദ്യന്മാർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് കാണുമ്പോൾ പേടിയോ, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പല്ലൊക്കെ പറിച്ചിരുന്നത്, എല്ല് ശരിയാക്കിയിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അറിഞ്ഞൂടെ. എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള റെക്കോർഡിംഗ് എവിഡൻസും ഇല്ല. ഇതിവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഞാൻ USA പോയപ്പോഴത്തേക്ക് സവാന എന്ന് പറയുന്ന സ്ഥലത്ത്, ഫ്ലോറിഡയ്ക്കും ജോർജിയയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്. സവാനയിലെ ഒരു മ്യൂസിയത്തിനകത്ത്, അത് മാരിടൈം മ്യൂസിയമാണ്, ആ മ്യൂസിയത്തിനകത്ത് കപ്പൽ ജോലിക്കാർക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെന്റ്സ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണെന്ന് ആലോചിക്കണം. ഇത് എന്തിനാണിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് വളരെ കൗതുകമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാൻ സാധിക്കും. നമുക്കിത് കാണുമ്പോൾ പേടിയാവും, ഇതെങ്ങനെയാണ് പല്ല് പറിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്, ചവണമാതിരിയുള്ള സാധനങ്ങൾ. പക്ഷേ ഇത് അന്ന് ഉപയോഗിച്ചിരുന്നു. ഇതേപോലെ തന്നെ കൃഷി, എന്തെല്ലാം വിത്തുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, എന്തെല്ലാം വിത്തുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വയനാട്ടിൽ പഴയ നെൽവിത്തുകളും പഴയ കൃഷി രീതികളും അവർ വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരുന്നുണ്ട്. ഒരു കീടങ്ങളോ ഒന്നും ഇല്ലായിരുന്ന നെൽവിത്തുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതിന് വിളവ് കുറവായിരിക്കും, അത് സംഭവം ശരി തന്നെയാണ്. പക്ഷേ ഇവരതെല്ലാം കൃഷി ചെയ്തിരുന്നു, സൂക്ഷിച്ചിരുന്നു, ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യം. ടൗൺ പ്ലാനിങ്, അന്നത്തെ ടൗൺ പ്ലാനിങ് ഒക്കെ എത്ര ഭംഗിയായിട്ട് നടന്നിരുന്നു. നിങ്ങൾക്കറിയോ, ഇന്നും ഇന്ത്യയിൽ സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു സിറ്റി പറയുന്നത് തിരുവനന്തപുരമാണ്. മഹാരാജാവിൻ്റെ കാലത്ത് തന്നെ ഗ്രാവിറ്റി ഫ്ലോയിൽ വെള്ളം കൊണ്ടുവരുന്നു. സിറ്റിയിൽ എല്ലാവർക്കും വെള്ളം, ഇന്ന് സുഭിക്ഷമായിട്ട് വെള്ളമുണ്ട്. അവിടെ നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നതെല്ലാം. നമ്മൾ പക്ഷേ ഇന്ന് അത് മറന്നു പോകുന്നു. നമ്മളും പുതിയ ടെക്നോളജി വരുമ്പോഴത്തേക്ക് നമ്മളിതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു ഒരു സങ്കടകരമായ ഒരു കാര്യം. പക്ഷേ ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ പഴമയിലേക്ക് പോകണമെന്നല്ല, അതേപോലെ ഓല മേഞ്ഞ വീട്ടിൽ ജീവിക്കണമെന്നൊന്നുമല്ല.
പക്ഷേ അന്ന് ഉപയോഗിച്ചിരുന്ന പല ടെക്നോളജിയും നമുക്ക് പഠിച്ചിട്ട് അതിന് മോഡേണൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ മോഡേണൈസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്നതും പുരാവസ്തു മ്യൂസിയങ്ങൾ സൂക്ഷിക്കുന്നതും. ഇന്നിപ്പോൾ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 2 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഒന്ന് പുരാവസ്തു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിയും പുരാരേഖ വകുപ്പും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കൈവ്സും. ഇത് പലർക്കും കൺഫ്യൂഷൻ. ഇത് രണ്ടും 2 ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിനകത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മോണുമെൻറ്റ്സ് പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്നുണ്ട്. 10-14 മ്യൂസിയങ്ങൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുണ്ട്. അതേപോലെ തന്നെ പുരാരേഖ വകുപ്പിൻ്റെ കീഴിൽ ധാരാളം രേഖകളുണ്ട്. പുരാരേഖകൾ ധാരാളം. ഇന്ന് ഒരു സ്ഥലത്തും ലഭ്യമല്ലാത്ത പുരാരേഖകൾ നമ്മളുടെ ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സെൻട്രൽ ആർക്കൈവ്സിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം താളിയോല ഗ്രന്ഥങ്ങളാണ് ഇരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷനാണ്. ഇതാരും കണ്ടിട്ടില്ല, ആർക്കും അറിഞ്ഞും കൂടാതെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ 10 ലക്ഷത്തോളം താളിയോല ഗ്രന്ഥങ്ങൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് സെൻട്രൽ ആർക്കൈവ്സ് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പല മ്യൂസിയങ്ങളിലും നല്ല നല്ല വസ്തുക്കൾ, പുരാവസ്തുക്കൾ ഇപ്പോഴും കിട്ടുന്നുണ്ട്. പലയിടത്ത് എക്സ്കവേഷൻ നടത്തി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വസ്തുക്കൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. പുരാരേഖ, നിങ്ങൾക്ക് എന്ത് രേഖ വേണമെങ്കിലും പുരാരേഖ വകുപ്പിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി കിട്ടും. അതേപോലെ പുരാവസ്തു മ്യൂസിയങ്ങളിൽ കോപ്പി കിട്ടില്ല, എന്നാലും അതിൻ്റെ ഫോട്ടോ, ചില ഓബ്ജക്റ്റുകളുടെ ഫോട്ടോ എടുക്കാം, ചില നമ്മൾ മ്യൂസിയത്തിനകത്തൊന്നും നമ്മൾ അനുവദിക്കുന്നില്ല. എന്നാലും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം നമുക്ക് ആർക്കിയോളജി മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നാട്ടിൽ പല വീടുകളിലും പലരുടെയും കയ്യിൽ ഒരുപാട് പുരാവസ്തുക്കളുണ്ട്. ഒരുപാട് വെറൈറ്റി പുരാവസ്തുക്കൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ ധാരാളം താളിയോല ഗ്രന്ഥങ്ങൾ ഇരിപ്പുണ്ട്. ചില വീടുകളിൽ പഴയ മാഗസിൻസ് ഇരിപ്പുണ്ട്, പഴയ പത്രങ്ങൾ ഇരിപ്പുണ്ട്. അതേപോലെ ഒരുപാട് റെക്കോർഡ്സ് പലരും കൗതുകത്തിന് സൂക്ഷിച്ചു വെച്ചാണ്. പല മാഗസിൻസ് ഇപ്പോൾ കിട്ടാനില്ല, പലതും കിട്ടാനില്ല. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ കോമിക്സ് ഉണ്ടായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ പബ്ലിക്കേഷൻ ആയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോമിക് പുസ്തകം കിട്ടും, ടൈംസ് ഓഫ് ഇന്ത്യയുടെ. ഇംഗ്ലീഷിലാണത്. അതിനകത്ത് ഫാൻറ്റത്തിൻ്റെ കഥകൾ, മറ്റേ മാൻഡ്രാക്കിൻ്റെ കഥകൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതൊന്നും ഇന്നില്ല. ഇന്ന് പബ്ലിക്കേഷനേ ഇല്ല. ഇന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനെ ഈ കാർട്ടൂൺസ് എന്ന് പറയുന്ന സംഭവമല്ലാതെ ഈ ഫാൻറ്റം ആയിരുന്നോ മാൻഡ്രാക്ക് ആയിരുന്നോ, അതിനകത്തുള്ള കുതിരകളെ കുറിച്ചുള്ള കഥകൾ, അതിനകത്തുള്ള ഒരുപാട് കഥകൾ അതിനകത്തുണ്ട്. പക്ഷെ ഇതിനകത്തെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഥകളെല്ലാം ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് ഫാൻറ്റത്തിൻ്റെ കഥകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കഥകളാണ്. അതിനകത്ത് ചരിത്രവും അന്നത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഡ്രസ്സ്, ഇതിനെക്കുറിച്ചെല്ലാം അതിനകത്ത് ധാരാളം പറയുന്നുണ്ട്, നമുക്ക് പഠിക്കാനും സാധിക്കും. പക്ഷെ ഇതൊന്നും ഇന്നില്ല. ഇന്ന് ആരെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ അവർ കാണിച്ചു തരാനും കൂടി പറ്റില്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനങ്ങൾ അധികകാലം ഒരു ശാസ്ത്രീയ സംരക്ഷണം ഇല്ലാതെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പറ്റില്ല. സാധാരണഗതിയിൽ ഒരു വസ്തുവിന്, ഒരു ആർക്കിയോളജിക്കൽ ഓബ്ജക്റ്റിന് ഒരു ആർക്കിയോളജിക്കൽ വാല്യൂ വരുന്നത് മിനിമം 100 വർഷം കഴിയുമ്പോഴാണ് അതിന് ഒരു ആർക്കിയോളജിക്കൽ വാല്യൂ വരുന്നത്. ആർക്കൈവ്സിലെ രേഖകൾക്കാണെങ്കിൽ 25 വർഷം കഴിയുമ്പോഴാണ് അതിനൊരു ആർക്കൈവൽ വാല്യൂ വരുന്നത്. അപ്പം ഇതാണ് സർക്കാരിൻ്റെ കണക്കനുസരിച്ച്. പക്ഷേ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതല്ല, പല വീടുകളിലും പലരുടെയും കയ്യിലും ഒരുപാട് രേഖകളുണ്ട്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തരില്ല. അവർ പറയും ഞങ്ങളിത് ഭദ്രമായിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് പറയും. പക്ഷേ കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇത് പൊടിഞ്ഞു പോകുന്നതായിട്ട് കാണാം. ഇത് പൊടിഞ്ഞു പോകുന്നതിനിപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പേപ്പർ എടുക്കാം. പല വീടുകളിലും പേപ്പറിലുള്ള മാഗസിൻസ് ഉണ്ട്, കലണ്ടറുകളുണ്ട്, പല എഴുത്തുകളുണ്ട്, പല രേഖകൾ, ആധാരങ്ങൾ സഹിതമുണ്ട്. ഇതെല്ലാം അവർ ഭദ്രമായിട്ട് അലമാരിയിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്ത് പറ്റുന്നു, ഒരു 10-50 വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഈ സാധനങ്ങൾക്ക് ഒരുപാട് ഡാമേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചാൽ പറയും ഞങ്ങൾ ഭദ്രമായിട്ടാണ് വെച്ചിരിക്കുന്നത് സാറേ, എന്നിട്ട് ഇത് വന്നല്ലോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് ഉത്തരവില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പൊടിഞ്ഞ് പപ്പടം പോലെ ഇതങ്ങ് പൊടിഞ്ഞു പോകും. ഈ പേപ്പറുകൾക്കുള്ള ഒരു ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, പോയാൽ പോയി. അപ്പം ഇതെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്താലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ ഇത് ഞങ്ങൾ ഭദ്രമായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എത്ര ഭദ്രമായിട്ട് വെച്ചാലും ഇതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഇതിനകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകും. ഇതിനകത്ത് കാലാവസ്ഥ ഒരു ഫാക്ടറാണ്, ഹ്യൂമിഡിറ്റി ഒരു ഫാക്ടറാണ്,
ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്, ലൈറ്റ് ഒരു ഫാക്ടറാണ്, ഡസ്റ്റ് പൊടി ഒരു ഫാക്ടറാണ്, ഇൻസെക്ട്സ് ഒരു ഫാക്ടറാണ്, പിന്നെ നമ്മളെ കെയർലെസ്നെസ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഇതിനകത്ത് ഒരുമിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു 25 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ പേപ്പർ പൊടിഞ്ഞു പോകും. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു രേഖ അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മാഗസിൻ, ഈ മാഗസിൻ ഒരു എന്താ പറയുന്ന ഒരു സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പറിലല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മാഗസിനിൽ ഇറക്കുന്നു, ഒരു വീക്കിൽ ഇറക്കുന്നു, നമ്മൾ വായിക്കുന്നു, കൂടി വന്നാൽ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം എടുത്ത് കളയും. അത്രയ്ക്കുള്ള ലൈഫ് അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന പേപ്പറിനുള്ളൂ. പക്ഷെ ഈ പേപ്പറാണ് അല്ലെങ്കിൽ ഈ പേപ്പർ കൊണ്ടുണ്ടാക്കിയ പുസ്തകമാണ് നമ്മൾ സ്ഥിരമായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് പൊടിഞ്ഞു പോകും. ഒരു 25 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് പൊടിഞ്ഞു പോകും. അതേപോലെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മഷി, പണ്ടൊക്കെ ആണെങ്കിൽ കടുക്കാമഷി വെച്ചാണ് എഴുതിയിരുന്നത്. കടുക്കാമഷി വെച്ച് എഴുതിയ ഏത് രേഖയും ഒരു 50 വർഷം കഴിയുന്നതോടുകൂടി ഇത് പൊടിഞ്ഞു പോകും. അപ്പം ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അലമാരയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതൊന്നും ഉണ്ടാവില്ല, ആധാരങ്ങൾ പോലും പൊടിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണത്. പക്ഷേ ഇതിനെല്ലാം ശാസ്ത്രീയമായ സംരക്ഷണം നൽകാനുള്ള സംവിധാനം നമ്മളുടെ കയ്യിലുണ്ട്, അതിനുള്ള എക്സ്പെർട്സും ഉണ്ട്. ഇത് ഒരു കാരണവശാലും സ്വന്തമായിട്ട് ഇതൊന്ന് റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതാണ് എനിക്ക് ആദ്യം തരാനുള്ള ഉപദേശം. ഇത് അതാത് എക്സ്പെർട്സിൻ്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് ഭംഗിയായിട്ട് റിപ്പയർ ചെയ്തു തരും. ഇപ്പോൾ എങ്ങനെയാണ് ഈ പേപ്പർ നശിച്ചു തുടങ്ങി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് മാഗസിൻ കിട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് വെള്ള നിറത്തിലുള്ള പേപ്പറായിരിക്കും. ഒരു 50 വർഷം കഴിഞ്ഞ്, 50 വർഷം തന്നെ ധാരാളം, 50 വർഷം കഴിഞ്ഞ് നമ്മളിത് നോക്കുമ്പോഴത്തേക്ക് പേപ്പറിൻ്റെ നിറം മഞ്ഞ നിറമായി പോയിട്ടുണ്ട്, മഞ്ഞ നിറമായി പോകുന്നു, പേപ്പർ പൊടിയാൻ തുടങ്ങുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പം മനസ്സിലാക്കാം പേപ്പറിൻ്റെ ഡിറ്റീരിയേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാം. പേപ്പർ മഞ്ഞ നിറമാകുന്നതിൻ്റെ റീസൺ അസിഡിറ്റിയാണ്. അസിഡിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു pH വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ ആ അസിഡിറ്റി മെഷർ ചെയ്യുമ്പോഴത്തേക്ക് മഞ്ഞ നിറമായ പേപ്പർ അല്ലെങ്കിൽ പൊടിയാൻ തുടങ്ങിയ പേപ്പറിൻ്റെ pH വാല്യൂ പറയുന്നത് 1 ആയിരിക്കും. ഇതിനധികം കാലം നിൽക്കില്ല ഈ pH-ൽ. ഇതൊരു കൂടി വന്നാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം കൂടി നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് എന്നേക്കുമായി ഇത് നശിച്ചു. അപ്പോൾ ഈ പേപ്പർ നമ്മളത് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അസിഡിറ്റി മാറ്റണം. അസിഡിറ്റി മാറ്റി പേപ്പറിനെ ന്യൂട്രലൈസ് ചെയ്യണം. ന്യൂട്രലൈസ് ചെയ്ത് അതിൻ്റെ pH വാല്യൂ ഒരു 6.5 to 7.5 കൊണ്ടുവന്നാലേ ഈ പേപ്പറിൻ്റെ ലൈഫ്, ഇല്ലെങ്കിൽ അസിഡിക് ആയ പേപ്പർ വേഗം പിടിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേപ്പറിനെ ആദ്യം ന്യൂട്രലൈസ് ചെയ്ത് ഇതിൻ്റെ pH വാല്യൂ കറക്റ്റ് ചെയ്യും, 6.5 to 7.5 കൊണ്ടുവരും. അതിനുശേഷം ഇതിനകത്ത് അപ്പോൾ pH വാല്യൂ നമ്മൾ 6.5 to 7.5 കൊണ്ടുവന്നു കഴിഞ്ഞാൽ പേപ്പറിനെ ന്യൂട്രലൈസ് ചെയ്യും. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിനകത്ത് ധാരാളം ഇൻസെക്ട്സ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ അറ്റാക്ക് ചെയ്യുന്ന ഇൻസെക്ട്സ് ഒന്ന് ചെതലാണ്. ചെതൽ എവിടെ ഉണ്ടോ അവിടെ മണ്ണിൻ്റെ ടണൽസ് ഉണ്ടാവും. അപ്പോൾ മണ്ണിൻ്റെ ടണൽസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചെതലിൻ്റെ ആക്രമണം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ചില പേപ്പറുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ദ്വാരങ്ങൾ കാണാം, 100 കണക്കിന് ദ്വാരങ്ങൾ കാണാം. ഈ ദ്വാരങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ബുക്ക്വേംസ് എന്ന് പറയുന്ന ഒരു ഇൻസെക്ട്സ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ചില റെക്കോർഡുകൾ വലിയ ഡിസൈനിൽ, പഴയ പുസ്തകങ്ങൾ ലൈബ്രറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നല്ല ഡിസൈനിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് പോയിട്ട് ഉള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് സിൽവർ ഫിഷ് എന്ന് പറയുന്ന ഇൻസെക്ട്സ് ഉണ്ടെന്നാണ്. അപ്പോൾ അതിൽ ആ ഇൻസെക്ട്സിനെ കൊന്നുകളയാനായിട്ട് നമ്മൾ റെക്കോർഡ്സിന് ഫ്യൂമിഗേറ്റ് ചെയ്യും. കെമിക്കൽസ് ഉപയോഗിച്ച് നമ്മൾ ഫ്യൂമിഗേഷൻ ചേമ്പറിലൊക്കെ വെച്ച് ഏതാണ്ട് ഒരു മാസത്തോളമൊക്കെ എടുത്ത് നമ്മൾ ഇൻസെക്ട്സിനെ എല്ലാം കൊന്നുകളയും. അപ്പം നമ്മളുടെ കയ്യിലിരിക്കുന്ന റെക്കോർഡ് ഒരു സേഫായി, ഇൻസെക്ട്സ് ഒന്നുമില്ല, ഇൻസെക്ട്സ് ഫ്രീ ആക്കി അതിൻ്റെ ആസിഡിറ്റി മാറ്റി നമ്മൾ ഒരു pH വാല്യൂ 6.5 to 7.5 കൊണ്ടുവന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്കോർഡിനെ, ഈ ഷീറ്റിനെ നമ്മൾ ലാമിനേറ്റ് ചെയ്യും. അപ്പം ലാമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ലാമിനേഷൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഒരു എന്താ പറയുക, ദറ്റ് ഈസ് ഒരു റിവേഴ്സിബിൾ ടെക്നിക്കാണ്. നമ്മൾ കൺസർവേഷൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എല്ലാം റിവേഴ്സിബിൾ ടെക്നിക്സ് ആണ്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിനെ എങ്ങനെയാണ് ഡിഎസിഡിഫൈ ചെയ്യുന്നത്. ഡിഎസിഡിഫൈ ചെയ്യുന്നതിന് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേറിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ കെമിക്കലാണ്.
ബോറിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഒരു 1% സൊല്യൂഷൻ ആൽക്കഹോളിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഈ റെക്കോർഡ്സിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്യും. അപ്പോൾ അതിനകത്ത് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, പലതരത്തിലുള്ള മഷി ശ്രദ്ധിക്കാനുണ്ട്, ഏത് തരത്തിലുള്ള റെക്കോർഡിനൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഈ ബോറിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഒരു കോട്ടിംഗ് പേപ്പറിൻ്റെ 2 വശത്തും കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കാൻ, ആൽക്കലിയാണ്. ഈ ആൽക്കലി ഈ പേപ്പറിനെ ന്യൂട്രലൈസ് ചെയ്തോളൂ. ന്യൂട്രലൈസ് ചെയ്തിട്ട് എക്സസ് വരുന്ന ബോറിയം ഹൈഡ്രോക്സൈഡ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബോറിയം കാർബണേറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇത് ഡിയോസിഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ബോറിയം കാർബണേറ്റ് കോട്ടഡ് പേപ്പറാണ്. ആ പേപ്പറിനെ നമുക്കൊരു പെർമനന്റ് പേപ്പർ എന്ന് പറയാം. അത് പിന്നീട് അസിഡിക് ആവില്ല, ദീർഘകാലം അസിഡിക് ആവാതിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പേപ്പറിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത്. അപ്പോൾ ബോറിയം കാർബണേറ്റ് കോട്ടഡ് പേപ്പറിനാണ് നമ്മൾ ലാമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാമിനേഷൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തിരിച്ചറിയേണ്ട പലതരം ലാമിനേഷൻ ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് റിവേഴ്സിബിൾ ടെക്നിക്കാണ്, റിവേഴ്സിബിൾ ലാമിനേഷനാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ കടകളിൽ പോയി കഴിഞ്ഞാൽ ലാമിനേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ പോളിയെത്തിലീനോ അല്ലെങ്കിൽ പോളിപ്രൊപ്പിലീനോ ഷീറ്റ് വെച്ചിട്ട് ഒരു ഹീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് റെക്കോർഡ് ലാമിനേറ്റ് ചെയ്യാനുള്ള നമ്മളുടെ റെക്കോർഡ് ലാമിനേറ്റ് ചെയ്ത് തരും. കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഒരു കുഴപ്പവും സംഭവിക്കില്ല. പക്ഷെ ഇതിനൊരു തകരാറുണ്ട്. ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഒറിജിനൽ ഡോക്യുമെൻ്റ് പുറത്തെടുക്കണമെന്ന് വിചാരിച്ചാൽ അത് പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണത്. നമുക്ക് റിസ്ക് എടുത്ത് നമുക്ക് എടുക്കാൻ നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഹൈലി റിസ്ക്കാണ്. കാരണം അത് റിവേഴ്സിബിൾ ടെക്നിക്കല്ല. ഞങ്ങൾ ഉപയോഗിക്കുന്നത് റിവേഴ്സിബിൾ ടെക്നിക്കാണ്. ഞങ്ങൾ ലാമിനേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ടിഷ്യൂ പേപ്പർ, ജാപ്പനീസ് ടിഷ്യൂ പേപ്പർ. അത് ന്യൂട്രൽ പേപ്പറാണ്, ന്യൂട്രൽ ടിഷ്യൂ പേപ്പർ. CMC, കാർബോക്സി മീഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉപയോഗിച്ചിട്ട്, കെമിക്കൽ അത് ഗമ്മായിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 2 സൈഡിൽ ലാമിനേറ്റ് ചെയ്യുന്നത്. ഈ ലാമിനേഷനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ഈ ഡോക്യുമെൻ്റ് നമുക്ക് പുറത്തെടുക്കാം, സേഫായിട്ട് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് റിവേഴ്സിബിൾ ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാമിനേറ്റ് ചെയ്ത് വെച്ച റെക്കോർഡ് പിന്നീട് ഒരു അസിഡിക് അറ്റ്മോസ്ഫിയറിലല്ല സൂക്ഷിക്കുന്നതെങ്കിൽ, ഒരു നോൺ അസിഡിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഈ റെക്കോർഡ് ദീർഘകാലം സേഫാക്കി ഞങ്ങളൊരു 100 വർഷത്തെ ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും. ഇത്തരം ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ന്യൂട്രൽ പേപ്പറിന് ലാമിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു 100 വർഷത്തേക്ക് സുരക്ഷിതമായിട്ടിരിക്കും, ഒരു കുഴപ്പം അതിന് സംഭവിക്കില്ല. അപ്പം ഈ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റെക്കോർഡ്സ് അല്ലെങ്കിൽ പുരാവസ്തുക്കളോ വേറെ എന്തോ, പുരാവസ്തുക്കൾക്ക് വേറെ ടൈപ്പ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ പേപ്പർ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഈ പേപ്പർ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് കൺസേൺഡ് എക്സ്പെർട്സിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്കത് ലാമിനേറ്റ് ചെയ്ത് നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും, ഉറപ്പാണ് ആ കാര്യം. പലരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ളതാണ്, ഞങ്ങൾ തരില്ല. പക്ഷേ ഇത് കുറച്ച് ഒരു 100 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് പപ്പടം പോലെ പൊടിഞ്ഞ് താർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് സ്വയമായിട്ട് റിപ്പയർ ചെയ്യരുത്. ഇത് എക്സ്പെർട്സിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ലാമിനേറ്റ് ഇറ്റ് ആൻഡ് നമുക്കത് സേഫായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ വരുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് കേരളത്തിൽ 2-3 പ്രളയങ്ങൾ നടന്നു. ഓർക്കാപ്പുറത്ത് കിടന്ന പ്രളയമാണ്. ഈ പ്രളയത്തിനകത്ത് ഒന്ന് പത്തനംതിട്ട, ചെങ്ങന്നൂർ ആ ഏരിയ മുഴുവൻ, ആലുവ, മാള ആ ഏരിയ മൊത്തം ആദ്യത്തെ പ്രളയത്തിൽ വെള്ളത്തിൻ്റെ അടിയിലായി. രണ്ടാമത് നിലമ്പൂർ ഭാഗം മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി. ഓർക്കാപ്പുറത്ത് ഒരുപാട് സാധനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, ഒത്തിരി സാധനങ്ങൾ, പലരുടെയും സർട്ടിഫിക്കറ്റുകൾ, അമൂല്യമായ രേഖകൾ, ആധാരങ്ങൾ, ഇതെല്ലാം നശിച്ചുപോയി, വെള്ളം കയറി നനഞ്ഞുപോയി. ഈ രേഖകൾ പലരും സ്വയം റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിച്ചു, പലരും. ഇത് ഈ ഞങ്ങൾ പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തിരുന്നു, ഞങ്ങളത് റിപ്പയർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ പ്രളയം വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഹിൽ പാലസിൽ, സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ്. അവിടെ ഞങ്ങൾ ഒരു കൺസൾട്ടേഷൻ ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിനകത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 25,000-ഓളം നനഞ്ഞ ഡോക്യുമെന്റ്സ് ഞങ്ങൾ ശരിയാക്കി കൊടുത്തു. എല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ പ്രളയം വന്നപ്പോഴത്തേക്ക് നിലമ്പൂർ ഭാഗത്തുള്ള, നിലമ്പൂർ, കോഴിക്കോട് ആ ഭാഗത്തു നിന്നുള്ള ധാരാളം റെക്കോർഡ്സ്, അതിൻ്റെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് കുറച്ച് റെക്കോർഡ്സ് ഞങ്ങൾ കോഴിക്കോട് മ്യൂസിയത്തിൽ ഇരിക്കുകയാണ്. എങ്കിൽ തന്നെയും ഒരു 25,000-ഓളം പേപ്പർ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു, പേപ്പറിൽ കൊടുത്തു. ഓൾ ഇന്ത്യ റേഡിയോയിൽ തന്നെ ഞാൻ തന്നെ ഇത് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, അവരത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. എങ്ങനെയാണ് നനഞ്ഞ രേഖകൾ സൂക്ഷിക്കേണ്ടതെന്നുള്ള ഒക്കെ ഞങ്ങളവിടെ പറഞ്ഞിരുന്നു. ഇനി അഥവാ അത് നനഞ്ഞു പോയി കഴിഞ്ഞാൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇത് സ്വയം റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്, യാതൊരു കാരണവശാലും. അത് കീറിപ്പോവും. അഥവാ റെക്കോർഡുകളോ രേഖകളോ നനഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത് മുറിയിൽ
വെള്ളം വാർന്നു പോകത്തക്ക രീതിയിൽ വയ്ക്കുക. അത് മാത്രം ചെയ്താൽ മതി. യാതൊരു കാരണവശാലും ഈ രേഖകളെ വേർപെടുത്താനോ വെയിലത്തിടാനോ ശ്രമിക്കരുത്. വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഈ റെക്കോർഡ്സ് വേഗം പൊടിഞ്ഞു. ഇതിൻ്റെ കാരണം ലൈറ്റിനകത്തുള്ള UV റേഡിയേഷൻസും ഹീറ്റും ഒക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. ആ റെക്കോർഡ് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു കാരണവശാലും നനഞ്ഞ റെക്കോർഡുകൾ വെയിലത്തിട്ട് ഉണക്കരുത്. ഇനി അഥവാ ഉണക്കണമെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ കീഴിലിട്ട് ഉണക്കുക. ഒരു കാരണവശാലും വെയിലത്തിട്ടരുത്. ചിലർ ഞങ്ങളവിടെ കൊണ്ടുവന്ന റെക്കോർഡ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കൂടുതൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ ഇതാ ഞങ്ങൾ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം തേപ്പോട്ടി വെച്ച് തേക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഡിറ്റീരിയേഷൻ പരിപൂർണമായി. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് നമുക്ക് ആ റെക്കോർഡ് റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇതൊന്നും ചെയ്യരുത്. അഥവാ എന്തെങ്കിലും രേഖ നനഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതൊന്ന് വെള്ളം വാർന്നു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുക. എത്രയും പെട്ടെന്ന് ഇപ്പോൾ ആർക്കിയോളജിക്ക് നല്ല ലാബുണ്ട്, ആർക്കൈവ്സിന് ലാബുണ്ട്, ഇല്ലെങ്കിൽ ഹിൽ പാലസിൽ നല്ല ലാബുണ്ട്, സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിന് ലാബുണ്ട്. അവിടെയൊക്കെ എക്സ്പെർട്സ് ഉണ്ട്, അവരത് ശരിയാക്കി തരും. അപ്പോൾ ഒരു കാരണവശാലും ഇത് റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഇനി ചിലർ ചെയ്യുന്നുണ്ട്, ചിലരല്ല, വളരെ കോമണായിട്ട് ഞാൻ കാണുന്നതാണ്. എന്തെങ്കിലും പേപ്പർ കീറി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഒരു സെല്ലോ ടേപ്പ് വെച്ച് അങ്ങ് ഒട്ടിക്കും. ഈ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം സെല്ലോ ടേപ്പിൻ്റെ നിറം മഞ്ഞ നിറമായിപ്പോൾ അതിൻ്റെ ഗം അസിഡിക്കാണ്, അവിടെ പൊടിയാൻ തുടങ്ങും, അവിടെ അഴുക്കടിയാൻ തുടങ്ങും. ഇത് സെല്ലോ ടേപ്പ് മാറ്റിയിട്ട് പുതിയ സെല്ലോ ടേപ്പ് ഒട്ടിക്കാനായിട്ട് ശ്രമിക്കും. പേപ്പർ കീറി സെല്ലോ ടേപ്പിൻ്റെ കൂടെ പോവുകയും ചെയ്യും, എന്നേക്കുമായി നഷ്ടപ്പെടും. അപ്പോൾ യാതൊരു കാരണവശാലും എന്തെങ്കിലും ഡാമേജ് വന്ന റെക്കോർഡ്സിനകത്ത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കരുത്. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി പേപ്പർ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് വെറുതെ ചോറിൻ്റെ പശ മതി, ആ പശ വെച്ച് ഒട്ടിച്ചാൽ ഇത് സേഫായിട്ടിരിക്കും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പേപ്പർ മാറ്റണമെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പമാണത്. കാരണം ചെറുതായിട്ടൊന്ന് നനച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പർ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അതേപോലെ പലരും ചെയ്യുന്നതാണ്, പലയിടത്തും ആധാരങ്ങളാണ് പ്രശ്നം. പലരും പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് വയ്ക്കും. ഒരു കാരണവശാലും വാല്യുബിളായിട്ട് ഉള്ള രേഖകൾ പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് വെക്കരുത്. കാരണം പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് വെച്ചാലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പഴയ ആൽബങ്ങളിൽ നോക്കിയാൽ അറിയാം, ഫോട്ടോസ് എല്ലാം ഈ പ്ലാസ്റ്റിക് കവർ ഷീറ്റിനകത്ത് പ്ലാസ്റ്റിക് കൂടിനകത്ത് ഇൻസെർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ഇന്നത്തെ എൻ്റെ അവസ്ഥ നോക്ക്, അത് പോയിട്ടുണ്ടാവും. അതിനകത്ത് ധാരാളം വെള്ളം കണ്ടൻസ് ചെയ്തിട്ട് വെള്ളവും ആ കളറും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ ഫോട്ടോ പോകും. അത് തന്നെയാണ് പേപ്പറിന് സംഭവിക്കുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് എയറൊന്നും കയറാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വാട്ടർ മോളിക്യൂൾസ് കണ്ടൻസ് ചെയ്തിട്ട് അത് പേപ്പറിനെ നശിപ്പിച്ച് കളഞ്ഞു കളയും. അപ്പോൾ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് കൂടുകളിൽ ഇത്തരം രേഖകളൊന്നും സൂക്ഷിച്ചു വയ്ക്കരുത്. അതിന് പകരം നിങ്ങൾക്ക് പേപ്പറിൽ പൊതിഞ്ഞു വയ്ക്കാം. പേപ്പർ കവറുകളുണ്ട്. ഇപ്പം നമ്മൾ കൊറിയറൊക്കെ അയക്കാൻ ഉപയോഗിക്കുന്ന ഈ അകത്ത് കോട്ടൺ വെച്ചിട്ടുള്ള കവറുകളുണ്ട്. ആ കവറുകളിൽ നമുക്ക് സൂക്ഷിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, സേഫായിട്ടിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കർപ്പൂരോ ക്യാംഫർ ഇട്ട് വയ്ക്കാം. ഇപ്പോൾ പാറ്റാഗുളിയൊന്നും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അതിനെക്കാട്ടിലും ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളത് കർപ്പൂരമാണ്. ക്യാംഫർ ഇട്ട് വയ്ക്കാം. അതുകൂടാതെ തന്നെ ചുവന്ന തുണിയിൽ പൊതിഞ്ഞു വയ്ക്കാം. ചുവന്ന തുണി പറയുന്നത് ഒരു ഇൻസെക്ട് റിപ്പലൻ്റ് ആണ്. അതിനകത്ത് ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്ട്സ് വരില്ല. ഇപ്പോൾ പഴയ കാലത്തെ താളിയോല ഗ്രന്ഥങ്ങളെല്ലാം ചുവന്ന തുണിയിലാണ് നമ്മൾ പൊതിഞ്ഞ് വയ്ക്കുന്നത്. ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കും. അപ്പോൾ ഇതേപോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്നല്ലാതെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് ചെയ്യരുത്. അത് നല്ല എക്സ്പെർട്സിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുക. ഇപ്പം ഞങ്ങൾ തന്നെ പലപ്പോഴും ഈ പുരാവസ്തുക്കൾക്കും പുരാരേഖകൾക്കും വേണ്ടി സർവേ ഒക്കെ നടത്താറുണ്ട്. പിന്നെ അവരാരും കൊണ്ടുതരില്ല. ഇത് തരാതെ അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വന്ന് പറയും, സാറേ ഒന്ന് അത് കുടിഞ്ഞു പോയല്ലോ എന്ന് പറയും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ പുരാരേഖകളോ പുരാവസ്തുക്കളോ എല്ലാം ഉണ്ടെങ്കിൽ സ്വയം റിപ്പയർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതതിൻ്റെ എക്സ്പെർട്സിനെ ഏൽപ്പിക്കുക. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ മ്യൂസിയങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വരും തലമുറയ്ക്ക് കാണാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും. അത് വളരെ സേഫായിട്ടിരിക്കും. ഇപ്പോൾ ഗുരുദേവനെ സംബന്ധിക്കുന്ന രേഖകൾ പലരുടെയും കയ്യിലുണ്ടെന്നാണ് ഞങ്ങളുടെ കേൾവി. പക്ഷേ ഇത് ചോദിച്ചു കഴിയുമ്പോൾ ആരും തരില്ല, ഇത് പോകുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളെ കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല. കാരണം ഇതിന് ശാസ്ത്രീയമായി സംരക്ഷണം നൽകിയാൽ മാത്രമേ ഇത് സേഫായിട്ടിരിക്കുകയുള്ളൂ. അത്തരം രേഖകളോ ഫോട്ടോഗ്രാഫുകളോ മാഗസിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശിവഗിരിയിൽ ഏൽപ്പിക്കാം. ശിവഗിരിയിൽ നല്ല സുന്ദരമായിട്ടുള്ളൊരു മ്യൂസിയം വരുന്നുണ്ട്. അവിടെ ഇത് സൂക്ഷിച്ചു വയ്ക്കാനുള്ള എല്ലാ ടെക്നോളജിയും ഉണ്ട്.
അതുകൊണ്ട് അത് അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സുരക്ഷിതമായിരിക്കും, വരും തലമുറയ്ക്ക് നല്ലതായിരിക്കും. പലരും ചോദിക്കാറുണ്ട് ഇത് സ്കാൻ ചെയ്തതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചാൽ പോരെയെന്ന്. പക്ഷേ അതിലും വേറൊരു അപകടമുണ്ട്. ഇതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല. ഒറിജിനൽ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ലീഗൽ വാലിഡിറ്റി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം. എന്തെല്ലാം സ്കാൻ ചെയ്താലും എന്തെല്ലാം ഡിജിറ്റൈസ് ചെയ്താലും നമുക്ക് ഒറിജിനൽ റെക്കോർഡ്സ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം. അതിന് ഇത്രയും ശ്രദ്ധ കൊടുത്താൽ മാത്രമേ ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. ഇത് ഹൈലി എക്സ്പെൻസീവ് ആണ്, അതും കൂടി ഞാൻ പറയാം. ഹൈലി എക്സ്പെൻസീവ് ആണ്. ഒരു A4 സൈസിലെ ഒരു പേപ്പർ റിപ്പയർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ 75 രൂപയുടെ അടുത്തെങ്കിലും ചിലവ് വരും. അപ്പോൾ അതൊന്നും സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റില്ല. അത് മ്യൂസിയങ്ങളിലൊക്കെ ചെയ്തോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ പുരാവസ്തുക്കളും പുരാരേഖകളും ഒക്കെ സേഫായിട്ടിരിക്കും. പല വീടുകളിലും താളിയോല ഗ്രന്ഥങ്ങളുണ്ട്. താളിയോല ഗ്രന്ഥങ്ങളൊന്നും ഒരു കാരണവശാലും വെയിലത്തിട്ട് ഉണക്കരുത്. അതിൻ്റെ പൊടി മാത്രം തുടച്ച് കളയുക. തുടച്ച് കളഞ്ഞതിന് ശേഷം അത് ചുവന്ന പട്ടു തുണിയിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്താ പറയുക, ഇതിനെ നല്ല തണലത്തിടുക. എല്ലാ പുരാവസ്തുക്കൾക്കും ബ്രീത്ത് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുക. ഒരിക്കലും അടച്ചു പൂട്ടി സെല്ലോ ടേപ്പോ എല്ലാം ഒക്കെ ഇട്ട് കവറിനകത്തൊന്നും വെക്കരുത്. ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കയ്യിൽ രേഖകളോ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കുക, പുറത്തെടുക്കുക, നോക്കുക. അതിന് ബ്രീത്ത് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം സുരക്ഷിതമായിരിക്കും. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് സുരക്ഷിതമായിരിക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ സംരക്ഷണം നൽകണം. അതിനുള്ള എക്സ്പെർട്സിനെയോ കണ്ടെത്തുക, അവരെ ഏൽപ്പിക്കുക, ഇത് മ്യൂസിയങ്ങളിൽ നൽകുക. അത് ചെയ്താൽ വരും തലമുറയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമായിരിക്കും. നന്ദി, നമസ്കാരം. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. $473 cash or card? $473 cash or card? No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ശിവഗിരി തീർത്ഥാടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഇനി അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കാം. സ്വാഗതം ചെയ്യാം ഏറെ ആദരവോടുകൂടി 88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനത്തിലെ ശാസ്ത്ര സാങ്കേതിക പരിശീലന സമ്മേളനത്തിലേക്ക് ഹിന്ദി മറാഠി ഭാഷകളിൽ സംവേദിക്കുവാൻ പ്രൊഫസർ ചന്ദ്രശേഖർ നേനെ. नमस्कार, मैं चंद्रशेखर नेने स्वामी श्री नारायण गुरु जी इनके बारे में कुछ आपसे कहने वाला हूँ। उसी समय मुझे स्वामी जी ने जो क्रांतिकारक कदम उठाए थे, और ये आज की बात नहीं है, 1855 में उनका जन्म हुआ था और उनका पूरा जो कार्य का महत्वपूर्ण समय है वो 1880 से लेके 1928 तक था। और उस समय में उन्होंने जो क्रांतिकारी कदम उठाए थे उनके बारे में भी आपसे कुछ कहना है। हमारे देश में यद्यपि संतों की भूमि है, ये भारत ये संतों की भूमि है, हमारे देश में कई सौ बड़े बड़े महान संत हुए हैं, लेकिन इन सारे संतों में स्वामी नारायण गुरु जी जो केरला में
जिनका कार्यकाल व्यतीत हुआ, केरला, कर्नाटक और तमिलनाडु, ये तीनों स्टेट्स में जिनका कार्यकाल व्यतीत हुआ, वो एक तरह से एकदम यूनिक है। यूनिक है इसका मतलब ये कि बाकी के संत जो है वो ज़्यादातर के अध्यात्म से ज़्यादा जुड़े हुए थे और अध्यात्म से मनुष्य का उन्नयन कैसे हो, मनुष्य को अध्यात्म का अच्छी तरह से उपयोग करके अपनी मुक्ति कैसे प्राप्त हो, इसके लिए उन्होंने अपना जीवन व्यतीत किया था। लेकिन स्वामी नारायण गुरु जी की एक विशेषता ये रही कि ये तो सब उन्होंने किया ही, उन्होंने खुद आत्मबोध पा लिया, लोगों को, अपने शिष्यों को, अपने साथ वाले सब लोगों को आत्मबोध किस तरह से मिले इसकी उन्हें चिंता ज़रूर थी। लेकिन इससे भी बढ़कर उन्हें जो चिंता थी, ये जो समाज था उनके आजू बाजू में, उस समाज की जो परिस्थिति थी वो बड़ी डिफ़िकल्ट थी। उस समय अंग्रेज़ों का शासन भारत पे मजबूत होते जा रहा था। 1855 में उनका जन्म हुआ था, लेकिन उसके बाद में 1857 की लड़ाई के बाद अंग्रेज़ों ने भारत पर अपना शिकंजा कसना शुरू किया था, उसकी प्रॉब्लम्स थी। और समाज अनगिनत डिफरेंट जातियों में बटा हुआ था, उसकी वजह से संगठन हो नहीं रहा था। ये सारे चीज़ों की वजह से हमारे समाज में एक शिथिलता आई थी। हमारा समाज एक तरह से जिसको कहते हैं ना कि हीन वृत्ति में पहुंच गया था कि हम इससे बाहर निकल ही नहीं सकते, इस टाइप की एक निराशा सारे समाज को ग्रस रही थी। तो इससे समाज का उन्नयन कैसे किया जाए, इस पर स्वामी जी ने बहुत गंभीरता से विचार किया और इसके लिए उन्होंने उपाय भी सुझाए। इस मामले में ये स्वामी जी बाकी संतों से काफ़ी अलग है। हम आज भी अगर उन्होंने जो उपाय हमें बताए उसका मनन करेंगे, अध्ययन करेंगे, उस पर विचार करेंगे और उन उपायों को हम अपनाएंगे, तो मैं बिल्कुल गारंटी के साथ कह सकता हूँ कि ये समाज उन्नयन करके आज के समाजों में जो हम जानते हैं कि पाश्चात्य पश्चिमी समाज जो आगे पहुँच चुके हैं काफ़ी सफलता की सीढ़ी पे, उनसे भी हम काफ़ी आगे निकल जाएंगे। और इसी विषय में कुछ बात विशद करने के लिए मैं आपके सामने खड़ा हूँ। स्वामी जी का समय, जैसे मैंने कहा, 1855 में उनका जन्म हुआ। एक शेम्पाहंती नाम के बिल्कुल छोटे से कस्बे में माडन आसन और कुट्टी अम्मा, इन दोनों के परिवार में उनका जन्म हुआ। उनके 3 बहनें और वो अकेले भाई थे। माडन एक किसान ज़रूर थे उनके पिताजी, लेकिन इसके साथ में वो संस्कृत के जानकार थे, उन्हें थोड़ी बहुत मेडिसिन भी आती थी और तमिल और मलयालम भाषा भी उन्हें अच्छी आती थी। उन्होंने अपने लड़के को ये सारी चीज़ें सिखाई, खेती की भी चीज़ें सिखाई। फिर उस गांव में जो अच्छी शिक्षा चूँकि नहीं थी, तो उस गांव से दूर 50 मील दूर एक गांव में उन्हें भेज के दूसरे शिक्षक के पास उन्हें भेजा। श्री रामन पिल्ले नाम के जो शिक्षक थे, उन्होंने उन्हें संस्कृत पढ़ाई, संस्कृत काव्य भी पढ़ाया और जो उस समय का जो शिक्षण था वो शिक्षा उन्हें प्राप्त हुई। यहाँ इसके बाद में वो वापस अपने गांव आए। अपने गांव में वो अपने पिताजी की खेती में हाथ बटाने लगे, गांव के एक छोटे स्कूल में पढ़ाने भी लगे। और इस तरह से ऐसा लग रहा था कि उस समय उनका बचपन का नाम नानू नाम से उनको बुलाते थे, तो नानू आसन ये उनका नाम था। और ऐसे लग रहा था शायद इनका भी जीवन उनके पिताजी की जैसा खेती की देखभाल में निकल जाएगा। लेकिन नानू आसन एक बड़े अलग स्वभाव के थे। उनका स्वभाव एक तरह से खोजी स्वभाव था। उन्हें जिज्ञासा लगी रहती थी, उन्हें ये जानने की बहुत इच्छा होती थी कि विश्व का रहस्य क्या है, मैं यहाँ क्यों आया हूँ, मुझे यहाँ क्या करना है, मेरे आजू बाजू जो समाज है उनकी परिस्थिति क्या है, इस विषय पर उनका गहन विचार चलता था। वो ज़्यादा बात नहीं करते थे, अपने अपने में सीमित रहने वाले जो बच्चे होते ना, उस जैसे वो थे। दिन बीतते गए, उसके बाद में उनके पिताजी और उनकी माताजी वो भी बूढ़ी होती जा रही थी, उनका देहांत हो गया। पहले माताजी का देहांत हुआ, बाद में पिताजी का देहांत हुआ। इसके बाद में उन्होंने देखा कि इससे कुछ आगे और उनको सीखने की जो तमन्ना थी, इसके लिए वो घर से निकल के सीखने के लिए आगे चले गए। कुंजन पिल्ले नाम के एक उन्हें शिक्षक मिले, वो उनसे 3 साल से बड़े थे, लेकिन उन्होंने योगिक क्रियाओं में और
वेदों उपनिषद इनमें महारत हासिल की थी। उन्होंने अपने नानू आसन को अपने शिष्य के रूप में स्वीकार किया और उन्हें सिखाने लगे। उनको सिखाते समय यह ज्ञान हुआ कि नानू आसन ये बहुत तीव्र बुद्धिमत्ता वाले हैं। बड़े शीघ्र ही ज्ञान ग्रहण करने की उनकी क्षमता देखकर उन्होंने उनके खुद के जो गुरु थे उनके पास थायकुट्टू अय्यावू ये नाम से उनके जो गुरु थे, जिनको चट्टाम्बी स्वामीकल इस नाम से भी पुकारा जाता था, उनके पास वो नानू आसन को ले गए। और चट्टाम्बी स्वामीकल ये हठयोगी थे। उन्होंने उन्हें हठयोग की दीक्षा दी और हठयोग से शरीर को किस तरह से मजबूत करते हैं, शारीरिक क्रियाओं से लेके आत्मिक क्रियाओं पे कंट्रोल कैसे किया जाता है, ये सारी शिक्षा उन्होंने नानू आसन को दी। इसके बाद में नानू आसन ने देखा कि अब ये शिक्षा का जो आगे का जो डेवलपमेंट है वो समाज के बीच में रह के नहीं हो सकता, और इसलिए उन्होंने जंगल में अपना स्थान बना लिया। अकेले जाके मरुथुमलाई के जंगल में उन्होंने अपनी अगली 8 साल तक तपस्या की। वो तपस्या बड़ी कठिन थी। तपस्या के दौरान वो पेड़ों के पत्ते खा के और झरनों का पानी पी के रहे, और शरीर को उन्होंने इस तरह से तैयार किया कि किसी भी आपदा से शरीर निपट सके। एक बड़ी इंटरेस्टिंग बात है कि उस समय उनके जो जहाँ पे वो अपना ध्यान और अपना जो खुद की इंस्ट्रक्शन खुद फॉलो करते थे, उस समय उनके आजू बाजू में शेर, सांप जैसे जंगली जानवर भी घुमा करते थे, लेकिन नानू आसन को उनसे कभी भी डर नहीं लगा, क्योंकि धीरे धीरे करके उन्हें अपना जो अंतिम ध्येय था आत्मबोध वो प्राप्त होना शुरू हो गया। जैसे गौतम बुद्ध का हुआ, वैसे ही इस आश्रम में मरुथुमला में रह के इस आश्रम में उनको एक गुफा थी, पिल्लाथदम नाम की गुफा, उस गुफा में उन्होंने आत्मबोध का रास्ता पा लिया। और इस आत्मबोध के बाद उनका नाम श्री नारायण गुरु नाम से वो जाने लगे। लेकिन आत्मबोध के बाद में उन्होंने वहाँ से बाहर निकल के एक अरुविपुरम नाम के एक छोटे जंगली इलाके में वो गए और बड़ा नैयार नाम की नदी के किनारे एक छोटा सा आश्रम उन्होंने बना लिया। अब इस आश्रम बनाते समय उनके सामने सारा समाज था, क्योंकि अब वो लोगों में आ गए थे, अब वो एकदम अलग से थलग नहीं रह रहे थे। और एक दिन ये हुआ कि उस आश्रम से वो चलकर रात को 12 बजे उठे ध्यान से निकलकर, और वो नैयार नदी के बीच में गए और वहाँ से एक पत्थर उठा के ले आए। वो पत्थर थे शिव जी का शिवलिंग था, उसको उठा के ले आए और एक छोटा सा उन्होंने मंदिर जैसा कंस्ट्रक्शन किया था। वहाँ पे वो पत्थर उड़ा के 3 घंटे तक खड़े रहे, आंखों से आंसू झर रहे थे, वो पूरी तरह से समाधि अवस्था में थे। और उसके बाद में उन्होंने उस पत्थर की वहाँ स्थापना कर दी और ये उन्होंने कहा ये शिव मंदिर है। अब देखिए ये स्थापना सुबह 3 बजे हुई और शिव मंदिर की स्थापना करने के बाद वहाँ के जो बाकी गण थे गांव के, वहाँ के जो नंबूदिरी ब्राह्मण थे, उन्होंने कहा ये स्थापना तो ठीक नहीं है, क्योंकि 2 चीज़ें हैं, एक तो आप ब्राह्मण नहीं है और दूसरा ये मुहूर्त सही नहीं है। उन्होंने कहा कि ये भगवान, ये शिव मेरा शिव है, इसलिए मैं इसकी स्थापना करूंगा। और दूसरा उन्होंने एक बड़ा सटीक उत्तर दिया, उन्होंने कहा बच्चे की जन्मपत्री उसके जन्म के बाद में देखी जाती है, आप पहले से ही कहाँ देख रहे हो। और ये 2 चीज़ उन्होंने इसलिए कही कि इतने दिनों में उन्हें ज्ञान हुआ था कि ये समाज डिफरेंट जातियों में जो बटा है, ये इस समाज के ह्रास का मुख्य कारण है। अब ये जो ये कहने की ज़रूरत इसलिए पड़ गई कि एड़वा करके जो जाति थी उस समय, वो एड़वा जाति से स्वामी नारायण गुरु जी थे, और नंबूदिरी ब्राह्मण उस समय की जाति व्यवस्था में एड़वा जाति का स्थान नंबूदिरी ब्राह्मण के जाति से नीचे था। लेकिन स्वामी जी ने जिन्होंने आत्मबोध पा लिया, उसे कोई जाति होती ही नहीं है। साधु की न पूछो जात, ऐसे हमारे इसमें लिखा है कि जात न पूछो साधु की। तो उन्हें ये ज्ञान हुआ, क्योंकि वो जो शेर, चीते और सांपों के साथ में भी उन्होंने गुजारा किया था। उन्होंने ये देखा कि मनुष्य प्राणी छोड़ के दूसरे किसी भी प्राणी को अपने जैसे प्राणी के लिए कोई डिफरेंट भेदभाव नहीं है। मतलब ये कि प्राणियों में कोई जाति होती नहीं, मनुष्य भी तो प्राणी है, मनुष्य में जाति होने की क्या जरूरत है। तो उन्होंने ये ज्ञान पाया कि एक मनुष्य, एक जात, एक भगवान,
ये ही सत्य है, बाकी सारी चीज़ें मिथ्या है, बाकी सारी चीज़ें मनुष्यों ने अपने भलाई के लिए शायद तो तैयार की गई है, ये गलत है। और उन्होंने अपना सारा जीवन इस ज्ञान पर बिताने का निश्चय कर लिया। और इस ज्ञान के साथ में उन्हें ये भी पता लगा था कि जातियों में बटा हुआ समाज चूंकि संगठन नहीं कर पाता, इसलिए समाज का उत्थान नहीं हो सकता, सामाजिक शक्ति एकजुट नहीं हो सकती, और एकजुट न होने के कारण समाज पिछड़ा रहता है और पिछड़ा ही रहता चला जाता है, और कोई दूसरा आके जो इनसे ज़्यादा संगठित हो वो इस समाज पर अधिकार जमा लेता है। और ये तो हो ही रहा था। उस समय मैंने जैसे कहा कि अंग्रेजों के शिकंजे में कसते जा रहे थे और हम पूरा हिंदुस्तान का समाज निद्रिस्त पड़ा हुआ था, जातियों में बटा हुआ था। तो स्वामी जी ने ठान ली कि यहाँ मैं जहाँ पर हूँ, मतलब उस समय केरला आप कहो या तमिलनाडु कहो या कर्नाटका कहो, वो तो घूमते रहते थे, पारिव्राजक थे। तो उन्होंने कहा यहाँ तो मैं अपना जो प्रिंसिपल मैंने खोजा है, मुझे जो प्रतीत हुआ है कि एक प्राणी, एक धर्म, एक जाति और एक भगवान, इसका मैं अभी वहन करूँगा। और उन्होंने इस टाइप की अपनी भूमिका सारे समाज के सामने रख दी और समाज की एकजुट करने में लग गए। होता जैसे आगे चलते गए, उन्होंने फिर आज का जो त्रिवेंद्रम है, तिरुवनंतपुरम, उससे आज के तिरुवनंतपुरम से 7 मील दूर एक शिवगिरी नाम की जगह है। तो शिवगिरी में उन्होंने एक मंदिर बनाया और वहाँ अपना मुख्य स्थान उन्होंने तैयार कर लिया। 1903 की बात है। उस समय उन्होंने शिवगिरी में एक संस्था की स्थापना की, क्योंकि उन्होंने ध्यान हुआ कि संगठन के बिना सब अधूरा है। उन्होंने संस्था की स्थापना की, SNDP, श्री नारायण धर्मपालन योगम, धर्मपालन योग, SNDP, ये धर्मपालन योगम, ये संस्था उन्होंने तैयार की। और इस संस्था की स्थापना करने के बाद इस संस्था के लिए संस्था तो तैयार की, उससे करना क्या है, तो ये जो मैंने अभी बताया, एक धर्म, एक जाति, एक मनुष्य प्राणी और एक भगवान, ये जो उनका विचार था, उस विचार का समाज के बीच में प्रसार करना उन्होंने शुरू किया। और ये प्रसार बढ़ता गया, समाज को इसका ज्ञान हुआ। उन्होंने काफ़ी किताबें भी लिखी। वो किताबें लिखने के बाद आत्मबोध शतकम नामक एक बहुत अच्छी उन्होंने काव्य किताब लिखी, जिसमें उन्होंने अपनी सारी फिलॉसफी, अपना सारा तत्वज्ञान लोगों के बीच में बांटना शुरू किया। इसके आगे और टाइम चलता गया। 1927 में उन्होंने उनके कुछ शिष्यगणों ने शिवगिरी में एक नया उपक्रम चलाया। उन्होंने कहा हम शिवगिरी में यात्रा शुरू करते हैं। उस शिवगिरी यात्रा को शिवगिरी पिलग्रिमेज कहा जाता है। और इस यात्रा से हम सारे समाज के बीच में जाके अपना जो तत्व ज्ञान है वो समाज को बांटेंगे और समाज को एक लाने में हम तैयारी करेंगे। तो स्वामी जी ने उसको आशीर्वाद दिया। उस यात्रा के दौरान में उन्होंने कहा कि एक थोड़ी सी मैं आपको नियम यात्रा के लिए बताता हूँ कि यात्रीगण 10 दिन तक खुद को शुद्ध करेंगे, सारे काया वाचा मन से लेके खुद को शुद्ध करेंगे। और यात्रा में चलने के लिए वो पीले रंग के कपड़े पहनेंगे। ये जो मेरा पीले रंग का जो शाल मैंने पहना है, इस रंग के कपड़े पहनेंगे, क्योंकि ये कपड़े जो है गौतम बुद्ध ने भी पहने थे। और इन कपड़ों का मतलब ये है कि आप समाज के भलाई के लिए जा रहे हो, आपका खुद का कोई मोह नहीं है। लेकिन एक चीज उन्होंने जरूर कही, ए वेरी प्रैक्टिकल सेंट, ये अत्यंत वास्तववादी संत थे। उन्होंने कहा इसके लिए नए कपड़े मत खरीदो, इसके लिए रेशम का पीला साजो सामान मत खरीदो। हमें इस तरह से करना है कि हम यात्रा में बहुत भीड़ इकट्ठा होगी, भीड़ इकट्ठा होने से जीव जंतुओं का खतरा रहता है, कुछ इन्फेक्शन का खतरा रहता है। तो आपने सफ़ेद कपड़े आपके हल्दी के पानी में डुबोइए और हल्दी के पानी से उसको जो रंग चढ़ेगा उतना रंग काफ़ी है। हल्दी से डिसइंफेक्शन भी होगा और आप चलते जाएंगे। आपकी यात्रा खत्म होने के बाद कपड़े वापस धो के आप पहले जैसे पहन सकते हो। ए वेरी प्रैक्टिकल सेंट। लेकिन इस शिवगिरी पिलग्रिमेज के दौरान उन्होंने 8 विषयों पर अपने मत रखे और इन 8 विषयों के बारे में आज मैं आपको बताने जाने वाला हूँ। सारे 8 विषयों के बारे में बताने के लिए तो मेरे पास टाइम नहीं है। आज हमारे उसके जो महत्वपूर्ण 1-2 विषय है उसके बारे में हम बात करेंगे। पहले बता कर ले कि 8 विषय क्या थे। पहला विषय था शिक्षण, एजुकेशन। दूसरा था क्लीनलीनेस, शुद्धता, शारीरिक क्लीनलीनेस, मानसिक क्लीनलीनेस, शारीरिक शुद्धता, मानसिक शुद्धता। तीसरा था भक्ति, भगवान के प्रति आपको श्रद्धा और भक्ति की भावना होनी चाहिए। चौथा था संगठन,
मैंने जैसे कहा कि स्वामी जी को एक ज्ञात हो गया था कि संगठित अगर समाज नहीं है तो समाज से कुछ कार्यवाही नहीं हो सकती, वो समाज पिछड़ता चला जाता है, इसलिए संगठन बहुत महत्वपूर्ण था। अब जो इसके बाद के विषय है वो इन श्री नारायण गुरु जी को बाकी संतों से अलग करते हैं। उनका एक विषय था खेती। अब कोई संत खेती के बारे में बोले ऐसा तो हमने कभी सुना नहीं था, लेकिन इन्होंने देखा था कि अधिकतर लोगों का जीवन यापन खेती से होता है और बचे हुए लोगों का पोषण खेती से होता है, तो खेती जैसा महत्वपूर्ण समाज के लिए कोई दूसरा सब्जेक्ट हो ही नहीं सकता। इसलिए खेती किस तरह से सुधारी जाए, खेती से क्या लेना है, खेती में किस तरह से मेहनत करनी है, इसके बारे में हमें थोड़ा ज्ञान पाना है। और जैसे हम आज के दिन में हम रिसर्च ये बात करते हैं, लेकिन इसके बारे में हमें रिसर्च करना है। लेकिन खेती अलग, तो खाली धान उगाने से तो खेती पूरी नहीं होती। खेती का धान कहीं बेचना पड़ता है, कहीं कुछ चीज़ें खरीदनी पड़ती है, तो व्यापार भी उतना ही इम्पोर्टेंट है। तो उन्होंने कहा खेती के बाद में सबसे इम्पोर्टेंट चीज़ हमें देखनी है व्यापार कैसे सुलभ हो। आज हम ग्लोबल बिजनेस और ये सब मॉडल कहते हैं, उस समय 1927 में स्वामी जी ने ये सब विचार रखे हैं कि ट्रेडिंग जिसको कहते हैं व्यापार, ये भी बहुत महत्वपूर्ण है, इसको भी करना है, इस व्यापार को भी सही ढंग से करना है। उसके बाद में उस समय से लेके आज भी केरला बहुत प्रसिद्ध है हस्तकौशल की चीज़ों के लिए। तरह तरह की चीज़ें बनाई जाती है केरला में। वुड को कार्विंग करते हैं, हाथीदांत की कार्विंग केरला में काफ़ी फेमस थी, चंदन के लकड़ी की कार्विंग थी, और ऐसे अनेकानेक चीज़ें बनाते हैं। तो ये भी एक उत्पन्न का जरिया है, जो स्किल हाथ है उनको कुछ काम मिलेगा, उन काम से उनका जीवन यापन होगा। तो हैंडीक्राफ्ट ये भी उनका एक महत्वपूर्ण विषय था। लेकिन इसके बाद का जो विषय है, जो 1927 में किसने कहना, यही एक अनूठी बात है। उसके बाद का विषय है टेक्निकल नॉलेज, तंत्र ज्ञान, तांत्रिक ज्ञान, और इस ज्ञान की ज़रूरत उन्हें महसूस हुई। यही कहलाता है कि उनकी आंखें चौकन्नी थी, उन्हें समाज का पूरा पता था, उन्हें यह भी समझ में आ रहा था कि अंग्रेज़ों का इस देश पे राज क्यों हो रहा है। इस सारी चीज़ों को देख के उन्होंने सोचा था कि ये सब करना बहुत ज़रूरी है, हमें टेक्निकल नॉलेज मिलना ज़रूरी है। अब ये नॉलेज जो है ना, नॉलेज को हमारे संस्कृत में विद्या कहते हैं। अब मैं थोड़ा सा इस नॉलेज के ऊपर बोलना चाहता हूँ, क्योंकि टेक्निकल नॉलेज आज भी इस देश को कुछ चीज़ अगर उबार सकती है तो ये 8 चीज़ों पर सही मायने से ध्यान देना, 8 चीज़ों का अपने जीवन में सम्मिलित करना। हमें जीवन किस लिए चाहिए, हमें करना क्या है, हमारा ध्येय क्या है, इसमें ये 8 चीज़ों पर हमें ठीक से ध्यान देना पड़ेगा। और उसको देख के अगर हम देखें कि हम इस देश की कुछ हम देश की जनता है, हमें देश के प्रति कुछ कर्तव्य है, वो कर्तव्य निभाने के लिए हमें ये 8 चीज़ों पे ध्यान देना पड़ेगा और अच्छा व्यक्ति बनना पड़ेगा, अच्छा नागरिक बनना पड़ेगा। तो ये किस तरह से किया जाए, इसमें से 8 चीज़ों पे तो मैंने जैसे कहा मैं आपको अभी नहीं बता सकता, क्योंकि समय की इतनी बहुतायत नहीं है। लेकिन टेक्निकल एजुकेशन, इस पर मैं कुछ कहना चाहता हूँ। इसकी 2 वजह है। एक तो जैसे मैंने कहा टेक्निकल एजुकेशन एक बहुत महत्वपूर्ण चीज़ है, ये तो इस देश को उबारने का एक जरिया है। और दूसरा एक ये है कि मैं खुद टेक्निकल एजुकेटर हूँ। मैं कंप्यूटर इंजीनियर था, मैंने काफ़ी काम टेक्नोलॉजी में किए हुए हैं, मैं टेक्नोलॉजी के स्टूडेंट्स को पढ़ा भी चुका हूँ। तो किस तरह से टेक्निकल एजुकेशन की जाए, इसके बारे में मैं थोड़ा कुछ अनुभव से कहता हूँ। बाकी कुछ जो है स्वामी जी के जो मैंने पढ़े हैं पुस्तक, स्वामी जी के विचार जो पढ़े हैं, उन विचारों को लेके मैं टेक्निकल एजुकेशन के बारे में अब कुछ बताना चाहता हूँ। जैसे मैंने कहा एजुकेशन को हमारे संस्कृत में विद्या कहते हैं। तो हमारे यहाँ विष्णु पुराण में एक छोटा सा मंत्र है, वो मंत्र ये कहता है कि सा विद्या या विमुक्तये। विद्या क्या होती है, नॉलेज क्या होता है? नॉलेज ये होता है जो इंसान को मुक्त कर सके। हमारे ऐसा नॉलेज ये नहीं है कि बीए कर लो, बीएससी कर लो और नौकरी के लिए लाइन में खड़े हो जाओ, मतलब आप नॉलेज ले लो और नौकरी के बंधन में खुद को जकड़ लो। ये मुक्ति नहीं होती, ये तो बंधन हो गया। तो ये कुछ गलत हो रहा है। ये क्यों गलत हो रहा है, इसके बारे में थोड़ा सा मैं कहना चाहता हूँ। 1835 में एक थॉमस बेबिंगटन मैकॉले नाम का ब्रिटिशर यहाँ पे आया था, और अंग्रेज उस समय इस देश पे अपनी सत्ता कायम करने में लगे हुए थे। उस ब्रिटिशर ने वो देखा था, उसने लिखा हुआ है कि इस देश में मुझे एक भी भिखारी नज़र नहीं आता, इस देश में लोग सुखी है, लोग एक दूसरे की मदद करते हैं, और यहाँ हम कुछ दे सके इनको, ऐसा हमारे एजुकेशन में कुछ नहीं है सिवा थोड़े से टेक्नोलॉजी के।
लेकिन हमें तो इन करोड़ों नागरिकों के देश पर राज करना है और हम तो थोड़े से ही लोग हैं। तो ये किस तरह से किया जाए? जब तक इस देश के नागरिक अपने संस्कार, अपनी संस्कृति, अपनी शिक्षा पद्धति के प्रति सजग है, तब तक ये देश के नागरिक हमारे कहे मानेंगे नहीं। तो हमें करना यह है कि इस देश के नागरिकों के मन में जो अपनी संस्कृति, अपनी शिक्षा और अपने विचार, अपने धर्म, इसके बारे में जो आदर है, उसको कम करके उन्हें ऐसा लगना चाहिए कि अंग्रेजी शिक्षा, अंग्रेजी संस्कृति, अंग्रेजी धर्म, अंग्रेजी विचार हमसे बेहतर है। अगर ये हम कर सके तो क्या होगा कि ऐसे जिन नागरिकों को हम तैयार करें, वो नागरिक हम राज करने वाले और जिन पे हम राज करते हैं उनके बीच में एक पुल का काम करेंगे और वो इंश्योर करेंगे कि हमारा राज चलता रहे। और ये करके उन्होंने खुद की शिक्षा पद्धति लाई। हमारे यहाँ जो गुरुकुल शिक्षा पद्धति थी उसको उन्होंने नकार दिया और खुद की शिक्षा पद्धति इस टाइप से लाई कि जो आज तक चल रही है। हमने अभी तक सोचा नहीं है कि मैकाले ने क्लर्क बनाने की फैक्ट्री खोल रखी थी और हम क्लर्क बनाते गए, आज भी क्लर्क बना रहे हैं। लेकिन अभी अभी कुछ उम्मीद की किरण फूटी है कि स्वामी जी के जो विचार थे उनको चलते देखकर हमारी आज की सरकार ने नई शिक्षा प्रणाली, न्यू एजुकेशन पॉलिसी का आगाज किया हुआ है, का बिगिनिंग किया हुआ है, का शुरुआत की है। तो न्यू एजुकेशन पॉलिसी में जो जो बातें कही हैं वो इस मैकालियन शिक्षण प्रणाली को नकारने की बातें कही है। मैकालियन शिक्षण प्रणाली की एक छोटी सी चीज़ मैं आपको बताऊं, हम सब लोग जो परीक्षा देते हैं, परीक्षा में पास कितने मार्क पे होते हैं? 33 मार्क, 35 मार्क। 100 में से 35 मार्क अगर हमको मिले तो हमारी शिक्षा पद्धति कहती है आप बिल्कुल लायक हो, आप जाके आप समाज में अपना शिक्षा पद्धति का इस्तेमाल कर सकते हो। आप किसी ऐसे वैद्य, किसी ऐसे डॉक्टर के पास कभी जाएंगे जिसको 100 में 35 मार्क मिले हो? 100 में अगर 35 गुण उसको मिले हैं तो आपको ठीक करने की उसकी क्षमता 35% है। आपको वो ठीक नहीं करेगा। आप अपने बूते पे, अपने नसीब से, अपने सुदैव से अगर ठीक हो गए तो ठीक है, वरना डॉक्टर से तो कुछ होने से रहा। ऐसी शिक्षा पद्धति जो 33% को पास करती है, यह शिक्षा पद्धति, इस गुरुकुल शिक्षा पद्धति इस धरती पर कभी भी नहीं थी। ये मैकाले की देन है, क्योंकि उनको तो सिर्फ 33% वाले क्लर्क ही चाहिए थे। करते रहो 33% वाले क्लर्क। इसको नकारने की जरूरत है। दूसरी चीज जो नकारने की जरूरत है, हमारे टेक्निकल एजुकेशन में बहुत सी किताबें लाते हैं। मैंने खुद चूँकि पढ़ाया है, मैं पढ़ता हूँ, मैंने पढ़ी है, पढ़ाया है। किताबों के बाहर लेके आते हैं, उसको पढ़ो और पेपर दो। मैं एक छोटा सा अनुभव इसका बताना चाहूँगा। मेरे घर में एक टेनेंट रहता था, वो इंजीनियर था, कंप्यूटर प्रोग्रामर था। उसकी ट्यूबलाइट ख़राब हो गई तो उसने कहा कि सर ट्यूबलाइट ख़राब हो गई, इलेक्ट्रिशियन को मंगवा दो। मैंने कहा तुम क्या पढ़े हो, तुम तो इंजीनियर हो ना, इलेक्ट्रिकल इंजीनियर? हाँ सर मैं इलेक्ट्रिकल इंजीनियर। तो खुद रिपेयर क्यों नहीं करते? मुझे नहीं आता रिपेयर करना। तब मुझे पता चला हमारे कॉलेज में ट्यूबलाइट रिपेयर करने की ट्रेनिंग देते ही नहीं, क्योंकि कहते हैं ट्यूबलाइट रिपेयर करने की ट्रेनिंग इलेक्ट्रिशियन को देते हैं, ITI को देते हैं, पता नहीं किन किन को देते हैं। हमारे कॉलेजों में, हमारी शिक्षा पद्धति में हाथ से काम करने का प्रावधान रखा ही नहीं है। जैसे हम उच्च शिक्षित हो गए, हम हाथ से काम नहीं करेंगे, हम तो किसी को बुला लेंगे। अरे जब तक आप चीज़ों को हाथ से काम नहीं करेंगे, आपको ज्ञान नहीं होगा। सारी जो वेस्टर्न एजुकेशन सिस्टम है वह कहीं भी आप जाओ, पहले आपको प्रैक्टिकल नॉलेज करवाते हैं, तब जाके बंदे को एजुकेटेड माना जाता है। हमारे यहाँ पे पता नहीं कौन सी शिक्षण प्रणाली लगा दी कि आपको प्रैक्टिकल करो नहीं, बस किताबें पढ़ो और 33% मार्क लेके आओ और पास हो जाओ। ये पूरी तरह से गलत है। इस रास्ते से हमारा देश अगले पड़ाव पर नहीं जा सकता। आज क्या हो रहा है, आज के पड़ाव में क्या हो रहा है, हम जो कुछ पढ़ रहे हैं, क्योंकि मैं पढ़ा रहा था तो मुझे पता था, हम जो कुछ पढ़ रहे हैं वो पुरानी दकियानुसी चीज़ें, वही पुरानी किताबें लेके हम टेक्नोलॉजी पढ़ा रहे हैं। दुनिया कहाँ से कहाँ जा रही है। आज की दुनिया में आर्टिफिशियल इंटेलिजेंस, रोबोटिक्स, इंटरनेट के ऊपर का प्रोग्रामिंग, नेटवर्क प्रोग्रामिंग, ये सब चीज़ें हैं और हम अपने बच्चों को वो पढ़ाते नहीं है। हमारे जो कॉलेज ग्रेजुएट है वो कल की शिक्षा लेके, परसों के, कल की मतलब यस्टरडे एजुकेशन लेके डे आफ्टर टुमारो चैलेंजेस अगर उनको बताने पड़े तो उनसे नहीं होगा। और ये नहीं होगा, इसके लिए हमें अपनी पूरी शिक्षा पद्धति को उलट पुलट के रखना पड़ेगा। हमें उन्हें हाथ से काम करने का बहुत ज़रूरी चीज़ें सिखानी होंगी। आर्टिफिशियल इंटेलिजेंस, मशीन लर्निंग, रोबोटिक्स, नेटवर्क प्रोग्रामिंग, ये चीज़ें बहुत ज़रूरी है। ये चीज़ें अगर हमको हमारे नौजवान नहीं सीखेंगे तो वो पूरी दुनिया से पिछड़ जाएंगे। आज के दिन में हमको IT सुपर पावर कहा जाता है। मैं यहाँ स्पेसिफिकली ये कहना चाहता हूँ क्योंकि मैं खुद IT फील्ड से हूँ। हम IT सुपर पावर नहीं है, हम IT के क्लर्क हैं।
हमारे 80% जो आईटी के युवा है वो वेस्टर्न कंट्रीज में क्लर्की का जो आईटी का काम था वो हम करते हैं। इससे हम आगे नहीं जाएंगे, इससे हम उसी जगह रहेंगे जहां हम थे कि जो डेवलप्ड कंट्रीज है उसके पीछे हम कहीं रहेंगे। हमें इस चीज को बदलना है और स्वामी जी ने उसका रास्ता भी दिया है। स्वामी जी ने दिया है कि पहले आप क्यों पढ़ रहे हो वो देखो, आपको फ्री होना है, इस देश को मुक्त कराना है। देश तो अभी स्वतंत्र है, आप कहोगे इसको क्या आप मुक्त कराओगे, लेकिन दकियानु से विचार पद्धति हमारी जो है, इस विचार पद्धति से हमें खुद को मुक्त करना है। हमें जो देशों की जो श्रृंखला है उस देश में लीडिंग पोजीशन लेनी है, हमें आगे चलना है और इसके लिए हमें नई चीजें ईजाद करनी पड़ेगी जिसको इनोवेटिवनेस कहा जाता है। स्वामी जी ने जब देखा आजू बाजू में क्या प्रॉब्लम है तो वो किसी किताब के पीछे नहीं गए कि किताब में इसका क्या सोल्यूशन लिखा है। आज के प्रॉब्लम का सोल्यूशन कल की किताबों में सहसा मिलता नहीं है, उसके लिए हमें सोचना पड़ता है, उसके लिए इनोवेट करना पड़ता है और ये इनोवेशन स्वामी जी ने किया। उन्होंने कहा ये जो 8 चीज़ें मैंने आपको बताई, संगठन महत्वपूर्ण है, शिक्षा महत्वपूर्ण है, टेक्निकल एजुकेशन महत्वपूर्ण है, हैंडीक्राफ्ट्स का मतलब क्या है, हाथ से काम करो, अपने हाथ को सबल बनाओ, हाथ को कुशल बनाओ और कुशल हाथ और सजग जो माइंड है, सजग मन और कुशल हाथ, इनसे जो चीज बनेगी वो चीज आपको दुनिया के कतार में आगे ले जाएगी। फिर आप किसी के पीछे नहीं जाएंगे, फिर लोग आपके पीछे आएंगे और ये करना बहुत ज़रूरी है। और इसके लिए स्वामी जी ने 1927 में हमें ये सब ज्ञान दिया हुआ है। इसको लेके हमें अपनी शिक्षा प्रणाली बदलनी है, इसको लेके हमें अपनी विचार पद्धति बदलनी है, हमें इस देश में लोगों को एक करना है और इस एक करने के लिए हमें एक मनुष्य, एक धर्म, एक जाति और एक भगवान, इस पे चलना है। एक धर्म बहुत इंपॉर्टेंट है। स्वामी जी ने कहा है कि धर्म अलग हो ही नहीं सकते, क्योंकि धर्म का अगर उद्देश्य एक भगवान को पाना है तो वो अलग होने से रहे, अलग होने का कोई सवाल ही नहीं पैदा होता। उन्होंने इस पर शास्त्रार्थ किया था, क्रिश्चियनों से शास्त्रार्थ किया था, मुस्लिमों से शास्त्रार्थ किया था। उन्होंने एक ऑल रिलीजन कॉन्फ्रेंस करी थी। इसके पहले की ऑल रिलीजन कॉन्फ्रेंस हमको पता है 1893 में, जहाँ विवेकानंद जी ने जाके शिकागो में अपना प्रसिद्ध भाषण दिया था, वो कॉन्फ्रेंस करी थी। उसी की जैसी कॉन्फ्रेंस स्वामी जी ने केरला में करी थी और सारों को बुला के ये सिद्ध करके दिखाया था कि वास्तव में सारे धर्म एक है, सारे धर्म का उद्देश्य भी एक है कि मनुष्य समाज की धारणा करना, मनुष्य समाज को प्रगति पे ले जाना और इस धर्मों में झगड़े की कोई ज़रूरत नहीं, इनको हमें स्वीकारना है। ये सब जो आज चीज़ें मैंने आपको बताई, इन चीज़ों को हमें स्वीकारना है। क्लीनलीनेस, शुद्धता की जो उन्होंने बात करी, आज कोरोना में हमको सबको पता चल रहा है कि क्लीनलीनेस का इंपॉर्टेंस क्या है, इसके पहले तो था ही नहीं। ऐसे चीज़ें जो आज हमें ज़रूरत है वो तब बता के गए, उसको हमें लेके आगे चलना है। और जब हम इसको लेके आगे चलेंगे तब देश को सुस्थित पाएंगे, तब हम फख्र से, अभिमान से कह सकेंगे कि हम भारत देश के नागरिक हैं और भारत जो है विश्व गुरु है, दुनिया से 10 कदम आगे चलने वाला देश है। और वो दिन ज़्यादा दूर नहीं, अगर हम इन रास्तों पे चलेंगे तो ऐसा सब होगा। मैं आपको इन बारे में और भी कुछ चीज़ें बताना चाहता हूँ, समय की थोड़ी कमी है, इसके लिए मुझे अभी यहाँ थोड़ा रुकना पड़ेगा। लेकिन एक चीज़ मैं आपको कहना चाहता हूँ कि 2020 साल, ये पूरा साल कोरोना की ग्रहण में गुजर गया, लेकिन आज उम्मीद की किरण जागी है, सुबह की किरण आई है, वैक्सीन बिल्कुल कगार पे आया हुआ है। मुझे लगता है कि 2021 में कोरोना का ग्रहण टूट जाएगा, हम वापस एक आरोग्यपूर्ण देश बनने की तैयारी में है। मैं आप सारों को शुभेच्छा, एक बधाइयाँ देना चाहता हूँ, शुभकामना देना चाहता हूँ कि नया साल, नया 2021 साल आपको आरोग्यपूर्ण, स्वस्थ और बुद्धिमान और सक्सेसफुल विजयी नागरिक बनाए। धन्यवाद, नमस्ते। എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. $473 कैश और कार्ड।
$473. Cash or card? No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക് പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. नमस्कार. आज इथे श्री नारायण गुरु स्वामी यांच्या तत्वज्ञानावरती आधारित देशाला मार्गदर्शनपर असे काही विचार जर आपल्याला त्यातनं विचारधन वेचता आलं तर ते वेचण्याचा माझा प्रयत्न आहे. स्वामी श्री नारायण गुरु हे साधारण 1855 ते 1928 म्हणजे आपल्या आधीच्या शतकांमध्ये होऊन गेले. त्यावेळेला भारताची काय परिस्थिती होती त्याच्यावरती आपण थोडंसं विचार करू आणि त्यानंतर स्वामीजींच्या तत्वज्ञानाने त्या भारताच्या परिस्थितीत काय फरक पडला आणि आजही आत्ताच्या युगामध्ये ते तत्वज्ञान किती सम्यक आणि किती आवश्यक आहे त्याच्यावरती आपल्याला बोलायचं आहे. त्या तत्वज्ञानामध्ये अनेक गोष्टी त्या स्वामीजींनी सांगितल्या होत्या. त्यातल्या महत्त्वाच्या गोष्टी म्हणजे शिक्षण, तंत्रज्ञान. म्हणजे माझ्या माहितीप्रमाणे जरी भारत ही संतांची भूमी आहे असं आपण म्हणतो, पण भारतातल्या अनेक संतांमध्ये तंत्रज्ञानाचं शिक्षण आणि व्यापार आणि शेती या सगळ्यांवरती एक प्रकारचं प्रकाश झोत पाडून या गोष्टींची समाजाला आवश्यकता किती आहे याच्याबद्दल कळकळीचं आवाहन करणारा हा एकच संत माझ्या पाहण्यात आहे. तर आपण थोडंसं आधी नारायण गुरूंच्या स्वतःच्या आयुष्याबद्दल थोडंसं जाणून घेऊया आणि त्या आयुष्याच्या परिस्थितीचा त्यांच्यावरती कसा परिणाम झाला आणि त्या परिस्थितीतनं देशाला बाहेर काढण्याकरता त्यांनी कसं मार्गदर्शन केलं याच्याबद्दल आपण थोडंसं बोलूया. 1855 सालामध्ये त्यांचा जन्म चेंपाहंती नावाच्या एका लहानशा खेड्यामध्ये झाला. माडन आसन आणि माडन आसन आणि कुट्टी अम्मा या दाम्पत्याच्या पोटी त्यांचा जन्म झाला. त्या दाम्पत्याला 4 मुलं होती, त्यातल्या 3 मुली आणि हे एकच मुलगा असे होते. सुरुवातीचा त्यांचा काळ आपल्या घराच्या अतिशय आनंदमय वातावरणात गेला. त्यांचे वडील माडन हे शेतकरी तर होतेच, पण त्याशिवाय सुद्धा त्यांना आयुर्वेदाची जाण होती. त्यांना मुख्य म्हणजे भाषा तमिळ, मल्याळम या भाषांचं ज्ञान होतं आणि ते ज्ञान आणि ती जाण त्यांनी आपल्या मुलापर्यंत पोचवली. त्याच्यानंतर त्या मुलाचं पुढचं शिक्षण तिथल्या श्रीयुत पिल्ले या गृहस्थांकडे झालं आणि ते श्रीयुत पिल्ले यांनी त्यांना पुढच्या अनेक गोष्टी शिकवल्या आणि त्या शिकवताना त्यांनी नारायण गुरु स्वतः लहानपणी त्यांना नानू असं म्हटलं जायचं. एक प्रेमाने हाक मारण्याचं नाव त्यांचं नानू असं होतं. नानू आसन असं त्यांना तेव्हा म्हणायचं. तर नानू आसनाला अतिशय ज्याला आपण म्हणतो उत्सुकता, क्युरिओसिटी ही प्रचंड होती. परंतु त्याबरोबरच त्यांचा कल थोडासा वेदांताकडे, वेदांत तेव्हा म्हणण्याचं कदाचित त्यांचं वय नसेल, पण त्यांचा कल थोडासा विश्वाच्या गूढार्थाकडे पण होता आणि तो कल त्यांचा पूर्णपणे व्हावा
त्याच्याकरता त्यांची जी मनामध्ये जी उत्सुकता होती त्या उत्सुकता चालवणी आणि ती उत्सुकतेचं पूर्ण करणं हे त्यांचे जे तेव्हाचे शिक्षक होते राममोहन पिल्ले यांच्याकडून ते झालं. आणि त्याच्यानंतर त्या शिक्षकांचं दुसरं नाव चट्टांबी स्वामीकल असंही होतं. ते स्वतः फार मोठे योगशिक्षक देखील होते आणि त्यांनी नारायण गुरूंना योगशिक्षणाची पण दीक्षा दिली. परंतु त्यानंतर त्यांनी त्यांचे स्वतःचे जे गुरु होते अय्यावू थायकटू अय्यावू त्यांच्याकडेही नारायण गुरूंना ते घेऊन गेले आणि या दोन समर्थ गुरूंच्या देखरेखीखाली नारायण गुरूंचं म्हणजे नानू आसन यांचं शिक्षण तेव्हा झालं. या समर्थ गुरूंनी त्यांना कशाचं शिक्षण दिलं असं आपल्याला वाटलं तर योगाचे काही धडे त्यांना दिले गेले. शिवाय आपल्या संस्कृतीमध्ये काय होतं संस्कृत भाषेचं शिक्षण त्यांना दिलं गेलं आणि हा विद्यार्थी या सगळ्या शिक्षणात अतिशय पारंगत झाला. परंतु हे झाल्यानंतर त्यांच्या लक्षात आलं की संसारात राहून या गोष्टी आपल्याच्यानी पूर्णत्वाला नेल्या जाणार नाही. त्यांचा शोध हा आत्म्याचा शोध होता. ज्याप्रमाणे गौतम बुद्धांनी आत्माच्या शोधाकरता आपलं घर सोडलं त्याचप्रमाणे श्रीयुत नारायण गुरु स्वामी नारायण गुरु स्वामीकल यांनी देखील आपलं घर सोडलं. त्यांच्या मातोश्रींच्या मृत्यूनंतर त्यांनी आपलं घर सोडलं. साधारण 19 वर्षाच्या आसपास ते घर सोडून तपश्चर्येकरता निघून गेले. निरनिराळ्या ठिकाणी त्यांनी तपश्चर्या केली, एकांतवासात तपश्चर्या केली. त्यावेळेला त्यांनी अक्षरशः झाडाची पानं खाऊन आणि झऱ्याचं पाणी पिऊन दिवस काढले. शरीराला जितका देता येईल तितका त्यांनी ज्याला म्हणतात तप साधन करून शरीराला तयार केलं, मनाला तयार केलं आणि हे सगळं होत असताना त्यांचा आत्म्याचा शोध चालूच होता. हा आत्म्याचा शोध त्यांना वेगळ्या वेगळ्या ठिकाणी घेऊन गेला. साधारण एका जंगलामध्ये जाऊन त्यांनी हा शोध घेतला. वेलीमचं जंगल, मरुत्वमलाचं जंगल या ठिकाणी जाऊन आणि तिथे एक पिल्लाथदम नावाची गुहा होती. त्या गुहेमध्ये जाऊन त्यांनी शिक्षण केलं. त्या गुहेमध्ये असं म्हणतात की त्यांच्याशिवाय केवळ जंगली प्राणीच होते, ज्याच्यामध्ये वाघ साप असे आपल्याला धोकादायक समजणारे प्राणी होते. परंतु आत्मशोध झालेल्या माणसाला या सगळ्याची भीती अजिबात वाटत नाही. उलट वाघाचा आत्मा किंवा प्राण्यांचा आत्मा आणि स्वतः साधकाचा आत्मा याच्यामध्ये काही फरक नाही हे जेव्हा त्यांच्या लक्षात येतं तेव्हा त्यांची भीती निघून जाते आणि आत्मबोधाचा मार्ग खुला होतो. हा आत्मबोधाचा मार्ग त्यांचा अरुविपुरमच्या जंगलामध्ये एक पिलुवांक नावाची वाघांची गुहा अशी म्हटली गेली त्या गुहेमध्ये त्यांना आत्मबोध झाला आणि त्यानंतर ते तिथनं जेव्हा बाहेर आले तेव्हा ते एक ज्याला आपण म्हणतो आत्मसाक्षात्कारी संत या रूपात बाहेर आले. बाहेर येऊन पाहिल्यानंतर त्यांच्या लक्षात आलं की आजूबाजूच्या देशाची अवस्था काय, प्रदेशाची अवस्था काय. इथे एक सांगण्याचं आहे की अळवा नावाची जी जात त्यावेळेला केरळामध्ये होती त्या अळवा जातीचे ते प्रतिनिधी होते आणि त्यावेळेला तरी त्या जातीला उच्च जातींमध्ये मान्यता नव्हती आणि त्यांच्या लक्षात आलं की या जातीच्या लोकांना अनेक ठिकाणी प्रतिबंध केला जातो आणि त्या प्रतिबंधामुळे विद्या मिळवण्यामध्ये प्रतिबंध असतो, सामान्य लोकांमध्ये मिसळण्यामध्ये प्रतिबंध असतो. त्या प्रतिबंधाचा परिणाम म्हणून त्यांचा भौतिक विकास देखील थांबलेला असतो, आत्मिक विकास आणि भौतिक विकास थांबलेला असतो. तेव्हा त्यांच्या लक्षात आलं की जोपर्यंत आपल्याला या सर्व मनुष्य प्राण्यांचा भलं करण्याचा मार्ग मिळत नाही तोपर्यंत देशाचा विकासही शक्य नाही, जातीचा विकासही शक्य नाही आणि एकूण आत्मशोध आपण फक्त घेतला हे पुरेसं नाही, सगळ्या समाजाला आपल्याला पुढे न्यायचं आहे आणि त्यामुळे त्यांनी याच्याकरता वाहून घेतलं. त्यांच्या एक लक्षात आलं या आत्मशोधाच्या वेळेला की मनुष्य प्राणी हा एकच प्राणी असा आहे ज्याच्यामध्ये जातीभेद आहेत. कुठल्याही प्राण्याशी त्यांच्या आता प्राण्यांशी इतकं चांगलं जेव्हा संघटन झालं होतं तेव्हा त्यांच्या लक्षात आलं की कुठलाही प्राणी आपल्या जातीच्या दुसऱ्या प्राण्याला कधीही वेगळा समजत नाही. हे फार विलक्षण आहे. फक्त माणसामध्येच हे वेगळं पण का. मग त्यांच्या लक्षात आलं की सर्व प्राणी सर्व मनुष्य ही एक आहेत, त्यांची जातही एकच आहे आणि ती जात म्हणजे मनुष्य जात आहे आणि त्यांचा परमेश्वर जो आहे तो सुद्धा एकच आहे. त्यामुळे एक जात एक धर्म एक परमेश्वर हे माणसाकरता आहे हे त्यांनी आपल्या जीवनाचं तत्वज्ञानच बनवलं आणि या तत्वज्ञानाला घेऊन त्यांनी सुरुवात जी केली ती अरुविपुरमच्या तिथेच एक दिवशी ते नदीमध्ये गेले. नदीमधनं एक पाषाण त्यांनी आणला आणि त्या पाषाणाची शिव म्हणून त्यांनी स्थापना केली. तेव्हा ती स्थापना तिथल्या तेव्हाच्या नंबुदीर ब्राह्मणांकडनं झाली नाही. त्यामुळे त्यांना जेव्हा विचारलं की हा देव तुम्ही कसा काय स्थापला ते म्हणले हा माझा देव आहे, हा आमच्या समाजाचा देव आहे, हा सगळ्या मनुष्य जातीचा देव आहे, याला कोणी स्थापन केलं याला काही एक महत्त्व नाही. इथून त्यांचा मार्ग सुरू झाला
आणि त्या मार्गाचं पुढे अनेक ठिकाणी त्यांनी विवेचन केलेलं आहे. त्यांनी आत्मबोध षटक नावाचं एक संबंध 100 श्लोकांचं एक स्तोत्र लिहिलं, बरीच गोष्टी त्यांनी लिहिल्या आणि त्या सगळ्यात त्यांनी हा एकच मुख्य मुद्दा मांडलेला आहे की एक मनुष्य, एक जात, एक धर्म, एक देव, त्यामुळे सर्व एकच आहे. आणि एक धर्म हे यातलं फार महत्त्वाचं आहे, कारण त्यावेळेला केरळात 2-3 महत्त्वाचे धर्म प्रचलित होते, मुस्लिम धर्म, हिंदू धर्म, ख्रिश्चन धर्म. त्यांनी तेव्हा सांगितलं की धर्म हा एकच आहे, धर्म हे वेगळे असूच शकत नाहीत, कारण परमेश्वराकडे जर एकच परमेश्वर असला, एकच जात असली, एकच माणूस असला तर त्यांच्याकडे जायचे जे मार्ग आहेत ते धर्म वेगळे वेगळे असे असूच शकत नाहीत. आणि या प्रकारचं त्यांनी जेव्हा लोकांना सांगायला सुरुवात केली तेव्हा त्यांच्या आणखीन एक गोष्ट लक्षात आली होती की त्यावेळेला शिक्षणाचे प्रयोग पुरेसे होत नव्हते. इनफॅक्ट आता एक तुम्हाला महत्त्वाची गोष्ट सांगायची की केरळ प्रांत हा एक मोठा भाग्यवान प्रांत आहे. भारताच्या भौतिक शिक्षणामध्ये, भारताच्या आध्यात्मिक शिक्षणामध्ये केरळचं स्थान खूप वरचं आहे. उत्तर हिंदुस्थानात पुष्कळ हे माहीत नसतं, पण एक केरळ स्कूल ऑफ मॅथमॅटिक्स ज्याला म्हटलं जातं, अतिशय उच्च दर्जाच्या गणिताचं शिक्षण, गणितातले नवीन नवीन शोध हे त्यावेळेला केरळामध्ये लागलेले होते. केरळामध्ये श्रीधराचार्य, माधवाचार्य असे थोर गणिती तेव्हा होऊन गेले होते. हे साधारण 8वे शतक आणि 5वं शतक ते 8वं शतक हा त्यांचा काळ आहे. परंतु इतकं उत्तम शिक्षण देणारा केरळ प्रांत, त्याची आत्ताची अधोगती पाहून नारायण गुरूंना फार विषाद वाटत होता आणि त्याच्या अधोगतीतनं बाहेर येण्याचा मार्ग म्हणजे सर्वांसाठी शिक्षण खुलं करणं आणि त्या शिक्षणाचा फायदा सगळ्या समाजाला मिळून सगळ्या समाज पुढे जाणं. आणि नुसतं शिक्षण म्हणजे भौतिक शिक्षण नाही. इथे मला शिक्षणाबद्दल थोडंसं बोलायचं आहे. विष्णू पुराणामधला एक प्रसिद्ध श्लोक आहे, त्या श्लोकात सांगितलं जातं की सा विद्या या विमुक्तये, म्हणजे शिक्षण म्हणजे काय, ज्या शिक्षणाने मनुष्य मुक्त होतो. शिक्षण म्हणजे शिक्षण घेतल्यानंतर मला नोकरी द्या म्हणून जायला मनुष्य जेव्हा जातो तेव्हा ते खरं शिक्षण नव्हे, कारण त्यावेळेला तुम्ही उलटे मुक्त शिक्षण घेणारे लोक मला बंधनात नोकरीत घाला असं सांगायला जाता, तर ते शिक्षण नव्हे. शिक्षणाला 2 भाग असतात. एक म्हणजे ज्याला स्किल आपण म्हणतो, स्किल म्हणजे कौशल्य, आणि दुसरं म्हणजे तुमची मानसिक भूमिका. शिक्षणाच्या वेळेला मानसिक भूमिका जर स्वतंत्र होण्याची असली आणि तुमच्याकडे कौशल्य असलं तर ते परिपूर्ण शिक्षण असं म्हटलं जाईल. तर सा विद्या या विमुक्तये या शिक्षण धोरणाचा परिपाक करायचा असं श्री नारायण गुरूंनी तेव्हा ठरवलं. पण त्याच वेळेला देशामध्ये काही वेगळ्या घटना होत होत्या. देशावरती पुष्कळशा भागावरती इंग्रजांचं राज्य येत होतं. इंग्रजांच्या राज्यात गुरुजींच्या नंतरची ही कहाणी आहे, परंतु त्याचा परिणाम भारतावर किती वाईट झाला ते सांगण्याकरता मला हा थोडासा कालक्रम सांगायला लागेल की थॉमस बॅबिंग्टन मॅकॉले नावाचा एक इंग्रजी शिक्षण तज्ज्ञ तेव्हा भारतात अवतरला आणि त्या शिक्षण तज्ज्ञांनी असं लिहून ठेवलंय, हे काही मी पदार्थ सांगत नाही, असं लिहून ठेवलंय की या भारत देशामध्ये आपण ज्यांना समजतो की हे मागासलेले आहेत आणि आपण पुढारलेले आहेत, परंतु प्रत्यक्षामध्ये या देशामध्ये एकही भिकारी आढळत नाही. या देशातले लोक सुसंस्कृत आहेत, या लोकांच्या स्वतःच्या परिपूर्ण गुरुकुल पद्धती आहेत. जर हे असंच चालू राहिलं तर या देशातले लोक इंग्रजांचं नेतृत्व कधीच मानणार नाही. मग काय करायला पाहिजे, तर या देशातली स्वतःची शिक्षण पद्धती मोडून त्यांच्या डोसक्यावर आपण ही आपली इंग्रजी शिक्षण पद्धती घातली पाहिजे. आणि त्या शिक्षण पद्धतीचा उद्देश एकच असला पाहिजे की आपल्याला या कोट्यवधी लोकांवरती थोड्याशा संख्येने राज्य करायचं आहे, तेव्हा ते राज्य करण्याकरता राज्यकर्ता आणि राज्य ज्यांच्यावर करतात त्यांच्यामधला पूल म्हणून इथली लोकल माणसं, तो तेव्हा लोकल माणसांना नेटिव्ह या शब्दाने संबोधतो. नेटिव्ह माणसांना त्यांनी असं शिक्षण देऊया की ते आपल्या इंग्रजी संस्कृतीचं भलाई करतील, स्वतःच्या संस्कृतीबद्दल त्यांच्यात तुच्छता येईल आणि जेणेकरून ते आपल्यासारखे अनेक गुलाम तयार करतील. आणि ही मॅकॉलेची जी शिक्षण पद्धती आहे तिला आजसुद्धा आपण आपली शाळा पद्धती जी आहे ना ती मॅकॉलेची शाळा पद्धती आहे. त्या पद्धतीने झालं काय, तर राज्यकर्त्यांचं राज्य करणं सुकर झालं, परंतु विमुक्त व्हायचं ध्येय आपल्या जे पूर्वीच्या शिक्षण पद्धतीत होतं ते पूर्णपणे निघून गेलं. परंतु नारायण गुरूंनी मात्र याचा सम्यक विचार केला होता. त्यांच्या मते शिक्षण म्हणजे केवळ तुम्हाला क्लर्क बनवणं हे शिक्षण त्यांच्या मनात कधीच नव्हतं. आणि त्या सम्यक विचाराचा परिपोष पुढे जेव्हा त्यांनी शिवगिरीला SNDP 1903 साली स्थापन केली, म्हणजे श्री नारायण गुरु परिपालन योगम, श्री नारायण देव परिपालन, नारायण धर्म परिपालन योगम हे जेव्हा त्यांनी सुरू केलं तेव्हा त्यावेळेला त्यांनी अशा याच्यातल्या सगळ्या आयडियाज आपल्या क्रिस्टलाइज केल्या, अर्ध्या मूर्त स्वरूपामध्ये लोकांपुढे मांडल्या. पुढे जेव्हा त्यांनी या SNDPच्या नंतर पुढे जेव्हा संघ स्थापन केला
शिवगिरीला, तेव्हा 1927 साली तेव्हा SN श्री नारायण गुरु डी संघ हा SNDS जेव्हा स्थापन झाला तेव्हा त्या संघाच्या रूपाने त्यांनी एक नवीन प्रयोग सुरू केला आणि त्यांच्या शिष्यगणांनी सांगितलं की आपण या संघातनं एक यात्रा काढूया. शिवगिरी यात्रा त्याचं नाव ठेवलं. शिवगिरी पिलग्रिमेज इंग्रजीमध्ये म्हणतात. त्या यात्रेपुढे ध्येय काय पाहिजे ही ध्येय जेव्हा त्यांनी ठेवली तेव्हा त्यांनी 8 मुख्य ध्येय ठेवली आणि त्या ध्येयाप्रमाणे इतका मोठा ध्येय ठेवणारा संत मी म्हटलं असं कोणी पाहिला नाही याच्या आधी. तर यात्रेची ध्येय कुठल्या कुठल्या क्षेत्रात होती? पहिलं सर्वप्रथम म्हणजे शिक्षण, एज्युकेशन. दुसरं शुद्धता, स्वच्छता, ती महत्त्वाची होती. तिसरी भक्ती, देवाप्रती भक्ती. चौथी संघटन, ऑर्गनायझेशन हे फार महत्त्वाचं आहे. संघटन जर झालं नाही तर शक्ती येत नाही हे त्यांना फार पूर्वीच उमगलं होतं. त्यामुळे आपल्या शिष्यांनी आणि सगळ्या समाजांनी संघटनामध्ये आपलं शक्ती एकत्र करावी. त्याच्यानंतर महत्त्वाची कामं काय होती? शेती. शेतीचा विचार कुठल्या संतांनी केला आहे हो? श्री नारायण गुरूंनी तो पण विचार केला होता. त्यामुळे शेती, त्यानंतर शेतकरी. आता सध्या आपण सगळीकडे शेतीचे प्रश्न पाहतोय, पण शेती नुसती कधीच होत नाही. शेतीबरोबर व्यापार त्या धान्याचा करायला लागतो. त्यामुळे शेती आणि व्यापार. आणि त्याच्यानंतर केरळ तर फार प्रसिद्ध आहे हस्तकलेबद्दल. आपल्या इथली जी लोकं आहेत ती हँडीक्राफ्ट्स किंवा हस्तकला, हस्तकौशल्य याबद्दल भारतीय कलाकारांचं सगळ्या जगामध्ये स्थान फार उच्च आहे. तेव्हा ते सुद्धा त्यांना अभिप्रेत होतं. आणि सर्वात शेवटचं म्हणजे तंत्र शिक्षण, टेक्निकल एज्युकेशन. 1927 साली टेक्निकल एज्युकेशन हे ध्येय म्हणून ठेवणारा हा एक महान संत होऊन गेला. आपण त्यांच्या सांगितलेल्या ध्येयावरती वापर त्यांचा केला पाहिजे आणि या सगळ्या गोष्टींवरती आपल्याला विशेष विचार करायला हवा. मी स्वतः इंजिनियर आहे. मी स्वतः तंत्र शिक्षण दिलेलं आहे, लेक्चर्स दिलेली आहेत. आणि माझ्या जेव्हा तंत्र शिक्षणाच्या गोष्टी लक्षात आल्या तेव्हा त्याच्या नारायण गुरूंनी सांगितलेल्या मार्गाने जाऊन तंत्र शिक्षणाची क्वालिटी, डेप्थ म्हणजे त्याची गुणवत्ता, त्याच्यातली खोली आणि त्याची उपयुक्तता, युटिलिटी हे कसं वाढवायचं त्याच्याबद्दल आपण आता थोडंसं इथे बोलूया. तसं तर या 8 बाबतीत बोलण्यासारखे, तासनतास बोलण्यासारखे खूप विषय आहेत, पण तो आपल्याला कालमर्यादा आहे त्यामुळे खूप जास्ती आपल्याकडे वेळ नाही आहे. तर आपण एक एक गोष्ट एक एक करून घेऊया. तर आपण सर्वात पहिल्यांदा तंत्र शिक्षणाकडे जाऊया. आज तंत्र शिक्षण, मी तुम्हाला एक आधी अनुभव सांगतो म्हणजे तुमच्या लक्षात येईल मला काय म्हणायचं आहे. एक दिवशी माझ्या घरातली ट्यूबलाईट चालेना आणि माझ्याकडे तेव्हा जो माझा पाहुणा राहत होता तो कॉम्प्युटर इंजिनियर होता. तर त्यांनी मला सांगितलं की सर आपण इलेक्ट्रिशियनला बोलवूया. मी म्हटलं अरे तू इंजिनियर आहेस ना, ही ट्यूबलाईट दुरुस्त कर की. तो म्हटलं मला नाही आहे ती दुरुस्त करता. म्हटलं अरे इंजिनियर तुला जेव्हा केला तेव्हा तुला हे शिकवलं नाही? तो म्हणलं नाही, मी कॉम्प्युटर प्रोग्राम लिहितो. तेव्हा माझ्या लक्षात आलं की आपल्या तंत्र शिक्षणामध्ये किती कमी आहे. हे मुद्दा मी प्रॅक्टिकल एक्झाम्पल का सांगितलं, कारण ही आज तुम्ही विचारलं तर 90% मुलांना, इंजिनियर झालेल्यांना ट्यूबलाईट दुरुस्त करता येत नाही. कारण त्यांना हे शिकवलेलं नसतं किंवा त्यांना कळलेलं नसतं की आपलं कार्य काय आहे, आपलं निहित कार्य काय आहे हे त्यांच्या पुढे आलेलं नसतं. आपल्याला हाताने करण्याचं, त्याला स्किल म्हणतात ना, त्याला कौशल्य म्हणतात, ते न शिकवणारी शिक्षण पद्धती मेकॉलीने जी आपल्या डोसक्यावर टाकली ती आपण अतिशय इमाने इतबारे अजूनही चालवत आहोत. मग आपण काय म्हणतो की तंत्र शिक्षण शिकायला तुम्ही ITI मध्ये जा, तंत्र शिक्षण करायला तुम्ही इंजिनिअरिंग कॉलेजमध्ये येऊ नका. ही अतिशय चुकीची कल्पना आपल्या मनात आहे. हीच कल्पना शेतीतज्ञांमध्ये सुद्धा आहे. ते प्रत्यक्ष शेती करत नाहीत, ते पुस्तकं वाचतात. पुस्तकं वाचा, पुस्तकातून ज्ञान घ्या, पण ज्ञानाचा ॲक्च्युअल उपयोग ज्याला म्हणतात, प्रॅक्टिकल उपयोग किंवा प्रायोग तत्वांनी तुम्ही जे करायचं हे जर तुम्ही केलं नाही तर ज्ञानाचा समाजाला काय उपयोग आहे? तुम्ही तुमच्यासारखेच आणखीन माणसं तयार कराल, असं होता कामा नये. हे फार महत्त्वाचं आहे की हा देश कुशल हातांचा देश होणं फार महत्त्वाचं आहे. नुसत्या लठ्ठ पुस्तकं बरोबर बाळगणाऱ्यांचा देश झाला तर या देशाची प्रगती होणार नाही. कारण आपल्या देशाची लोकसंख्या इतकी अफाट आहे. सगळेजण जर पुस्तक वाचत बसले तर ट्यूबलाईट दुरुस्त कोण करेल? सगळेजण जर पुस्तक वाचत बसले तर मोटार कोण बनवेल? सगळेजण जर पुस्तक वाचत बसले तर कॉम्प्युटर तुम्ही जे म्हणता त्या कॉम्प्युटरचे प्रोग्राम करून त्यातनं काहीतरी उपयुक्त गोष्ट करणं हे कोण करेल? आज आपण जर बघितलं तर सर्वात महत्त्वाचं, परदेशामध्ये ज्या गोष्टी होत्या त्याच्याकडे आपण लक्ष जर दिलं तर सर्वात महत्त्वाची गोष्ट म्हणजे मशीन लर्निंग. मी मुद्दाम आता तुम्हाला जरा हायटेकमध्ये घेऊन जातोय. त्याचं कारण नारायण गुरूंनी जे आपल्याला 8 गोष्टी दिल्या आहेत त्या 8 गोष्टींचा आपण जर नीट विचार केला, त्या 8 गोष्टींना अनुसरून आपण जर शैक्षणिक आपलं धोरण ठरवलं, जे आता न्यू एज्युकेशन पॉलिसीमध्ये थोडं थोडं होत चाललं आहे, तर आपल्या देशाची प्रगती होईल. अन्यथा आपला देश इतर देशांचा गुलाम या स्थितीत राहील. तर मशीन लर्निंगवरती आपण येऊया.
जेव्हा सुरुवातीला भाजपचं सरकार 2014 साली आलं, मला सरकार कुठल्या पार्टीचं याबद्दल काही घेणं देणं नाही आहे, त्यावेळेला पंतप्रधान मोदींनी आपल्या सगळ्या इंडस्ट्रियलिस्टचा एक ग्रुप घेऊन ते परदेशात गेले होते. तेव्हा इंडस्ट्रियलिस्ट लोक जेव्हा परत आले तेव्हा त्यांनी सांगितलं की आम्ही परदेशाशी स्पर्धा करू शकत नाही, कारण आम्ही ज्या गोष्टी मॅन्युफॅक्चर करतो त्यातल्या सगळ्या गोष्टी परदेशात रोबोट्सने मॅन्युफॅक्चर होतात आणि रोबोट्स जेव्हा मॅन्युफॅक्चर करतात तेव्हा 30% त्याची किंमत कमी होते. आम्ही रोबोट्स वापरले नाहीत तर आमची किंमत 30% कमी झाली तर आम्ही त्यांच्याशी कुठे स्पर्धा करू शकत नाही. हे तेव्हा सांगितलेलं आहे 2014 साली. आज 6 वर्ष होऊन गेली. रोबोट्स वापरणं म्हणजे काय हो? रोबोट्स वापरणं म्हणजे तुम्हाला रोबोटिक्स आलं पाहिजे, तुम्हाला मशीन लर्निंग आलं पाहिजे, तुम्हाला स्किल्स आले पाहिजेत. ते स्किल्स जेव्हा तुमच्याकडे येतील तेव्हा तुमचे स्वतःचे रोबोट तुम्ही तयार कराल, तेव्हा तुम्ही तुमचं जे तंत्रज्ञान आहे ते इतक्या युक्तरीतीने वापराल की त्या तंत्रज्ञानाने तयार झालेली गोष्ट निर्दोष असेल, स्वस्त असेल आणि अधिकाधिक चांगली असेल. या 3 गोष्टी होणं अतिशय आवश्यक आहे. या 3 गोष्टी जर झाल्या नाहीत तर तुमची गोष्ट कोणी जगात घेणार नाही. पण तुम्ही म्हणाल जगात कशाला घेऊ, आम्ही आमच्या लोकांना विकू. अहो पण तुमची लोक सुद्धा बाहेर झालेल्याच गोष्टी घेतील की ज्या तुमच्या इथे बनलेल्या गोष्टींपेक्षा चांगल्या असतील. हे काही मी तुम्हाला वेगळं सांगायला नको. आपल्या देशामध्ये इम्पोर्टेड वस्तूचं वेळ लोकांच्या डोक्यात किती आहे. स्वस्त आणि मस्त हे आपल्याला बाहेरनं आणायला लागतं, कारण आपल्या लोकांना स्वस्त आणि मस्त निर्माण करण्याचं तंत्रज्ञान, निर्माण करण्याचं ज्ञान, निर्माण करण्याची धोरणं, निर्माण करण्याची ऊर्जा ही दिलेलीच नाही आहे. ही देणं हे आपलं काम आहे. आपल्याला जे तंत्रशिक्षण पाहिजे, जे नारायण गुरूंना अभिप्रेत तंत्रशिक्षण आहे ते हे तंत्रशिक्षण आहे की तुम्ही तुमच्या लोकांकरता तयार करलेल्या गोष्टी या सर्वात स्वस्त, सर्वात उत्तम आणि सर्वात टिकाऊ असल्या पाहिजेत. आणि ते करण्याकरता ज्या ज्या गोष्टीचं तंत्रज्ञान तुम्हाला पाहिजे ते तंत्रज्ञान तुम्ही गोळा केलं पाहिजे. मी मगाशी शेतीचा उल्लेख केला, तो मुद्दाम केला. आज सुद्धा आपल्या देशामध्ये उत्तम बैलगाडी अजून तयार झालेली नाही आहे. अनेक शेतकऱ्यांनी हे सांगितलेलं आहे की आता तर मला ट्रॅक्टर आले वगैरे सगळं मान्य असलं तरी सगळ्या बाजूला काही ट्रॅक्टर नाही आहे. पुन्हा ट्रॅक्टरला डिझेल लागतं. आपल्याकडे गायींची आणि बैलांची संख्या जगातली सर्वात जास्त गायी आणि बैलांची संख्या या देशामध्ये आहे. त्यांना डिझेल लागत नाही. शेतात तयार होणारा जो टाकाऊ माल असतो कडबा, तो खाऊन ते बैल तुम्हाला शक्ती पुरवतात. त्या शक्तीचा वापर करून तुम्ही लिमिटेड स्केलवरती ती शक्ती वापरू शकता. परंतु हे करण्याकरता उत्तम तंत्रज्ञानयुक्त बैलगाडी, उन्नत तंत्रज्ञानयुक्त या सुद्धा गोष्टी आपल्या देशात अजून छान तयार होत नाहीत. आपली जी IIT सारखी मोठी मोठी संस्थानं आहेत त्यांना ही कामं आपण का सांगत नाही? कारण दृष्टी तिकडे नाही आहे. आपल्याला दृष्टी काय वेगळ्या वेगळ्या ठिकाणीच जाते, पण देशाला काय पाहिजे, देशाला कुठलं तंत्रज्ञान पाहिजे याच्याकडे आपली दृष्टी नाही. आत्ता हँडीक्राफ्टचा विषय निघाला. हस्तकौशल्यांनी केलेल्या वस्तू, त्या हस्तकौशल्यांनी केलेल्या वस्तूंना सगळ्या जगभर प्रचंड मार्केट आहे. कारण कॉम्प्युटर मॅन्युफॅक्चर केलेल्या वस्तू एकासारख्या एक दिसतात, परंतु जेव्हा मला घरामध्ये काही डेकोरेटिव्ह वस्तू लावायची असते तेव्हा मला एक युनिक, ज्याला म्हणतात युनिकचा अर्थ असा की एक वेगळी गोष्ट जी आधी कधी झाली नाही, पुन्हाही कधी होणार नाही, अशी वस्तू मला हवी असते. तर ही वस्तू करण्याकरता काय लागतं? ह्युमन ब्रेन आणि ह्युमन स्किल, माणसाचं स्किल आणि माणसाचा मेंदू याची त्याच्यात गरज असते. आणि तो कुठनं येतो? तर तो या प्रकारच्या प्रशिक्षणाने येतो. तर ही 2 प्रकारची प्रशिक्षण आहेत. स्किल लेवलचं प्रशिक्षण आणि हे स्किल मी कशाकरता वापरायचं. मगाशी मी सांगितलं ना, नारायण गुरूंचं तत्वज्ञान हा जो भाग आहे तो तिथे येतो की स्किल मी चांगलं शिकवलं, पण त्या स्किलनी जर मी तत्वज्ञान त्याला दिलं नाही तर त्या स्किलनी तो काहीतरी विघातक गोष्टीच करेल. समाजाच्या भल्याकरता, समाजाच्या पुनरुत्थानाकरता ज्या गोष्टी करायच्या आहेत त्या गोष्टींकरता नारायण गुरूंची तळमळ होती. आणि ते वापरून जेव्हा आपलं स्किल चांगलं होईल, ते वापरून आपण स्किल जेव्हा समाजाच्या भल्याकरता वापरू तेव्हा या देशाचा उद्धार होईल. या देशाच्या उद्धार व्हायचे मार्ग अगदी सोपे आहेत. फक्त त्याच्याकरता मेहनतीची गरज आहे, त्याच्याकरता वेगळा विचार करण्याची गरज आहे. मॅकॉलेनी सांगितलेली शिक्षण पद्धती सारखी जर आपण वापरत राहिलो तर त्याच्यातनं या देशाचा उद्धार होणार नाही. आत्तापर्यंत चालले तसंच चालू राहील. 1927 साली या मोठ्या द्रष्ट्या स्वामींनी आपल्याला जे सांगितलंय ते अजून देखील आपण जर अंमलात आणत नसलो तर आपला धिक्कार असो. त्याकरता माझी अशी कळकळीची विनंती आपल्या सगळ्यांना की आपण त्याचा संपूर्ण विचार करावा. मला असं कळलंय की आपल्या मुंबई युनिव्हर्सिटीमध्ये त्यांच्याकरता त्यांच्या तत्त्वज्ञानावरती अध्यासन तयार होतं. ही अतिशय चांगली गोष्ट आहे. त्या अध्यासनात जी लोक शिकतील त्यांनी ही त्यांची तत्त्व प्रत्यक्ष प्रॅक्टिकलमध्ये वापरात आणून या देशाचा पुनरुत्थान, या देशाचा उद्धार, या देशाची प्रगती कशी व्हावी याकडे लक्ष द्यावं. याकरता माझं अगदी विनंती आहे. त्यामुळे नारायण गुरूंची पूजा करणं, त्यांची प्रतिमा ठेवणं या सगळ्या गोष्टी तर करायच्याच आहेत, परंतु ह्या कशाकरता करायच्या? तर त्यांनी दिलेले जे विचारधन आहे ते विचारधन वापरून आपल्याला आपल्या समाजाची उन्नती करायची. आणि लक्षात ठेवा त्यांनी काय सांगितलं होतं? एक मनुष्य, एक धर्म, एक जात,
एक देव. आपला समाज हा एक मनुष्य एक धर्म एक जात एक देव असा उन्नती करून एक उन्नतीपूर्ण समाज आपल्याला तयार करायचा आहे. त्याच्याकरता नारायण गुरूंचा आशीर्वाद तर आपल्याकडे आहेच, शिवगिरी मठाची आपल्याला संपूर्ण सहकार्य त्याकरता आहे. त्यामुळे माझी अशी इच्छा आहे की हे जे मी आत्ता सांगितलं त्या प्रकारच्या गोष्टी सगळ्या देशात सगळ्या भाषांमध्ये सगळ्या युनिव्हर्सिटीमध्ये व्हाव्या आणि या देशाची जी 134 कोटी जनता आहे त्या जनतेला योग्य मार्ग दिसावा आणि त्यातनं आपण पुढे जावं. 2020चं वर्ष आता संपायला आलं आहे. हे सगळं वर्ष जवळजवळ कोविडने ग्रासलेलं होतं, परंतु आता त्या कोविडच्या समोर वॅक्सिनचा सूर्योदय दिसायला लागला आहे. तेव्हा आपण नवीन जे 2021 येतं आहे त्या वर्षामध्ये आपण सगळेजण या कोविडच्या ग्रहणातनं मुक्त होऊ या शुभेच्छेसह तुम्हा सर्वांना नवीन वर्ष सुख समृद्धी आणि आरोग्याचं जावं ही स्वामींच्या चरणी प्रार्थना आणि स्वामी श्री नारायण गुरूंच्या आशीर्वादाने आपलं सगळ्यांचं वर्ष चांगलं जाईल याबद्दल माझी खात्री आहे. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം presented by Federal Bank, powered by AVA Group of Companies. Tak tik tak tik tak tik tik tak tik tak. 473 cash or card. Tak tak dhin ta dhin ta tik ta dhin ta dhin ta dhin ta tik ta dhin ta tak tak dhin na dhin na tak tak dhin na dhin na. $473 cash or card. No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA. Namaskaram. We invite you to the 88th annual Sivagiri Tirthadanam, the first digital online virtual Sivagiri Tirthadanam. Perfectly aligned with Gurudevan's emphasis on learning and self-development being the ultimate purposes of the pilgrimage, we bring to you a galaxy of international experts to your home screen. Talks, lectures and interviews on the topics that Gurudevan prescribed as the Ashtalakshangal: education, cleanliness, devotion and piety, agriculture, industry, entrepreneurship, science and technology and organization. 8 days, 80 exceptionally enlightening talks. The 88th annual Sivagiri Tirthadanam on your Sivagiri TV starting December 25th. അയ്യോ ഈ വെയിൽ കൊണ്ടു വെന്തുരുകി വാടിയിടുന്നു നീ എന്നിയെ കയ്യേകിടുവതിന്നു കാൺകിലൊരുവൻ കാരുണ്യവാനാരഹോ പയ്യാർ നീ ജനമാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ ഖനാംബു കൃപയാ ഗംഗാ നദീധാമമേ. കനിവ് നഷ്ടപ്പെട്ട മനുഷ്യർ ഭൂമിയുടെ കരുണാസാഗരത്തെ മുഴുവൻ വലിച്ചു കുടിച്ച് ഊഷരമാക്കിയ കാലത്ത്
പ്രകൃതിയും പൂർണ്ണസത്യവും ചേർന്ന് പരിപാലിക്കുന്ന ലോകജീവിതത്തിന്റെ വരൾച്ച മാറ്റാൻ മഹാഗുരു ഇങ്ങനെ മനംനൊന്ത് പാടിയത് കേട്ടാണ് കാലത്തിന്റെ കനിവുണർന്നത്. നെയ്യാറിന്റെ ഒഴുക്ക് വെറും വെള്ളപ്പാച്ചിലല്ല. പാറക്കെട്ടിൽ തല്ലി തലകീഴെ മറിഞ്ഞ് ശങ്കരൻകുഴിയിൽ പതിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും കാലഗമനം നടത്തുകയാണ് ഈ പുണ്യവതി. സംസാരികൾക്കിടയിലൂടെ അവരുടെ ജീവിതപ്പാച്ചിലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അഗസ്ത്യകൂടത്തിൽ നിന്നും 35 മൈൽ പിന്നിട്ട് മഹാസാഗരത്തിൽ ലയിക്കുന്നു നെയ്യാർ. ശങ്കരൻകുഴി കലികൊണ്ട് കാലം തെറ്റി ബുദ്ധി തലകീഴായി മറിയുന്ന ഇടമാണ്. അവിടെ നിന്ന് പുതുചിന്തയുണർത്തി പ്രവാഹം ശരിയായ ദിശയിലാക്കുന്ന ദൗത്യമാണ് ഈ ദിവ്യമായ ചുഴി നിർവഹിക്കുന്നത്. മനുഷ്യരെ തന്നെ അശുദ്ധജീവികളായി കണ്ടിരുന്ന ഒരു കാലം ഇതുപോലെ കലി പൂണ്ട് തലകീഴായി മറിഞ്ഞപ്പോൾ മഹാഗുരു അതിന് പരിഹാരമുണ്ടാക്കാൻ മുങ്ങി നിവർന്നതും ഇതേ ശങ്കരൻകുഴിയിലാണ്. 1888 മാർച്ച് 11 ഞായറാഴ്ച വെളുപ്പിന് 3 മണിക്ക് ഇതേ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിവലിംഗവുമായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തി. ബ്രഹ്മമുഖാമരവന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശലലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. ഭഗവാന്റെ ജന്മനക്ഷത്രമായ ചതയം നാളായിരുന്നു അന്ന്. അഷ്ടബന്ധക്കൂട്ടില്ലാതെ ആത്മതപസ്സിന്റെ ചൂടുകൊണ്ട് ശിവലിംഗത്തെയും ശിലയെയും കൂട്ടിച്ചേർത്ത ആ വൈഭവം ലോകചരിത്രത്തിൽ ആദ്യത്തേതായിരുന്നു. ഇടനിലക്കാരായ വൈദിക മാനികളാണ് വിശ്വാസികളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അതിനാൽ ഇടനിലക്കാരൻ വേണ്ടാത്ത ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നു എന്നതാണ് അഷ്ടബന്ധത്തിന്റെ ഇടനിലയില്ലാത്ത ആ പ്രതിഷ്ഠാ ചടങ്ങിന്റെ പൊരുൾ. ശിലയും ശിവലിംഗവും മഹാഗുരുവിന്റെ ആത്മതപസാൽ ഉരുകിച്ചേർന്ന മഹാ അത്ഭുതമായാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നിലകൊള്ളുന്നത്. ഇതേ ആത്മതപസാണ് മനുഷ്യനെ ദൈവവുമായി ഉരുക്കി ചേർക്കുന്നത്. ദൈവത്തിൽ ഉരുകിച്ചേരണമെങ്കിൽ മത, ജാതി, ഭാഷ, വർഗഭേദ ചിന്തകൾ ഇല്ലാതാകണം. അനുകമ്പയാർന്ന് എല്ലാ ജീവജാലങ്ങളിലും അവനവനെ കണ്ടുണരാൻ സാധിക്കണം. ഒടുവിൽ ദേഹബോധവും വെടിഞ്ഞ് പൂർണ്ണ സത്യത്തിൽ ലയിക്കണം. അതിനൊരു മാതൃകാസ്ഥാനമാണ് മഹിവാർന്ന ചരിത്രമുള്ള അരുവിപ്പുറം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശിവഗിരി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ പോഷകമഠങ്ങളിൽ പ്രധാനമാണ് അരുവിപ്പുറം. മഹാഗുരുവിന്റെ ദിവ്യമായ ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച മഠവും ഒരു വിദ്യാലയവും ഇവിടെയുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സംസ്കൃത സ്കൂളാണ് മഹാഗുരു ഇവിടെ ആരംഭിച്ചത്. കുമാരനാശാനും ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളും ഈ സ്കൂളിൽ അധ്യാപകരായിരുന്നു. ക്ഷേത്രത്തിനടുത്തായാണ് ഗുരുവിന്റെ ഛായാചിത്രം പ്രതിഷ്ഠിച്ച ഗുരുമന്ദിരവും ഓഫീസും മറ്റും. ഈ മന്ദിരത്തിലാണ് തൃപ്പാദങ്ങൾ വസിച്ചിരുന്നത്. അവിടുന്ന് അന്ന് ഉപയോഗിച്ച കട്ടിലും ചാരുകസേരയുമെല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഓം ശ്രീനാരായണ
പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഫലവൃക്ഷങ്ങളുടെ ഛായയും മണിക്കിണറിലെ തെളിവാർന്ന കുടിവെള്ളവും വിശാലമായ ക്ഷേത്രമുറ്റവുമൊക്കെ ചേർന്ന് പ്രശാന്തമാണിവിടം. ഗുരുതൃപാദങ്ങൾക്ക് ക്രിസ്ത്യൻ മതവിശ്വാസിയായ മരിയൻ ചട്ടമ്പി സമർപ്പിച്ച മയിൽവാഹനവും ഇവിടെയുണ്ട്. കാടും കാട്ടുചോലയും കൈകോർത്ത് നിൽക്കുന്ന ഈ പ്രകൃതിയെ മനുഷ്യാധിവാസ സ്ഥാനമാക്കിയത് ഭഗവാന്റെ സാന്നിധ്യമാണ്. ഭഗവാൻ ആദ്യത്തെ ശിഷ്യന് ലഭിച്ചതും അരുവിപ്പുറത്ത് വെച്ചാണ്. കൊച്ചപ്പിപ്പിള്ള എന്ന ബാലകൻ അഭൗമ തേജസാർന്ന യുവയോഗിയിൽ ആകൃഷ്ടനായി തീരുകയായിരുന്നു. കുട്ടിക്കാലം മുതൽ ശിവഭക്തനായിരുന്ന കൊച്ചപ്പിപ്പിള്ള തന്റെ ഉള്ളിലെ ശിവനെ ഗുരുവിൽ ദർശിച്ച് ഭജിക്കുവാൻ തുടങ്ങി. സത്യത്തിൽ ശിവലിംഗം പോലെ ഉറച്ചു നിൽക്കുന്ന പ്രകൃതമായതിനാൽ ആദ്യ ശിഷ്യന് ശിവലിംഗദാസൻ എന്ന് നാമകരണം ചെയ്തു ഭഗവാൻ. ഭൈരവൻ ശാന്തിയാണ് അരുവിപ്പുറത്തെ മറ്റൊരു വിശുദ്ധ സാന്നിധ്യം. 114 വയസ്സിലാണ് സമാധിയായത്. ഗുരുഭക്തിയുടെ മൂർത്തരൂപമായിരുന്നു ശാന്തി. അരുവിപ്പുറം ശിവക്ഷേത്രം വർഷങ്ങളോളം ഭൈരവൻ ശാന്തിയുടെ മന്ത്രജപം കേട്ടാണ് തുയിലുണർന്നിരുന്നത്. ഭൈരവൻ ശാന്തിക്ക് ശിവലിംഗത്തിന്റെ രൂപത്തിലാണ് സമാധി മന്ദിരം സ്ഥാപിച്ചിരിക്കുന്നത്. മരുത്വാമലയിൽ സത്യസാക്ഷാത്കാരം നേടി ധന്യമാർന്ന് വാഴുകയായിരുന്ന ഭഗവാനെ അരുവിപ്പുറത്തിലേക്ക് നയിച്ചത് ലോകരക്ഷയെന്ന ദൗത്യമാണ്. സത്യസ്ഥിതനായി എങ്കിലും തന്റെ കർമ്മപദ്ധതിയെ ചിട്ടപ്പെടുത്താൻ ഒരിടം ഭഗവാൻ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു. തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. ആറിന്റെ തീരത്തും കൊടിതൂക്കി മലയുടെ മുകളിലും 2 ഗുഹകളുണ്ടിവിടെ. ഇവ രണ്ടുമായിരുന്നു ഭഗവാന്റെ തപോപീഠങ്ങൾ. രണ്ടിനും ഗർഭഗൃഹത്തിന്റെ ആകൃതിയാണ്. പതഞ്ഞൊഴുകുന്ന നെയ്യാറിനഭിമുഖമായി പേരാലിന്റെ വേരുകൾ വന്ന് വേലിക്കെട്ടൊരുക്കി സുരക്ഷയേകുന്ന ഗുഹാമുഖം. ഓളത്തണുപ്പിൽ മിനുങ്ങുന്ന പാറക്കെട്ടുകൾ. ഇവിടം ശാന്ത മനസ്സുകൾക്ക് ഇന്നും സ്വർഗം തന്നെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഏകദേശം അരമണിക്കൂർ മല കയറിയാൽ എത്തുന്ന ഇടമാണ് കൊടിതൂക്കി മല. അവിടെ കുന്നിന്റെ മുകളിൽ ലക്ഷണമൊത്തൊരു ഗുരുക്ഷേത്രം ഉയർന്നിട്ടുണ്ട്. പ്രകൃതിയുടെ നെറുകയിൽ പ്രപഞ്ചപുരുഷൻ അറിവിന്റെ സ്വരൂപമായി ഇരുന്നരുളുന്ന ആ കാഴ്ച കുന്നുകയറി ദുരിതക്കടലിൽ വലിഞ്ഞെത്തുന്ന ഭക്തസമൂഹത്തിന് കണ്ണിനും മനസ്സിനും ഇമ്പമാർന്ന കാഴ്ചയാണ്. കുന്നിന്റെ ചെറുചരിവോരത്താണ് ഭഗവാൻ വർഷങ്ങൾ തപസ്സനുഷ്ഠിച്ച കൊടിതൂക്കി മലയിലെ ഗുഹ. കൽപ്പാളികൾ വന്ന് അകത്തേക്കുള്ള വഴി അടഞ്ഞ നിലയിലാണിന്ന്. ഇവിടെ കുന്നിന് മുകളിൽ കൽഫലകത്തിൽ ഗുരു ദർശിച്ച വേദാന്ത സൂത്രം കൊത്തിവച്ചിരിക്കുന്നു. വേദവ്യാസന്റെ ബ്രഹ്മസൂത്രം അക്ഷരക്കടൽ പോലെ പരന്നു കിടക്കുകയാണെങ്കിൽ
ശ്രീനാരായണ ഗുരുദേവനാകട്ടെ വേദാന്ത സാഗരത്തെ വേദാന്ത സൂത്രമായി ഒരു ചെറു ചെപ്പിലൊതുക്കി നമുക്ക് തന്നു. ഈ പാറപ്പുറത്താണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നിതാന്ത ധ്യാനത്തിൽ അമർന്നിരുന്നത്. ഈ പാറപ്പുറത്ത് വെച്ച് തന്നെയാണ് ഗുരുദേവൻ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുമായി സംവദിച്ചതും ഇത് ദർശിച്ച ഭൈരവൻ ശാന്തിക്ക് അനുഗ്രഹപ്രാപ്തി ഉണ്ടായതും. ദിവ്യതീർത്ഥത്തിന്റെ ഉറവയായ കിണ്ണിക്കിണറും ഇവിടത്തെ ഒരു അത്ഭുതമാണ്. 1903 ജനുവരിയിൽ SNDP യോഗത്തിന് രൂപം നൽകിയ പ്ലാവിൻ ചുവട് ഇവിടെ ഒരു ചരിത്രരേഖയായി കാണാം. വാവൂട്ട് യോഗമാണ് പിന്നീട് SNDP യോഗമായി പരിണമിച്ചത്. ഡോക്ടർ പൽപ്പുവും കുമാരനാശാനുമെല്ലാം ഈ ഫലവൃക്ഷത്തണലിൽ ഇരുന്നാണ് ലോകസംഗ്രഹത്തിനായി സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. യോഗത്തിന്റെ 1ാം വാർഷിക സമ്മേളനവും ഭഗവാന്റെ ദിവ്യ സാന്നിധ്യത്തിൽ അരുവിപ്പുറത്താണ് നടന്നത്. അന്ന് അവിടെ നടന്ന വനിതാ സമ്മേളനത്തിൽ ഡോക്ടർ പൽപ്പുവിന്റെ മാതാവ് പപ്പമ്മയാണ് അധ്യക്ഷത വഹിച്ചത്. അരുവി കടന്ന് നീന്തി വരേണ്ടിയിരുന്ന അരുവിപ്പുറത്തിനെ ഒരു പാലവും റോഡും നൽകിക്കൊണ്ട് പുറം ലോകവുമായി ബന്ധിപ്പിച്ചത് TK ദിവാകരൻ മന്ത്രിയായിരുന്ന കാലത്താണ്. അദ്ദേഹത്തിന്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മഹാഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യൻ CR കേശവൻ വൈദ്യർ നിർമ്മിച്ചു നൽകി 1988 അരുവിപ്പുറം പ്രതിഷ്ഠാ ശതാബ്ദിക്ക് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തുറന്നുകൊടുത്ത കീർത്തിസ്തംഭവും ഇവിടെ കാണാം. ശിവരാത്രി ദിനം പ്രാർത്ഥനാ നിർഭരമാകും അരുവിപ്പുറത്ത്. ശ്രീ ഗുരുദേവൻ നടത്തിയ വിപ്ലവകരമായ പ്രതിഷ്ഠാദിനം കൂടിയാണ് മഹാശിവരാത്രി. രാത്രിയിലെ ദിവ്യമായ പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ ഭക്തർ നടത്തുന്ന 1001 കുടം അഭിഷേകം കാണുന്നത് മനസ്സിന്റെ പുണ്യമാണ്. കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളേ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ജാതിഭേദമില്ലാത്ത ലോകം, മതദ്വേഷമില്ലാത്ത നാട്, എല്ലാവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. അത് പ്രവർത്തിച്ചു നേടാൻ ദുഷ്കരമായ ലക്ഷ്യമാണ്. എങ്കിലും ഇന്നും ആ ഉദ്ദേശത്തിൽ ഉറയ്ക്കുന്നവർക്ക് എത്തിച്ചേരാവുന്ന പ്രത്യാശയുടെ നിറവാണ് അരുവിപ്പുറം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന
മനോർഭവജനായ ദൈവ്യം ജനം. മനുഷ്യനാവുക, ദിവ്യഗുണശാലിയായ മനുഷ്യരെ സൃഷ്ടിക്കുക. ഇത് ഋഗ്വേദം നടത്തിയ മഹത്തായ ഉദ്ബോധനം. മനുഷ്യത്വത്തിൽ ദൈവീകത ദർശിച്ച് ദിവ്യഗുണശാലികളായ മനുഷ്യരെ സൃഷ്ടിക്കാനായി ഭഗവാൻ ശ്രീനാരായണ ഗുരു പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരുക്കിയെടുത്ത മംഗളകാരിയായ ഗിരിയാണ് വർക്കല ശിവഗിരി. ശിവഗിരി ശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കും SNDP യോഗം രൂപീകരണത്തിനും ശേഷം നടത്തിയ ദീർഘസഞ്ചാരങ്ങൾക്കിടയിലാണ് വർക്കലത്തുരപ്പിന് മുകളിലുള്ള കൈതക്കോണം കുന്നിന്റെ ഒരു ഭാഗത്ത് മഹാഗുരുവിന്റെ അധിവാസമുണ്ടായത്. അക്കാലം സഞ്ചാരികളെ കൊള്ളയടിച്ചും മറ്റും ഉപജീവനം കഴിക്കുന്ന സംഘം വർക്കലയിൽ അധിവസിച്ചിരുന്നു. അന്യന്റെ കണ്ണീരുണ്ട് ജീവിക്കുന്ന ജനവിഭാഗം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അധസ്ഥിത ജനത പുറം ലോകത്തെന്തെന്നറിയാതെ ജീവിക്കുന്നു. ഇവരെ സമുദ്ധരിക്കുകയായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം. കൈതക്കോണം കുന്നിന് ഭഗവാൻ ശിവഗിരി എന്ന് നാമകരണം ചെയ്തു. 1904 അടുപ്പിച്ച് ഭഗവാൻ ഇവിടെ വാസമുറപ്പിച്ചു. രോഗമുള്ളിടത്ത് ചികിത്സാകേന്ദ്രം വേണമെന്നാണ് ശിവഗിരിയിൽ ആശ്രമം തുടങ്ങുന്നതിനെക്കുറിച്ച് മഹാഗുരു കൽപ്പിച്ച വാക്കുകൾ. വർക്കലയുടെ മുഖം തന്നെ മാറ്റി ഭഗവാന്റെ ദിവ്യ സാന്നിധ്യമൂറുന്ന ശിവഗിരിക്കുന്ന് ഇന്ന് ലോകത്തെ വിലമതിക്കാനാവാത്ത അധ്യാത്മ ചൈതന്യത്തിന്റെ നിറകുടമായി പരിലസിക്കുന്നു. വെളുപ്പിന് 4 മണിക്ക് പ്രപഞ്ചമുണർത്തുന്ന ദിവ്യമണിനാദം മുഴക്കി ഭഗവാൻ ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾ ധ്യാനമുണരുന്ന ശിവഗിരി. 4:30 പ്രാർത്ഥനാ മന്ദിരത്തിലെ യജ്ഞശാലയിൽ അറിവിന്റെ അഗ്നി ഉണർത്തുന്ന ആചാരനിഷ്ഠ, വേദവും വേദാന്തവും സമന്വയിക്കുന്ന സർവാർപ്പണ മന്ത്രം ഹവിസിൽ ജ്വലിച്ചുയരുന്ന ദിവ്യാനുഭൂതിയാണ് ഇവിടെ നിറയുന്നത്. മഹാഗുരുവിന്റെ ഹോമമന്ത്രത്താൽ ജ്വലിച്ചുയരുന്ന അറിവിന്റെ അഗ്നി നമ്മിലെ അജ്ഞതയെ, വിഷയവാസനകളെയൊക്കെ വറുത്തുകളയുന്നു. ത്വയി വിഷയായിതി സമിധോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. അമ്മയുണർന്നാൽ അറിവുണർന്നു. പ്രാർത്ഥനാ മന്ദിരത്തിന് തൊട്ട് താഴെ വിദ്യാരംഭം കുറിക്കാൻ ശ്വേതപത്മത്തിൽ ചതുർബാഹുവായ ശാരദാംബയെ ഭഗവാൻ കുടിയിരുത്തിയിരിക്കുന്നു. മീനായും മാനായും പർവ്വതമായും പക്ഷിയായും അണുവായുമെല്ലാം നിറഞ്ഞു വിലസുന്ന അമ്മയെ ആശ്രയിച്ചാൽ പ്രപഞ്ചമാകുന്ന മാറാപ്പ് മാറ്റി അമ്മ ഒരുമയുടെ സ്തന്യം പകർന്നു തരും. അത് നേടി ധർമ്മം, അർത്ഥം, കാമം എന്നിവയിലൂടെ മോക്ഷസ്ഥിതനായി പുരുഷാർത്ഥ പൂർത്തി നേടാം. 1912 ശാരദാ മഠത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ ശാരദയെ പ്രതിഷ്ഠിച്ചത്. ഉത്സവങ്ങളും ഘോഷങ്ങളുമില്ലാത്ത മാതൃകാ ദേവാലയമാണിത്. ഇവിടെ അഭിഷേകവും എഴുന്നള്ളത്തുമില്ല. ശാരദയ്ക്ക് വെള്ളവും പൂവും മതിയെന്ന ഭഗവാന്റെ വിശുദ്ധ വാക്കുകൾ അനുസരിച്ചാണ് പൂജാക്രമം. മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗഖഗം താനായതും ധരനദീ നാരിയും നരനും ആനാഗവും നരകവും. 72 വത്സരം ഭൂമിയിൽ പദമൂന്നി ദഹരാകാശത്തിലേക്ക് ശിരസുയർത്തി ജ്ഞാനഗംഗയെ കരുണാസമുദ്രം പോലെ കണ്ണുകളിൽ നിറച്ച് നീണ്ട ബാഹുക്കളിൽ അനുകമ്പയുടെ കർമ്മകാണ്ഡവുമായി വിസ്മയകരമായ ജീവിതം നയിച്ച ഭഗവാൻ ശ്രീനാരായണ ദേവന്റെ ദിവ്യഗേഹം ഉള്ളിൽ സൂക്ഷിക്കുന്ന മണ്ണാണ് ശിവഗിരി.
അതിന്റെ ഉത്തുംഗത്തിൽ വിണ്ണിലേക്കുയർന്നു നിൽക്കുന്ന മഹാസമാധി മന്ദിരത്തിൽ ഭഗവാൻ നിതാന്ത ധ്യാനത്തിൽ അമർന്നിരിക്കുന്നു. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ. ഇവിടം പവിത്രമാണ്, പരിപാവനവും. മനുഷ്യായുസ് സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖത്തോടെ വരുന്നവർക്ക് ശരിയായ ആത്മസുഖമെന്തെന്ന് പറഞ്ഞു നൽകും ഭഗവാൻ ശ്രീനാരായണ പരമഹംസൻ. ദുഃഖത്തോടെ വരുന്നവരെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ദുഃഖങ്ങളെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് പകർന്നു നൽകും. ഉദയത്തിനു മുൻപും സന്ധ്യാനേരത്തും മഹാസമാധിയിൽ നമിക്കാനായാൽ ലഭിക്കുന്ന ആത്മസുഖം ലോകത്ത് മറ്റൊരു ആധ്യാത്മിക കേന്ദ്രത്തിൽ നിന്നും ലഭിക്കില്ലെന്ന് അനുഭവജ്ഞർ നിസ്സംശയം ബോധിപ്പിക്കുന്നു. നഗുരോരധികം തത്വം നഗുരോരധികം തപ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. MP മുത്തേടത്തെന്ന ത്യാഗിയായ ഭക്തൻ നിർമ്മിച്ച് സമർപ്പിച്ചതാണ് ഈ വിശുദ്ധ മന്ദിരം. 1968 ജനുവരി 1 ഇവിടെ ഭഗവാന്റെ മാർബിൾ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. എല്ലാം ഒന്നിൽ നിന്നുണർന്നു കാണുന്നു എന്ന അറിവാണ് ബ്രഹ്മവിദ്യ. പല മതസാരവും ഏകം എന്ന അറിവാണ് ഭഗവാൻ മാനവരാശിക്ക് പകർന്നത്. അത് വെറുതെ പറയാനുള്ളതല്ല, പല മതങ്ങളുടെയും സാരം പഠിച്ചറിഞ്ഞ് ബോധ്യപ്പെടേണ്ട സത്യമാണ്. അതിനുള്ള വിശിഷ്ടമായ പാഠശാലയാണ് ബ്രഹ്മവിദ്യാലയം. 7 വർഷത്തെ ബ്രഹ്മവിദ്യാ പഠനത്തിലൂടെ ശിവഗിരിയുടെ സാരഥ്യം വഹിക്കാൻ കെൽപ്പുള്ള സന്യാസി സംഘത്തെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മവിദ്യാലയമാണ്. ഇവിടെ ബ്രഹ്മചാരികളായി വിദ്യാഭ്യാസം നേടുന്നവർക്ക് സന്യാസത്തിലേക്കും ഗാർഹസ്ഥ്യത്തിലേക്കും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ലോകത്തെ വികലമായ വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്കും മതഭ്രാന്തിനും അറുതി വരുത്താൻ ഭഗവാൻ തുടങ്ങിവച്ച മഹത്തായ ബ്രഹ്മവിദ്യാലയം ഒരു വിശ്വസർവകലാശാലയായി വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഭഗവാന്റെ പ്രിയ ശിഷ്യസംഘമായ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനും മഹാത്മാഗാന്ധിക്കും CF ആൻഡ്രൂസിനും ശ്രദ്ധാനന്ദജിക്കുമടക്കം ഒട്ടേറെ മഹത്തുക്കൾക്ക് ആതിഥ്യമരുളിയ ഭഗവാന്റെ വൈദിക മഠം. ഞാവൽ മരത്തിൽ പടിഞ്ഞാറേ കടലിൽ നിന്ന് വരുന്ന ഇളം കാറ്റ് തട്ടി രാമച്ച വിശറി പോലെ വീശുന്ന ഇവിടം മനഃശാന്തിക്ക് പറ്റിയ ഇടമാണ്. ഉള്ളിലെ മഹാസങ്കടങ്ങളെ ഈ ചെറുഗേഹത്തിന്റെ വിശുദ്ധാന്തരീക്ഷം അലിയിച്ചു കളയും. ഇവിടെ വച്ചാണ് ഭഗവാൻ 1104 കന്നി 5 മഹാസമാധി പൂണ്ടത്. നിങ്ങൾക്ക് കർമ്മഗതിയിൽ തടസ്സം നേരിടുമ്പോൾ ഇവിടെ വന്ന് ഈ റിക്ഷയെ വണങ്ങി ഭഗവാനെ സ്മരിച്ചാൽ മതി. വിഘ്നങ്ങളകന്ന് ജീവിത റിക്ഷ ഭഗവാൻ തന്നെ ചലിപ്പിക്കും. തൃപ്പാദങ്ങളുടെ പിൻഗാമിയായി അഭിഷേകം ചെയ്യപ്പെടാൻ നിയോഗം സിദ്ധിച്ച പ്രിയ ശിഷ്യൻ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ സമാധി മന്ദിരവും ശിവഗിരിയിലുണ്ട്. മഹാസമാധിയിലേക്കുള്ള പടിക്കെട്ടിന്റെ തുടക്കത്തിലാണിത്. ഭക്തി കൊണ്ടും ത്യാഗം കൊണ്ടും ഉജ്ജ്വലമായ സന്യാസ ജീവിതം നയിച്ച ബോധാനന്ദ സ്വാമികളെ വണങ്ങിയിട്ട് വേണം നാം മഹാസമാധിയിലേക്ക് പടികയറാൻ. ചിങ്ങമാസത്തിലെ ചതയമാണ് ഭഗവാന്റെ ജന്മനക്ഷത്രം. കന്നി 5 അവിടുത്തെ ദിവ്യ സമാധിയും. ഈ 2 ദിനങ്ങളിൽ ശിവഗിരി കുന്ന് അക്ഷരാർത്ഥത്തിൽ ഭക്തിക്കടലായി മാറും. ആധ്യാത്മജ്ഞാനം ആവോളം പകർന്നു നൽകുന്ന ഇടമായി മാറും. ഓം ശ്രീ
ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വഴിയലഞ്ഞു വരുന്നവർക്ക് ശരീരശുദ്ധി വരുത്തിയെത്തിയാൽ 3 നേരവും ശുചിത്വമുള്ള ആഹാരം വിളമ്പുമായിരുന്നു കരുണാസാഗരമായ ഭഗവാൻ ഗുരുദേവൻ. ആദ്യകാലത്ത് വീടുകളിൽ പോയി ഭിക്ഷ യാചിച്ച് കിട്ടുന്ന അരിയാണ് വേവിച്ചതെങ്കിൽ പിന്നീട് ഭക്തരിൽ ഉള്ളവർ വന്ന് സമർപ്പണമായി അരിയും സാധനങ്ങളും നൽകുമായിരുന്നു. ഭഗവാൻ തുടങ്ങിവെച്ച അന്നദാനം ഗുരുപൂജയായിട്ടാണ് ശിവഗിരിയിൽ നിർവഹിക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഇത് ലഭിക്കും. ജീവിതകാലം മുഴുവൻ ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പയോടെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഭഗവാനോട് കഥയൊന്നും അറിയാത്ത ഒരാൾ ഒരിക്കൽ ചോദിച്ചു, പശുവിന്റെ ഇറച്ചി കഴിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന്. അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ഭഗവാൻ തിരികെ ചോദിച്ചത്. മരിച്ചു എന്നുത്തരം. കുഴിച്ചിട്ടോ അതോ തിന്നോ എന്ന് ഭഗവാന്റെ മറുചോദ്യം. ആ മറുചോദ്യത്തിലുണ്ട് അവിടുത്തെ ജീവകാരുണ്യം. ഭഗവാന്റെ ദിവ്യമായ ശിവഗിരി ആശ്രമത്തിലും ഈ ഗോമാതാക്കൾ സസുഖം വാഴുന്നുണ്ട്. ഗോശാലയ്ക്ക് പുറമേ തന്നെ സമൃദ്ധമായ കാർഷിക നിലങ്ങളും ശിവഗിരിക്ക് സ്വന്തമായുണ്ട്. വന്ന് താമസിക്കാനും ഭജനമിരുന്ന് മനഃശാന്തി നേടാനും പറ്റിയ ഇടമാണ് ശിവഗിരി. പുറത്തുനിന്ന് വരുന്ന അതിഥികൾക്ക് ശാന്തമായി ഉറങ്ങാനും വിശ്രമിക്കാനും ഒരു അതിഥി മന്ദിരവുമുണ്ട്. ശിവഗിരിക്ക് തൊട്ടടുത്തായാണ് ഭഗവാൻ നേരിട്ട് സമർപ്പണം സ്വീകരിച്ച് നിർമ്മിച്ച മഹാവിദ്യാലയം. അതിനടുത്തായി ഒരു കൺവെൻഷൻ സെന്ററുമുണ്ട്. ദൈവദശകത്തിന്റെ 100ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ദൈവദശകം ശതാബ്ദി മന്ദിരവും ഗുരുധർമ്മ പ്രചരണ സഭയുടെ ഓഫീസും ശിവഗിരിക്കുന്നിലാണ് പ്രവർത്തിക്കുന്നത്. ആതുര സേവന രംഗത്തിന് ശിവഗിരിയുടെ സംഭാവനയാണ് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രി. ഇതോടനുബന്ധിച്ച് നഴ്സിംഗ് കോളേജും പ്രവർത്തിക്കുന്നു. വിവേകം താനേ വരില്ല, നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്ന ഭഗവത് മൊഴികേട്ടെത്തുന്നവർക്ക് വിജ്ഞാനത്തിന്റെ പുസ്തക കലവറയുണ്ട് ശിവഗിരിയുടെ താഴ്വരയിൽ. ധർമ്മസംഘം ട്രസ്റ്റിന് സ്വന്തമായി പുസ്തക പ്രസാദന കേന്ദ്രവുമുണ്ട്. ഇവിടെ നിന്നാണ് അധ്യാത്മജ്ഞാനത്തിനുതകുന്ന അറിവുമായി ശിവഗിരി മാസിക പുറത്തിറങ്ങുന്നത്. ശ്രീ ഗുരുദേവൻ സ്നാനം ചെയ്ത വടക്കേ ഓവ് ഇന്നും തെളിവാർന്ന ജലമൊഴുകുന്ന തീർത്ഥമായി നിലനിൽക്കുന്നു. ഇവിടെ വഴി ഒഴുകിവരുന്ന ജലത്തെ കുഴൽവെള്ളമെന്നാണ് ഭഗവാൻ വിളിച്ചത്. വർക്കലക്കുന്ന് കൊച്ചിയും തിരുവനന്തപുരവും തമ്മിലുള്ള ജലമാർഗ വ്യാപാരത്തിന് തടസ്സമായപ്പോൾ രാജഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഈ തുരപ്പ്. ഇന്നിപ്പോൾ നിർദ്ദിഷ്ട ദേശീയ ജലപാതയുടെ ഭാഗവുമാണ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.
ശിവഗിരിയിലെ മാവും ഞാവലും പ്ലാവും അടക്കമുള്ള മഹാവൃക്ഷങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ വാക്കുകൾ ധരിച്ചാണ് നിൽക്കുന്നത്. ഈ കുന്നിലാകെ നടന്ന് ഗുരുമൊഴികൾ നുകർന്നാൽ അതുമതി ജീവിതധന്യം നേടാൻ. കോട്ടയത്തെ നാഗമ്പടം ശിവക്ഷേത്രമുറ്റത്തെ തേന്മാവിൻ ചുവട്ടിൽ വച്ച് 1928 ജനുവരി 16 ഭഗവാൻ അനുമതി നൽകിയ ശിവഗിരി തീർത്ഥാടനം ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷം 1900 88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. $473 cash or card? $473 cash or card? No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ശിവഗിരി തീർത്ഥാടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഇനി അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കാം. അരൾവായ്മൊഴി അരിഗ്നാർ അണ്ണാ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ സ്വാഗതം ചെയ്യാം ഏറെ ആദരവോടുകൂടി 88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനത്തിലെ ശാസ്ത്ര സാങ്കേതിക പരിശീലന സമ്മേളനത്തിലേക്ക് ശ്രീ പത്മനാഭ പിള്ളായി. ஈ அறியா பசுந்தேனே, எழுத்தறியா மறைபொருளே, காய் அறியா செங்கனியே, கற்பகத்தின் பசுந்தொழிலே, தாய் அறியா கருவிருந்து அமுதூட்டும் தாய்ப்பொருளே, நீ அறியா செயலுளவோ நின்பாதம் வணங்கி மகிழ்ந்து தொடங்குகிறேன். இல்லாமல் இருந்த என்னை இங்கு இருக்கச் செய்த என் அன்னை, சொல் இல்லாமல் இருந்த என்னை பெயர் சொல்லச் செய்த என் தந்தை, பொல்லாங்கு சொல்லாத என்னை நல்லாங்கு இங்கு இருக்கச் செய்த என் ஆசான், எல்லாம் வல்லான் தாழ்பணிந்து மகிழ்ந்து வணங்கி தொடங்குகிறேன். இந்த சிவகிரி மடத்தினுடைய சார்பில் நடைபெறுகின்ற இந்த நிகழ்வில் எனக்கு ஒரு அரிய வாய்ப்பினை நல்கியமைக்காக முதற்கண் இறைவனுக்கு நன்றி கூறி தொடங்குகிறேன். சாதாரணமாக இந்த ஸ்ரீ பத்மநாப சாமியினுடைய நிலம் என்று சொல்லப்படுகின்ற கேரள மண்ணில் பிறந்து உலகளாவிய ஒரு ஆன்மீக அருளாளனாக, சமுதாய சிந்தனையாளனாக போற்றப்பட்டு வருகின்ற செம்பழனி செம்பர் என்றும், அறிவிப்புறம் கண்ட ஆன்மீகவாதி என்றும், சிவகிரி தந்த சித்தர் என்றும், வயல்வாரம் தந்த வேதாந்தி என்றெல்லாம் போற்றப்படுகின்ற மகா மேரியவர் திரு நாராயணகுரு அவர்களுடைய பெருமையை பற்றி ஓரிரு வார்த்தைகள் சொல்வதற்கு இந்த வாய்ப்பு கிடைத்தமைக்காக நான் மனதார மகிழ்கின்றேன். காரணம், சான்றோர்களே, ஒரு ஜாதி, ஒரு மதம், ஒரு கடவுள் என்ற உலகறிய உயரிய உண்மையை உலகிற்கு உழைத்து போற்றி நின்றவர்
சமுதாய மறுமலர்ச்சிக்காக அர்ப்பணிப்போடு செயல்பட்டு வாழ்ந்து முடித்தவர். உண்மையிலேயே சொல்லப்போனால் தானாகவே ஒரு உயர்ந்த நிலையை அவர் எய்தி இருக்கின்ற போது அந்த பெரியவர் திருநாராயணகுரு அவர்கள் நமக்கு விட்டு சென்ற சில சமுதாய சிந்தனைகள் பற்றிய செய்திகளை உங்கள் முன்னால் பகிர்ந்து கொள்வதில் மிக்க மகிழ்ச்சி அடைகிறேன். புகழ் பெற்றவர்களை புகழ்கின்ற போது புகழ்கிறவர்களும் புகழ் பெறுவார்கள் என்பதுதான் உலகியல் நடைமுறை. அந்த அடிப்படையிலேயே எனக்கு இந்த அரிய வாய்ப்பு கிடைத்ததாகவே நான் கருதி கொள்கின்றேன். சாதாரண நிலையில் இந்த உலகில் நம்முடைய வாழ்க்கையில் 2 நிகழ்வுகள் நடந்து கொண்டே இருக்கின்றன. ஒன்று பிறப்பு, இன்னொன்று இறப்பு. நாம் இந்த மண்ணில் பிறப்பதற்கு நாம காரணமாக அமையவில்லை. யாரும் விரும்பி நாம் இன்று பிறந்திருக்கின்ற சூழ்நிலையிலோ குடும்பத்திலோ ஜாதியிலோ இனத்திலோ பிறந்ததில்லை. இறைவனால் வருவிக்க உற்றோம், சேர்ந்தோம், வாழ்ந்து கொண்டு இருக்கிறோம். இதுதான் இயல்பு. அடுத்து சொல்ல இன்னொரு நிகழ்வு மரணம். என்று நிகழும் என்று யாருக்குமே தெரியாது. ஆனால் நிகழ்வது மட்டும் நிச்சயம் என்பது எல்லோருக்கும் தெரியும். இருந்தாலும் அதை ஒருபுறம் ஒதுக்கிவிட்டு தன்னுடைய ஆடல் பாடல்களை எல்லாம் நடத்தி கொண்டிருக்கின்ற இந்த உலகத்திற்கு ஒரு அடிப்படையாக சொல்கின்றார்கள். இதைத்தான் வள்ளுவர் சொல்வார், நெருநல் உளன் ஒருவன் இன்றில்லை எனும் பெருமை உடைத்து உலகு என்று. நேற்று இருந்தார் இன்றில்லை என்பார். அது மாதிரி எப்ப நடக்கும், எப்படி நடக்கும் யாருக்கும் ஒரு உத்தரவாதம் தர முடியாத ஒரு நிகழ்ச்சி. ஆனால் அது நடந்து கொண்டுதான் இருக்கிறது. அது மரணம். இந்த பிறப்புக்கும் மரணத்துக்கும் இடைப்பட்ட காலகட்டத்தில் நாம் எவ்வளவு ஆற்றலோடு வாழ்ந்து கொண்டிருக்கிறோம், அந்த தூரத்தை நாம் எவ்வளவு திறமையாக கடந்து கொண்டிருக்கிறோம் என்பதுதான் நாம் வாழ்ந்து கொண்டிருக்கின்ற வாழ்க்கை. வரமுறைப்படுத்தப்பட்ட நெறிமுறைகளுக்கு உட்பட்டு சமுதாயம், சமூகம், மேம்பாடு இவற்றை அடிப்படையாக கொண்டு வாழ்ந்து காட்டுவதுதான் வாழ்க்கை. பிறந்தது இருப்பது அல்ல, எல்லோரும் இருக்கிறார்கள், பிறந்தோம், இருக்கிறோம். ஆனால் வாழ்ந்தோம் என்று சொல்கின்ற போது அதற்குரிய சில நிலையில் இருப்பவர்களைத்தான் நாம் அந்த வாழ்ந்தோம் என்ற அடிப்படையில் சொல்ல முடியும். அப்படி வாழ்ந்தோம் என்று சொல்கின்ற போது இன்னொரு செய்தி சொல்வார்கள். இறைவன் நம்மை படைக்கின்ற போது ஆளுக்கு ஒரு வினாத்தாளை கொடுக்கிறான். அந்த ஒவ்வொரு வினாத்தாளும், ஒவ்வொருவருக்கு வழங்கப்படுகின்ற வினாத்தாளும் தனித்தனி வினாக்களை கொண்டவை. நாம் நம்முடைய திறமையின் அடிப்படையில், ஆற்றலின் அடிப்படையில், அனுபவத்தின் அடிப்படையில் அதை எந்த கேள்விகளுக்கு எவ்வாறு விடையளித்து நாம் மகிழ்கிறோம் என்பதை பொறுத்து நம்முடைய வாழ்க்கை அமைகிறது. ஆகவே வாழ்க்கையை நல்ல முறையில் அமைத்துக் கொள்வதும் இடையே குழப்பமான சூழ்நிலையை உருவாக்கி தத்தளித்துக் கொண்டிருப்பதும் நம்முடைய மனநிலைதான் அடிப்படையில் ஒழிய இறைவனுடைய வரவு அல்ல. இறைவன் எல்லோருக்கும் ஒன்றாகவே தருகிறார் என்ற ஒரு அடிப்படை தான் வாழ்க்கையினுடைய முக்கியம். இந்த வாழ்க்கை இப்படித்தான் வாழ வேண்டும் என்று வரன்முறைப்படுத்தி தருவதற்காக, அல்லது எப்படியும் வாழலாம் என்று எண்ணக்கூடாது என்பதை எடுத்துச் சொல்வதற்காக, வாழ்கின்ற போது எப்பொழுது தர்மம் தளர்வுறுகிறதோ அப்பொழுது அந்த தர்மத்தை காப்பதற்காக இறைவன் வருவது உண்டு. எப்பொழுது அறம் திறமாறி நிற்கிறதோ அப்பொழுது மரம் திறமேற விடாமல் தடுப்பதற்காக இறைவன் வருவது உண்டு. அப்படி இறைவன் மேலிருந்து இறங்கி நமக்கு நம்மிடையே உறவுவதுதான் அவதாரம் என்று அழைப்பது உண்டு. இந்த அவதாரத்தை பொறுத்த வரையில் தர்மத்தை காப்பதற்காக, தர்மம் அழிகின்ற போது அல்லது அழிவுறுகின்ற போது அதை காப்பதற்காக இறைவன் வருவது உண்டு. பரித்ராணாய சாதுனாம் விநாசாய சதுஷ்கிருதம் தர்ம தம்ஸ்தாபனார்தாய சம்பவயாமி யுகே யுகேன்னு சொல்லுவோம். எங்கே தர்மம் தளர்வுறுகிறதோ, அதர்மம் துளிர்கிறதோ, எங்கே அறம் நிறம் மாறுகிறதோ, மரம் திறம் ஏறுகிறதோ அங்கே அதை காப்பதற்காக மரம் தடித்து அறம் போற்றி, அதர்மம் அழித்து தர்மம் காப்பதற்காக இறைவன் வருவது உண்டு. இதுதான் அவதாரத்தினுடைய அடிப்படை. துஷ்ட நிக்கிரக சிஷ்ட பரிபாலன என்று சொல்வது உண்டு. இந்த அவதாரங்களை எடுக்கின்ற போது நம்முடைய மக்களிலே பலரும் பெருநிலையில் அவதாரம் எடுத்து வந்திருக்கின்றார்கள். ஆனால் ஒவ்வொருவரும் சிலர் அருள் பெற்ற நிலையில்
நம்முடைய தேவாரம் திருவாசகம் முதலானவரை தந்த பெரியவர்கள் மகான்கள் அடிப்படையில் இருந்து இன்றைய காலகட்டம் வரைக்கும் பார்க்கின்ற போது சிந்தனைகளை தூண்டுகின்ற நிலையில் அறிவுரை தந்தவர்களும் அருள் நெறி வரையறுத்து தருகின்ற நிலையில் வந்த அருளாளர்களும் ஆன்மீகத்தை மேல் நோக்கி நின்ற ஆன்மீக செம்மர்களும் வந்த வாழையடி வாழையாக வந்த இந்த திருக்கூட்ட மரபினிலே தோன்றியவர்கள் தான் மகான்கள் என்றும் இறை தூதர்கள் என்றும் தேவ பிரசன்னர்கள் என்றும் தேவ மைந்தர்கள் என்றும் அதே நிலையில் அருளுறு நிலை தருகின்றவர்கள் பிரபாசகர் என்றும் அழைக்கப்படுவதுண்டு. இப்படி வருகின்ற போது அந்த மன்பதை காப்பதற்காக இறைவன் தருவதுதான் அவதாரம். அப்படி அவதாரமாக தோன்றுபவர்கள் தான் அருளாளர்கள். ஒரு சிலர் ஒரு காலத்தில் தோன்றி அந்த காலத்தில் இருக்கின்ற மன்பதையை காப்பாற்றி கரையேற்றுவதற்காக அவ்வப்போது அவதரித்தது உண்டு என்கிறார் டாக்டர் SS அவர்கள், டாக்டர் சுப்பிரமணியம் அவர்கள். ஒரு கிரேக்க அறிஞன் சொல்வான், இறைவன் தனக்கு உற்ற ஒரு தொண்டனை, தனக்கு உற்றவனை இந்த பிறப்பிலோ அல்லது அதற்கு முந்தைய பிறப்பிலேயோ தேர்ந்தெடுத்துக் கொள்வான், அவன்தான் அவதாரமாக வருகிறான் என்று அவர் சொல்கிறார். தேவர்கள் இறைவனிடம் முறையிட்ட போது அசுரர்களை அழித்து தேவர்களை காப்பதற்காக முருகன் அவதாரம் செய்ததாக கந்தபுராணம் பேசும். கருணை கூர் முகங்களாரும் கரங்கள் 12 கொண்ட ஆங்கொரு முருகன் வந்து உதித்தனன் உலகம் உய்யன்னு சொல்லும். அந்த உதித்தனன்கிற வார்த்தை தான் முக்கியமான ஒன்று. இருப்பது தோன்றி மறைவது, சூரியன் உதிக்கிறது மறைகிறது. ஆனால் இறையருள் இருக்கிறது, தோன்றுகிறது, அப்போது அதனுடைய பணி முடிகிறது என்ற நிலையில் உதித்தவன் என்ற ஒரு உதித்தனன் உலகம் உய்ய என்ற ஒரு வரியை கந்தபுராணம் பேசும். அதே நிலையில் வள்ளலார் பெருமான் கூட தான் இந்த மண்ணில் அவதரித்த செய்தியை சொல்கின்ற போது அகத்தே கருத்து புறத்தே விழுத்திருக்கின்ற உலகம் அனைத்தையும் சகத்தே திருத்தி அவரையும் சன்மார்க்க சங்கத்தே அடைவித்திட வேண்டி இகத்தே அவர்களும் பரத்தை பெற்று மகிழ்ந்திட வேண்டி இந்த உலகத்தில் இந்த யுகத்தில் இறைவனால் வருவிக்க வச்சேன் அருளும் பெற்றேன் என்றார். இறைவன் வள்ளலார் பெருமானை வருவிக்கலுற்றேன் என்று அவரே சொல்கிறார். அவரால் வருவிக்கப்பட்டோம், நாம பிறக்கவில்லை, அவராக அனுப்பப்படுகிறவர். அப்படி அனுப்புகிறவர்களில் அருள்மொழி முயன்றவர்கள் தான் இன்றும் உலக நிலையில் நின்று பெயர் பெறுகிறார்கள். உதாரணமாக சொல்ல போனா அந்த அடிப்படையில் வருகின்ற சில நேர்மைகளை கூறி சொல்கின்ற போது வங்காளத்திலே ஆரிய சமாஜம் நிறுவிய ராஜாராம் மோகன் ராய், பஞ்சாபில் பிரம்ம சமாஜம் கண்ட தயானந்த சரஸ்வதி சுவாமிகள், நம்முடைய தமிழ்நாட்டில் கண்ட வள்ளலார் கண்ட சன்மார்க்க சங்கம், அது மாதிரி பல்வேறு ரமண மகரிஷிகள் போன்றவர்கள் எல்லாம் தோன்றி அவ்வப்போது அந்த அவதார நோக்கத்தை நிறைவேற்றுகின்ற நிலையில் செயல்பட்டு இருந்திருக்கிறார்கள். புதுச்சேரியில் ஒரு அரவிந்தர் ஆசிரமம் நிறுவியது. இந்த திருக்கூட்ட மரபினில் வந்தவர்தான் கருவிலே திருவாக உருப்பெற்ற பெரியவர் திரு நாராயணகுரு அவர்கள் கேரளத்தில் வந்து பிறந்தார்கள் என்பதுதான் அடிப்படை செய்தி. இந்த நாராயணகுரு அவர்களுடைய பிறப்பும் அவருடைய வாழ்வும் வாக்கும் வளமும் சொல்கின்ற போது எந்த அளவிற்கு அவர் சமுதாய சிந்தனையோடு கொண்டிருந்தார் என்பதுதான் முக்கியம். கேரள மாநிலம் செம்பழந்தி பகுதியில் வயல்வார வீட்டில் 1856 செப்டம்பர் மாதம் பிறந்தவர் திரு நாராயணகுரு அவர்கள். என்ன சிறப்பு என்று சொன்னால், அவருடைய பிறப்பிற்கு அடிப்படையாக இருந்தவர்கள் தாய் தந்தையர்கள், கருவிலே தெருவுற்றவராக இருந்தவர்கள். அவர் தன்னுடைய விளக்கத்தை சொல்கின்ற போது மாடனாசான் குட்டியம்மை தம்பதியர்களுக்கு மகவாக இவர் பிறக்கிறார். அவர் பிறப்பதற்கு ஒரு சில மாதங்களுக்கு முன்னால் ஒரு நாள் ஒரு மெய்ஞானி ஒருவர் இவர்களுடைய இல்லத்து படுப்பறையில் வந்து உட்கார்ந்திருக்கிறார். பசியோடு களைத்து வந்திருந்த அவரை அவருடைய தாயார் குட்டியம்மை அவர்கள் கண்ணுற்று அவருக்கு பசியார உணவளித்து மனமாற வாழ்த்தி நின்றார். இந்த பசியார உணவளித்த அம்மையை
மெய்யடியார் அவர்கள் மனமாற வாழ்த்தும் போது ஒன்றை சொன்னார். இந்த வீட்டிலே ஒரு தெய்வ குழந்தை, ஞான குழந்தை தெய்வத்தின் சந்ததியாக வந்து பிறக்க இருக்கிறது. அவன் சாதாரண மனுஷன் அல்ல, உலகம் போற்றுகின்ற ஒரு ஆன்மீக நெறி பரப்பி வருகின்ற ஒரு உத்தமனாக வருவான் என்று சொல்லி சென்றாராம். என்ன செய்தி? இறைவன் அவதரித்து மண்பதையை காப்பதற்காக தருகின்ற போது இயற்கையே அவ்வப்போது கட்டியம் கூறியதாக வரலாறுகள் சொல்கின்றன. அந்த வகையிலே இயற்கையாக இறை அருளால் பெறப்பெற்றவர் தான் இந்த திருநாராயண குரு அவர்கள். ஒரு செய்தி, கனியினுடைய இனிமை தேனிலிருந்து பெறப்படுவதில்லை, சந்தனத்தினுடைய மனம் அகிலிலிருந்து பெறப்படுவதில்லை. பூ பிஞ்சாகி, பிஞ்சு காயாகி, காய் கனியாகின்ற போது இயற்கையாகவே அந்த பருவநிலை மாற்றங்களை அது அடைகின்ற போது அந்த இனிய சுவையையும் பெறுகின்றது. இதுதான் உண்மை. சந்தனத்தை அரைக்கின்ற போதுதான் அதனுடைய மனம் கமல தொடங்குகிறது. ஆகவே செயல்படுத்தப்படும் போதுதான் அதனுடைய பெருமை உலகறிய முடிகிறது என்ற நிலையிலே நாராயணகுரு அவர்களும் இளமையிலேயே விளையும் பயிர் முளையிலே என்ற நிலையில் எடுத்துக்காட்டாக வாழ்ந்து காட்டினார். இந்த குழந்தை பிறந்த போது சாதாரணமாக குழந்தைகள் பிறக்குமானால் பிறந்தவுடனே அந்த குழந்தை அழுவது உண்டு. ஆனால் திருநாராயண குரு அவர்கள் பிறந்தவுடன் அழவில்லை, அந்த குழந்தை அழவில்லை. பக்கத்தில் உள்ளவர்கள் எல்லாம் கண்ணீர் மல்க நிற்கிறார்கள், என்னவோ தெரியவில்லையே என்ற ஒரு ஏக்கத்தில் நிற்கிறார்கள். ஒரு விளக்கம் சொல்வார்கள், ஒரு குழந்தை இந்த மண்ணில் பிறந்தவுடனே அழுகிறது என்று சொன்னால் தன்னுடைய தாயினுடைய கருவறையில் இருள் நிலையில் உலகையே அறியாமல் இருந்த குழந்தை பிறந்த நேரத்தில் வெளிச்சத்தை பார்க்கின்ற போது எங்கோ வந்துவிட்டோமோ என்ற ஒரு அதிர்ச்சியில் அது உடல் துடிக்க அழத் தொடங்கும் என்று சொல்வார்கள். ஆனால் திருநாராயண குரு அவர்கள் அழவில்லையே, ஏன் என்ற கேள்வி எழுந்த போது பின்னால் வந்தவர்கள் அவருடைய வாழ்க்கை சரித்திரத்தை வைத்து சொன்ன விளக்கம், இந்த சமுதாயம் நாம் செய்ய வேண்டிய பணிகள் பலவற்றை தாங்கி இருக்கின்றன, இந்த சமுதாயத்திற்காக நம்ம செய்ய வேண்டிய உயரிய சிந்தனையோடு அந்த குழந்தை இறந்துதான் சிறிது நேரம் அது அழவில்லை, பிறகு அது நடைமுறை போல் அது அழத் தொடங்கியது என்ற ஒரு செய்தியை சொல்வார்கள். ஏன் இதை இங்கே சொல்கிறேன் என்றால், இளமையிலேயே அந்த இயற்கை அவருடைய நிலையை கட்டியம் காரி கூறி சென்றது என்றால் அது மிகையல்ல. இந்த இளமை பருவத்திலே அவர் இன மன நிற மொழி கடந்து எல்லோரிடம் ஒத்த பழகி, தாழ்ந்த ஜாதி உயர்ந்த ஜாதி என்ற வேறுபாடு எதுவுமே இல்லாமல் எல்லோரிடமும் மிக சிறப்பாக பழகி வந்த ஒரு குழந்தை. எல்லோரும் அவரை பெரிதும் பாராட்டுகின்ற ஒரு குழந்தையாக அது வளர்ந்து வந்தது. இது தன்னுடைய ஆரம்ப காலகட்டத்தில் அந்த ஒரு ஏழை சிறுவனுடைய வேலை குடிசையில் சோறு பொங்கிக் கொண்டு இருந்தது, பொங்கி வடிகிறதாம் பானையில். இவர் அந்த வழியாக சென்றவர் அந்த பானையில் வடிகின்ற சோறை கண்டவுடன் போய் இறக்கி கீழே வைத்து விட்டாராம். இவருடைய மனதில் எண்ணம் என்னவென்றால், அந்த சோறு பொங்கி வீணாக வடியுமானால் அது எத்தனை பேருக்கு அது உணவின்றி நிலையை உருவாக்கும் அல்லது பசியோடு இருக்க செய்துவிடும் என்று ஒரு உயரிய சிந்தனையை அவர் நினைத்து அதை இறக்கினாராம். ஆனால் அவர் வாழ்ந்த அந்த சமுதாயம் ஒரு குறிப்பிட்ட ஜாதியினுடைய வீட்டிற்கு இவர் ஏறியதை பெரிய குறையாக சொன்னது உண்டு. ஏன்னா ஜாதி தலைவிரித்தாடிய காலம் அது. அந்த நேரத்தில் அவர் அதை செய்தவர். ஏன் இதை அடிப்படையாக சொல்கிறேன் என்று சொன்னால், அவர் ஒவ்வொரு நிலையிலும் தன்னை யார் என்று காட்டுகின்ற ஒரு சமத்துவ சிந்தனையை உலகிற்கு எடுத்து வைத்தார் என்று சொன்னால் அது மிகையல்ல. இன்னொரு செய்தி, அவருடைய குடும்பத்தில் ஒரு மரண வீட்டில் இவர் அதை கவனித்துக் கொண்டிருக்கிறார். மரண நிகழ்வு முடிந்து அவரை அடக்கமெல்லாம் முடித்து நல்லடக்கமெல்லாம் முடிந்து எல்லோரும் வந்தாச்சு. மறுநாள் அந்த வீட்டில் ஒரே கலகலப்பும் ஆடம்பரமும் சிரிப்பும் கும்மாளமாக இருக்கிற இவர் பார்த்தார். கொஞ்ச நேரம் பார்த்துக்கிட்டு இருந்தவர், சரி இன்று நேரம் ஆளை காணலையே என்னன்னு சொல்லி எல்லாரும் தேடுறாங்களா. அவர் வாழை தோட்டத்தில் ஒரு மரத்து மூட்டில் உட்கார்ந்துருக்காரு. அப்ப என்ன இங்க வந்து உட்கார்ந்துருக்க அப்படின்னு கேட்டார். அவர் அதை நினைச்சாரா, உங்களுடைய மனநிலையை நினைத்து நான் வேதனைப்பட்டேன், எனக்கு விடை கிடைக்கவில்லை, ஆகவே தேடி வந்தேன். என்ன மனநிலை சொன்னா, நேற்று வரைக்கும் அவரை வச்சு பாராட்டினவங்க, ஒட்டு உறவு உரிமையெல்லாம் கொண்டாடிக்கிட்டு இருந்தவங்க
கொண்டு போய் அடக்கும் போது அழாத கண்ணீர் கிடையாத அளவுக்கு அழுது தீர்த்தவர்கள் இன்று மறந்த நிலையில் குதூகலமாக மாறிவிட்டார்கள். இதுதான் வாழ்க்கை. இதைத்தான் திருமூலர் சொல்லுவார். ஊரெல்லாம் கூடி ஒலிக்க அழுதிட்டு பேரையை மாற்றி பணம் என்று பெயரிட்டு சூரையங்காட்டித்தை கொண்டு சுட்டிட்டு நீரில் மூழ்கி எழுவார் நினைப்பொழிந்தாரே. அதோட முடிஞ்சு போச்சு. இதைத்தான் அவர் சொல்றார். இந்த மரணத்திற்காக அவர் அதிக முக்கியத்துவம் கொடுத்தது கிடையாது. பின்னால் வருகின்ற போது ஒரு செய்தியில் அவரே சொல்கிறார். அவர் இளமையா வீட்டில் இருக்கும்போது ஒரு உறவினர் இறந்ததாக ஒருத்தவங்க சொல்றான். ஐயா இறந்து போனாங்க, அழுதுகிட்டே சொல்றாங்க. ஏன்டா அழுக, மண்ணில் பிறந்தவங்கலாம் போய்த்தானே ஆகணும், அதை எடுத்து அந்த வாழைத்தோட்டத்தில் வெட்டி மூடுன்னா. ஏன்னா அவ்வளவுதான் வாழ்க்கைக்கு ஒரு முக்கியத்துவம், இவ்வளவுதான்ங்கிறத அவர் அதை எடுத்து சொன்னவர். இதெல்லாம் மேலான இளமையிலேயே ஒரு பெரிய கல்வியாளனாக வந்தார். இந்த இடத்துல திருநாராயண குரு அவர்களுடைய புலமைக்கு சான்றாக பல செய்திகளை சொல்ல முடியும். ஆனாலும் அவர் தான் எடுத்துக்கொண்ட முயற்சி இளமையிலேயே பல மொழி, தமிழ், மலையாளம், ஆங்கிலம், இளமையிலேயே அவர் தமிழ், மலையாளம், சிறிதளவு ஆங்கில பயிற்சி, வடமொழியில் கைதேர்த்த முயற்சி, இவையெல்லாம் கொண்டு ஒரு நல்ல பன்மொழி புலமையோடு அவர் இளமையிலேயே வளர்ந்தார் என்றால் அது மிக அல்ல. அதனுடைய பிரதிபலிப்பு அவர் ஆக்கிய நூல்கள், கற்றறிந்த நூல்கள், தேவாரம், திருவாசகம், திருமந்திரம் போன்றவையெல்லாம் இளமையிலேயே கற்றறிந்து அதனுடைய தாக்கத்தின் விளைவாக அவரே திருக்குறளை மொழிபெயர்த்ததுண்டு, தேவாரம் இயற்றியதுண்டு, ஆத்ம உபதேச சதகம் தந்ததுண்டு, தெய்வ சதகம் தசகம் எழுதியதுண்டு. இவை படைப்புகள் எல்லாம் அடிப்படையில் பார்த்தால் அது ஒரு சாத்திர நூலாகவும் தோத்திர நூலாகவும் போற்றுதலுக்குரியதுக்காகவும் வணக்கத்திற்குரியதாகவும் வழிநடத்தி செல்கின்ற வழிபாட்டு நூலாகவும் அது அமைந்தது என்று சொன்னால் அது மிகையல்ல. ஒரு இடத்தில் சைவ சித்தாந்த புலமை அவர் காட்டுகிறார். அறிபவன் இல்லை என்றால் அறிவு இல்லை. அந்த அறிவுக்கும் அறிபவனுக்கும் இடையில் வருகின்ற அறிவுதான் உலக அறிவு. அதை உணர்ந்து கொண்டால் பெருமை பெறலாம் என்று சொல்கின்ற போது ஒளிந்து பொருந்துவாரும் ஓர்ந்தால் இரண்டிலும் ஓர்வது ஏரோழி ஆன்மா என்று ஒன்றை சொல்வார். அங்கிங்கினாதபடி எங்கும் ஆதியாய் நின்றது என்று சொல்கிறார். இது தேவார திருவாசக செய்திகளிலே ஆங்கிங்கனாதபடி எங்கும் நிறைந்து ஆனந்தமூர்த்தியாகி அருளோடு நின்றது எதுங்கிற கேள்வி வரும். இப்போ அவருடைய அந்த தேவார புலமை, சைவ சித்தாந்த புலமை மிளிர்கிறது என்று சொன்னால் அது விலக்கு அல்ல. இன்னொன்று, அவர் மெல்ல ஒடுங்கிய இணைக அனைத்திடும் விளக்கினும் அதனை நோக்கியே அணைக என்று கூறுகிறார். அதனை அனைத்தினும் விளக்கிடும் அதனை நோக்கியே அணைக என்பதுதான் அவருடைய சிறப்பு. எதை விளக்குகிறது? உலகத்தையே விளக்குகிறது. எது விளக்குகிறது? பரம்பொருள் விளக்குகிறது. அந்த பரம்பொருள் விளக்குகின்ற அந்த ஒன்றை உணர்வதுதான் அடிப்படையில் அவர் கையாண்டு கொண்டிருக்கின்ற புலமையினுடைய எடுத்துக்காட்டு. இன்னொன்று, அவருடைய படைப்புகளை பார்க்கின்ற போது அவர் ஒரு கவிதையில் சொல்கின்றார். தெய்வ தசகம் என்ற நூலில் பவக்கடல் தாண்டவே செய்வாய் நாதனே நின் பாதம் எம் அரும் தோணியாய் நிற்குமே என்று இறைவனுடன் சொல்கிறார். இந்த வாழ்க்கை நாம் அனுபவித்துக் கொண்டிருக்கின்ற வாழ்க்கை பிறவி பெருங்கடல் என்று வள்ளுவர் சொல்லுவார். அந்த பிறவி பெருங்கடலை நீந்த வேண்டுமானால் இறையருள் வேண்டும் என்பது குறள் கூறும் நீதி. இதை இங்கே எப்படி கொண்டு வருகிறார் பாருங்கள். எங்களை கடத்துவதற்கு நின் பாதம் அரும் தோணி என்று சொல்கின்றார். அந்த கடலை நாங்கள் கடப்பதற்கு எங்களுக்கு உதவுகின்ற தோணியாக உங்களுடைய பாதம் இருக்கிறது என்று சொல்கின்ற போது அந்த இறை உணர்வை அவர் எடுத்து சொல்கின்றார். இன்னொரு இடத்தில் ஞானோதயமே ஞாதுருவே நாமாதியிலா நற்கதியே யானோ நீயோ ஆதிபரம் யாதாய் விடுமோ பேசாயே என்று கேட்கிறார். நீ அனைத்து அருளுக்கும் அறிவுக்கும் ஆரம்பமானவன், இன்று உன்னுடைய ஆதி அந்தம் இல்லாதவன், உருவமற்றவன்,
உருவாய் அருவாய் உளதாய் இளதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருவாய் என்று சொன்ன வரியை இங்கே நினைவூட்டுகின்ற நிலையில் அவர் சொல்கின்றார், நீ ஞானோதயமே ஞாதுருவே என்று சொல்கின்ற, நீயோ நானோ ஆதிபரமே என்று சொல்கின்ற போது, அதாவது இறைவனின்றி எதுவும் அவனின்றி அணுவும் அசையாது என்ற ஒரு உயரிய உண்மையை அத்தனை மொழிகளிலும் அத்தனை இலக்கிய சுவைகளிலும் அவர் அனுபவித்ததன் விளைவாக இந்த வரிகளை அவர் சொல்கிறார் என்று சொன்னால் அது மிகையல்ல. அடுத்து அவர் ஒரு சிறந்த ஆன்மீகவாதி. சாதாரணமாக சீர்திருத்த சிந்தனை உடையவர்கள் ஆன்மீக சிந்தனையில் இருப்பது குறைவு என்று சொல்வார்கள். ஆனால் திருநாராயண குரு அவர்கள் ஒரு சிறந்த ஆன்மீகவாதி. அவர் நாத்திகர் அல்ல. முதல்ல ஆன்மீகம்னா என்ன? ஞானம், கல்வி, தவம், சீர்திருத்தம் இவை நான்கும் இணையாத நேர்கோடுகள். இவை நான்கும் மனம் என்ற மையத்தில் இணையும். இந்த 4 நேர்கோடுகளும் இணைகின்ற மனம் தூய்மையாக இருந்தால் அந்த தூய மனத்தை பெறுகின்ற போது ஆன்மீகம் எழும். ஆன்ம சுத்திக்காக வருவதுதான் ஆன்மீகம். அந்த ஆன்மீக சுத்தியை பெறுவதுதான் ஆன்மீகம் என்ற அடிப்படையை வித்திட்டு காட்டியவர் திரு நாராயணகுரு அவர்கள். அந்த ஆன்மீகத்தை அவர் சொல்லும்போது நான், எனது என்ற அகங்காரம் நீங்கி உதடு ஒட்டி நாம், நமது என்று எப்பொழுது சொல்ல தொடங்குகிறோமோ அப்பொழுது நம் நெஞ்சில் ஆன்மீகம் வந்து விடுகிறது. எவன் ஒருவன் தன்னை பிறரிடம் படாடோபமாக காட்டிக்கொள்ளாமல் சுருக்கி கொண்டு வாழ்கிறானோ அவன் ஒரு ஆன்மீக நிலையை அடைகிறான் என்று சொல்வார்கள். ஆன்மீகத்தினுடைய அடிப்படையே தன்னை சுருக்கிக் கொள்வது. வள்ளலார் பெருமான் கரண்டை வரைக்கும் வேட்டி கட்டுறது கிடையாது, தலைய வேட்டி கட்டியது கிடையாது. அது ஆணவத்தினுடைய சின்னம் என்று அவர் கருதினார். ஒரு இடத்துல உட்காரும் போது கால் மேல கால் போட்டு உட்கார்றது கிடையாது, அது ஆணவத்தின் சின்னம் என்று அவர் கருதினார். ஆகவே எது மற்றவர்களுக்கு மரியாதை இல்லாத ஒன்றாகுமோ அல்லது எது மற்றவர்களுக்கு பயனுடையதாகுமோ அதை கொண்டு வருவதுதான் ஆன்மீகம். இன்றைய சூழலில் பல ஆன்மீகவாதிகள் கூட, சமயவாதிகள் கூட, மேடை பேச்சாளர்கள் கூட ஆன்மீகத்தையும் சமயத்தையும் போட்டு விரவி குழப்பிக் கொண்டிருக்கிறார்கள் என்று சொன்னால் அது மிகையல்ல. ஆன்மீகம் ஆன்மாவினுடைய செய்தியை பற்றியது ஆன்மீகம். சமயம் என்பது வாழ்க்கையினுடைய நெறியை வாழ வைப்பது. இப்படித்தான் வாழ வேண்டும் என்று சமைத்து வாழ்க்கையை நெறிப்படுத்தி தருவது சமயம். ஆனால் ஆன்மாவை தூய்மைப்படுத்தி ஆன்மனேயே உணர்வை உண்டு பண்ணி ஆன்ம சக்தியை, ஆன்ம சாந்தியை தருவது ஆன்மீகம். இதை அவர் தெளிவாக சொல்கின்ற போது ஒன்று சொல்வார், சமயம் கடந்த வார்த்தை ஆன்மீகம், வார்த்தை கடந்த சமயம், வார்த்தை கடந்தது இதயம் ஆன்மீகம். 2 நிலையில சொன்னா ஒரு செய்தியை சொல்றேன். இந்த ஆன்மீகத்தையும் சமயத்தையும் சொல்லும் போது இதயம் கடந்த வார்த்தை சமயம், இதயம் கடந்த வார்த்தை சமயம், வார்த்தை கடந்த இதயம் ஆன்மீகம். இது பல ஆன்மீக செம்மல்களுடைய வாழ்க்கை வரலாறை பார்க்கின்ற போது நமக்கு எளிதாக புரிந்து கொள்ள முடியும். அதாவது பேதங்களற்று அபேதமாக நிற்கின்ற போது ஆன்மீகம் எழும். அந்த ஆன்மீகம் வந்தால் தன்னிடையே இருக்கின்ற வேறுபாடுகளை மறைய தோன்றும். ஒரு மரம் கொப்பு, கிளை, இலை, காய்கனி எல்லாம் இருக்கு. ஆனா எல்லாம் பல நிலையில் இருந்தாலும், அபேதங்களாக இருந்தாலும், அந்த பேதங்கள் எல்லாம் அதில் இருந்தாலும் அவை எல்லாம் சேர்ந்து வரும்போது ஒரே மரமாக மாறுகின்ற போது அந்த அவற்றிற்கிடையே இருக்கின்ற பேதங்கள் மறைந்து அபேத நிலை அடைகின்ற போது, ஒன்றாகின்ற போது இந்த ஆன்மீகம் தலைக்கிருந்த ஒரு எடுத்துக்காட்டாக அது அமையும் என்று சொல்வார்கள். எது காணப்பட்டால் வேறு எதுவும் காணப்படவில்லையோ அதை காணுவதுதான் அறிவு என்பார்கள். எது காணப்பட்டால் வேறு எதுவும் காணப்படுவதில்லையோ அதை காண்பதுதான் அறிவு என்பது அறிவிற்கு தருகின்ற ஒரு விளக்கமாக அமையும். இந்த அறிவு அறிய அறிய அறியாமை புரியுமெனில் அறியாமை இதுவென்று புரியாமலே அறியாமையில் அழிந்து விடுவோமோ என்று ஒரு வரி சொல்வார்கள். அந்த அறியாமையை ஒட்டி காட்டுகின்ற ஒரு நிலை வருகின்ற போது அந்த
இதுதான் என்பதை எடுத்து காட்டுவதற்கு ஆன்மீகம்தான் கடைசியில் மனிதனுக்கு அமைதியை தரும் என்ற ஒரு உயரிய நிலையை அவர் சொல்வதுண்டு. அந்த ஆன்மீகத்துக்கு வருகின்ற போது அடிப்படையிலேயே ஒன்றை சொல்வார்கள். திருநாராயண குரு அவர்கள் பிறந்த போதே ஆன்மீக அடையாளத்தோடு பிறந்தார். அவருக்கு பெயர் சூட்டும் போது, பழைய காலத்துல பெயர் சூட்டும் போது பார்த்தோம்னா கடவுளுடைய பெயர்களை பிள்ளைகளுக்கு கொடுப்பான். ஆண்கள் பெயர்கள் பெண்கள் பெயர்கள்னு கொடுப்பான். இல்லைன்னா தன்னை பெற்றவர்களுடைய பெயரை கொடுப்பான். அல்லது தனக்கு மிகவும் பிரயோஜனமாக வளர்த்து ஆளாக்கி தெய்வத்திற்கொப்ப இருக்கின்றவர்களுடைய பெயர்களை தான் பெற்ற பிள்ளைகளுக்கு இடுவதுண்டு. ஆனா இப்போ நம்ம அதை சொல்லக்கூடாது. எப்படி இருக்குங்கிறதுனா அந்த பேர்ல ஒரு எழுத்தை மாத்திரம் வச்சுக்கிட்டு பேரையே விட்டுருது, அது வேற விஷயம். ஆனா இந்த பெயரிடும் போது தந்தை பெரியாரிடம் ஒருத்தன் பிள்ளைய கொண்டு கொடுத்து, சாமி ஐயா எனக்கு பிள்ளைக்கு பேர் விடுங்கன்னார். அவர் அந்த சொன்னாரா, லண்டன் பேர் விட்டார். என்ன ஐயா நீங்க லண்டன் பேர் விடுற என்ன, ஏன் நீ வைகுண்டம் ராமேஸ்வரம்லாம் விடுகல, அப்புறம் வைகம் இதை லண்டன் விட்டா என்னன்னு கேட்டாராம். ஏன் சொல்றேன்னா அந்த பேரிடக்கூடியது அவருடைய போக்கு வேற. இவங்க நம்ம அன்னைக்கு இருந்த லெவல் எப்படின்னா, நமக்கு எப்படி இறைவனுக்கு அந்த பெயரிடும் போது நாரணன் என்ற பெயர் இவருக்கு நானு என்ற பெயரிடப்பட்டது. அந்த தெய்வத்தின் பெயர். அந்த நாரணன் அருளாலேயே அவருடைய வாழ்க்கை முழுவதும் அமைந்ததாக சொல்வார்கள். அவர் ஆலய வழிபாட்டை மிகவும் விரும்பியவர், மிகவும் நிறைவேற்றியவர். அதற்காகவே அர்ப்பணிப்போடு வாழ்ந்தவர் என்று சொன்னால் கூட மிகையாகாது. நாம் சாதாரணமாக சொல்லுவோம், ஆலயம் இல்லா ஊரில் குடியிருக்க, ஆலயம் இல்லா ஊரில் குடியிருக்க வேண்டாம், கோயில் இல்லா ஊரில் குடியிருக்க வேண்டாம், ஆலயம் தொழுவது சாலமும் நன்றுலாம் நம்ம சொல்லுவோம். ஆனால் அந்த ஆலயத்தினுடைய முக்கியத்துவத்தை சொல்லும் போது அவர் ஒரு சில கிருபானந்த வாரியார் சுவாமிகள் ஒரு விளக்கம் கொடுப்பார். பால் பசு கொடுக்கிறது, அதனுடைய உடம்பில் இருக்கின்ற இரத்தத்தினுடைய வடிகட்டிய பிறகு அது பாலாக மடியின் மூலமாக கிடைக்கிறது. அதுக்காக பசுவை பிடிச்சி வெட்டினா ரத்தம் வரும் தான் பாலா வரும். அது மாதிரி இறைவனை காண்பதற்கு என்று வழிகாட்டுகின்ற ஒரு நிலைதான் அந்த ஆலயம், அந்த கோயில்கள். அந்த கோயில்கள் செல்கின்ற போது மன நிறைவு ஏற்படும் என்று சொல்கிறார். நம்ம இப்போ சாதாரண நம்ம விளக்கத்தில் சொல்லுவோம், அது கூட கேரள மாநிலத்தில் ரொம்ப முக்கியமா இருக்கும். ஆலயங்களில் போகும்போது ஆண்கள்லாம் மேலாடை இல்லாம போகணும், ஆடை இல்லாத ஒண்ணு அப்படி அல்ல அதனுடைய பொருள். அந்த மேலாடை படுகின்ற போது ஆலயத்தினுள்ளே அந்த குளிர்ந்த ஈர உடையோடு செல்கின்ற போது எழுகின்ற ஒரு அதிர்வலைகள் அங்கே இருக்கின்ற கற்சுவர்களில் மோதி, அல்லது கற்பக கிரகத்தில் இருக்கின்ற இறைவனுடைய கற்சிலையில் மோதி அங்கிருந்து எதிர்த்து வருகின்ற அந்த அலையினுடைய தாக்கம் நம்முடைய முழு உடம்பில் படுகின்ற போது ஒரு வகையான தெம்பு ஏற்படும். அதனாலதான் சொன்னா ஆலயம் தொழுவது சாலவும் நன்று என்று. அந்த நிலையில ஆலயத்திற்கு முக்கியத்துவம் கொடுத்தவர். அதனாலதான் அவர் அறிவிப்புறம் கோயில்ல ஆலயத்தை நிறுவினார். ஆலயம் நிறுவும் போது எல்லாரும் அவன் அப்ப இருந்த ஒரு ஜாதியில உயர்ந்த ஜாதிக்காரன் இவர் ஒரு மாதிரி, நீ என்ன சிவனை உண்டாக்குனா இளவ சிவனை உண்டாக்கணும்னாரு. அது ஒரு செய்தி. ஆனா அவருடைய இந்த ஆலய நிர்மாணத்திற்கு அவர் சொல்லக்கூடிய அடிப்படை காரணமே இதுதான். அந்த மனதை ஒருமுனைப்படுத்துவதற்கு உரிய இடம் இந்த ஆலயம் தான் சொல்லிட்டு ஆலயத்துல ஒரு பெரிய கண்ணாடி வச்சார். உலகளாவிய மேதைகள் எல்லாம் பாராட்டக்கூடிய ஒரு தத்துவம் இந்த கண்ணாடி. ஆலயத்தில் கண்ணாடி பதிப்பது. ஆலயத்துக்கு ஏறும்போது அந்த கண்ணாடியில் நம்ம பார்த்தோம்னா முதல் அடி உன்னையே நீ அறிவாய். நம்ம பார்க்கும்போது நம்ம எப்படி கண்ணாடிக்கு முன்ன நிற்கும், நம்ம அழகா இருக்குமா, அலங்காரமா இருக்குமா, இந்த பக்கம் எப்படி இருக்கு, ஒரு முடி நரைச்சா கூட அதை உடனே கருப்பாக்கிறோம், திருப்திப்படுத்தி என்னெல்லாமோ செய்துகிட்டு இருக்கோம். ஆனா என்ன அர்த்தம், நாம் இருக்கிறது சுத்தமாக தெளிவாக அழகான ஒரு தோற்றத்தை கொடுக்கணும்னு நினைக்கும். இதைத்தான் அந்த கண்ணாடியை பார்க்கும்போது அந்த ஆலயத்துக்குள்ள ஏறும்போது உன்னுடைய மனதில் முதலில் வர வேண்டும். ஒன்று. இரண்டாவது, வானுக்குள் ஈசனை தேடும் அறியும், தேடி அறியும் அறிவிலிகான்னு சொன்னான். அங்க வானுக்குள் ஈசனை தேடி, அதே விட உள்ளத்து உள்ளானடி அதை நீ உணர்வாயினில் உன் உள்ள ஆலய கோயில் உள்ளேயும் இருப்பானடின்னு சொல்லுவார், கவிமொழி சொல்லுவார். உள்ளத்து உள்ளானடி அதை நீ உணர்வாயடின்னு. அந்த உள்ளம் தெளிவானால், உன்னுடைய மனம் தெளிவானால், உன்னுடைய முழு சிந்தனையும் தெளிவானால் நீ ஆலயத்திற்கு செல்லும் போது அந்த இறையருள் கிடைக்கும் என்ற ஒரு உயரிய நிலையை அந்த கண்ணாடி காட்டுகிறது.
இதையெல்லாம் விட சிறப்பு என்னன்னு சொன்னா, சாதாரணமாக கண்ணாடி முன்ன நின்னோம்னா அந்த கண்ணாடி உடைஞ்சிட்டுன்னு வைங்க, அதான் சொல்லுவோம், உடைந்த கண்ணாடியும் ஓடாத கடிகாரமும் வீட்டுக்காகாது என்பார்கள். அந்த கண்ணாடி உடைஞ்சிட்டுன்னு சொன்னா நாம் எதை நம்பி வாழ்க்கை நடத்திட்டு இருக்கோமோ அது நமக்கு பயன்படவில்லை என்ற ஒரு பொருள் வரும். அதனால தான் அந்த கண்ணாடியை முக்கியமான ஒரு நிலையாக இவர் நினைச்சார். இன்னைக்கு வெளிநாட்டுக்காரங்களும் அதை தன்னுடைய பெரிய கட்டடங்களுக்கு முன்னாலேயே நிலை கண்ணாடி மாதிரி வச்சிடறாங்கன்னா இதுதான். அந்த கண்ணாடியினுடைய தெளிவு எவ்வளவு தூரம் வருங்கிறத ஜி.டி. நாயுடு அவர்கள் தன்னுடைய அருங்காட்சியகத்தை காட்டுவார். அது ஏன்னா அந்த கண்ணாடிக்கு அவ்வளவு முக்கியத்துவம். அதை அன்னைக்கு அறிவியல் பூர்வமாக அறிந்தவர் அந்த நாராயணகுரு அவர்கள் என்று சொன்னால் அது மிக அல்ல. இன்னொன்று, அந்த ஆலயத்தோடு அவர் இறை நம்பிக்கை எப்படி கொண்டாடுறாரு பாருங்க. இவன் சும்மா என்ன செவரில் ஒரு மஞ்சனை சாத்தி வச்சு ஒரு சாமி வச்சு ஒருத்தன் அங்கே நிற்கக்கூடியவன் திடீர்னு ஆடுவான், சாமிக்கு படுக்க வைப்பான், அவனுக்கு என்னெல்லாம் வேணுமோ அதெல்லாம் கொண்டு வைப்பான், ஒரு ஆடி முடிப்பான், கூட்டத்தில் நிற்கிற பணக்காரனை பார்த்து கூப்பிட்டு நீ எனக்கு அதை செய்யலை இதை செய்யலைன்னு சொல்லுவான். இது வேண்டுது, இது சிறு தேவதைகள் வழிபாடுன்னு சொல்லுவான். ஆனால் அவர் இதெல்லாம் பார்த்துக்கிட்டு இருந்தார். எதுக்கு நீ இந்த மாதிரி நடத்திக்கிட்டு இருக்க, அவசியம் இல்லாமல் உயிர் பலி கேட்கறது, எந்த கடவுள்கிட்ட அவன்கிட்ட வந்து உயிர் பலி கேட்டான், யார் வந்து ஒன்று ஆட்டையும் கோழி வெட்ட சொன்னான்னு சொல்லி அங்கிருந்து புறப்பட்டு நாகர்கோவில் கோட்டார் நகர் வரைக்கும் உள்ள சிறு தேவதைகளை ஒழிப்புக்கு தன்னால் முடிந்த வரையிலும் முயற்சி செய்தார். ஆனால் அன்னைக்கு காலகட்டத்தில் அவரால் முடிஞ்சுன்னு ஒரு பக்கம் சொன்னாலும் துணிஞ்சு செய்கிற ஒரு துணிச்சல் அவருக்கு இருந்ததுன்னா, அவர் நம்பிய உயர்ந்த ஒரு தெய்வ வழிபாடும் அடிப்படையில் மிகுந்த ஒரு ஆலய வழிபாட்டினுடைய தெய்வ வழிபாடும் தான் முக்கியம். சாதாரணமா ஒரு மகான் அல்லது ஒரு அருளாளன் உலகில் பிறந்தால் அந்த பிறப்பின் அடிப்படையில் தாங்கள் வாழ்ந்த வாழ்நாளில் உலகிற்கு அவர்கள் சொல்லுகின்ற நிலையில் எதையாவது விட்டு செல்வது உண்டு. இலட்சியம், இலக்கு என்று சொல்வார்கள். அப்படி ஏதாவது ஒரு லட்சியம் அவர்கள் விட்டு செல்வது உண்டு. இப்போ வள்ளலார் சொன்னார், பசித்திரு, தனித்திரு, விழித்திரு. அதாவது இறைவனை சொல்வது பூராவுமே அந்த ஒருவனை சென்றடைவதுதான். அப்போ அந்த ஒருவனை சென்றடைந்து ஒருமுனைப்படணுமானா நீ முதல்ல பசித்திரு, தனித்திரு, விழித்திருன்னு வள்ளலார் சொன்னார். விவேகானந்தர் சொன்னார் எழுமின் விடுமின்னார். அதே வரிசையில் வந்த ஒரு திருநாராயணகுரு அவர்கள் அவருடைய காலகட்டத்தில் உச்ச நிலையில் இருந்து படமெடுத்து ஆடிக்கொண்டிருந்த ஜாதி கொடுமையை மையப்படுத்தி சொல்றாரு, ஒரு ஜாதி, ஒரு மதம், ஒரு கடவுள். இந்த தாரக மந்திரம் இன்னைக்கு அவருக்கு பேரை சொல்லி நிறைய வெளிநாட்டு இலக்கியங்கள்ல கூட வந்துச்சு. வெளிநாட்டு புலவர்கள், வெளிநாட்டு மேதைகள் கூட அதை குறிப்பிட்டு சொல்கிறார் சொன்னா அது அவருடைய சிறப்பு. ஒரு ஜாதி, எல்லா ஜாதிக்காரனும் இன்னைக்கு நம்ம பார்த்தோம்னா அவன் ஜாதி மகாநாட்டில் சாதிகள் இல்லையடி பாப்பான்னு சொல்லி ஒரு பேனர் வச்சிருப்பான். எல்லா ஜாதிக்காரங்களும் நம்ம அவ்வளவு பேருமே அதான் செய்துட்டு இருக்கான். ஆனா பாரதியார் சொன்னார் ஜாதிகள் இல்லையடி பாப்பான்னு சொன்னார், இவன் அதை இப்படி வச்சுக்கிட்டான். அவனுக்கு ஏத்தாப்புல ஏன் சொல்றேன்னா, ஜாதி இரண்டொழிய வேறு இல்லை சாற்றுங்கால் நீதி வழியில் நெறிமுறையா மேதினியில் இட்டார் பெரியோர் இடாதார் எளிகுலத்தோர்னு ஔவையார் சொல்லுவார். ஜாதிகள் தேடி பார்த்தார் வடிந்தொழுகும் கண்ணீரில், ஓடுகின்ற உதிரத்தில் வடிந்தொழுகும் கண்ணீரில் தேடி பார்த்தாலும் ஜாதிகள் தெரிவது உண்டு கவிமணி கேட்பார். அந்த ஜாதி கொடுமையை ஜாதியை சொல்லியே நிறைய பேர் புழைச்சுக்கிட்டு இருந்த காலம். அந்த கொடுமையில இவர் வாழ்ந்த காலத்தில் ஒரு குறிப்பிட்ட ஜாதிக்கு எந்த விதமான அங்கீகாரமும் கிடையாது. ஏன் ரோட்ல கூட போக முடியாது, ஒரு தலையில ஒரு துண்டு கட்ட முடியாது, பெண்களுக்கு மாறாப்பு சேலை போட முடியாது. அந்த அளவிற்கு அநியாயமான ஒரு நிலை நடந்து கொண்டிருந்ததை பார்த்து துடித்த நம்முடைய வள்ளலார் பெருமான மாதிரி நாராயணகுரு சுவாமிகளும் தன்னை நிலைப்படுத்தி கொண்டு வர்றார். அந்த சாதியை சொல்லும் போது, சாதி கொடுமையை சாடுகின்ற போது அவர் ஒரு இடம் சொல்றாரு. அந்த சாதியை மையப்படுத்தி அவர் சொல்லும்போது ரொம்ப கடுமையான ஒரு வார்த்தையை சொல்லுவார். உன்னையே ஒருத்தன் தாழ்ந்த ஜாதின்னு ஒதுக்கி வச்சுக்கிட்டு இருக்கான், நீ இதுக்கிடையில போய் இன்னொருத்தனை உன்னை விட தாழ்ந்த ஜாதின்னு சொல்லியே என்ன நியாயம்? ஜாதிகள் பார்க்க கூடாது, ஜாதிகளை கேட்காத, ஜாதிகளை சொல்லாதேன்னு சொல்லி ஜாதியை எதிர்த்து போராட்டி மனிதத்துவம் ஒன்றுதான் முக்கியம் என்பதை நிலைநாட்டியவர் வள்ளலார் பெருமான மாதிரி நாராயணகுரு. இந்த நாராயணகுரு அந்த ஜாதியை மட்டும் நின்றார். வள்ளலாற்றிலிருந்து கூட எடுத்ததில் இது கொஞ்சம் கூட தீவிர. ஏன்னா இவருடைய வாழ்ந்த காலத்தில் ஜாதி தலைவிரித்தாடிய காலம், அதுக்காக அவர் நின்றார்.
இது ஒரு பக்கம் சொன்ன பிறப்புக்கும் எல்லா உயிர்க்கும் சிறப்பு செய்தொழில் வேற்றுமையான பிறப்புக்கும் எல்லா உயிர்க்கும் வள்ளுவன் சொன்னது அந்த ஜாதியை மையப்படுத்தினது எல்லாரும் ஒண்ணுங்கிற ஒரு சமதர்ம நிலையை கொண்டு வந்தது சுவாமிகளுடைய அருள் தான் என்றால் அது மிக இல்லை. இன்னொன்று ஒரு மதம்னு சொல்லுவார், அது கொஞ்சம் அந்த தீண்டாமையை மையப்படுத்தி அவர் கொண்டு வருகின்ற சூழ்நிலையை தான் காந்தியடிகளுக்கே தீண்டாமைக்கு அடிவகுத்து கொடுத்ததுன்னு சொல்லுவாங்க. தீண்டாமைக்கு அடிவகுத்து கொடுத்தது நம்முடைய சுவாமிகளுடைய வார்த்தைகள் தான் சொல்லுவாங்க. அப்படி சொல்லும்போது மதத்துக்கு வராது. ஒரு மதம் விவேகானந்தரை தான் சொல்லுவார், ரிலிஜன் இஸ் ரியலைசேஷன் அண்ட் நாட் தியரி அண்ட் டாக்ட்ரின். இட் இஸ் பீயிங் அண்ட் பிகமிங் அண்ட் நாட் மியர்லி அக்னாலஜிங் என்று சொல்வார். மதம் என்பது நீ அனுபவித்து நீ வாழ்ந்து அதை உணர்ந்து அனுபவித்து பிறருக்கு அதோட நெருக்கத்தை கொடுக்கிறது தான். ஆன்ம சுத்தி வருகின்ற போதுதான் அந்த மதம் வரும். இதைத்தான் 1924 ஆல்வா மகாநாடு நடத்தும் போது அந்த மகாநாட்டு பந்தல்ல எல்லா இடமும் எழுதி வச்சிருந்தான். இந்த மகாநாட்டினுடைய அடிப்படை நோக்கம் தர்க்கிப்பது, மதத்தை பற்றி தர்க்கிப்பதற்கும் அதன் மூலமாக வெற்றி பெறுவதற்கும் அல்ல, பிறரை புரிந்து கொள்வதற்கும் அதன் மூலமாக புரிய வைப்பதற்கும் அறிந்து கொள்வதற்கும் அறிய வைப்பதற்கும் தான் என்ற ஒரு விளம்பரம் மாதிரி எல்லா இடமும் எழுதி அப்பமே தன்னுடைய இறைவனை காண்கின்ற ஒரு ஆற்றலை சொல்கின்ற போது எல்லோரும் ஒன்று என்ற ஒரு நிலையை சொன்னார். மறைபொருள் ஒன்றே, செல்லுகின்ற வழி வேறானாலும் மறைபொருள் ஒன்றே என்ற ஒன்றை எடுத்து காட்டின ஒரு மதம். ஆனா இன்னைக்கு இருக்கக்கூடிய காலகட்டத்தை நம்ம பார்ப்போம்னா என்ன நடந்தாலும் மதத்துக்கு அடிப்படையில் நல்ல படிச்சு நல்ல வாழ்க்கையை புரிஞ்சு பார்த்தோம்னா படிக்காதவனை விட படித்தவன் தான் இன்னைக்கு ஜாதி மதத்தை வச்சு பிழைப்பு நடத்திட்டு இருக்கான்னு சொன்னா கூட தவறு கிடையாது. இது அந்த காலத்திலே ஆரம்பிச்சிருக்கு. அப்ப கொடுக்கிறாரு அடி நாராயணகுரு அவர்கள், நீ ஒரு மதம் தான், மனிதனுக்கு தேவை ஒரு மதம் தான், சார்ந்த மதங்களின் சாரம் ஒன்றே என ஓர்ந்துணராமல் உருபடி பகை கொண்டே ஆணையை உணரும் அந்தகன் போல பாமரர் கூறும் பழிவாதத்திற்கு இந்த முறை தந்து ஒரு கருத்தினில் நிலைக்கேன்னு சொல்றார். அந்த பழிவாதத்தை தூக்கி எறிய சொல்றார். நீ காமம் வராது, அந்த பழிவாதத்தின் மீது நீ காமம் வராதே. உன்னை பொறுத்தவரை ஆணைய அந்தகம் பார்த்தா அவனுக்கு அது எப்படிப்படுதோ அப்படிலாம் தெரியும். அதை சொல்றாரு. அது சொல்லல, எல்லாரும் இதைத்தான் வைகுண்டர் சொல்லுவாரு. எல்லாருமே அன்பின் அடியாக மதம் ஒன்றாகின்ற போது மனிதம் மனித நேயம், உண்பது மனிதம், உன்னை செய்வது மனித நேயம், வாழ்வது மனிதம், வாழ வைப்பது மனித நேயம், இருப்பது மனிதம், பிறரை இருக்க செய்வது மனித நேயம், வாழ்வது கடினம், வாழ்விப்பது அதைவிட கடினம், பிறரை வாழ்விப்பதற்காக வாழ்விப்பது என்பது மிக மிக கடினம். இதை மத அடிப்படையில் விளக்கி சொல்கின்ற போது ஒரு மதம் பதில் சொல்லும் என்ற ஒரு நிலையை காட்டிய வருவர். மதங்கள் யாராகிலும் மனிதன் நன்றாய் வாழ வேண்டும் சொல்றாரு. மதங்கள் யாராகிலும் மனிதன் நன்றாய் வாழ வேண்டும், சாதி மத பேதம் இல்லாதே சர்வரும் சகோதரராய் வாழும் மாதிரியா ஸ்தாபனம் இது என்று அறிவிப்படத்தில் எழுதுறாரு. என்ன செய்தி? பிறப்பால் நீ வேறுபட்டிருக்கலாம், ஆனா மனிதன் என்று வருகின்ற போது அந்த வேறுபாடு தேவையில்லை. ஒரு ஜாதி ஒரு மதம் உன்னுடைய அடிப்படையாக அமையட்டும் என்பதை அவர் சொல்கின்ற போது மத பிரச்சனைகளை பேசி நிற்பதற்கு ஒரு இடம் கொடுக்காரு. இன்றைய காலகட்டத்தில் ஜாதி சமயத்தை தாண்டி வெளியே வருகின்ற போது தேவைப்படுவது ரிலிஜியஸ் டாலரன்ஸ் என்று சொல்கின்ற சகிப்புத்தன்மையும், அதைவிட சிறப்பாக வேண்டியது ரிலிஜியஸ் அண்டர்ஸ்டாண்டிங் என்ற புரிதலும். உன்னுடைய மதத்தை நீ போற்றிக்கொள், பாராட்டிக்கொள், பெருமைப்பட பேசிக்கொள், எழுதிக்கொள், நன்றாக புலமை பெற்று நீ மற்றவருக்கு எடுத்து சொல். ஆனால் அடுத்தவருடைய கொள்கையை மதத்தை பழிப்பதற்கு உனக்கு எந்த உரிமையும் கிடையாது, நீ அதை செய்யாதே. பிறருடைய மத உணர்வுகளை நீ புரிந்து கொள்வதுதான் வெற்றிக்கு அடிப்படையே தவிர அது வேறு எதுவும் இல்லை. ஆகவே பிறரை புரிந்து கொள்ளுங்கள், சகித்துக் கொள்வது மட்டுமல்ல, பிறருடைய உணர்வுகளையும் புரிந்து மனிதன் வாழ்கின்ற போது ஒரு மதம் என்ற நிலை, ஒரு ஜாதி என்ற நிலை வருகின்ற போது ஒன்றாக அவன் ஒரு கடவுளை நோக்கி செல்வான். வருபவை வந்து நின்று போவதால்
தருபவன் ஒருவன் வேண்டும் என்று சொல்வான். நீல மணிமடத்தும் ஒருவன் போல மன்னுக பெருமாள் என்று ஔவையார் சொல்லுவார். இந்த சத்தியம், ஞானம், ஆனந்தம் இவைகளெல்லாம் அடிப்படையில் தெய்வத்தினுடைய வழிவகுத்து கொடுப்பது என்ற ஒரு நிலையில் தான் பல மலர்கள். இப்ப நம்ம உதாரணமா ரொம்ப எளிய ஒரு செய்தி சொல்றேன். பல மலர்கள் இருக்கு. பல மலர், பல நிறம், பல சுவை, பல மனம் எல்லாம் இருக்கு. ஆனா ஒரு அறிவியல் மாணவன் கேட்டா அவன் ஒரு தாவரையல் மாணவனா இருந்தா அந்த மலர் ஏன் இப்படி இருக்கு, இந்த மலர் ஏன் இருக்குன்னு இருப்பு வச்சு விளக்கம் சொல்லுவான். அல்லது ஒரு உப்பு தண்ணியில கரையி எண்ணெயில கரையில ஒரு வேதியியல் மாணவனை கேட்டா அதை வச்சு இருப்பு வச்சு விளக்கம் சொல்லுவான். ஆனா ஏன் அப்படின்னு கேட்டா பதில் சொல்ல முடியாது. அந்த ரோஜாக்கு இந்த மனமும் முல்லைக்கு இந்த மனமும் எப்படி வந்துன்னு கேட்டா பதில் சொல்ல முடியாது. இதைத்தான் ஐன்ஸ்டீன் சொல்லுவான், எங்கே அறிவியல் தன்னிலை கலக்கிறதும் அங்கே அருளியல் தோன்றும். அந்த அருளியல் தான் அந்த ஒருவன் என்றதை உணர்த்துவது. அந்த ஒருவன் அந்த மாயவர வேதநாயகன் பிள்ளைகள் அருமையாக சொல்வார். அதை எப்படி அந்த ஒருவன் வாரான்னு சொன்னா, மண்டபம் ஆதி கண்டோர் மயன் ஒருவன் உளங்கெனல் போரும், ஒரு குண்டலம் கண்டோர் செய்தவன் உண்டனல் போரும், ஒன்றையில் கண்டோர் நெய்தவன் ஒருவன் உண்டனல் போரும், அண்ட மற்ற அகண்டம் செய்யும் ஒருவன் உண்டென்று அறிவாய் நெஞ்சேன்னு சொல்வார். இப்ப இந்த உலகத்துல ஒரு ஏதாவது ஒரு இயக்கி இருக்கும். நம்முடைய சாமர்த்தியத்தில் நம்ம வாழ்ந்துகிட்டு இருக்கோம்னு யாரும் நினைக்க வேண்டாம். ஏதோ ஒரு இயக்கம், நம்முடைய இயக்கத்திற்கு அடிப்படை காரணமாக ஒரு இயக்கி இருக்கிறது. அந்த இயக்கி பற்றிய உண்மையை எடுத்து சொல்வதுதான் அடிப்படை. அதுதான் அவர் அந்த இடத்துல கொண்டாடும் போது, ஒரு கடவுள் பூஜ்ஜியத்துக்குள்ளே ராஜ்யத்தை ஆண்டு கொண்டு புரியாமலே இருப்பான், அவனை புரிந்து விட்டால் அவன்தான் இறைவன். அந்த புரிந்து விட்டால்னு இருக்க அங்கதான் ஆன்மீகத்தினுடைய உச்ச சின்ன பெரிய மகான்களுடைய தெளிவு அதுலதான் வரும். பூஜ்ஜியத்துக்குள்ள இருக்கிற எல்லாம் சரிதான், அவனை புரிந்து விட்டால் அவன்தான் இறைவன் சொல்லக்கூடிய அந்த ஒருவனை காட்டுவதற்காக அந்த ஒருவன் பொய்யிலிருந்து நம்மை மெய்யை நோக்கி வருத்துகிறான், இல்லாமல் இருந்த நம்மை இங்கே இருக்க செய்கிறான், மரணத்தில் இருந்து மரணமில்லா பெருவாழ்வு பெறுகின்ற ஒரு நிலையை நமக்கு அவன் இட்டு தருகிறான் என்று சொன்னால், அந்த ஒருவன் என்ற ஒரு உணர்வு திருநாராயண ஒரு சுவாமி அவர்கள் கொடுத்துருவான் என்றால் அது மிகை அல்ல. இன்னொன்று, இவ்வளவு பெருமைக்குரிய நிலையில் அவர் இருந்த போதிலும் கூட அவருடைய மன வாழ்க்கையை பொறுத்தவரையில் திருமணம் நடைபெறுகிறது. மனைவியோடு அவர் சொல்கிறார், மனைவியோடு உறவில் கட்டி முடிக்கப்பட்ட பெண். ஆனாலும் அவர் சொல்லும் போது, இந்த உலகத்தில் இறைவனுடைய படைப்பில் இருக்கின்ற ஒவ்வொருவருக்கும் ஒவ்வொரு பிராப்தம் உண்டு, அந்த பிராப்தப்படி அவர்கள் நிறைவேற்றி ஆக வேண்டும். என்னுடைய பிராப்தம் ஒரு திசை, இன்னொரு உன்னுடைய பிராப்தம் ஒரு திசை. ஆகவே அவரவர் நோக்கத்தை பிராப்தத்தை நிறைவேற்ற வேண்டும், அவருடைய பிறப்பின் நோக்கத்தை நிறைவேற்ற வேண்டும். ஆகவே நான் என்னுடைய நிலையை கொள்கிறேன் என்று சொன்னார். என்ன அப்படின்னா, மன வாழ்க்கையில் அவர் வெற்றி பெறவில்லைன்னு சொல்லுவாங்க. அப்படி இல்லை, அவருடைய மன வாழ்க்கையினுடைய அடிப்படையே வேற மாதிரி அவர் பார்த்ததுனால அவர் அப்படி தன்னுடைய வாழ்க்கை அமைச்சு விட்டார். அதுக்கு அந்த அம்மா இணைந்து நின்றதுனால வெற்றி பெற முடிஞ்சது. வள்ளலார் பெருமான் முதல் இரவுல போகும்போது திருவாசகத்தை முற்றோதிக்கிட்டு போனார்னு சொல்லுவோம். அப்ப அதனால அவர் எனக்கு பணி இது, நான் இதை ஏற்கிறேன். ஆனா எதுக்கு சொல்லணும்னா, ஞான மார்க்கம் மட்டும் திருநாராயண குரு அவர்கள் கையெடுக்கவில்லை. ஞான மார்க்கத்தோடு கர்ம மார்க்கத்தையும் அவர் எடுத்துக்கொண்டார் என்றால் அது மிகையல்ல. அந்த கர்ம மார்க்கத்தினுடைய இறையருளின் அடிப்படையிலே அவர் பல அற்புதங்களை செய்து காட்டினார். ஊமையை பேச வைத்தார், விளைநிலத்தில் கடல் அலை தாவ விடாமல் காப்பாற்றி கொடுத்தார் என்றெல்லாம் பல நிகழ்வுகளை, செய்திகளை தொடர்பாக சொல்வது உண்டு. ஊமையை காப்பாற்றுறதெல்லாம் அதெல்லாம் அற்புதங்கள், எல்லாருக்கும் நிகழாது. இப்போ மருத்துவமனையில் அவர் இருக்கும்போது ஒரு நாள் பசிச்சு இருந்தார். பசியோட கிடக்கும் போது ஒரு ஆள் வந்து பக்கத்துல உட்காந்து ஏன் பசிச்சிருக்கான்னு கேட்டவர் எழுப்பி கேட்கறது மாதிரி இருந்துதான். என்னன்னா, என்கிட்ட தினை மாவு இருக்கு, சாப்பிடலாமா சொல்லி கொஞ்சம் தண்ணி விட்டு குழைச்ச வண்டியில் சாப்பிடலாம்னு இருந்தார். அப்ப இவர் வந்து முழிச்சு பார்க்காராம், உணவு கொடுத்த ஆளை காணலையா. இதே நிலைதான் வள்ளலார் இருக்கு. ஒரு நல்ல நடுநிசையில பசியோடு இழைத்து திண்ணையில் படுத்திருந்த போது, நீயாக என்னிடம் வந்து எனக்கு அருள் உணவும் பொருள் உணவும் தந்தாயின்னு வள்ளலார் பெருமான் பேசுவார். அதே மாதிரி இவருக்கு அந்த இறையருள் தான் உணவளித்துன்னு சொன்னா, அந்த இறைவனுடைய மகனாக அவர் கருதப்பட்டதனால்தான்
அவர் அந்த செயல்பாடுகளை செய்து முடிக்க முடிந்தது என்பதுதான் அவருடைய அடிப்படை நிலை. அவர் இன்னொன்று ரொம்ப முக்கியமானது, சுவாமிகள் ஒரு பெரிய ஆள் வாழ்ந்து முடிச்சா அந்த வாழ்க்கையில சில அடிப்படை செய்திகள் அவர்களிடமிருந்து உலகம் பெற வேண்டும். அப்படி வாழ்ந்தாதான் அந்த வாழ்க்கை. அவர்களிடமிருந்து மகாத்மா காந்தியடிகள் இறந்தாரு, சுதந்திரம் வாங்கி தந்தாரு, எல்லாம் சரிதான். ஆனா அவர்களிடமிருந்து இறக்கூடியது உண்மையும் அகிம்சையும். இந்த ரெண்டு தத்துவத்தையும் அவர் உலகுக்கு பரப்பிட்டு போனார். அதே மாதிரி நம்முடைய வள்ளலார் அவர்கள் சொல்லும் போது தனித்திரு, பசித்திரு, விழித்திரு, ஜீவகாருண்யத்தை வலியுறுத்தினார். இறை உணர்வும் ஜீவகாருண்யம் வலியுறுத்தினார். அதே நிலையில் நம்முடைய நாராயணகுரு அவர்கள் சொல்கின்ற போது ஜாதியை மையப்படுத்தி ஒரு ஜாதி, ஒரு மதம், ஒரு கடவுள் என்பதை முத்திரையாக பதித்து சென்றாலும் அவருடைய சிறப்புக்கு அடிப்படை என்னவென்றால் அவர் தன்னை தலைவனாக காட்டிக்கொள்ள விரும்பவே இல்லை. அதுதான் ரொம்ப முக்கியம். இன்னைக்கு அதுதான். அன்னைக்கு பார்த்தோம்னா அவருக்கு இருந்த வாய்ப்பு வசதிகளுக்கு கொஞ்சம் கண்ணாசைச்சாருன்னா அவரை தலைவராக்கி ஒரு கட்சியை உருவாக்கினாலும் உருவாக்கிடுவான், அல்லது ஒரு மதத்தை உருவாக்கினாலும் உருவாக்கிடுவான், அல்லது அவரையே கடவுளையே கடவுளாகவே உருவாக்கினாலும் ஆக்கிடுவான். ஆனால் அவர் விரும்பல, அதுக்கு இடம் கொடுக்கல. காரணம், அவர் ஒரு ஞானி. அந்த ஞானம் எப்படி வந்ததுன்னு சொன்னா மன தூய்மையினால் வந்தது. அந்த மன தூய்மை எப்படி வந்தது? மனிதனை மனிதனாக மதித்த மனிதநேய நோக்கம், ஆன்ம சுத்தி சிந்தனை அவரிடம் இருந்ததுனால அவர் அந்த சிந்தனைக்கே செல்லவில்லை. தான் இன்னொரு கடவுளாகவோ அல்லது தன்னை கடவுள் ஆக்குவதற்காகவோ அவர் என்றும் விரும்பியதில்லை. இதுதான் முக்கியம். அவருடைய பொன்மொழிகளை எடுத்தோம்னா கடைசியில சொல்றார், நீ எது எதை செய்யணும், எது எதை செய்யக்கூடாது. அந்த ஒரு ஜாதி ஒரு மதம் முத்திர பயிற்சி இருக்கட்டும். அப்புறம் சொல்றாரு, உன்னிடம் கருணை இருக்க வேண்டும். மற்றவர்களுடைய வாழ்க்கையில் நீ தலையிட்டு வருகின்ற போது அவர்களுக்கு உதவுகின்ற நிலையில் நீ உதவு. உன்னை விட தாழ்ந்தவர்களை யாரையும் நீ ஒதுக்காதே. அவர்களையும் உன்னிலைக்கு உயர்த்தி வருவதற்கு உன்னால் முடிந்தவரை உதவி செய். இது கருணை, அன்பு, கடமை உணர்வு, கைதூக்கி விடுதல் போன்ற உயர்ந்த பண்புகளை தன்னை சார்ந்தவர்களுக்கு சொன்னார். இதெல்லாம் விட தனி சிறப்பு என்னன்னா, சிறு தேவதைகள் வழிபாடு பற்றி திருநாராயணகுரு அவர்களுடைய செயல்பாடுகள் ரொம்ப முக்கியம். அவன் மரத்துல மஞ்சனை தடை வச்சு சாமி ஆக்கிடுவான், சாணிக்கு போட்டு சாமி என்பார்னு சொன்ன மாதிரி ஆயிடும். அப்படி ஆகிறது இல்லை. ஆனா அவர் என்ன சொன்னாங்கன்னா, உனக்கு ஆடணும் பாடணும்னு கேள்வி நீ மற்றவங்களை இது பண்ணாத. உயிர் பலி கேட்கல எந்த சாமி அவன்கிட்ட உயிர் பலி கேட்டுன்னு உரிமையோட கேட்டது அவர் தான் கேட்க முடியும். அதனால்தான் அவர் அங்கிருந்து கோட்டார் வரைக்கும் இருந்த அத்தனை சின்ன கோயில்களையும் இந்த சிறு தெய்வ வழிபாடுகள் நடத்தி சாமி எடுத்து ஆராசனம் ஆடிட்டு இருந்தெல்லாம் அடிச்சு நொறுக்கி கடைசியில உனக்கு இறை உணர்வுக்கு இடம் வேணும், ஒரு ஆலயத்தை கோட்டாறு ஆர்வ பெருமாள் பிள்ளையார் கோயில் நிறுவனது அந்த பகுதி மக்களுடைய துணையோடு அவர் செய்தார் சொன்னா ஒரு சிறப்பு. அங்கிருந்த சூழ்நிலையில் அவரால் முடியும், செய்து காட்டினார். இதுதான் நாராயணகுருனுடைய தனிச்சிறம். இத்தகைய பெருமைக்குரிய திருநாராயணகுரு அவர்கள் 1928ஆம் ஆண்டு செப்டம்பர் மாதம் 9ஆம் நாள் பத்மாசன நிலையில் தன்னுடைய இருக்கையில் அமர்ந்து தெய்வ சதகம், நிர்வாண அஷ்டாங்கம் போன்றவற்றை படிக்க சொல்லி கேட்டுக்கொண்டிருந்ததாகவும், அந்த நிலையில் அவர் உடல்நிலை இறங்கி வருகின்ற போது மருத்துவ உதவி தர வந்த டாக்டரே சொல்கிறார், அவர் தன்னுடைய மனதை ஒருமுனைப்படுத்தி கொண்டார். எனவே உடம்பிற்கு மட்டும் சிகிச்சை சாத்தியமாகாது என்ற ஒரு உண்மையை அவருக்கு சிகிச்சை அளிக்க வந்த டாக்டர் சொல்கிறார். அதாவது ஆன்மா அழியாது, உடல் அழியும் என்ற உண்மையை சொல்லி சென்றவர் திருநாராயணகுரு அவர்கள். அவர்கள் சொல்கின்ற போது இதுதான் அடிப்படையே. அந்த பெருமைக்குரிய தன்னுடைய நிலையில் அவர் ஜீவ சமாதி அடைந்ததாக சொல்வார்கள். அந்த நேரத்தில் கூட சில பேருக்கு தான் அது கிடைக்கும். இந்த நேரத்தில் நான் சமாதி அடைவேன், இந்த நேரத்தில் நான் முடிவேன் என்று சொல்கிற சில பேருக்கு தான் முடியும். அது அந்த பெரியவருக்கு. அதனாலதான் அவர்கள் குரு அவர்கள் மகானாகவும் தீர்க்கதரிசியாகவும் செம்பழனி செம்மல் என்றும் போற்றப்படுகின்றார் என்றால் அது மிக அல்ல. அந்த சமாதி தினம் இன்றும் எல்லோரும் போற்றி வருகின்ற ஒரு நிகழ்வு. எது வந்தாலும் நன்மைக்குங்கிற ஒரு தாரக மந்திரத்தை அவர் அடிக்கடி கையாண்டார். எது வந்தாலும் நன்மைக்குன்னா காரணம் அதுதான்.
சில பழைய பெரியவர்கள்லாம் சொன்னால் அப்படி ஆகிப்போச்சு, சரி அதுவும் நன்மைக்கு தான். இப்போ நம்ம கேட்டோம்னா என்னடா இதையும் நன்மைக்குன்னு சொன்னாருன்னா, இல்லை எது வந்தாலும் நன்மைக்கு தாங்கிற எடுக்கிற ஒரு இடத்தை சொல்லும்போது உண்மையிலேயே வாழ்க்கைன்னு சொன்னால் இன்னல்கள், இடையூறுகள், துன்பங்கள், துயரங்கள், கஷ்டங்கள், நஷ்டங்கள் வரத்தான் செய்யும். வாழ்க்கை என்பது தெளிந்த நீரோடை அல்ல, கலங்கியது தான். நீ அந்த கலங்கிய நீரோடையிலிருந்து நீ உன்னுடைய தெளிவை ஏற்படுத்திக் கொள்ள வேண்டும். அந்த தெளிவான நிலையை நீ அடைய வேண்டும் என்பதற்காகத்தான் அவர் பல மொழிகளை அவர் பல நிலையில் நமக்கு விட்டு தந்திருக்கிறார் என்று சொன்னால் அது மிகையல்ல. அவர் சொன்ன ஒரு செய்தியை நான் சொல்றேன். நீங்க தன்னை மறக்காதே, தன்னை யார் என்று தெரிந்து கொள், தன்னை விட யாரையும் உயர்ந்தவன் என்று பெருமைப்பட்டாலும் பரவாயில்லை, தன்னை விட தாழ்ந்தவன் என்று யாரையும் கருத வேண்டாம் என்ற ஒரு உயரிய உண்மையை அவர்கள் சொன்னார்கள் என்று சொன்னால் அது மிகையல்ல. முடிக்கு முகத்தான் அவர் எழுதி அவரை பற்றி ஒரு கவிதையை சொல்லி முடிக்க விரும்புகிறேன். செம்பழந்தி அவதரித்த செங்கமல தேசிகனை, செம்பழந்தி அவதரித்த செங்கமல தேசிகனை, சம்சார கடல் கடத்தும் சர்க்குரு நாரணனை, தெம்பினை ஊட்ட வந்த தெய்வ திருவுருவை, செம்போல் திருவடிகளை சென்னி வைத்து போற்றுவோமே என்ற ஒரு கவிதை கொடுக்கிறது. இதனுடைய பொருளை புரிஞ்சிங்கன்னா திருநாராயண குரு அப்படியே முன்ன வருவார். என்ன பாருங்க, செம்பழந்தி அவதரித்த செங்கமல தேசிகனை, பழனியில செம்பழந்தியில பிறந்தார். திருவடிகள் செங்கமலம்ங்கிறது இறைவனுடைய திருவடி, செங்கமல திருவடி. அந்த திருவடியை உடையவர் இவர். தேசிகம் சொல்றார், உலகம் ஒட்டுக்கு அவர் ஒரு நேசிக்கப்படுகின்ற நிலையில் இருந்தவர். சம்சார கடல் கடத்தும் சர்க்குரு நாரணனை, இந்த பிறவி பெருங்கடல்னு சொல்லக்கூடிய அந்த சம்சார கடல்ல திளைக்கின்ற போது அதிலிருந்து நம்மை விடுவிப்பதற்காக என்னென்ன தேவை, எப்படி வாழ வேண்டும், சுருங்க சொன்னா வாழ்க்கை நெறியை வாழ்ந்து காட்டுவதற்காக எடுத்து வைத்து வாழ்ந்தவர் நாராயண குருவர். அடுத்த சொல்றார், தெம்பினை ஊட்ட வந்த தெய்வ திருவுருவை. தெம்புன்னா என்ன? இந்த இடத்துல ஆற்றல் மிக்க ஆற்றல் செயற்கரிய செய்த பெரியவர் சொன்ன அந்த செயற்கரிய செயலை செய்கின்ற ஒரு ஆற்றலை நமக்கு உருவாக்கி தருவதற்காக வந்து உருவான இந்த திருவுருவம் தெய்வமே வந்தது. அதான் முதலே சொன்னேன், தெய்வத்தின் குழந்தை, தெய்வத்தின் திருவுரு, தெய்வ மைந்தன் என்றெல்லாம் போற்றப்படுகிறது. செம்போல் திருவடிகளை சென்னி வைத்து அவருடைய திருவடிகளை சென்னி வைத்து போற்றுவோம் என்று கூறி திருநாராயண குரு அவர்களை இந்த நேரத்தில் நினைவுபடுத்தி நான் இங்கு வந்து உங்கள் முன்னால் ஓரிரு வார்த்தைகள் சொல்வதற்குரிய வாய்ப்பை நல்கியமைக்காக சிவகிரி மடத்தை சார்ந்த உறுப்பினர் டாக்டர் மகேஷ் சுகி அவர்களுக்கும், மருத்துவாழ்மறை சுவாமி விசுத்தானந்தா அவர்களுக்கும், என் கழுதகை நண்பர் திரு சரவணை அவர்களுக்கும், திரு சுகுமாரன் அவர்களுக்கும் இந்த நேரத்தில் நன்றியை தெரிவித்து முடிக்கின்றேன். வணக்கம். எண்பத்தி சிவகிரி ஆகோள ஆன்லைன் தீர்த்தாடனம் presented by Federal Bank, powered by AVA Group of Companies. എങ്ങനെയുണ്ടായിരുന്നു മേളം? തകർത്തില്ലേ മേളം? പക്ഷേ നിന്റെ മേളത്തിന്റെ അത്ര പോരാ. എന്റെ എന്ത് മേളം? ഈ മേളം നീ മേളം മസാല കൊണ്ടുണ്ടാക്കിയ കിടിലൻ സാമ്പാറും രസവും കൂട്ടി ചോറിനുമ്പോൾ ഉണ്ടാവുന്ന മേളം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേളം. മേളമില്ലാതെ എന്ത് സാമ്പാറും രസവും, മേളമില്ലാതെ എന്ത് മലയാളി. From AVA. ഇന്നലെ വരെ സോപ്പുകുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും
നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക് പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. തീർത്ഥാടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഇനി അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കാം. A perfect Guru devotee from Tamil Nadu, welcoming with great honor to the 88 Sivagiri Tirthadanam for the Conference of Science and Technology. Welcoming with great honor to the 88 Sivagiri Tirthadanam for the Conference of Science and Technology. Principal of Sri Narayana Guru Metric Higher Secondary School, Dr. K. Rengarajan. Guru Brahma, Guru Vishnu, Guru Devo Mageshwara, Guru Sakshal Param Brahma, Dasmai Sri Gurave Namah. ஸ்ரீ நாராயண குருதேவரின் சீரிய கொள்கைகளான கல்வியால் விழிப்படையுங்கள் என்ற போதனைக்கு இணங்க அவருடைய சீடர்களில் ஒருவரான சுவாமி கோவிந்தானந்தா அவர்களால் தோற்றுவிக்கப்பட்ட ஸ்ரீ நாராயண சேவாசிரமத்தின் தலைவர்களுள் ஒருவரான சுவாமி சித்ருபானந்தா அவர்கள் காஞ்சிபுரம் மற்றும் அதனை சுற்றியுள்ள மாணவர்களுக்கு கல்வியை ஆங்கில வழி கல்வியை வழங்கும் பொருட்டு 1990 வருடம் ஸ்ரீ முனிவர் சுவாமிகள் அவர்களால் ஸ்ரீ முனிவர் ஆசிரமம் நமது ஸ்ரீ நாராயண சேவாசிரமத்துக்கு தானமாக வழங்கப்பட்ட இந்த இடத்தில் ஸ்ரீ நாராயண குரு ஆங்கில பள்ளியை நிறுவினார். முதலில் வெறும் 19 மாணவர்களுடன் ஆரம்பிக்கப்பட்ட இந்த பள்ளியானது படிப்படியாக வளர்ச்சி பெற்று சுவாமி சித்ருபானந்தா அவர்கள் தங்களுடைய இறுதி கட்டமான குருவின் நிலையை அடைந்த 2006 வருடம் 1300 மாணவர்களுடன் சிறந்து விளங்கியது. அவரை தொடர்ந்து நாராயண சேவாசிரமத்தின் தலைவர் பொறுப்பேற்ற சுவாமி சத்ருபானந்தா அவர்கள் சீரும் சிறப்புமாக ஸ்ரீ நாராயண சேவாசிரமத்தையும் ஸ்ரீ நாராயணகுரு மெட்ரிக் மேல்நிலைப் பள்ளியையும் திறம்பட நடத்தி கிராமப்புறங்களில் மட்டுமல்லாமல் காஞ்சிபுரம் சுற்றி அனைத்து கிராமங்களிலும் மாணவர்கள் வந்து படிக்கும் விதத்தான் பள்ளி வாகனங்களை செலுத்தி இப்பொழுது 3714 மாணவர்களாக கல்வியால் பயன்பெற்று வருகின்றனர் என்பதை இந்த நேரத்தில் மகிழ்ச்சியுடனும் குருவுடைய கொள்கைகளை பறைசாற்றும் விதத்தான் இது அமைந்துள்ளது என்பதை பெருமையுடனும் தெரிவித்துக் கொள்கிறோம். இன்று காஞ்சிபுரம் மாவட்டத்திலேயே சிறந்த பள்ளிகளில் ஒன்றாக திகழும் ஸ்ரீ நாராயணகுரு மெட்ரிக் மேல்நிலைப் பள்ளியில் மேலும் மேலும் வளர்ந்து இன்று 100 கிராமங்களுக்கு மேல் மாணவர்கள் இந்த பள்ளியில் வந்து படித்து பயன்பெறுகின்றனர். இதை மேலும் மேலும் முன்னேற்றி குருவினுடைய கொள்கையை பறைசாற்றி பல்வேறு கல்வி நிலையங்களையும் மேலும் கல்லூரிகளையும் ஏன் பல்கலைக்கழகங்களையும் நிறுவி குருவின் போதனைகளை அனைத்து மக்களிடமும் கொண்டு செல்வோம். ஒரே சாதி, ஒரே மதம், ஒரே கடவுள் மனிதருக்கு. மதம் எதுவாயினும் மனிதன் நல்லவனாக இருக்க வேண்டும். கல்வியால் விழிப்படையுங்கள், கூட்டுறவால் சக்தி பெறுங்கள். மது அது விஷம், அதை தயாரிப்பதோ விற்பதோ அருந்துவதோ கூடாது. யார் ஒருவர் அன்பு செலுத்துகிறாரோ அவரே நிலைத்து வாழ்கிறார் என்ற ஒரு தேவதூதர், தத்துவ ஞானி, சமூக சீர்திருத்தவாதி, மனிதநேய விற்பன்னர், சமய ஒற்றுமை மற்றும் உலக அமைதிக்காக
தன் இன்னுயிரை ஈர்ந்தவர். மேலும் மக்களை தீமைகளிலிருந்து மீட்டெடுக்க மனித அவதாரம் எடுத்து இறை அவதாரங்களாக தோன்றிய புத்தபிரான், இயேசு, நபிகள் நாயகம், சங்கரர், மகாவீரர், ஸ்ரீ ராமகிருஷ்ண பரமஹம்சர் போன்றவர்களின் கலங்கரை விளக்கமாக திகழ்ந்த ஸ்ரீ நாராயண குருதேவரின் உயரிய தத்துவங்களோடு ஸ்ரீ நாராயண குருதேவனுடைய பல்வேறு வழிகாட்டுதல் பற்றியும் போதனைகளை பற்றியும் நாம் அனைவரும் அறிந்து கொள்வது வாழ்வில் முன்னேற, மனிதர்களாக வாழ வழிவகுக்கும். 1854ஆம் ஆண்டு ஆகஸ்ட் திங்கள் தாய் குட்டி அம்மாளுக்கும் தந்தை மாடன் ஆசானுக்கும் மகனாக பிறந்த ஸ்ரீ நாராயண குருதேவர் இளமை பருவத்தில் ஏழ்மை மட்டுமல்லாமல் வாய்ப்பு மறுக்கப்பட்டுள்ள மக்களுக்காக மக்களின் குடும்பத்தில் பிறந்து அவர்களுடைய துன்பங்களை அனுபவித்து சமுதாயத்தில் பெரிய சீர்திருத்தமும் அதே சமயம் மக்கள் அனைவரும் வாழ்வில் ஒளி பெற்று சிறந்த மனிதர்களாக வாழவும் வழிவகுத்த ஸ்ரீ நாராயண குருதேவரின் தீர்த்தாடனம் பற்றிய கொள்கைகளை இப்பொழுது காண்போம். ஸ்ரீ நாராயண குருதேவர் 1928ஆம் ஆண்டு ஜூன் 16இல் தம்முடைய பக்தர்களுக்கு சிவகிரியை நோக்கி புனித பயணம் தீர்த்தாடனம் மேற்கொள்ள அறிவுரை வழங்கினார். அதில் மக்களுடைய முன்னேற்றம் ஏற்பட முக்கியமான முக்காலத்திற்கும் பொருந்தும் கல்வி, சுகாதாரம், பக்தியோடு ஒருங்கிணைந்து செயல்படுதல், விவசாயம், வாணிபம், கைத்தொழில் மற்றும் தொழில்நுட்பத்தை மக்களிடம் பறைசாற்றி மக்களை பல்வேறு துறைகளிலும் அவர்களுடைய கஷ்டங்களை நீக்கி வாழ்வில் ஒளி பெறவும் மகிழ்ச்சியோடு வாழ்ந்திடவும் மக்களுக்கு உதவும்படி செய்தார். இத்தகைய ஸ்ரீ நாராயண குருதேவர் சிவகிரி, வர்க்கலை, கேரளா என்ற இடத்தில் ஸ்ரீ நாராயண தர்ம சங்கம் ட்ரஸ்ட் என்ற சங்கத்தை அமைத்து பல்வேறு உதவிகளையும் மக்களுக்கு விழிப்புணர்வையும் தன்னுடைய வாழ்நாள் முழுவதும் ஏற்படுத்தி கொண்டிருந்தார். தன்னுடைய முக்கிய சீடர்களான போதானந்தா, தர்மானந்தா சுவாமிகள், சுகுணானந்தா சுவாமிகள், கோவிந்தானந்தா சுவாமிகள், ஆத்மானந்த சுவாமிகள் மற்றும் ரமணானந்தா சுவாமிகள் ஆகியோர்களை இணைத்து குருவின் கட்டளைக்கு இணங்க பல்வேறு பகுதிகளில் ஏழை எளிய மக்களுக்கு மருத்துவம், கல்வி மற்றும் விழிப்புணர்வை ஏற்படுத்தி அனைவரும் சமுதாயத்தில் முன்னேற வழிவகுத்தார். அதில் ஒன்றாக தென்னிந்தியாவின் கோவில் நகரமாம் காஞ்சிபுரத்தில் 1916ஆம் வருடம் குரு காஞ்சிபுரத்திற்கு வந்து ஏகாம்பரநாதரை வழிபட்டு மேலும் அவருடைய கொள்கைகளை பறைசாற்ற சுவாமி கோவிந்தானந்தா அவர்களை இதே காஞ்சி நகரத்தில் ஸ்ரீ நாராயண சேவாசிரமம் அமைத்து முதல் உலகப் போரில் மக்கள் பல்வேறு நோய்களால் பாதிக்கப்பட்டுள்ள நிலையில் காஞ்சிபுரம் மற்றும் அவற்றை சுற்றியுள்ள அனைத்து கிராமங்களுக்கும் மருத்துவத்தையும் கல்வியையும் புகட்ட குரு வழிவகை செய்தார். காஞ்சிபுரம் அடுத்து திருவண்ணாமலைக்கு சென்ற ஸ்ரீ நாராயண குருதேவர் அங்கு ரமண மகரிஷியை சந்தித்து கலந்துரையாடி மக்களுக்கான பல்வேறு விழிப்புணர்வுகளை எடுத்துரைத்து சென்றார். குருதேவர் ஆன்மீகவாதி மட்டுமல்லாமல் சமூக சீர்திருத்தவாதியாகவும் கோவில்களில் கருவறைக்கு செல்ல வாய்ப்பு மறுக்கப்பட்டவர்களுக்கும் தாழ்த்தப்பட்டவர்களுக்கும் கோவில் அமைத்து அனைவரும் கருவறைக்கு செல்ல வழிவகுத்தார். மனிதர்கள் அனைவரும் இந்த பூவுலகில் ஒன்றே,
வேறுபாடின்றி அனைவரும் சமமாக பாவிக்க வேண்டும் என்ற உயரிய கொள்கைகளை உலக மக்களுக்காக அளித்தார். இத்தகைய நோக்கங்களில் தலையாய நோக்கமான கல்வி வழங்குதல், அந்த கல்வியை வழங்கும் பொருட்டு மேலும் மருத்துவத்தையும் வழங்கும் பொருட்டும் காஞ்சிமா நகரில் ஸ்ரீ நாராயண சேவாசிரமம் அவருடைய முதன்மை சீடராகிய சுவாமி கோவிந்தானந்தா அவர்களை கொண்டு ஆரம்பித்தார். அதில் முதல் உலகப் போரில் பல்வேறு மக்களும் காலரா போன்ற கொடிய நோயினால் பாதிக்கப்பட்டு இறந்து கிடந்தனர். அவர்களுக்கு இலவசமாக மருத்துவமும் அதே சமயம் கல்வியும் வழங்க ஸ்ரீ நாராயண சேவாசிரமம் மூலம் பல்வேறு நடவடிக்கைகளை ஸ்ரீ நாராயண குருதேவர் எடுத்து வந்தார். அதன் ஒரு பகுதியாக 1990ஆம் ஆண்டு ஸ்ரீ நாராயண சேவாசிரமத்தின் தலைவராக இருந்த சுவாமி சித்ருபானந்தா அவர்கள் ஸ்ரீ நாராயணகுரு மெட்ரிக் மேல்நிலைப் பள்ளியை தொடங்கினார். முதலில் ஸ்ரீ நாராயணகுரு ஆங்கில பள்ளி என்றும், அதனைத் தொடர்ந்து ஸ்ரீ நாராயணகுரு மெட்ரிக் பள்ளி என்றும் அவரால் தொடங்கப்பட்ட பள்ளி இப்பொழுது மேம்பட்டு ஸ்ரீ நாராயணகுரு மெட்ரிகுலேஷன் மேல்நிலைப் பள்ளியாக தரம் உயர்த்தப்பட்டு காஞ்சிபுரம் மட்டுமல்லாமல் கிராமங்களில் உள்ள ஏழை எளிய மக்கள் அவர்களுடைய கனவாகிய தங்கள் குழந்தைகளுக்கு ஆங்கில வழி கல்வியை வழங்கும் பொருட்டு அந்த பள்ளியை நிறுவி இப்பொழுது வெறும் 19 மாணவர்களுடன் தொடங்கப்பட்ட அந்த பள்ளியானது இப்பொழுது 3714 மாணவர்களோடு சிறப்பாகவும் அதே சமயம் கல்வியோடு விழிப்படைய செய்தும் தொழில்நுட்ப பயிற்சியை மாணவர்களுக்கு அளித்தும் சிறந்த முறையில் செயல்பட்டு கொண்டு வருகிறது. மேலும் 1917ஆம் வருடம் ஆரம்பிக்கப்பட்ட ஸ்ரீ நாராயண சேவாசிரமம் பல்வேறு மக்களுக்கு ஆயுர்வேத வைத்தியத்தை அளித்து அவர்களுடைய நோய்கள் உடல் உபாதைகளை தீர்த்து மக்கள் மகிழ்ச்சியுடன் வாழ வழிவகுத்து கொண்டிருக்கிறது. இந்த நேரத்தில் மக்கள் கல்வியும் அதே சமயம் சிறந்த மருத்துவமும் மண்டலேஸ்வரர் என்ற கோவிலை நிறுவி அதில் ஆன்மீகமும் மக்களுக்கு முறையாக வழங்கப்பட்டு மக்கள் அமைதியாகவும் மகிழ்ச்சியோடும் விழிப்புணர்வோடும் வாழ வழிவகை செய்துள்ளார். இத்தகைய சிறந்த தத்துவ ஞானியாகிய ஸ்ரீ நாராயண குருதேவர் புனித யாத்திரையான தீர்த்தாடனம் ஒவ்வொரு வருடமும் தனது பக்தர்கள் அவர்களுடைய சமாதியாகிய சிவகிரி வர்க்கலை கேரளா மாநிலத்தில் உள்ளது. அதற்கு டிசம்பர் 30, 31 மற்றும் புதிய வருடம் ஜனவரி 1ஆம் தேதி 3 நாட்களும் மிகவும் கோலாகலமாகவும் மக்களுக்கு புத்துணர்ச்சி அளிக்கக்கூடிய நிகழ்ச்சியாகவும் ஒவ்வொரு வருடமும் நடைபெற்று கொண்டிருக்கிறது. தீர்த்தாடனத்தில் பங்கு பெறும் மக்கள் அனைவரும் மஞ்சள் நிற பருத்தி உடையில் தீர்த்தாடனத்தில் கலந்து கொள்வார். குரு அப்பொழுதே ஆன்மீகத்தோடு சிறந்த அறிவியலையும் எப்போதும் பின்பற்றுவதில் அவருக்கு இணை யாரும் இல்லை. ஆம், மஞ்சள் ஒரு சிறந்த கிருமிநாசினி, பருத்தி எப்பொழுதும் இயற்கையான ஒரு ஆடை. இத்தகைய ஒரு சிறந்த ஒரு புனித யாத்திரையை மேற்கொண்டு மக்கள் அந்த 3 நாட்களும் மிகவும் மகிழ்ச்சியோடு தங்களுடைய குடும்பத்தோடு, ஏன் தங்களுடைய கிராமம் மற்றும் நகரத்தில் உள்ள பெரும்பான்மையான மக்கள் குருதேவரை போற்றி அவர்களுடைய போதனைகளை அனைவருக்கும் பறைசாற்றும் பொருட்டு நடைப்பயணமாகவும் பல்வேறு குருதேவரை போற்றிய கருத்துக்கள் அடங்கிய தேர்களை கொண்டும்
ஒவ்வொரு நகரமாகவும் கிராமமாகவும் அழகாக அந்த சிவகிரி மடத்திற்கு வந்து சேர்ந்து வருடத்தின் இறுதி நாட்களான டிசம்பர் 30 மற்றும் 31 ஆகிய நாட்களிலும் மற்றும் புதிய வருடத்தின் முதல் நாளான ஜனவரி 1ஆம் தேதியும் குருவை போற்றும் அந்த புனித தீர்த்தாடனம் நிகழ்ச்சி சிறந்தே நடந்து வருகிறது. இதில் குரு கூறிய அத்தனை விழிப்புணர்வுகளும் மக்களில் எடுத்துரைக்கும் பொருட்டு அவர்களுக்கு பல்வேறு நிகழ்ச்சிகள் அந்த நேரத்தில் நடைபெற்று அதன் மூலம் அவர்களுக்கு சிறந்த ஒரு போதனைகளை ஒவ்வொரு வருடமும் ஸ்ரீ நாராயண தர்மசங்கம் ட்ரஸ்ட் நடத்தி கொண்டு வருகிறது. அதன் ஒரு பகுதியாக தொழில்நுட்ப பயிற்சியை மக்களுக்கு அளிக்க வேண்டும். ஆம், ஒவ்வொரு தொழிலும் ஒவ்வொரு செயலும் மேம்பட வேண்டுமென்றால் அதை நாம் புதுப்பித்துக் கொள்ள வேண்டும். அதே சமயம் அதில் நுட்பத்தை பயன்படுத்த வேண்டும். முக்காலத்தையும் உணர்ந்த ஸ்ரீ நாராயண குருதேவர் அப்பொழுதே தொழில்நுட்ப பயிற்சிதான் மக்களுக்கு சிறந்த ஒரு வளர்ச்சியையும் மேம்பட்ட பாதையையும் அளிக்கும் என்பதில் உறுதியோடு மக்களுக்கு அதை எடுத்துரைக்க முற்பட்டார். விவசாயத்தில் தொழில்நுட்பம், பல்வேறு தொழில்களில் தொழில்நுட்பம், மருத்துவத்தில் தொழில்நுட்பம், ஏன் அனைத்து உற்பத்தியிலும் தொழில்நுட்பத்தோடு கூடிய பொருட்களை தயாரித்தல் என்ற அவருடைய கோட்பாடு இன்று அறிவியலில் மிக பெரும் வளர்ச்சியை கண்டுள்ளது. தொழில்நுட்ப பயிற்சியின் மூலம் மக்களுக்கும் ஏன் சிறு வயதில் மாணவர்களுக்குமே பயிற்றுவிக்கும் பொருட்டு பல்வேறு தொழில்நுட்ப பயிற்சி கூடங்கள், கல்வி நிலையங்கள், கல்லூரிகள் என பல்வேறு நிறுவனங்களை அமைத்து மக்களுக்கு இன்றும் ஸ்ரீ நாராயண தர்மசங்கம் ட்ரஸ்ட் வழங்கி வருகின்றது என்பதை இந்த நேரத்தில் பெருமையுடன் தெரிவித்துக் கொள்கிறோம். ஒவ்வொரு செயலிலும் தொழில்நுட்பம் இருந்தால் அது முற்றிலும் வேகமாகவும் அதே சமயம் சரியாகவும் வளர்ந்து கொண்டு சரியான ஒரு பாதையை நோக்கி செல்லும். அத்தகைய விதத்தில் விவசாயம் மட்டுமல்ல, விவசாயத்தில் இப்பொழுது பல்வேறு தொழில்நுட்ப கருவிகள், அதை அப்பொழுதே குரு கணித்தார். அது மட்டுமல்லாமல் இன்று விண்வெளியில் நமது பாரத நாடு மிகவும் சிறப்போடும் அதே சமயம் சிறந்த ஒரு நிலையையும் எட்டிக்கொண்டிருக்கின்றது. இதை அன்றே ஸ்ரீ நாராயண குருதேவர் அறிவியல் மற்றும் தொழில்நுட்ப பயிற்சிகள் ஒவ்வொரு மக்களுக்கும் மாணவர்களுக்கும் அவசியம் என்பதை உணர்த்த பாடுபட்டார். அதை தன்னுடைய தலையாய கொள்கையாகவும் நிலைநிறுத்தினார். குருவுடைய ஆன்மீகம் மட்டுமல்லாமல் சீர்திருத்தத்தை போற்றும் விதமாக பல்வேறு தலைவர்கள், பல்வேறு மக்களுக்காக போராடிய போராட்டவாதிகள், ஏன் சீர்திருத்தவாதிகள் குருவை சந்தித்து செல்ல என்றும் மறுத்ததில்லை. நமது தேசத்தந்தை மகாத்மா காந்தியடிகள், ரவீந்திரநாத் தாகூர், ரமண மகரிஷி போன்ற பல்வேறு துறைகளில் பல்வேறு மக்களுக்காக போராடிய, மக்களுக்காக வாழ்ந்த, இன்னுயிர் தந்த அந்த பெரிய மகாத்மாக்கள் ஸ்ரீ நாராயண குருதேவரை சந்தித்து அவருடன் அளவலாவி அவருடன் பல்வேறு கருத்துக்களை பகிர்ந்து சென்றனர். குருதேவர் தொழில்நுட்ப பயிற்சியில் மக்களுக்கும் மாணவர்களுக்கும் பயிற்சி அளிக்கும் பொருட்டு பல்வேறு கல்வி நிறுவனங்கள் மட்டுமல்லாமல் பயிற்சி கூடங்களையும் நிறுவ வேண்டும் என்பதில் அவர்களுக்கு எந்தவித சந்தேகமும் இல்லாமல் அவர்களுடைய சிறந்த கொள்கையின் ஒரு பகுதியாக அனைத்து மக்களும் இன்று மின்சாரத்தை பயன்படுத்தி, ஏன் கைபேசியை பயன்படுத்தி இந்த உலகத்தையே ஒரு கைக்குள் அடக்கும்
அந்த தொழில்நுட்பத்தை வளர்த்து கொண்டுள்ளனர். அது மட்டுமல்லாமல் உற்பத்தியை பெருக்கும் பொருட்டு பல்வேறு தொழில்நுட்பங்கள் அந்த காலத்தில் பசியாலும் பிணியாலும் வாடி வதைந்த அந்த மக்களுக்கு இப்பொழுது அத்தகைய பசிப்பிணியை போக்கும் விதமாக இந்த தொழில்நுட்பம் நமக்கு பெரும் பங்கை வகிக்கின்றது என்பதில் எல்லளவும் சந்தேகமில்லை. அதை அன்றே கணித்த ஸ்ரீ நாராயண குருதேவர் ஒவ்வொரு துறையிலும், அது கல்வியாகட்டும், விவசாயமாகட்டும், உற்பத்தியாகட்டும், ஏன் ஒவ்வொரு செயலிலும் தொழில்நுட்பத்தை பறைசாற்றும் பொருட்டு தன்னுடைய சீடர்களுக்கும் தன்னுடைய பக்தர்களுக்கும் என்றும் அவர் பறைசாற்ற தவறியதில்லை. இன்று 2020ஆம் ஆண்டு நாம் பயன்பெறும், நாம் பயன்படுத்தும் அனைத்து விதமான, அது விண்வெளி ஆராய்ச்சியாகட்டும், தொழிற்பயிற்சி கூடங்களாகட்டும், விவசாய முன்னேற்றமாகட்டும், மருத்துவத்தில் பல்வேறு நுணுக்கங்களாகட்டும் மற்றும் அனைத்து துறைகளிலும் பயன்படுத்தும் அத்தனை தொழில்நுட்பங்களையும் 1854 முதல் 1928ஆம் ஆண்டு வரை வாழ்ந்த வளர்ச்சியடையும் தொழில்நுட்பத்தை முன்பே கணித்தவர் நமது முக்காலமும் அறிந்த மகான் ஸ்ரீ நாராயண குருதேவர். அவர்களுடைய நாமத்தை போற்றி ஸ்ரீ நாராயண குருதேவரின் வழியில் நின்று அவர்களுடைய போதனைகளையும் கொள்கைகளையும் பின்பற்றி வாழ்வில் மகிழ்ச்சியையும் முன்னேற்றத்தையும் காண்போம். நன்றி, வணக்கம். பூர்ணமதக பூர்ணமிதம் பூர்ணாத் பூர்ணமுதக்ஷதே பூர்ணஸ்ய பூர்ணமாதாய பூர்ணமேவாவசிஷ்டதே. ஓம் சாந்தி சாந்தி சாந்தி. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. Sir, cashier card. Sir, pin. Sir, cashier card. No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA.
88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. Sir, cashier card. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ശിവഗിരി തീർത്ഥാടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഇനി അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കാം. ശിവഗിരി തീർത്ഥാടനത്തിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്കെപ്പോഴും എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. അച്ഛൻ്റെ കൂടെ തീർത്ഥാടന കാലത്ത് പലപ്പോഴും പല ദിവസങ്ങളും അവിടെ വന്ന് കഴിയാറുണ്ടായിരുന്നു. ഓവിലെ കുളിയും അവിടുത്തെ ആഹാരവും എല്ലാം ഭക്ഷിച്ച് ശാരദാ മഠവും അവിടെ മുഴുക്ക ഓടി നടന്ന് കാണുന്നത് ഏറ്റവും ആഹ്ലാദകരമായ ഒരു കാര്യമായിരുന്നു. അച്ഛന് ശിവഗിരിയോട് അങ്ങേയറ്റം അടുപ്പമുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അച്ഛൻ BA സംസ്കൃതത്തിന് തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ ശ്രമിച്ചെങ്കിലും അവിടെ വരാന്തയിൽ നിന്ന് പഠിക്കണം, അങ്ങനെ പഠിച്ചിട്ടുള്ള ആരും പാസ്സായിട്ടില്ല എന്ന് കേട്ടിട്ട് അത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെയാണ് അച്ഛൻ കണ്ടുപിടിച്ചത് പട്ടാമ്പിയിൽ പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ എന്ന വളരെ പ്രസിദ്ധനായ സംസ്കൃത പണ്ഡിതൻ എല്ലാവരെയും, എല്ലാ മതക്കാരെയും ജാതീയരെയും ഒരുപോലെ താമസിപ്പിച്ച് സംസ്കൃതം പഠിപ്പിക്കുന്നുവെന്ന് കേട്ടത്. 1920 അച്ഛൻ പട്ടാമ്പിയിലേക്ക് പോയത്. പട്ടാമ്പിയിൽ 3 വർഷത്തെ സംസ്കൃത പഠനം കഴിഞ്ഞിട്ട് സാഹിത്യ ശിരോമണി പരീക്ഷ മദ്രാസ് പ്രസിഡൻസിയിൽ 1ാം റാങ്കോടുകൂടി പാസ്സായി. ഇതിനെപ്പറ്റി കേട്ട ശ്രീനാരായണ ഗുരുസ്വാമി അച്ഛനോട് ശിവഗിരിയിൽ ചെല്ലാൻ പറഞ്ഞു. എൻ്റെ മൂത്ത മാമനെയും കൂടിയാണ് ശിവഗിരിയിൽ പോയത്. ഓഹാനന്ദ സ്വാമികൾ അവിടെ ഉണ്ടായിരുന്നു. ചെന്നുടനെ തന്നെ ആലുവ അദ്വൈതാശ്രമം സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഓർഡറാണ് കൊടുത്തത്. വേഗം തന്നെ അടുത്ത ബോട്ടിൽ ആലപ്പുഴ എറണാകുളം പോകേണ്ടി വരും. അവിടെ നിന്ന് ട്രെയിനിൽ കയറി ആലുവയിൽ ചെന്ന് ചാർജ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ റെക്കഗ്നേഷൻ തന്നെ പോയെന്ന് വരാം, അതുകൊണ്ട് ഉടൻ തന്നെ പുറപ്പെടണം എന്നാണ് സ്വാമി പറഞ്ഞത്. സ്വാമിയുടെ എല്ലാ
ആശീർവാദത്തോടും കൂടിയാണ് ആ ജോലിയിൽ പ്രവേശിച്ചത്. അച്ഛൻ അവിടെ 24 വർഷം ജോലി ചെയ്തു. അവിടെയാണ് ഞങ്ങളെല്ലാം പിളർന്നത്. ഞാൻ 1942 ആലുവയിലാണ് ഞാൻ വളർന്നത്. ആ ഓർമ്മകൾ മുഴുക്കെ അദ്വൈതാശ്രമം നിറഞ്ഞു നിൽക്കുകയാണ്. ശിവഗിരിയിൽ വരുമ്പോൾ ഇതെല്ലാമാണ് ഓർമ്മ വരുന്നത്. ആ കാലഘട്ടമെല്ലാം പോയി. 2019 നമുക്ക് നല്ലൊരു കാലമായിട്ട്. ആ കാലത്തിൽ നിന്നും 2020 നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവണ്ണം ഒരു വാസ്തവത്തിലൊരു ഒരു ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു വർഷമായി തീർന്നു. ഇനി എന്താണ് വരാനിരിക്കുന്നതെന്ന് നമുക്ക് സംശയം വരികയാണ്. ഈ അടുത്ത പതിറ്റാണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. 2021 തൊട്ടുള്ള ആ പതിറ്റാണ്ടിൽ മനുഷ്യരാശിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മനുഷ്യൻ എങ്ങനെ ഇതൊക്കെ പ്രതിനിധീകരിക്കും? എങ്ങനെ ഇതിനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യും? ആ ഒരു വൈഷമ്യമാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ഞാനൊരു ഹൃദ്രോഗ വിദഗ്ധനായി. അതുകൊണ്ട് എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എൻ്റെ രോഗികളെപ്പറ്റിയും എന്നെപ്പറ്റിയും കുടുംബാംഗങ്ങളെപ്പറ്റിയുമാണ്. ഈ വരും തലമുറ ഹൃദ്രോഗം പ്രതിരോധിക്കുവാനായി എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഈ കോവിഡിൻ്റെ കാലത്ത്, പോസ്റ്റ് കോവിഡ് കാലത്ത് അതിനെപ്പറ്റിയാണ് നാം ആലോചിക്കേണ്ടത്. 2019 മുമ്പുള്ള വർഷങ്ങളിലും ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടേ കാര്യമുള്ളൂ. അതുപോലെ എല്ലാം നമുക്ക് നടപ്പാക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് ഞാൻ പോലും എൻ്റെ വീട്ടിൻ്റെ അകത്ത് മാത്രമാണ് നടക്കുന്നത്. ഹൃദ്രോഗത്തിനെപ്പറ്റി പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങളെപ്പറ്റിയാണ് നമ്മളെപ്പോഴും ആലോചിക്കാറ്. ഹൃദയാഘാതം, രക്തസമ്മർദ്ദം, പ്രമേഹവും ഒരു കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൃദയത്തിനും മറ്റ് രക്തക്കുള്ളുകളുള്ള അസുഖമായിട്ടാണ് ഞാൻ കരുതാറ്. ഈ 3 രോഗങ്ങളുമാണ് എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത്. ഈ രോഗങ്ങളാണ് മനുഷ്യരാശിക്ക് ഏറ്റവും അപകടകരമായിട്ടുള്ളത്. ഈ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെ ഈ രോഗങ്ങളെ പ്രതിവിധി നേടും? നമ്മളെപ്പോഴും പറയാറുള്ളത് ആവശ്യത്തിന് വ്യായാമം, ശരിയായ ഭക്ഷണം, ഉപ്പ് കുറച്ച് കഴിച്ചിട്ടുള്ള ആഹാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമാണ് വ്യായാമം. എൻ്റെ രോഗികൾ മിക്കവാറും എല്ലാവരും തന്നെ വ്യായാമം നിർത്തിയതായിട്ടാണ് ഞാൻ കാണുന്നത്. അവരെവിടെ നടക്കും? ഞാൻ പോലും എന്നും മ്യൂസിയത്തിൽ പോയി നടക്കുമായിരുന്നു. വൈകുന്നേരം ഒരു 7-8 മണിയോട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ആൾക്കൂട്ടമൊന്നുമില്ല. നല്ല വായു ശ്വസിച്ചുകൊണ്ട് മരങ്ങളും കണ്ടുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് നടക്കാവുന്നൊരു സ്ഥിതിവിശേഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് അവിടേക്കാരും പോകാറില്ല. പുറത്തിറങ്ങിയ ആൾക്കാർ നടക്കാറില്ല. പുറത്തിറങ്ങി നടന്നാൽ തന്നെ ആൾക്കാർ ചോദിക്കും, എന്താണ്, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു? അല്ലാതെ നമുക്ക് നടക്കാൻ വേണ്ടി പുറത്തിറങ്ങി നടക്കാനായിട്ട് ആരും ധൈര്യപ്പെടാറില്ല. കോവിഡിൻ്റെ ഭീതി കൊണ്ടാണ് ഈ നടക്കാത്തത്. രോഗികളോടൊക്കെ ഞാൻ പറയാറുണ്ട്, വീട്ടിൻ്റെ വരാന്തയിലും വീട്ടിനകത്തും പറമ്പിലുമെങ്കിലും നിങ്ങളൊന്ന് നടക്കൂ. അവിടെയെങ്കിലും 1 മണിക്കൂർ ദിവസം നടന്നാൽ നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റും. എത്ര പേർക്കിത് സാധിക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ല. പലർക്കും അതുകൊണ്ട് ഒരു 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 വളരെ ബോറായിട്ട് തോന്നുന്ന ഒരു സംഗതിയാണിത്. അതുകൊണ്ടാണ് അവർ പലരും ഇതിന് മടിക്കുന്നത്.
ഈ സന്ദർഭത്തിലാണ് പലരും ട്രെഡ്മില്ല് വാങ്ങിക്കട്ടെ ചോദിക്കുന്നത്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ട്രെഡ്മില്ല് വാങ്ങിക്കാൻ കഴിയുന്നവർ ഇപ്പോഴും വാങ്ങിക്കണം. ട്രെഡ്മില്ല് വാങ്ങിച്ചാൽ അതിനൊരു അപകടമുണ്ട്. നമ്മളതിൻ്റെ നോബ് തിരിക്കുന്നതനുസരിച്ച് അത് വളരെ സ്പീഡിൽ പോകും, കയറ്റം കയറുന്നത് പോലെയാകും. ഇതൊന്നും ഉപയോഗിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് സ്പോർട്സ്മെനാണ്. ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ അവരുടെ ആരോഗ്യം കൂടുതൽ നന്നായി വരാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അല്ലാതെ നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യങ്ങളല്ല. ട്രെഡ്മിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ റോഡിൽ നടക്കുന്ന എന്ത് സ്പീഡിലാണോ ആ സ്പീഡിലേ നടക്കാവൂ. സാധാരണ നമ്മൾ നടക്കുന്നത് ഒരു 4-5 കിലോമീറ്റർ ഒരു മണിക്കൂർ നടക്കുന്ന സ്പീഡിലാണ് നടക്കുന്നത്. ആ സ്പീഡിൽ മാത്രമേ ട്രെഡ്മിൽ പോലും നിങ്ങൾ നടക്കാവൂ. പക്ഷേ എന്നുവരികിലും ദിവസവും നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ആ ട്രെഡ്മിൽ നടക്കുക. സൈക്കിൾ അറിയാവുന്നവരാണെങ്കിൽ സൈക്കിൾ ചവിട്ടുക. പുറത്തിറങ്ങി ചവിട്ടാൻ പറ്റുകയില്ലല്ലോ. ഇന്ന് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോയി നീന്താൻ പറ്റുകയില്ല. നീന്തൽക്കുളങ്ങളും എല്ലാം മിക്കവാറും അടച്ചുപോയി. അവിടം വഴി കോവിഡ് പകരുപോയെന്ന് എല്ലാവർക്കും പേടിയായി കഴിഞ്ഞു. സ്റ്റേഡിയങ്ങളിൽ നമുക്ക് വലിയ പ്രവേശനങ്ങളില്ല. അവിടം വഴിയും കോവിഡ് പടരുമെന്ന് പേടിക്കുന്നു. ഇതുകൊണ്ടാണ് അതിന് പകരമായിട്ട് വീട്ടിലും ട്രെഡ്മില്ലോ എങ്ങനെയെങ്കിലും വ്യായാമം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നടക്കേണ്ടത് അത്യാവശ്യമാണ്. ആ 1 മണിക്കൂർ നടത്തം കൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുക മാത്രമല്ല, നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയുകയും നിങ്ങളുടെ ആരോഗ്യത്തിന് വണ്ണം വയ്ക്കാതിരിക്കുകയും ഒക്കെ ചെയ്യും. കൊളസ്ട്രോൾ പോലും നല്ലവണ്ണം കുറഞ്ഞു കിട്ടും. ഇതിനെല്ലാം ഉള്ളൊരു പ്രതിവിധിയാണ് ആ 1 മണിക്കൂർ നടത്തുക. അതിൻ്റെ പ്രായോഗികതയുള്ള വൈഷമ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ കോവിഡ് പ്രമാണിച്ച് ആ വൈഷമ്യം നമ്മൾ മറികടന്ന് എങ്ങനെയെങ്കിലും 1 മണിക്കൂർ വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന് അങ്ങേയറ്റം പ്രയോജനമുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത് വേണ്ടത് ആഹാരത്തിലെ പഥ്യങ്ങളാണ്. പ്രമേഹവും ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ ആഹാര സാധനങ്ങളും ഭക്ഷിക്കാൻ പറ്റും. പക്ഷേ വ്യായാമമില്ലാതെ വീട്ടിലിരുന്ന് ഭക്ഷിക്കുന്നവർക്ക് വണ്ണം കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. ആഹാരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് എത്ര കുറയ്ക്കാമോ അത്രയും കുറയ്ക്കണം. കൊഴുപ്പെന്ന് പറഞ്ഞാൽ പ്രധാനമായും നമുക്ക് കിട്ടുന്നത് നമ്മളുടെ വറുക്കുകയും പൊരിക്കുകയും ചെയ്യുന്ന എണ്ണ വഴിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം എത്ര എണ്ണ വാങ്ങിക്കുന്നു നോക്കുക. ആ വാങ്ങിക്കുന്ന എണ്ണയുടെ അളവ് കുറേശ്ശെ കുറച്ചു കൊണ്ടുവരിക. ഓരോ വ്യക്തിക്കും ഒരു ദിനം ആവശ്യമുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ്. അത് വെച്ച് എത്ര വ്യക്തികൾ വീട്ടിലുണ്ടോ അത്രയും അളവ് മാത്രമേ എണ്ണ വാങ്ങിക്കാവൂ. എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മേധസ് കുറയും, വണ്ണം കുറയും, മാത്രമല്ല നടക്കാനുള്ള ഊർജവും കൂടും. കൊളസ്ട്രോൾ കുറയാനും പ്രമേഹം കുറയാനും എല്ലാം ഇത് സഹായിക്കും. ഇതിനെല്ലാം പ്രതിവിധി ആഹാരത്തിലെ പഥ്യങ്ങളാണ്. മരുന്നുകൾ കൊണ്ട് പ്രമേഹവും രക്തസമ്മർദ്ദവും തടയാമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ആ മരുന്നുകൾ ഫലവത്താകണമെന്നുണ്ടെങ്കിൽ വ്യായാമവും ആഹാരത്തിലെ പഥ്യങ്ങളും അത്യാവശ്യമാണ്. അതിന് രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനുമുള്ള കഴിവ് കൊണ്ട് ആരോഗ്യം നന്നായി പരിപാലിക്കാൻ പറ്റും. രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതിനുള്ളൊരു പ്രധാന കാരണം ഇന്ത്യയിൽ പ്രത്യേകിച്ചും
നമ്മളുടെ ഉപ്പിലിട്ടത്, ഉപ്പേരി, ഉണക്കമീൻ, ബേക്കറി മിക്സർ, പപ്പടം, സോൾട്ടഡ് നട്ട്സ്, സോൾട്ടഡ് ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ളതെല്ലാം കഴിക്കുകയാണ്. ഉപ്പിലിട്ടത് കൂടാതെ നമുക്ക് ആഹാരം കഴിക്കാൻ വളരെ വൈഷമ്യമല്ലേ. നമുക്ക് ആവശ്യം ഒരു 5-7 ഗ്രാം സോൾട്ടാണ് ഒരു ദിവസം. പക്ഷേ പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിലെ കേരളത്തിലും തെലുങ്കാനയിലും കർണാടകയിലുമൊക്കെ ആൾക്കാർ ദിവസം കുറഞ്ഞതൊരു 15-20 ഗ്രാം വരെ ഉപ്പ് കൂട്ടുന്നുണ്ട്. ശരീരത്തിലെ ഉപ്പ് പുറത്തു പോകാനുള്ള കഴിവ് ഇല്ലാതാകുമ്പോഴാണ് രക്തസമ്മർദ്ദം പലപ്പോഴും വരുന്നത്. ആ ഉപ്പിൻ്റെ ഉപയോഗം തന്നെ കുറയ്ക്കുകയാണെങ്കിൽ രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത കുറയുക മാത്രമല്ല, രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് ആ മരുന്നിൻ്റെ പ്രയോജനം ഇരട്ടിയായി വരും. പലപ്പോഴും പല രോഗികളെയും പരിശോധിച്ച് കഴിയുമ്പോൾ ഞാൻ പറയും, എന്ത് ഉപ്പിലിട്ടതാണ് കഴിക്കുന്നത്? ഒരാഴ്ച ചോദിച്ചു, ഡോക്ടർ എന്തിനാണ് ഈ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും ബ്ലഡ് പ്രഷർ കൂടുതലായി കണ്ടു. മാത്രമല്ല, നിങ്ങൾ നിൽക്കുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം ശരീരത്തിലെ ഉപ്പ് വളരെ കൂടുന്നുവെന്നാണ്. അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആഹാരത്തിലെ ഉപ്പ് എത്ര കുറയ്ക്കാമോ അത്രയും കുറയ്ക്കണം. ഉപ്പ് കുറയ്ക്കുന്നത് കൊണ്ട്, കുടുംബത്തിലെ എല്ലാവരും ഉപ്പ് കുറയ്ക്കുന്നത് കൊണ്ട് ആർക്കും ഒരു അപകടവും സംഭവിക്കാറില്ല. ഉപ്പ് എത്ര കഴിക്കാമെന്ന് ചോദിക്കാം. ശരിയാണ്, നമുക്ക് ആഹാരത്തിൽ രുചിക്ക് വേണ്ടിയുള്ള ഉപ്പ് ചേർക്കുക. അല്ലാതെ ഉപ്പധികമുള്ള ആഹാരങ്ങളെല്ലാം വർജിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഉപ്പിലിട്ടത്, ഉപ്പേരി, ഉണക്കമീൻ, ബേക്കറി മിക്സർ, പപ്പടം, ഇതെല്ലാം അങ്ങേയറ്റം ഉപ്പ് ചേർന്ന വസ്തുക്കളാണ്. പലരും ചോദിക്കും, ഞാൻ ഇന്ദുപ്പ് വെച്ച് ഉപ്പിലിട്ടോട്ടെ. ഇന്ദുപ്പിൽ എന്തെല്ലാം അടങ്ങിയിരിക്കും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഇന്ദുപ്പിൽ പൊട്ടാഷ്യം ക്ലോറൈഡ് കൂടാതെ സോഡിയം ക്ലോറൈഡ് ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇന്ദുപ്പ് വെച്ച ദയവായി നിങ്ങളാരും ഉപ്പിലിട്ടതുണ്ടാക്കരുത്, അതുപയോഗിക്കുകയും ചെയ്യരുത്. അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന നമ്മുടെ സാധാരണ കല്ലുപ്പ് നിങ്ങൾ കൂടുതൽ കഴിച്ചെന്ന് വരാം. രക്തസമ്മർദ്ദം കൂടാനും ആ മരുന്നുകൾക്ക് പ്രയോജനമില്ലാതാകാനും അത് കാരണമാകും. കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി എന്ത് ചെയ്യണം? അതാണ് നമ്മൾ രണ്ടാമത് നോക്കുന്നത്. കൊളസ്ട്രോൾ എന്തിനു കുറയ്ക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കാം. ഹൃദയാഘാതമാണ് മനുഷ്യരാശിയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നത്. ഇത് രക്തക്കൊള്ളുകൾക്ക് കട്ടിപിടിക്കുന്നത് കൊണ്ടാണ്. രക്തക്കൊള്ളിൽ കൊഴുപ്പടിയുന്നത് കൊണ്ടാണ് അത് കട്ടി കൂടുന്നത്. ഈ കൊഴുപ്പ് എവിടെ നിന്ന് വരുമെന്ന് ചോദിച്ചാൽ, ജനിതകമായി ഇതടയാനുള്ള സാധ്യത നിങ്ങൾക്ക് പലർക്കും കണ്ടെന്ന് വരാം. പക്ഷേ അതിലുപരിയായി നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടാണ്. ആഹാരത്തിൽ കൂടുതൽ വറുത്തതും പൊരിച്ചതുമായ വസ്തുക്കളെ നിങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതികളാണ് കൊഴുപ്പും വറുത്തതും പൊരിച്ചതുമൊക്കെ. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. വല്ലപ്പോഴും ഇത് കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്നും വറുത്തതും പൊരിച്ചതും മാത്രമേ കഴിക്കൂവെന്ന് നിർബന്ധം പിടിക്കരുത്. നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലാത്ത വസ്തുക്കൾ പറയുമ്പോൾ പലർക്കും നെറ്റി ചുളിക്കും. വെണ്ണ, നെയ്യ്, ഡാൽഡ, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, തേങ്ങ, ഇതെല്ലാം ശരീരത്തിലെ കൊഴുപ്പടിയാനുള്ള സാധ്യത വളരെ കൂട്ടുന്നുണ്ട്. ഒരു വശത്തോടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ആഹാരത്തിന് നല്ല രുചിയും മണവുമൊക്കെ തരുന്നത്. ആ രുചിയും മണവും കുറച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആരോഗ്യം നിലനിർത്തേണ്ടത് നമ്മളുടെയും നമ്മളുടെ കുട്ടികളുടെയും എല്ലാം ആവശ്യമാണ്. അവരെ പഠിപ്പിക്കണം. ആഹാരത്തിൻ്റെ അളവും കുറയ്ക്കണം. ജപ്പാനിലെ ആൾക്കാരെ നോക്കിയിട്ട് നമ്മൾ പറയും, അവിടെ തടിയന്മാരില്ലല്ലോ, കുടവയറന്മാരില്ലല്ലോ, എന്താണിത്? ജപ്പാനിലെ ഓക്കിനാവയിലാണ് ഏറ്റവും പ്രധാനം. കുട്ടികളെ പഠിപ്പിക്കുന്നത് രാവിലെ ഉച്ചയ്ക്കും രാത്രിയും ആഹാരത്തിനിരിക്കുമ്പോൾ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ മുൻപിലിരിക്കുന്ന പ്ലേറ്റ്
ആ മേശയുടെ നടുവിലേക്ക് മാറ്റണം. മതിയെന്ന് പറയണം. നമ്മളുടെ വീടുകളിലാണെങ്കിൽ പോരാ, ബാക്കി വെച്ചൂടാ, അത് വലിയ പാതകമാണ്, തെറ്റാണെന്നൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാർ പറയും. ശരിയല്ല. അവർക്ക് എത്ര വേണ്ടി വരും നമ്മൾ നേരത്തെ മനസ്സിലാക്കി അത്ര മാത്രമേ വിളമ്പാവൂ. അതുകൊണ്ട് വിശപ്പ് മാറ്റുന്ന ആഹാരമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വയറ് നിറയുന്ന അത്രയും ആഹാരം കഴിക്കാൻ വേണ്ടി നമ്മൾ ആരെയും നിർബന്ധിക്കരുത്. ആ വയറ് നിറയാനുള്ള ആഹാരം കഴിക്കുന്നവർക്ക് അമിതവണ്ണം ഉണ്ടാകാനിടയില്ല, അവർക്ക് കൊളസ്ട്രോൾ കൂടാനിടയില്ല, അവർക്ക് പ്രമേഹം വരുന്ന സാധ്യതകളുമില്ല. പ്രമേഹമാണ് മൂന്നാമത്തെ ജീവിതശൈലി രോഗം. എനിക്ക് നിശ്ചയമായിട്ടും പ്രമേഹത്തിനെ പറ്റി പ്രത്യേകമായിട്ട് സംസാരിക്കാൻ മറ്റാരെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രമേഹം നമ്മളെപ്പോഴും പഞ്ചസാരയുടെ അസുഖമാണ്, മൂത്രത്തിൽ പഞ്ചസാര വരുന്നു, അത് നോക്കിയാണ് നിശ്ചയിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ പറയാറ്. അത് ശരിയല്ല. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് വെച്ചുകൊണ്ട് പ്രമേഹം കൊണ്ട് മരിക്കുന്നവർ വളരെ കുറവാണ്. പ്രമേഹം കൊണ്ട് മരിക്കുന്നവർ അധികവും ഹൃദയാഘാതവും രക്തസമ്മർദ്ദവും മറ്റ് വൃക്കരോഗങ്ങളും ഒക്കെ കൊണ്ടാണ്. ഇവിടെയെല്ലാം രോഗമുണ്ടാക്കുന്നത് രക്തക്കുഴലുകളാണ്. ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളും വൃക്കകളിലേക്കുള്ള രക്തക്കുഴലുകളും തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളും എല്ലാം കൊഴുപ്പഴിഞ്ഞ് അതിലുള്ള രക്തഓട്ടം കുറയുമ്പോഴാണ് അസുഖങ്ങൾ വരുന്നത്. ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കകളുടെ ബലക്ഷയം, ഇതെല്ലാം വരുന്നത് ആ രക്തക്കുഴലുകളുടെ അസുഖം കൊണ്ടാണ്, അടവ് കൊണ്ടാണ്. അതിനെല്ലാം പ്രതിവിധി വ്യായാമവും ആരോഗ്യവുമാണെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. കുട്ടിക്കാലത്തെ തന്നെ നമ്മൾ പരിശീലിക്കുന്ന വ്യായാമവും ആഹാരത്തിലുള്ള പഥ്യങ്ങളും കൊണ്ട് പ്രായമാകുമ്പോഴും വയസ്സാകുമ്പോഴും നമ്മൾക്ക് അസുഖമില്ലാതെ കഴിയാൻ പറ്റും. ഇതല്ലേ നമ്മളുടെ എല്ലാം ഉദ്ദേശം. നമ്മുടെ കുട്ടികൾ ഇത് വളർത്തിയെടുക്കുകയല്ലേ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. നമ്മളിത് പരിശീലിക്കുക മാത്രമല്ല, നമ്മുടെ കുട്ടികളെ കൂടി പഠിപ്പിക്കുക. അതാണ് വളരെ അത്യാവശ്യം. ഇതിനുമൊക്കെ മുമ്പേയായി ഇപ്പം ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വളരും തോറും പരിശീലിച്ചു വരെ ചില ചെറിയ തെറ്റായ പ്രവണതകൾ. പണ്ട് കാലത്ത് മുറുക്കാനായിരുന്നു, പുകയിലിട്ട് മുറുക്കുക. പിന്നെ അത് സിഗരറ്റായി. സിഗരറ്റ് ഇട്ട് ഇതിലെല്ലാമുള്ള ടൊബാക്കോയുടെ പല അംശങ്ങളും ശരീരത്ത് പോയിട്ട് നാനാവിധ അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ അസുഖങ്ങളിൽ ചിലതാണ് രക്തസമ്മർദ്ദവും പക്ഷാഘാതവും ഹൃദയാഘാതവുമൊക്കെ. അതിനൊക്കെ തന്നെ പുകയില ഏത് തരത്തിലാണെങ്കിലും ഉപയോഗിക്കാതിരിക്കണമെന്ന് നമ്മുടെ കുട്ടികളോട് ഉപദേശിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്കൂളുകളിലെ അധ്യാപകർ ഇത് ഉപയോഗിക്കുന്നത് നിർത്തണം. അധ്യാപകർ എന്തു ചെയ്യുന്നുവെന്ന് നോക്കിക്കൊണ്ടാണ് കുട്ടികളിരിക്കുന്നത്. ഗുരുക്കന്മാർ എന്തു ചെയ്യുന്നുള്ളത് അവരനുകരിക്കും. അധ്യാപകർ ഇതിൻ്റെയൊക്കെ ഉപയോഗം നിശേഷം നിർത്തുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കുട്ടികളെ ഈ ദുശീലങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. നല്ല ശീലങ്ങൾ വളർത്തുക, നല്ല ശീലങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. നമ്മൾ ഈ ശീലങ്ങൾ പരിശീലിക്കുന്നത് കൊണ്ട് കുട്ടികൾ നമ്മളെ കണ്ട് പഠിക്കുക. അതാണ് നമ്മളുടെ ഉദ്യമം. നമ്മുടെ കോവിഡ് കാലത്തും ഇതൊക്കെ ശീലിക്കാൻ നമ്മൾ പഠിക്കുക. നമ്മുടെ നാട്ടുകാരെ, ഇതിനു വേണ്ടിയാണ് സ്വാമി നമ്മളോട് പഠിച്ചു നല്ലവരാകുവിൻ എന്ന് ഉപദേശിച്ചത്. സ്വാമിയുടെ ഉപദേശം നമുക്ക് അങ്ങേയറ്റം സ്വീകരിക്കാം. നന്ദി, നമസ്കാരം. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം
Presented by Federal Bank. Powered by AVA Group of Companies. മനോർഭവജനായ ദൈവ്യം ജനം. മനുഷ്യനാവുക, ദിവ്യഗുണശാലിയായ മനുഷ്യരെ സൃഷ്ടിക്കുക. ഇത് ഋഗ്വേദം നടത്തിയ മഹത്തായ ഉദ്ബോധനം. മനുഷ്യത്വത്തിൽ ദൈവീകത ദർശിച്ച് ദിവ്യഗുണശാലികളായ മനുഷ്യരെ സൃഷ്ടിക്കാനായി ഭഗവാൻ ശ്രീനാരായണ ഗുരു പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരുക്കിയെടുത്ത മംഗളകാരിയായ ഗിരിയാണ് വർക്കല ശിവഗിരി. ശിവഗിരി ശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണ. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കും SNDP യോഗം രൂപീകരണത്തിനും ശേഷം നടത്തിയ ദീർഘസഞ്ചാരങ്ങൾക്കിടയിലാണ് വർക്കലത്തുരപ്പിന് മുകളിലുള്ള കൈതക്കോണം കുന്നിന്റെ ഒരു ഭാഗത്ത് മഹാഗുരുവിന്റെ അധിവാസമുണ്ടായത്. അക്കാലം സഞ്ചാരികളെ കൊള്ളയടിച്ചും മറ്റും ഉപജീവനം കഴിക്കുന്ന സംഘം വർക്കലയിൽ അധിവസിച്ചിരുന്നു. അന്യന്റെ കണ്ണീരുണ്ട് ജീവിക്കുന്ന ജനവിഭാഗം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അധസ്ഥിത ജനത പുറം ലോകത്തെന്തെന്നറിയാതെ ജീവിക്കുന്നു. ഇവരെ സമുദ്ധരിക്കുകയായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം. കൈതക്കോണം കുന്നിന് ഭഗവാൻ ശിവഗിരി എന്ന് നാമകരണം ചെയ്തു. 1904 അടുപ്പിച്ച് ഭഗവാൻ ഇവിടെ വാസമുറപ്പിച്ചു. രോഗമുള്ളിടത്ത് ചികിത്സാകേന്ദ്രം വേണമെന്നാണ് ശിവഗിരിയിൽ ആശ്രമം തുടങ്ങുന്നതിനെക്കുറിച്ച് മഹാഗുരു കൽപ്പിച്ച വാക്കുകൾ. വർക്കലയുടെ മുഖം തന്നെ മാറ്റി ഭഗവാന്റെ ദിവ്യ സാന്നിധ്യമൂറുന്ന ശിവഗിരിക്കുന്ന് ഇന്ന് ലോകത്തെ വിലമതിക്കാനാവാത്ത അധ്യാത്മ ചൈതന്യത്തിന്റെ നിറകുടമായി പരിലസിക്കുന്നു. വെളുപ്പിന് 4 മണിക്ക് പ്രപഞ്ചമുണർത്തുന്ന ദിവ്യമണിനാദം മുഴക്കി ഭഗവാൻ ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾ ധ്യാനമുണരുന്ന ശിവഗിരി. 4:30 പ്രാർത്ഥനാ മന്ദിരത്തിലെ യജ്ഞശാലയിൽ അറിവിന്റെ അഗ്നി ഉണർത്തുന്ന ആചാരനിഷ്ഠ, വേദവും വേദാന്തവും സമന്വയിക്കുന്ന സർവാർപ്പണ മന്ത്രം ഹവിസിൽ ജ്വലിച്ചുയരുന്ന ദിവ്യാനുഭൂതിയാണ് ഇവിടെ നിറയുന്നത്. മഹാഗുരുവിന്റെ ഹോമമന്ത്രത്താൽ ജ്വലിച്ചുയരുന്ന അറിവിന്റെ അഗ്നി നമ്മിലെ അജ്ഞതയെ, വിഷയവാസനകളെയൊക്കെ വറുത്തുകളയുന്നു. ത്വയി വിഷയായിതി സമിധോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. അമ്മയുണർന്നാൽ അറിവുണർന്നു. പ്രാർത്ഥനാ മന്ദിരത്തിന് തൊട്ട് താഴെ വിദ്യാരംഭം കുറിക്കാൻ ശ്വേതപത്മത്തിൽ ചതുർബാഹുവായ ശാരദാംബയെ ഭഗവാൻ കുടിയിരുത്തിയിരിക്കുന്നു. മീനായും മാനായും പർവ്വതമായും പക്ഷിയായും അണുവായുമെല്ലാം നിറഞ്ഞു വിലസുന്ന അമ്മയെ ആശ്രയിച്ചാൽ പ്രപഞ്ചമാകുന്ന മാറാപ്പ് മാറ്റി അമ്മ ഒരുമയുടെ സ്തന്യം പകർന്നു തരും. അത് നേടി ധർമ്മം, അർത്ഥം, കാമം എന്നിവയിലൂടെ മോക്ഷസ്ഥിതനായി പുരുഷാർത്ഥപൂർത്തി നേടാം. 1912 ശാരദാ മഠത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ ശാരദയെ പ്രതിഷ്ഠിച്ചത്. ഉത്സവങ്ങളും ഘോഷങ്ങളുമില്ലാത്ത മാതൃകാ ദേവാലയമാണിത്. ഇവിടെ അഭിഷേകവും എഴുന്നള്ളത്തുമില്ല. ശാരദയ്ക്ക് വെള്ളവും പൂവും മതിയെന്ന ഭഗവാന്റെ വിശുദ്ധ വാക്കുകൾ അനുസരിച്ചാണ് പൂജാക്രമം. ഭവതി മാനായതും ജനനി നീനാഗവും നഗഖഗം താനായതും ധരനദീ നാരിയും നരനും ആനാഗവും നരകവും. 72 വത്സരം ഭൂമിയിൽ പദമൂന്നി ദഹരാകാശത്തിലേക്ക് ശിരസുയർത്തി
ജ്ഞാനഗംഗയെ കരുണാസമുദ്രം പോലെ കണ്ണുകളിൽ നിറച്ച് നീണ്ട ബാഹുക്കളിൽ അനുകമ്പയുടെ കർമ്മകാണ്ഡവുമായി വിസ്മയകരമായ ജീവിതം നയിച്ച ഭഗവാൻ ശ്രീനാരായണ ദേവന്റെ ദിവ്യഗേഹം ഉള്ളിൽ സൂക്ഷിക്കുന്ന മണ്ണാണ് ശിവഗിരി. അതിന്റെ ഉത്തുംഗത്തിൽ വിണ്ണിലേക്ക് ഉയർന്നു നിൽക്കുന്ന മഹാസമാധി മന്ദിരത്തിൽ ഭഗവാൻ നിതാന്ത ധ്യാനത്തിൽ അമർന്നിരിക്കുന്നു. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇവിടം പവിത്രമാണ്, പരിപാവനവും. മനുഷ്യായുസ് സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖത്തോടെ വരുന്നവർക്ക് ശരിയായ ആത്മസുഖമെന്തെന്ന് പറഞ്ഞു നൽകും ഭഗവാൻ ശ്രീനാരായണ പരമഹംസൻ. ദുഃഖത്തോടെ വരുന്നവരെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ദുഃഖങ്ങളെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് പകർന്നു നൽകും. ഉദയത്തിനു മുൻപും സന്ധ്യാനേരത്തും മഹാസമാധിയിൽ നമിക്കാനായാൽ ലഭിക്കുന്ന ആത്മസുഖം ലോകത്ത് മറ്റൊരു ആധ്യാത്മിക കേന്ദ്രത്തിൽ നിന്നും ലഭിക്കില്ലെന്ന് അനുഭവജ്ഞർ നിസ്സംശയം ബോധിപ്പിക്കുന്നു. നഗുരോരധികം തത്വം നഗുരോരധികം തപ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. എം പി മുത്തേടത്തെന്ന ത്യാഗിയായ ഭക്തൻ നിർമ്മിച്ച് സമർപ്പിച്ചതാണ് ഈ വിശുദ്ധ മന്ദിരം. 1968 ജനുവരി 1 ഇവിടെ ഭഗവാന്റെ മാർബിൾ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. എല്ലാം ഒന്നിൽ നിന്നുണർന്നു കാണുന്നു എന്ന അറിവാണ് ബ്രഹ്മവിദ്യ. പല മതസാരവും ഏകം എന്ന അറിവാണ് ഭഗവാൻ മാനവരാശിക്ക് പകർന്നത്. അത് വെറുതെ പറയാനുള്ളതല്ല, പല മതങ്ങളുടെയും സാരം പഠിച്ചറിഞ്ഞ് ബോധ്യപ്പെടേണ്ട സത്യമാണ്. അതിനുള്ള വിശിഷ്ടമായ പാഠശാലയാണ് ബ്രഹ്മവിദ്യാലയം. 7 വർഷത്തെ ബ്രഹ്മവിദ്യാ പഠനത്തിലൂടെ ശിവഗിരിയുടെ സാരഥ്യം വഹിക്കാൻ കെൽപ്പുള്ള സന്യാസി സംഘത്തെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മവിദ്യാലയമാണ്. ഇവിടെ ബ്രഹ്മചാരികളായി വിദ്യാഭ്യാസം നേടുന്നവർക്ക് സന്യാസത്തിലേക്കും ഗാർഹസ്ഥ്യത്തിലേക്കും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ലോകത്തെ വികലമായ വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്കും മതഭ്രാന്തിനും അറുതി വരുത്താൻ ഭഗവാൻ തുടങ്ങിവെച്ച മഹത്തായ ബ്രഹ്മവിദ്യാലയം ഒരു വിശ്വസർവകലാശാലയായി വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഭഗവാന്റെ പ്രിയ ശിഷ്യസംഘമായ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനും മഹാത്മാഗാന്ധിക്കും CF ആൻഡ്രൂസിനും ശ്രദ്ധാനന്ദജിക്കുമടക്കം ഒട്ടേറെ മഹത്തുക്കൾക്ക് ആതിഥ്യമരുളിയ ഭഗവാന്റെ വൈദിക മഠം. ഞാവൽ മരത്തിൽ പടിഞ്ഞാറേ കടലിൽ നിന്ന് വരുന്ന ഇളം കാറ്റ് തട്ടി രാമച്ച വിശറി പോലെ വീശുന്ന ഇവിടം മനഃശാന്തിക്ക് പറ്റിയ ഇടമാണ്. ഉള്ളിലെ മഹാസങ്കടങ്ങളെ ഈ ചെറുഗേഹത്തിന്റെ വിശുദ്ധാന്തരീക്ഷം അലിയിച്ചു കളയും. ഇവിടെ വച്ചാണ് ഭഗവാൻ 1104 കന്നി 5 മഹാസമാധി പൂണ്ടത്. നിങ്ങൾക്ക് കർമ്മഗതിയിൽ തടസ്സം നേരിടുമ്പോൾ ഇവിടെ വന്ന് ഈ റിക്ഷയെ വണങ്ങി ഭഗവാനെ സ്മരിച്ചാൽ മതി. വിഘ്നങ്ങളകന്ന് ജീവിത റിക്ഷ ഭഗവാൻ തന്നെ ചലിപ്പിക്കും. തൃപ്പാദങ്ങളുടെ പിൻഗാമിയായി അഭിഷേകം ചെയ്യപ്പെടാൻ നിയോഗം സിദ്ധിച്ച പ്രിയ ശിഷ്യൻ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ സമാധി മന്ദിരവും ശിവഗിരിയിലുണ്ട്. മഹാസമാധിയിലേക്കുള്ള പടിക്കെട്ടിന്റെ തുടക്കത്തിലാണിത്. ഭക്തി കൊണ്ടും ത്യാഗം കൊണ്ടും ഉജ്ജ്വലമായ സന്യാസ ജീവിതം നയിച്ച ബോധാനന്ദ സ്വാമികളെ വണങ്ങിയിട്ട് വേണം നാം മഹാസമാധിയിലേക്ക് പടികയറാൻ. ചിങ്ങമാസത്തിലെ ചതയമാണ് ഭഗവാന്റെ ജന്മനക്ഷത്രം. കന്നി 5 അവിടുത്തെ ദിവ്യ സമാധിയും. ഈ 2 ദിനങ്ങളിൽ ശിവഗിരിക്കുന്ന്
അക്ഷരാർത്ഥത്തിൽ ഭക്തിക്കടലായി മാറും. ആധ്യാത്മജ്ഞാനം ആവോളം പകർന്നു നൽകുന്ന ഇടമായി മാറും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വഴിയലഞ്ഞു വരുന്നവർക്ക് ശരീരശുദ്ധി വരുത്തിയെത്തിയാൽ 3 നേരവും ശുചിത്വമുള്ള ആഹാരം വിളമ്പുമായിരുന്നു കരുണാസാഗരമായ ഭഗവാൻ ഗുരുദേവൻ. ആദ്യകാലത്ത് വീടുകളിൽ പോയി ഭിക്ഷ യാചിച്ച് കിട്ടുന്ന അരിയാണ് വേവിച്ചതെങ്കിൽ പിന്നീട് ഭക്തരിൽ ഉള്ളവർ വന്ന് സമർപ്പണമായി അരിയും സാധനങ്ങളും നൽകുമായിരുന്നു. ഭഗവാൻ തുടങ്ങിവെച്ച അന്നദാനം ഗുരുപൂജയായിട്ടാണ് ശിവഗിരിയിൽ നിർവഹിക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഇത് ലഭിക്കും. ജീവിതകാലം മുഴുവൻ ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പയോടെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഭഗവാനോട് കഥയൊന്നും അറിയാത്ത ഒരാൾ ഒരിക്കൽ ചോദിച്ചു, പശുവിന്റെ ഇറച്ചി കഴിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന്. അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ഭഗവാൻ തിരികെ ചോദിച്ചത്. മരിച്ചു എന്നുത്തരം. കുഴിച്ചിട്ടോ അതോ തിന്നോ എന്ന് ഭഗവാന്റെ മറുചോദ്യം. ആ മറുചോദ്യത്തിലുണ്ട് അവിടുത്തെ ജീവകാരുണ്യം. ഭഗവാന്റെ ദിവ്യമായ ശിവഗിരി ആശ്രമത്തിലും ഈ ഗോമാതാക്കൾ സസുഖം വാഴുന്നുണ്ട്. ഗോശാലയ്ക്ക് പുറമേ തന്നെ സമൃദ്ധമായ കാർഷിക നിലങ്ങളും ശിവഗിരിക്ക് സ്വന്തമായുണ്ട്. വന്ന് താമസിക്കാനും ഭജനമിരുന്ന് മനഃശാന്തി നേടാനും പറ്റിയ ഇടമാണ് ശിവഗിരി. പുറത്തുനിന്ന് വരുന്ന അതിഥികൾക്ക് ശാന്തമായി ഉറങ്ങാനും വിശ്രമിക്കാനും ഒരു അതിഥി മന്ദിരവുമുണ്ട്. ശിവഗിരിക്ക് തൊട്ടടുത്തായാണ് ഭഗവാൻ നേരിട്ട് സമർപ്പണം സ്വീകരിച്ച് നിർമ്മിച്ച മഹാവിദ്യാലയം. അതിനടുത്തായി ഒരു കൺവെൻഷൻ സെന്ററുമുണ്ട്. ദൈവദശകത്തിന്റെ 100ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ദൈവദശകം ശതാബ്ദി മന്ദിരവും ഗുരുധർമ്മ പ്രചരണ സഭയുടെ ഓഫീസും ശിവഗിരിക്കുന്നിലാണ് പ്രവർത്തിക്കുന്നത്. ആതുര സേവന രംഗത്തിന് ശിവഗിരിയുടെ സംഭാവനയാണ് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രി. ഇതോടനുബന്ധിച്ച് നഴ്സിംഗ് കോളേജും പ്രവർത്തിക്കുന്നു. വിവേകം താനേ വരില്ല, നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്ന ഭഗവത് മൊഴികേട്ടെത്തുന്നവർക്ക് വിജ്ഞാനത്തിന്റെ പുസ്തക കലവറയുണ്ട് ശിവഗിരിയുടെ താഴ്വരയിൽ. ധർമ്മസംഘം ട്രസ്റ്റിന് സ്വന്തമായി പുസ്തക പ്രസാദന കേന്ദ്രവുമുണ്ട്. ഇവിടെ നിന്നാണ് അധ്യാത്മജ്ഞാനത്തിനുതകുന്ന അറിവുമായി ശിവഗിരി മാസിക പുറത്തിറങ്ങുന്നത്. ശ്രീ ഗുരുദേവൻ സ്നാനം ചെയ്ത വടക്കേ ഓവ് ഇന്നും തെളിവാർന്ന ജലമൊഴുകുന്ന തീർത്ഥമായി നിലനിൽക്കുന്നു. ഇവിടെ വഴി ഒഴുകിവരുന്ന ജലത്തെ കുഴൽവെള്ളമെന്നാണ് ഭഗവാൻ വിളിച്ചത്. വർക്കലക്കുന്ന് കൊച്ചിയും തിരുവനന്തപുരവും തമ്മിലുള്ള ജലമാർഗ വ്യാപാരത്തിന് തടസ്സമായപ്പോൾ രാജഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഈ തുരപ്പ്. ഇന്നിപ്പോൾ നിർദ്ദിഷ്ട ദേശീയ ജലപാതയുടെ ഭാഗവുമാണ്. ഓം ശ്രീ
നാരായണ പരമഗുരവേ നമഃ. ശിവഗിരിയിലെ മാവും ഞാവലും പ്ലാവും അടക്കമുള്ള മഹാവൃക്ഷങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ വാക്കുകൾ ധരിച്ചാണ് നിൽക്കുന്നത്. ഈ കുന്നിലാകെ നടന്ന് ഗുരുമൊഴികൾ നുകർന്നാൽ അതുമതി ജീവിതധന്യം നേടാൻ. കോട്ടയത്തെ നാഗമ്പടം ശിവക്ഷേത്രമുറ്റത്തെ തേന്മാവിൻ ചുവട്ടിൽ വച്ച് 1928 ജനുവരി 16 ഭഗവാൻ അനുമതി നൽകിയ ശിവഗിരി തീർത്ഥാടനം ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷം 1932 തുടക്കമിട്ടത്. ഭഗവാന്റെ ഗൃഹസ്ഥ ശിഷ്യൻ മൂലൂർ പത്മനാഭ പണിക്കരുടെ മകൻ PK ദിവാകര പണിക്കരുടെ നേതൃത്വത്തിൽ ഇലവുംതിട്ട കേരളവർമ്മ സൗധത്തിൽ നിന്നാണ് തീർത്ഥാടനത്തിന് തുടക്കമിട്ടത്. 5 പേരിൽ തുടങ്ങിയ തീർത്ഥാടനം ഇന്ന് ബഹുലക്ഷം ജനതയുടെ മഹാസംഗമമാണ്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിങ്ങനെ മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയെ പ്രദാനം ചെയ്യുന്ന 8 വിഷയങ്ങളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് തീർത്ഥാടനത്തിന്റെ മഹത്തായ ലക്ഷ്യം. അതിനാൽ തന്നെ ഇത് ആഘോഷങ്ങളുടെയും ഭക്തി കച്ചവടത്തിന്റെയും തീർത്ഥാടനമല്ല, അറിവിന്റെ തീർത്ഥാടനമാണ്. ശിവഗിരിയുടെ മഹിമകൾ ഇങ്ങനെ എണ്ണിപ്പറയാൻ 1000 നാവുള്ള അനന്തന് പോലും പ്രയാസമാകുമെന്നാണ് അനുഭവം. പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ വലുതാണ് അടുത്തറിഞ്ഞനുഭവിക്കുന്ന അനുഭൂതി. ശിവഗിരി അറിഞ്ഞനുഭവിക്കേണ്ട അനുഭൂതിയുടെ സങ്കേതമാണ്. അറിവും അനുഭവവും ചേർന്ന് നിൽക്കുന്ന ആത്മശാന്തിയാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. ആത്മോപദേശ ശതകത്തിൽ ഭഗവാൻ മൊഴിയുന്നത് പോലെ അണുവറിവിൻ മഹിമാവിലംഗമില്ലാതണയും അഖണ്ഡവുമന്നു പൂർണ്ണമാകും. അനുഭവിയാതറിവീലഖണ്ഡമാം ചിത്ഘനമിതു മൗനഘനാമൃതാബ്ധിയാ. അയ്യോ ഈ വെയിൽ കൊണ്ടു വെന്തുരുകി വാടിയിടുന്നു നീ എന്നെയേ. കയ്യേകിടുവതിന്നു കാൺകിലൊരുവൻ കാരുണ്യവാനാരഹോ. പയ്യാർ നീ ജനമാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ ഖനാംബു കൃപയാ. ഗംഗാ നദീധാമമേ. കനിവ് നഷ്ടപ്പെട്ട മനുഷ്യർ ഭൂമിയുടെ കരുണാസാഗരത്തെ മുഴുവൻ വലിച്ചു കുടിച്ച് ഊഷരമാക്കിയ കാലത്ത് പ്രകൃതിയും പൂർണ്ണസത്യവും ചേർന്ന് പരിപാലിക്കുന്ന ലോകജീവിതത്തിന്റെ വരൾച്ച മാറ്റാൻ മഹാഗുരു ഇങ്ങനെ മനംനൊന്ത് പാടിയത് കേട്ടാണ് കാലത്തിന്റെ കനിവുണർന്നത്. നെയ്യാറിന്റെ ഒഴുക്ക് വെറും വെള്ളപ്പാച്ചിലല്ല. പാറക്കെട്ടിൽ തല്ലി തലകീഴെ മറിഞ്ഞ് ശങ്കരൻകുഴിയിൽ പതിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും കാലഗമനം നടത്തുകയാണ് ഈ പുണ്യവതി. സംസാരികൾക്കിടയിലൂടെ അവരുടെ ജീവിതപ്പാച്ചിലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അഗസ്ത്യകൂടത്തിൽ നിന്നും 35 മൈൽ പിന്നിട്ട് മഹാസാഗരത്തിൽ ലയിക്കുന്നു നെയ്യാർ. ശങ്കരൻകുഴി കലികൊണ്ട് കാലം തെറ്റി ബുദ്ധി തലകീഴായി മറിയുന്ന ഇടമാണ്. അവിടെ നിന്ന് പുതുചിന്തയുണർത്തി പ്രവാഹം ശരിയായ ദിശയിലാക്കുന്ന ദൗത്യമാണ് ഈ ദിവ്യമായ ചുഴി നിർവഹിക്കുന്നത്.
മനുഷ്യരെ തന്നെ അശുദ്ധജീവികളായി കണ്ടിരുന്ന ഒരു കാലം ഇതുപോലെ കലി പൂണ്ട് തലകീഴായി മറിഞ്ഞപ്പോൾ മഹാഗുരു അതിന് പരിഹാരമുണ്ടാക്കാൻ മുങ്ങി നിവർന്നതും ഇതേ ശങ്കരൻകുഴിയിലാണ്. 1888 മാർച്ച് 11 ഞായറാഴ്ച വെളുപ്പിന് 3 മണിക്ക് ഇതേ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിവലിംഗവുമായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തി. ബ്രഹ്മമുഖാമരവന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശലലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. ഭഗവാന്റെ ജന്മനക്ഷത്രമായ ചതയം നാളായിരുന്നു അന്ന്. അഷ്ടബന്ധക്കൂട്ടില്ലാതെ ആത്മതപസ്സിന്റെ ചൂടുകൊണ്ട് ശിവലിംഗത്തെയും ശിലയെയും കൂട്ടിച്ചേർത്ത ആ വൈഭവം ലോകചരിത്രത്തിൽ ആദ്യത്തേതായിരുന്നു. ഇടനിലക്കാരായ വൈദിക മാനികളാണ് വിശ്വാസികളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അതിനാൽ ഇടനിലക്കാരൻ വേണ്ടാത്ത ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നു എന്നതാണ് അഷ്ടബന്ധത്തിന്റെ ഇടനിലയില്ലാത്ത ആ പ്രതിഷ്ഠാ ചടങ്ങിന്റെ പൊരുൾ. ശിലയും ശിവലിംഗവും മഹാഗുരുവിന്റെ ആത്മതപസാൽ ഉരുകിച്ചേർന്ന മഹാ അത്ഭുതമായാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നിലകൊള്ളുന്നത്. ഇതേ ആത്മതപസാണ് മനുഷ്യനെ ദൈവവുമായി ഉരുക്കി ചേർക്കുന്നത്. ദൈവത്തിൽ ഉരുകിച്ചേരണമെങ്കിൽ മത, ജാതി, ഭാഷ, വർഗഭേദ ചിന്തകൾ ഇല്ലാതാകണം. അനുകമ്പയാർന്ന് എല്ലാ ജീവജാലങ്ങളിലും അവനവനെ കണ്ടുണരാൻ സാധിക്കണം. ഒടുവിൽ ദേഹബോധവും വെടിഞ്ഞ് പൂർണ്ണ സത്യത്തിൽ ലയിക്കണം. അതിനൊരു മാതൃകാസ്ഥാനമാണ് മഹിവാർന്ന ചരിത്രമുള്ള അരുവിപ്പുറം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശിവഗിരി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ പോഷകമഠങ്ങളിൽ പ്രധാനമാണ് അരുവിപ്പുറം. മഹാഗുരുവിന്റെ ദിവ്യമായ ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച മഠവും ഒരു വിദ്യാലയവും ഇവിടെയുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സംസ്കൃത സ്കൂളാണ് മഹാഗുരു ഇവിടെ ആരംഭിച്ചത്. കുമാരനാശാനും ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളും ഈ സ്കൂളിൽ അധ്യാപകരായിരുന്നു. ക്ഷേത്രത്തിനടുത്തായാണ് ഗുരുവിന്റെ ഛായാചിത്രം പ്രതിഷ്ഠിച്ച ഗുരുമന്ദിരവും ഓഫീസും മറ്റും. ഈ മന്ദിരത്തിലാണ് തൃപ്പാദങ്ങൾ വസിച്ചിരുന്നത്. അവിടുന്ന് അന്ന് ഉപയോഗിച്ച കട്ടിലും ചാരുകസേരയുമെല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഫലവൃക്ഷങ്ങളുടെ ഛായയും മണിക്കിണറിലെ തെളിവാർന്ന കുടിവെള്ളവും വിശാലമായ ക്ഷേത്രമുറ്റവുമൊക്കെ ചേർന്ന പ്രശാന്തമാണിവിടം. ഗുരുതൃപ്പാദങ്ങൾക്ക് ക്രിസ്ത്യൻ മതവിശ്വാസിയായ മരിയൻ ചട്ടമ്പി സമർപ്പിച്ച മയിൽവാഹനവും ഇവിടെയുണ്ട്. കാടും കാട്ടുചോലയും കൈകോർത്ത് നിൽക്കുന്ന ഈ പ്രകൃതിയെ മനുഷ്യാധിവാസ സ്ഥാനമാക്കിയത് ഭഗവാന്റെ സാന്നിധ്യമാണ്. ഭഗവാൻ ആദ്യത്തെ ശിഷ്യനെ ലഭിച്ചതും അരുവിപ്പുറത്ത് വെച്ചാണ്. കൊച്ചപ്പിപ്പിള്ള എന്ന ബാലകൻ അഭൗമ തേജസാർന്ന യുവയോഗിയിൽ ആകൃഷ്ടനായി തീരുകയായിരുന്നു. കുട്ടിക്കാലം മുതൽ ശിവഭക്തനായിരുന്ന കൊച്ചപ്പിപ്പിള്ള
തന്റെ ഉള്ളിലെ ശിവനെ ഗുരുവിൽ ദർശിച്ച് ഭജിക്കുവാൻ തുടങ്ങി. സത്യത്തിൽ ശിവലിംഗം പോലെ ഉറച്ചു നിൽക്കുന്ന പ്രകൃതമായതിനാൽ ആദ്യ ശിഷ്യന് ശിവലിംഗദാസൻ എന്ന് നാമകരണം ചെയ്തു ഭഗവാൻ. ഭൈരവൻ ശാന്തിയാണ് അരുവിപ്പുറത്തെ മറ്റൊരു വിശുദ്ധ സാന്നിധ്യം. 114 വയസ്സിലാണ് സമാധിയായത്. ഗുരുഭക്തിയുടെ മൂർത്തരൂപമായിരുന്നു ശാന്തി. അരുവിപ്പുറം ശിവക്ഷേത്രം വർഷങ്ങളോളം ഭൈരവൻ ശാന്തിയുടെ മന്ത്രജപം കേട്ടാണ് തുയിലുണർന്നിരുന്നത്. ഭൈരവൻ ശാന്തിക്ക് ശിവലിംഗത്തിന്റെ രൂപത്തിലാണ് സമാധി മന്ദിരം സ്ഥാപിച്ചിരിക്കുന്നത്. മരുത്വാമലയിൽ സത്യസാക്ഷാത്കാരം നേടി ധന്യമാർന്ന് വാഴുകയായിരുന്ന ഭഗവാനെ അരുവിപ്പുറത്തിലേക്ക് നയിച്ചത് ലോകരക്ഷയെന്ന ദൗത്യമാണ്. സത്യസ്ഥിതനായി എങ്കിലും തന്റെ കർമ്മപദ്ധതിയെ ചിട്ടപ്പെടുത്താൻ ഒരിടം ഭഗവാൻ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു. തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. ആറിന്റെ തീരത്തും കൊടിതൂക്കി മലയുടെ മുകളിലും 2 ഗുഹകളുണ്ടിവിടെ. ഇവ രണ്ടുമായിരുന്നു ഭഗവാന്റെ തപോപീഠങ്ങൾ. രണ്ടിനും ഗർഭഗൃഹത്തിന്റെ ആകൃതിയാണ്. പതഞ്ഞൊഴുകുന്ന നെയ്യാറിനഭിമുഖമായി പേരാലിന്റെ വേരുകൾ വന്ന് വേലിക്കെട്ടൊരുക്കി സുരക്ഷയേകുന്ന ഗുഹാമുഖം. ഓളത്തണുപ്പിൽ മിനുങ്ങുന്ന പാറക്കെട്ടുകൾ. ഇവിടം ശാന്ത മനസ്സുകൾക്ക് ഇന്നും സ്വർഗം തന്നെ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഏകദേശം അരമണിക്കൂർ മല കയറിയാൽ എത്തുന്ന ഇടമാണ് കൊടിതൂക്കിമല. അവിടെ കുന്നിന്റെ മുകളിൽ ലക്ഷണമൊത്തൊരു ഗുരുക്ഷേത്രം ഉയർന്നിട്ടുണ്ട്. പ്രകൃതിയുടെ നെറുകയിൽ പ്രപഞ്ചപുരുഷൻ അറിവിന്റെ സ്വരൂപമായി ഇരുന്നരുളുന്ന ആ കാഴ്ച കുന്നുകയറി ദുരിതക്കടലിൽ വലിഞ്ഞെത്തുന്ന ഭക്തസമൂഹത്തിന് കണ്ണിനും മനസ്സിനും ഇമ്പമാർന്ന കാഴ്ചയാണ്. കുന്നിന്റെ ചെറുചരിവോരത്താണ് ഭഗവാൻ വർഷങ്ങൾ തപസ്സനുഷ്ഠിച്ച കൊടിതൂക്കി മലയിലെ ഗുഹ. കൽപ്പാളികൾ വന്ന് അകത്തേക്കുള്ള വഴി അടഞ്ഞ നിലയിലാണ് ഇന്ന്. ഇവിടെ കുന്നിന് മുകളിൽ കൽഫലകത്തിൽ ഗുരു ദർശിച്ച വേദാന്ത സൂത്രം കൊത്തിവച്ചിരിക്കുന്നു. വേദവ്യാസന്റെ ബ്രഹ്മസൂത്രം അക്ഷരക്കടൽ പോലെ പരന്നു കിടക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ വേദാന്ത സാഗരത്തെ വേദാന്ത സൂത്രമായി ഒരു ചെറു ചെപ്പിലൊതുക്കി നമുക്ക് തന്നു. ഈ പാറപ്പുറത്താണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നിതാന്ത ധ്യാനത്തിൽ അമർന്നിരുന്നത്. ഈ പാറപ്പുറത്ത് വെച്ച് തന്നെയാണ് ഗുരുദേവൻ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുമായി സംവദിച്ചതും ഇത് ദർശിച്ച ഭൈരവൻ ശാന്തിക്ക് അനുഗ്രഹപ്രാപ്തി ഉണ്ടായതും. ദിവ്യതീർത്ഥത്തിന്റെ ഉറവയായ കിണ്ണിക്കിണറും ഇവിടത്തെ ഒരു അത്ഭുതമാണ്. 1903 ജനുവരിയിൽ SNDP യോഗത്തിന് രൂപം നൽകിയ പ്ലാവിൻ ചുവട് ഇവിടെ ഒരു ചരിത്രരേഖയായി കാണാം. വാവൂട്ട് യോഗമാണ് പിന്നീട് SNDP യോഗമായി പരിണമിച്ചത്. ഡോക്ടർ പൽപ്പുവും കുമാരനാശാനുമെല്ലാം ഈ ഫലവൃക്ഷത്തണലിൽ ഇരുന്നാണ് ലോകസംഗ്രഹത്തിനായി സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. യോഗത്തിന്റെ 1ാം വാർഷിക സമ്മേളനവും ഭഗവാന്റെ ദിവ്യ സാന്നിധ്യത്തിൽ അരുവിപ്പുറത്താണ് നടന്നത്. അന്ന് അവിടെ നടന്ന വനിതാ സമ്മേളനത്തിൽ
ഡോക്ടർ പൽപ്പുവിന്റെ മാതാവ് പപ്പമ്മയാണ് അധ്യക്ഷത വഹിച്ചത്. അരുവി കടന്ന് നീന്തി വരേണ്ടിയിരുന്ന അരുവിപ്പുറത്തിനെ ഒരു പാലവും റോഡും നൽകിക്കൊണ്ട് പുറം ലോകവുമായി ബന്ധിപ്പിച്ചത് TK ദിവാകരൻ മന്ത്രിയായിരുന്ന കാലത്താണ്. അദ്ദേഹത്തിന്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മഹാഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യൻ CR കേശവൻ വൈദ്യർ നിർമ്മിച്ചു നൽകി 1988 അരുവിപ്പുറം പ്രതിഷ്ഠാ ശതാബ്ദിക്ക് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തുറന്നുകൊടുത്ത കീർത്തിസ്തംഭവും ഇവിടെ കാണാം. ശിവരാത്രി ദിനം പ്രാർത്ഥനാ നിർഭരമാകും അരുവിപ്പുറത്ത്. ശ്രീ ഗുരുദേവൻ നടത്തിയ വിപ്ലവകരമായ പ്രതിഷ്ഠാദിനം കൂടിയാണ് മഹാശിവരാത്രി. രാത്രിയിലെ ദിവ്യമായ പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ ഭക്തർ നടത്തുന്ന 1001 കുടം അഭിഷേകം കാണുന്നത് മനസ്സിന്റെ പുണ്യമാണ്. ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളേ. നമഃ ശിവായ, നമഃ ശിവായ. ജാതിഭേദമില്ലാത്ത ലോകം, മതദ്വേഷമില്ലാത്ത നാട്, എല്ലാവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. അത് പ്രവർത്തിച്ചു നേടാൻ ദുഷ്കരമായ ലക്ഷ്യമാണ്. എങ്കിലും ഇന്നും ആ ഉദ്ദേശത്തിൽ ഉറയ്ക്കുന്നവർക്ക് എത്തിച്ചേരാവുന്ന പ്രത്യാശയുടെ നിറവാണ് അരുവിപ്പുറം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അയ്യോ ഈ വെയിൽ കൊണ്ടു വെന്തുരുകി വാടിയിടുന്നു നീ എന്നെയേ, കയ്യേകിടുവതിന്നു കാൺകിലൊരുവൻ കാരുണ്യവാനാരഹോ. പയ്യാർ നീ ജനമാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ ഖനാംബു കൃപയാ ഗംഗാ നദീധാമമേ. കനിവ് നഷ്ടപ്പെട്ട മനുഷ്യർ ഭൂമിയുടെ കരുണാസാഗരത്തെ മുഴുവൻ വലിച്ചു കുടിച്ച് ഊഷരമാക്കിയ കാലത്ത് പ്രകൃതിയും പൂർണ്ണസത്യവും ചേർന്ന് പരിപാലിക്കുന്ന ലോകജീവിതത്തിന്റെ വരൾച്ച മാറ്റാൻ മഹാഗുരു ഇങ്ങനെ മനംനൊന്ത് പാടിയത് കേട്ടാണ് കാലത്തിന്റെ കനിവുണർന്നത്.
നെയ്യാറിന്റെ ഒഴുക്ക് വെറും വെള്ളപ്പാച്ചിലല്ല. പാറക്കെട്ടിൽ തല്ലി തലകീഴെ മറിഞ്ഞ് ശങ്കരൻകുഴിയിൽ പതിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും കാലഗമനം നടത്തുകയാണ് ഈ പുണ്യവതി. സംസാരികൾക്കിടയിലൂടെ അവരുടെ ജീവിതപ്പാച്ചിലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അഗസ്ത്യകൂടത്തിൽ നിന്നും 35 മൈൽ പിന്നിട്ട് മഹാസാഗരത്തിൽ ലയിക്കുന്നു നെയ്യാർ. ശങ്കരൻകുഴി കലികൊണ്ട് കാലം തെറ്റി ബുദ്ധി തലകീഴായി മറിയുന്ന ഇടമാണ്. അവിടെ നിന്ന് പുതുചിന്തയുണർത്തി പ്രവാഹം ശരിയായ ദിശയിലാക്കുന്ന ദൗത്യമാണ് ഈ ദിവ്യമായ ചുഴി നിർവഹിക്കുന്നത്. മനുഷ്യരെ തന്നെ അശുദ്ധ ജീവികളായി കണ്ടിരുന്ന ഒരു കാലം ഇതുപോലെ കലി പൂണ്ട് തലകീഴായി മറിഞ്ഞപ്പോൾ മഹാഗുരു അതിന് പരിഹാരമുണ്ടാക്കാൻ മുങ്ങി നിവർന്നതും ഇതേ ശങ്കരൻകുഴിയിലാണ്. 1888 മാർച്ച് 11 ഞായറാഴ്ച വെളുപ്പിന് 3 മണിക്ക് ഇതേ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിവലിംഗവുമായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തി. ബ്രഹ്മമുഖാമരവന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശലലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. ഭഗവാന്റെ ജന്മനക്ഷത്രമായ ചതയം നാളായിരുന്നു അന്ന്. അഷ്ടബന്ധക്കൂട്ടില്ലാതെ ആത്മതപസിന്റെ ചൂടുകൊണ്ട് ശിവലിംഗത്തെയും ശിലയെയും കൂട്ടിച്ചേർത്ത ആ വൈഭവം ലോകചരിത്രത്തിൽ ആദ്യത്തേതായിരുന്നു. ഇടനിലക്കാരായ വൈദിക മാനികളാണ് വിശ്വാസികളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അതിനാൽ ഇടനിലക്കാരൻ വേണ്ടാത്ത ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നു എന്നതാണ് അഷ്ടബന്ധത്തിന്റെ ഇടനിലയില്ലാത്ത ആ പ്രതിഷ്ഠാ ചടങ്ങിന്റെ പൊരുൾ. ശിലയും ശിവലിംഗവും മഹാഗുരുവിന്റെ ആത്മതപസാൽ ഉരുകിച്ചേർന്ന മഹാ അത്ഭുതമായാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നിലകൊള്ളുന്നത്. ഇതേ ആത്മതപസാണ് മനുഷ്യനെ ദൈവവുമായി ഉരുക്കി ചേർക്കുന്നത്. ദൈവത്തിൽ ഉരുകി ചേരണമെങ്കിൽ മത, ജാതി, ഭാഷ, വർഗഭേദ ചിന്തകൾ ഇല്ലാതാകണം. അനുകമ്പയാർന്ന് എല്ലാ ജീവജാലങ്ങളിലും അവനവനെ കണ്ടുണരാൻ സാധിക്കണം. ഒടുവിൽ ദേഹബോധവും വെടിഞ്ഞ് പൂർണ്ണ സത്യത്തിൽ ലയിക്കണം. അതിനൊരു മാതൃകാസ്ഥാനമാണ് മഹിവാർന്ന ചരിത്രമുള്ള അരുവിപ്പുറം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശിവഗിരി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ പോഷകമഠങ്ങളിൽ പ്രധാനമാണ് അരുവിപ്പുറം. മഹാഗുരുവിന്റെ ദിവ്യമായ ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച മഠവും ഒരു വിദ്യാലയവും ഇവിടെയുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സംസ്കൃത സ്കൂളാണ് മഹാഗുരു ഇവിടെ ആരംഭിച്ചത്. കുമാരനാശാനും ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളും ഈ സ്കൂളിൽ അധ്യാപകരായിരുന്നു. ക്ഷേത്രത്തിനടുത്തായാണ് ഗുരുവിന്റെ ഛായാചിത്രം പ്രതിഷ്ഠിച്ച ഗുരുമന്ദിരവും ഓഫീസും മറ്റും. ഈ മന്ദിരത്തിലാണ് തൃപ്പാദങ്ങൾ വസിച്ചിരുന്നത്. അവിടുന്ന് അന്ന് ഉപയോഗിച്ച കട്ടിലും ചാരുകസേരയുമെല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ.
ഫലവൃക്ഷങ്ങളുടെ ഛായയും മണിക്കിണറിലെ തെളിവാർന്ന കുടിവെള്ളവും വിശാലമായ ക്ഷേത്രമുറ്റവുമൊക്കെ ചേർന്ന് പ്രശാന്തമാണിവിടം. ഗുരുതൃപാദങ്ങൾക്ക് ക്രിസ്ത്യൻ മതവിശ്വാസിയായ മരിയൻ ചട്ടമ്പി സമർപ്പിച്ച മയിൽവാഹനവും ഇവിടെയുണ്ട്. കാടും കാട്ടുചോലയും കൈകോർത്ത് നിൽക്കുന്ന ഈ പ്രകൃതിയെ മനുഷ്യാധിവാസ സ്ഥാനമാക്കിയത് ഭഗവാന്റെ സാന്നിധ്യമാണ്. ഭഗവാൻ ആദ്യത്തെ ശിഷ്യന് ലഭിച്ചതും അരുവിപ്പുറത്ത് വെച്ചാണ്. കൊച്ചപ്പിപ്പിള്ള എന്ന ബാലകൻ അഭൗമ തേജസാർന്ന യുവയോഗിയിൽ ആകൃഷ്ടനായി തീരുകയായിരുന്നു. കുട്ടിക്കാലം മുതൽ ശിവഭക്തനായിരുന്ന കൊച്ചപ്പിപ്പിള്ള തന്റെ ഉള്ളിലെ ശിവനെ ഗുരുവിൽ ദർശിച്ച് ഭജിക്കുവാൻ തുടങ്ങി. സത്യത്തിൽ ശിവലിംഗം പോലെ ഉറച്ചു നിൽക്കുന്ന പ്രകൃതമായതിനാൽ ആദ്യ ശിഷ്യന് ശിവലിംഗദാസൻ എന്ന് നാമകരണം ചെയ്തു ഭഗവാൻ. ഭൈരവൻ ശാന്തിയാണ് അരുവിപ്പുറത്തെ മറ്റൊരു വിശുദ്ധ സാന്നിധ്യം. 114 വയസ്സിലാണ് സമാധിയായത്. ഗുരുഭക്തിയുടെ മൂർത്തരൂപമായിരുന്നു ശാന്തി. അരുവിപ്പുറം ശിവക്ഷേത്രം വർഷങ്ങളോളം ഭൈരവൻ ശാന്തിയുടെ മന്ത്രജപം കേട്ടാണ് തുയിലുണർന്നിരുന്നത്. ഭൈരവൻ ശാന്തിക്ക് ശിവലിംഗത്തിന്റെ രൂപത്തിലാണ് സമാധി മന്ദിരം സ്ഥാപിച്ചിരിക്കുന്നത്. മരുത്വാമലയിൽ സത്യസാക്ഷാത്കാരം നേടി ധന്യമാർന്ന് വാഴുകയായിരുന്ന ഭഗവാനെ അരുവിപ്പുറത്തിലേക്ക് നയിച്ചത് ലോകരക്ഷയെന്ന ദൗത്യമാണ്. സത്യസ്ഥിതനായി എങ്കിലും തന്റെ കർമ്മപദ്ധതിയെ ചിട്ടപ്പെടുത്താൻ ഒരിടം ഭഗവാൻ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു. തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. ആറിന്റെ തീരത്തും കൊടിതൂക്കി മലയുടെ മുകളിലും 2 ഗുഹകളുണ്ടിവിടെ. ഇവ രണ്ടുമായിരുന്നു ഭഗവാന്റെ തപോപീഠങ്ങൾ. രണ്ടിനും ഗർഭഗൃഹത്തിന്റെ ആകൃതിയാണ്. പതഞ്ഞൊഴുകുന്ന നെയ്യാറിനഭിമുഖമായി പേരാലിന്റെ വേരുകൾ വന്ന് വേലിക്കെട്ടൊരുക്കി സുരക്ഷയേകുന്ന ഗുഹാമുഖം. ഓളത്തണുപ്പിൽ മിനുങ്ങുന്ന പാറക്കെട്ടുകൾ. ഇവിടം ശാന്ത മനസ്സുകൾക്ക് ഇന്നും സ്വർഗം തന്നെ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഏകദേശം അരമണിക്കൂർ മല കയറിയാൽ എത്തുന്ന ഇടമാണ് കൊടിതൂക്കിമല. അവിടെ കുന്നിന്റെ മുകളിൽ ലക്ഷണമൊത്തൊരു ഗുരുക്ഷേത്രം ഉയർന്നിട്ടുണ്ട്. പ്രകൃതിയുടെ നെറുകയിൽ പ്രപഞ്ചപുരുഷൻ അറിവിന്റെ സ്വരൂപമായി ഇരുന്നരുളുന്ന ആ കാഴ്ച കുന്നുകയറി ദുരിതക്കടലിൽ വലിഞ്ഞെത്തുന്ന ഭക്തസമൂഹത്തിന് കണ്ണിനും മനസ്സിനും ഇമ്പമാർന്ന കാഴ്ചയാണ്. കുന്നിന്റെ ചെറുചരിവോരത്താണ് ഭഗവാൻ വർഷങ്ങൾ തപസ്സനുഷ്ഠിച്ച കൊടിതൂക്കി മലയിലെ ഗുഹ. കൽപ്പാളികൾ വന്ന് അകത്തേക്കുള്ള വഴി അടഞ്ഞ നിലയിലാണ് ഇന്ന്. ഇവിടെ കുന്നിന് മുകളിൽ കൽഫലകത്തിൽ ഗുരു ദർശിച്ച വേദാന്ത സൂത്രം കൊത്തിവച്ചിരിക്കുന്നു. വേദവ്യാസന്റെ ബ്രഹ്മസൂത്രം അക്ഷരക്കടൽ പോലെ പരന്നു കിടക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ വേദാന്ത സാഗരത്തെ വേദാന്ത സൂത്രമായി ഒരു ചെറു ചെപ്പിലൊതുക്കി നമുക്ക് തന്നു. ഈ പാറപ്പുറത്താണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നിതാന്ത ധ്യാനത്തിൽ അമർന്നിരുന്നത്.
ഈ പാറപ്പുറത്ത് വെച്ച് തന്നെയാണ് ഗുരുദേവൻ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുമായി സംവദിച്ചതും ഇത് ദർശിച്ച ഭൈരവൻ ശാന്തിക്ക് അനുഗ്രഹപ്രാപ്തി ഉണ്ടായതും. ദിവ്യതീർത്ഥത്തിന്റെ ഉറവയായ കിണ്ണിക്കിണറും ഇവിടത്തെ ഒരു അത്ഭുതമാണ്. 1903 ജനുവരിയിൽ SNDP യോഗത്തിന് രൂപം നൽകിയ പ്ലാവിൻ ചുവട് ഇവിടെ ഒരു ചരിത്രരേഖയായി കാണാം. വാവൂട്ട് യോഗമാണ് പിന്നീട് SNDP യോഗമായി പരിണമിച്ചത്. ഡോക്ടർ പൽപ്പുവും കുമാരനാശാനുമെല്ലാം ഈ ഫലവൃക്ഷത്തണലിൽ ഇരുന്നാണ് ലോകസംഗ്രഹത്തിനായി സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. യോഗത്തിന്റെ 1ാം വാർഷിക സമ്മേളനവും ഭഗവാന്റെ ദിവ്യ സാന്നിധ്യത്തിൽ അരുവിപ്പുറത്താണ് നടന്നത്. അന്ന് അവിടെ നടന്ന വനിതാ സമ്മേളനത്തിൽ ഡോക്ടർ പൽപ്പുവിന്റെ മാതാവ് പപ്പമ്മയാണ് അധ്യക്ഷത വഹിച്ചത്. അരുവി കടന്ന് നീന്തി വരേണ്ടിയിരുന്ന അരുവിപ്പുറത്തിനെ ഒരു പാലവും റോഡും നൽകിക്കൊണ്ട് പുറം ലോകവുമായി ബന്ധിപ്പിച്ചത് TK ദിവാകരൻ മന്ത്രിയായിരുന്ന കാലത്താണ്. അദ്ദേഹത്തിന്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മഹാഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യൻ CR കേശവൻ വൈദ്യർ നിർമ്മിച്ചു നൽകി 1988 അരുവിപ്പുറം പ്രതിഷ്ഠാ ശതാബ്ദിക്ക് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തുറന്നുകൊടുത്ത കീർത്തിസ്തംഭവും ഇവിടെ കാണാം. ശിവരാത്രി ദിനം പ്രാർത്ഥനാ നിർഭരമാകും അരുവിപ്പുറത്ത്. ശ്രീ ഗുരുദേവൻ നടത്തിയ വിപ്ലവകരമായ പ്രതിഷ്ഠാദിനം കൂടിയാണ് മഹാശിവരാത്രി. രാത്രിയിലെ ദിവ്യമായ പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ ഭക്തർ നടത്തുന്ന 1001 കുടം അഭിഷേകം കാണുന്നത് മനസ്സിന്റെ പുണ്യമാണ്. കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളേ. നമഃ ശിവായ, നമഃ ശിവായ. ജാതിഭേദമില്ലാത്ത ലോകം, മതദ്വേഷമില്ലാത്ത നാട്, എല്ലാവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. അത് പ്രവർത്തിച്ചു നേടാൻ ദുഷ്കരമായ ലക്ഷ്യമാണ്. എങ്കിലും ഇന്നും ആ ഉദ്ദേശത്തിൽ ഉറയ്ക്കുന്നവർക്ക് എത്തിച്ചേരാവുന്ന പ്രത്യാശയുടെ നിറവാണ് അരുവിപ്പുറം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം
Presented by Federal Bank. Powered by AVA Group of Companies. അയ്യോ ഈ വെയിൽ കൊണ്ടു വെന്തുരുകി വാടിയിടുന്നു നീ എന്നെയേ കയ്യേകിടുവതിന്നു കാൺകിലൊരുവൻ കാരുണ്യവാനാരഹോ പയ്യാർ നീ ജനമാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ ഖനാംബു കൃപയാ ഗംഗാ നദീധാമമേ. കനിവ് നഷ്ടപ്പെട്ട മനുഷ്യർ ഭൂമിയുടെ കരുണാസാഗരത്തെ മുഴുവൻ വലിച്ചു കുടിച്ച് ഊഷരമാക്കിയ കാലത്ത് പ്രകൃതിയും പൂർണ്ണസത്യവും ചേർന്ന് പരിപാലിക്കുന്ന ലോകജീവിതത്തിന്റെ വരൾച്ച മാറ്റാൻ മഹാഗുരു ഇങ്ങനെ മനംനൊന്ത് പാടിയത് കേട്ടാണ് കാലത്തിന്റെ കനിവുണർന്നത്. നെയ്യാറിന്റെ ഒഴുക്ക് വെറും വെള്ളപ്പാച്ചിലല്ല. പാറക്കെട്ടിൽ തല്ലി തലകീഴെ മറിഞ്ഞ് ശങ്കരൻകുഴിയിൽ പതിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും കാലഗമനം നടത്തുകയാണ് ഈ പുണ്യവതി. സംസാരികൾക്കിടയിലൂടെ അവരുടെ ജീവിതപ്പാച്ചിലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അഗസ്ത്യകൂടത്തിൽ നിന്നും 35 മൈൽ പിന്നിട്ട് മഹാസാഗരത്തിൽ ലയിക്കുന്നു നെയ്യാർ. ശങ്കരൻകുഴി കലികൊണ്ട് കാലം തെറ്റി ബുദ്ധി തലകീഴായി മറിയുന്ന ഇടമാണ്. അവിടെ നിന്ന് പുതുചിന്തയുണർത്തി പ്രവാഹം ശരിയായ ദിശയിലാക്കുന്ന ദൗത്യമാണ് ഈ ദിവ്യമായ ചുഴി നിർവഹിക്കുന്നത്. മനുഷ്യർ മനുഷ്യരെ തന്നെ അശുദ്ധജീവികളായി കണ്ടിരുന്ന ഒരു കാലം ഇതുപോലെ കലി പൂണ്ട് തലകീഴായി മറിഞ്ഞപ്പോൾ മഹാഗുരു അതിന് പരിഹാരമുണ്ടാക്കാൻ മുങ്ങി നിവർന്നതും ഇതേ ശങ്കരൻകുഴിയിലാണ്. 1888 മാർച്ച് 11 ഞായറാഴ്ച വെളുപ്പിന് 3 മണിക്ക് ഇതേ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിവലിംഗവുമായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തി. ബ്രഹ്മമുഖാമരവന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശലലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. ഭഗവാന്റെ ജന്മനക്ഷത്രമായ ചതയം നാളായിരുന്നു അന്ന്. അഷ്ടബന്ധക്കൂട്ടില്ലാതെ ആത്മതപസ്സിന്റെ ചൂടുകൊണ്ട് ശിവലിംഗത്തെയും ശിലയെയും കൂട്ടിച്ചേർത്ത ആ വൈഭവം ലോകചരിത്രത്തിൽ ആദ്യത്തേതായിരുന്നു. ഇടനിലക്കാരായ വൈദിക മാനികളാണ് വിശ്വാസികളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അതിനാൽ ഇടനിലക്കാരൻ വേണ്ടാത്ത ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നു എന്നതാണ് അഷ്ടബന്ധത്തിന്റെ ഇടനിലയില്ലാത്ത ആ പ്രതിഷ്ഠാ ചടങ്ങിന്റെ പൊരുൾ. ശിലയും ശിവലിംഗവും മഹാഗുരുവിന്റെ ആത്മതപസാൽ ഉരുകിച്ചേർന്ന മഹാ അത്ഭുതമായാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നിലകൊള്ളുന്നത്. ഇതേ ആത്മതപസാണ് മനുഷ്യനെ ദൈവവുമായി ഉരുക്കി ചേർക്കുന്നത്. ദൈവത്തിൽ ഉരുകി ചേരണമെങ്കിൽ മത, ജാതി, ഭാഷ, വർഗഭേദ ചിന്തകൾ ഇല്ലാതാകണം. അനുകമ്പയാർന്ന് എല്ലാ ജീവജാലങ്ങളിലും അവനവനെ കണ്ടുണരാൻ സാധിക്കണം. ഒടുവിൽ ദേഹബോധവും വെടിഞ്ഞ് പൂർണ്ണ സത്യത്തിൽ ലയിക്കണം. അതിനൊരു മാതൃകാസ്ഥാനമാണ് മഹിവാർന്ന ചരിത്രമുള്ള അരുവിപ്പുറം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും
സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശിവഗിരി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ പോഷകമഠങ്ങളിൽ പ്രധാനമാണ് അരുവിപ്പുറം. മഹാഗുരുവിന്റെ ദിവ്യമായ ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച മഠവും ഒരു വിദ്യാലയവും ഇവിടെയുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സംസ്കൃത സ്കൂളാണ് മഹാഗുരു ഇവിടെ ആരംഭിച്ചത്. കുമാരനാശാനും ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളും ഈ സ്കൂളിൽ അധ്യാപകരായിരുന്നു. ക്ഷേത്രത്തിനടുത്തായാണ് ഗുരുവിന്റെ ഛായാചിത്രം പ്രതിഷ്ഠിച്ച ഗുരുമന്ദിരവും ഓഫീസും മറ്റും. ഈ മന്ദിരത്തിലാണ് തൃപ്പാദങ്ങൾ വസിച്ചിരുന്നത്. അവിടുന്ന് അന്ന് ഉപയോഗിച്ച കട്ടിലും ചാരുകസേരയുമെല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഫലവൃക്ഷങ്ങളുടെ ഛായയും മണിക്കിണറിലെ തെളിവാർന്ന കുടിവെള്ളവും വിശാലമായ ക്ഷേത്രമുറ്റവുമൊക്കെ ചേർന്ന് പ്രശാന്തമാണിവിടം. ഗുരുതൃപ്പാദങ്ങൾക്ക് ക്രിസ്ത്യൻ മതവിശ്വാസിയായ മരിയൻ ചട്ടമ്പി സമർപ്പിച്ച മയിൽവാഹനവും ഇവിടെയുണ്ട്. കാടും കാട്ടുചോലയും കൈകോർത്ത് നിൽക്കുന്ന ഈ പ്രകൃതിയെ മനുഷ്യാധിവാസ സ്ഥാനമാക്കിയത് ഭഗവാന്റെ സാന്നിധ്യമാണ്. ഭഗവാൻ ആദ്യത്തെ ശിഷ്യനെ ലഭിച്ചതും അരുവിപ്പുറത്ത് വെച്ചാണ്. കൊച്ചപ്പിപ്പിള്ള എന്ന ബാലകൻ അഭൗമ തേജസാർന്ന യുവയോഗിയിൽ ആകൃഷ്ടനായി തീരുകയായിരുന്നു. കുട്ടിക്കാലം മുതൽ ശിവഭക്തനായിരുന്ന കൊച്ചപ്പിപ്പിള്ള തന്റെ ഉള്ളിലെ ശിവനെ ഗുരുവിൽ ദർശിച്ച് ഭജിക്കുവാൻ തുടങ്ങി. സത്യത്തിൽ ശിവലിംഗം പോലെ ഉറച്ചു നിൽക്കുന്ന പ്രകൃതമായതിനാൽ ആദ്യ ശിഷ്യന് ശിവലിംഗദാസൻ എന്ന് നാമകരണം ചെയ്തു ഭഗവാൻ. ഭൈരവൻ ശാന്തിയാണ് അരുവിപ്പുറത്തെ മറ്റൊരു വിശുദ്ധ സാന്നിധ്യം. 114 വയസ്സിലാണ് സമാധിയായത്. ഗുരുഭക്തിയുടെ മൂർത്തരൂപമായിരുന്നു ശാന്തി. അരുവിപ്പുറം ശിവക്ഷേത്രം വർഷങ്ങളോളം ഭൈരവൻ ശാന്തിയുടെ മന്ത്രജപം കേട്ടാണ് തുയിലുണർന്നിരുന്നത്. ഭൈരവൻ ശാന്തിക്ക് ശിവലിംഗത്തിന്റെ രൂപത്തിലാണ് സമാധി മന്ദിരം സ്ഥാപിച്ചിരിക്കുന്നത്. മരുത്വാമലയിൽ സത്യസാക്ഷാത്കാരം നേടി ധന്യമാർന്ന് വാഴുകയായിരുന്ന ഭഗവാനെ അരുവിപ്പുറത്തിലേക്ക് നയിച്ചത് ലോകരക്ഷയെന്ന ദൗത്യമാണ്. സത്യസ്ഥിതനായി എങ്കിലും തന്റെ കർമ്മപദ്ധതിയെ ചിട്ടപ്പെടുത്താൻ ഒരിടം ഭഗവാൻ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു. തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. ആറിന്റെ തീരത്തും കൊടിതൂക്കി മലയുടെ മുകളിലും 2 ഗുഹകളുണ്ടിവിടെ. ഇവ രണ്ടുമായിരുന്നു ഭഗവാന്റെ തപോപീഠങ്ങൾ. രണ്ടിനും ഗർഭഗൃഹത്തിന്റെ ആകൃതിയാണ്. പതഞ്ഞൊഴുകുന്ന നെയ്യാറിനഭിമുഖമായി പേരാലിന്റെ വേരുകൾ വന്ന് വേലിക്കെട്ടൊരുക്കി സുരക്ഷയേകുന്ന ഗുഹാമുഖം. ഓളത്തണുപ്പിൽ മിനുങ്ങുന്ന പാറക്കെട്ടുകൾ. ഇവിടം ശാന്ത മനസ്സുകൾക്ക് ഇന്നും സ്വർഗം തന്നെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.
ഏകദേശം അരമണിക്കൂർ മല കയറിയാൽ എത്തുന്ന ഇടമാണ് കൊടിതൂക്കിമല. അവിടെ കുന്നിന്റെ മുകളിൽ ലക്ഷണമൊത്തൊരു ഗുരുക്ഷേത്രം ഉയർന്നിട്ടുണ്ട്. പ്രകൃതിയുടെ നെറുകയിൽ പ്രപഞ്ചപുരുഷൻ അറിവിന്റെ സ്വരൂപമായി ഇരുന്നരുളുന്ന ആ കാഴ്ച കുന്നുകയറി ദുരിതക്കടലിൽ വലിഞ്ഞെത്തുന്ന ഭക്തസമൂഹത്തിന് കണ്ണിനും മനസ്സിനും ഇമ്പമാർന്ന കാഴ്ചയാണ്. കുന്നിന്റെ ചെറുചരിവോരത്താണ് ഭഗവാൻ വർഷങ്ങൾ തപസ്സനുഷ്ഠിച്ച കൊടിതൂക്കിമലയിലെ ഗുഹ. കൽപ്പാളികൾ വന്ന് അകത്തേക്കുള്ള വഴി അടഞ്ഞ നിലയിലാണ് ഇന്ന്. ഇവിടെ കുന്നിന് മുകളിൽ കൽഫലകത്തിൽ ഗുരു ദർശിച്ച വേദാന്ത സൂത്രം കൊത്തിവച്ചിരിക്കുന്നു. വേദവ്യാസന്റെ ബ്രഹ്മസൂത്രം അക്ഷരക്കടൽ പോലെ പരന്നു കിടക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ വേദാന്ത സാഗരത്തെ വേദാന്ത സൂത്രമായി ഒരു ചെറു ചെപ്പിലൊതുക്കി നമുക്ക് തന്നു. ഈ പാറപ്പുറത്താണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നിതാന്ത ധ്യാനത്തിൽ അമർന്നിരുന്നത്. ഈ പാറപ്പുറത്ത് വെച്ച് തന്നെയാണ് ഗുരുദേവൻ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുമായി സംവദിച്ചതും ഇത് ദർശിച്ച ഭൈരവൻ ശാന്തിക്ക് അനുഗ്രഹപ്രാപ്തി ഉണ്ടായതും. ദിവ്യതീർത്ഥത്തിന്റെ ഉറവയായ കിണ്ണിക്കിണറും ഇവിടത്തെ ഒരു അത്ഭുതമാണ്. 1903 ജനുവരിയിൽ SNDP യോഗത്തിന് രൂപം നൽകിയ പ്ലാവിൻ ചുവട് ഇവിടെ ഒരു ചരിത്രരേഖയായി കാണാം. വാവൂട്ട് യോഗമാണ് പിന്നീട് SNDP യോഗമായി പരിണമിച്ചത്. ഡോക്ടർ പൽപ്പുവും കുമാരനാശാനുമെല്ലാം ഈ ഫലവൃക്ഷത്തണലിൽ ഇരുന്നാണ് ലോകസംഗ്രഹത്തിനായി സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. യോഗത്തിന്റെ 1ാം വാർഷിക സമ്മേളനവും ഭഗവാന്റെ ദിവ്യ സാന്നിധ്യത്തിൽ അരുവിപ്പുറത്താണ് നടന്നത്. അന്ന് അവിടെ നടന്ന വനിതാ സമ്മേളനത്തിൽ ഡോക്ടർ പൽപ്പുവിന്റെ മാതാവ് പപ്പമ്മയാണ് അധ്യക്ഷത വഹിച്ചത്. അരുവി കടന്ന് നീന്തി വരേണ്ടിയിരുന്ന അരുവിപ്പുറത്തിനെ ഒരു പാലവും റോഡും നൽകിക്കൊണ്ട് പുറം ലോകവുമായി ബന്ധിപ്പിച്ചത് TK ദിവാകരൻ മന്ത്രിയായിരുന്ന കാലത്താണ്. അദ്ദേഹത്തിന്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മഹാഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യൻ CR കേശവൻ വൈദ്യർ നിർമ്മിച്ചു നൽകി 1988 അരുവിപ്പുറം പ്രതിഷ്ഠാ ശതാബ്ദിക്ക് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തുറന്നുകൊടുത്ത കീർത്തിസ്തംഭവും ഇവിടെ കാണാം. ശിവരാത്രി ദിനം പ്രാർത്ഥനാ നിർഭരമാകും അരുവിപ്പുറത്ത്. ശ്രീ ഗുരുദേവൻ നടത്തിയ വിപ്ലവകരമായ പ്രതിഷ്ഠാദിനം കൂടിയാണ് മഹാശിവരാത്രി. രാത്രിയിലെ ദിവ്യമായ പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ ഭക്തർ നടത്തുന്ന 1001 കുടം അഭിഷേകം കാണുന്നത് മനസ്സിന്റെ പുണ്യമാണ്. കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളേ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ജാതിഭേദമില്ലാത്ത ലോകം, മതദ്വേഷമില്ലാത്ത നാട്, എല്ലാവരും
സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. അത് പ്രവർത്തിച്ചു നേടാൻ ദുഷ്കരമായ ലക്ഷ്യമാണ്. എങ്കിലും ഇന്നും ആ ഉദ്ദേശത്തിൽ ഉറയ്ക്കുന്നവർക്ക് എത്തിച്ചേരാവുന്ന പ്രത്യാശയുടെ നിറവാണ് അരുവിപ്പുറം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. $473 cash or card? $473 cash or card? No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA. Namaskaram. We invite you to the 88th annual Sivagiri Tirthadanam, the first digital online virtual Sivagiri Tirthadanam. Perfectly aligned with Gurudevan's emphasis on learning and self-development being the ultimate purposes of the pilgrimage, we bring to you a galaxy of international experts to your home screen. Talks, lectures and interviews on the topics that Gurudevan prescribed as the Ashtalakshangal: education, cleanliness, devotion and piety, agriculture, industry, entrepreneurship, science and technology and organization. 8 days, 80 exceptionally enlightening talks. The 88th annual Sivagiri Tirthadanam on your Sivagiri TV starting December 25th. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. Namaskaram. We invite you to the 88th annual Sivagiri Tirthadanam, the first digital online virtual Sivagiri Tirthadanam. Perfectly aligned with Gurudevan's emphasis on learning and self-development being the ultimate purposes of the pilgrimage, we bring to you a galaxy of international experts to your home screen. Talks, lectures and interviews on the topics that Gurudevan prescribed as the Ashtalakshangal: education, cleanliness, devotion and piety, agriculture, industry, entrepreneurship, science and technology and organization. 8 days, 80 exceptionally enlightening talks. The 88th annual Sivagiri Tirthadanam on your Sivagiri TV starting December 25th.
Sir, cashier card. Sir, pin. Sir, cashier card. No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA. ഇഷ്ടായി. ഇതെനിക്ക് വേണം. നിങ്ങൾ ഇതെനിക്ക് തരണം. ഇത് ഞാൻ ഇങ്ങ് എടുക്കുക. അങ്ങനെ നീ ഒറ്റയ്ക്കിരുന്ന് പുട്ടടിക്കണ്ട. മേളമില്ലാതെ എന്ത് പുട്ടും കടലയും, മേളമില്ലാതെ എന്ത് മലയാളി. From ഈ പുട്ടും കടല എനിക്ക് ഇഷ്ടായി. ഇതെനിക്ക് വേണം. നിങ്ങൾ ഇതെനിക്ക് തരണം. ഇത് ഞാൻ ഇങ്ങ് എടുക്കുക. അങ്ങനെ നീ ഒറ്റയ്ക്കിരുന്ന് പുട്ടടിക്കണ്ട. മേളമില്ലാതെ എന്ത് പുട്ടും കടലയും, മേളമില്ലാതെ എന്ത് മലയാളി. From AVA. Tak tik tak tik tak tik tik tak tik tak. 473 cash or card. $473 cash or card. No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ശിവഗിരി തീർത്ഥാടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഇനി അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കാം. Today, I am going to talk about Earth. Everyone knows that the Earth is somewhat about 456 to 457 crore years old. So during this long journey, it has undergone so many geological processes and geological events. So learning and understanding is a must for everyone, not only to geologists. Because if I ask a question, if someone get a chance to go to Moon or Mars, any other heavenly bodies, everyone will be happy. Everyone will be raising their hand. But things are different. Once you reach Moon or Mars or any other body, heavenly body, on the second day, you will be wishing to come back. Why? It is not because of homesickness, but rather
those areas looks very monotonous. Everywhere you go, the area, the terrain looks very similar. But think about the earth. You have different climate. You have different beautiful places. You will be welcomed by different people. You can see different dresses. And last, you will have different food to eat. So that is the biggest advantage of earth. You will never get bored if you go for a tour around the globe. You will be happy. You will be seeing different things. So it is mandatory to understand about the earth and its journey through space and time. So there are, as you know, every scientific processes will be governed by several theories and hypotheses. The same is with the origin of the earth. There were so many hypotheses. There is no one theory for the origin of earth. You might have heard about the origin of universe, but that is explained by a theory, whereas the earth, origin of earth or the entire solar system is explained by a hypothesis. So all the hypotheses were clubbed. If you club together, you can divide into two. So first is that a group is called the catastrophic hypothesis. The other is called the evolutionary hypothesis. The most important hypothesis in the evolutionary group is a catastrophic group is by a passing star hypothesis, in which the hypothesis mentioned that there was sun and there was another star passing by star which collided the sun and took a good amount of sun's material, dropped at different places, and those become different planets. But in the evolutionary group, the most important one was explained by nebular hypothesis proposed by Immanuel Kant and Laplace. So it is called as Laplace nebular hypothesis. So in that one, it says that in the primitive, there are clusters in the universe. There were clusters of dust, gas and rock particles called nebula. These nebula are created to form solar system. There are so many such solar systems in the universe. So if you say that the innermost part get concentrated and because of the gravity it collapsed and formed the sun, and the rest formed the planets. And you can see that the planets which is close to the sun are very denser, whereas the planets which are further from the sun are less denser. That's why Mercury, Venus, Earth and Mars are called terrestrial planets, because it is a rocky planet, whereas the further other planets like Jupiter, Saturn, Uranus and Neptune were called jovial planets or gaseous planets. So it is like an example. I can say, if you fill a sack with different materials and if you make it a jerk, the heavier things goes inside and the lighter comes on the top. The same is the thing. The denser materials formed the terrestrial planets, whereas the lighter gaseous things formed as gaseous planets. That's why it is bigger in size, because it is gaseous. So I have told that the origin of solar system was explained by nebular hypothesis. But in the coming years, this hypothesis is going to be converted into a theory, because in the night sky, those who are curious to watch night sky, you might have seen 3 stars aligned in a line, and we call it as hunting stars. Okay, so south of that hunting stars, there is a new nebula forming with a star originating in the middle of the nebula, which is called Orion Nebula. So we are getting a clear-cut evidence how a nebula is converting into a star as well as different planets. So this is based on this observation. This nebular hypothesis will be shortly called as nebular theory. And during this saying about the history of Earth, when it formed, this I have told the nebula have accreted or collapsed together to form planets. So what happens when it collapses or accretes? You can see that
gas, dust and rock particles will collide each other and form bigger planets. So while forming such process, the rocks will get melted. So you can imagine about the melted earth once upon a time. That earth was called Gaia, G-A-I-A. And there is a big difference between the present earth and the earlier Gaia, which I will be mentioning after a few minutes. So this earth was, the Gaia, the younger earths, was much bigger in size. Again, I have to use the term or example, fill with the sack of material, jerk it. So when it initially fill it, the sack will be full. So the earth was much bigger. So what happened is that the surface temperature of the earth was something else about 2000 to 3000 degrees Celsius. Can you imagine about such a temperature? Because of collision of different heavenly bodies. So during that time, only two processes were operating on Earth, two geological processes. One is volcanism. Volcanism means you cannot imagine about this volcanism. I will quote you an example about the volcanism which happened in 1991 in Indonesia later on. But now everywhere on the earth it was volcanism. Lava, magma, gaseous material, water vapor were ejected continuously and the molten rock flows over the surface of the earth. And the second geological process which operates on earth is meteoritic impacts. You know meteorites? Meteorites are heavenly bodies which haphazardly travel across the solar system or planets, but now constrained to an orbit between Mars and Jupiter called the main asteroid belt. So meteorite and asteroid, we can use it synonymously. When it comes to Earth, we call it as meteorite, otherwise it is called asteroid. So it was continuously bombarding the Earth. So the surface of the Earth was totally dotted with the depressions because of the impact. And the impact, what happens, made the biggest problem is that not only it creates a depression, but it partially melts the rock where it hits the surface. So the earth was totally a molten condition. So that was the initial Gaia. Now we can say about the different parts of earth. You know, earth is divided into four important spheres: atmosphere, hydrosphere, lithosphere, and biosphere. So I'm not going to mention about biosphere because that is the one which came later, biosphere. But about atmosphere. So when the earth was formed, there was an atmosphere which was very thin. But I have mentioned to you that surface temperature of the earth is something else about 2000 to 3000 degrees Celsius. Can you imagine any gas sustaining in such a temperature? No. So what happened is that all the gases present in the atmosphere diffused to the outer space. So we were not having an atmosphere for quite some time. So then we got a secondary atmosphere which is mainly formed by the degassing from volcanism. So volcano, you cannot imagine how much quantity of gaseous materials are ejected during a volcanism. I have told you I will be quoting an example of Pinatubo where I will be mentioning about only one gas, sulfur dioxide. But you know, our atmosphere is enriched in nitrogen. So if I am saying about sulfur dioxide, you can imagine about the quantity of nitrogen, how much amount of gas is emitted by volcanism. So that is the scenario. These are the problem with the atmosphere. It cannot survive. It diffused and a new atmosphere formed by volcanism. So what the atmosphere we see today is not the secondary atmosphere. It is a tertiary atmosphere, or I can say that it is the fourth generation of atmosphere, which I will be mentioning about when I will talk about oxygen. Because when the primitive atmosphere, the earth was devoid of oxygen. Free oxygen. Oxygen was there, but not free oxygen. So that is the case of atmosphere. And when we talk about hydrosphere, hydrosphere means related with water.
in such a temperature when earth was formed, can you imagine water can be present in its liquid form, H2O in the liquid form? No, you cannot imagine, because everyone knows that the boiling point of water is 100 degrees Celsius. So water will be evaporated. So continuously evaporated. The clouds formed, but the rain was not able to reach the surface of the earth. But because before it reaches the earth, it will be evaporated. But gradually, the earth started cooling, and it cooled, and the first drop of water reached the earth. So, or the first rain reached the surface of the earth. Can you imagine about how much years the rain continued? It was a continuous 40,000 years of rain. 40,000 years of rain. You can imagine about 3 days of continuous rain and the catastrophic flood happening elsewhere in the world. And what will happen about 40,000 years of rain? So that rain has created the ocean, the bigger lakes, and all the water body are the water cycle on earth. So it not only created water bodies, but what happened is that it erased most of the topography or morphology of the earth. Like the impact craters, the depressions, etc. has been erased, the volcanism has been erased, new rocks started forming by erosion, weathering, and redeposition, etc. New rocks were formed. So the 40,000 years rain was created bigger impact on the earth. So that is how that rain occurred, or the first rain or the hydrosphere originated on the earth. And it occurred at 420 crore years before the first rain. So that means that for about 37 crore year, there were no water, liquid water on the surface of the earth. So whether we can expect any life without water? Probably no. Without water, there will not be any life. Okay, so the third sphere is the lithosphere. It is about the rock. So I have told that when, like I have given an example, when a sack of material is kept and you make it a jerk, the heavier materials go inside and the lighter becomes or float on the top. The same is the case with earth. What happened when the earth is formed? The entire earth was in the molten stage, and gradually the heavier materials sink inside the earth. That is how we are saying that the core of the earth, it is made up of nickel and iron. So nickel and iron is in the molten stage in the core. So based on the density of the different materials occupying inside the earth's lithosphere, litho means rock, lithosphere is divided into three: core, mantle, crust, the top. So the crust is made up of lighter material, whereas the deeper part or the middle part, center part of the earth is made up of heavy materials like nickel and iron. So that is how the lithosphere was formed. And later on, the biosphere emerged. And I will say when the first life was originated later. So this is how the earth was formed. So I have mentioned about the origin of the earth and how the three important sphere has occurred. So now if you look into the history of the earth, there are major events. So I'll be mentioning only a few major events. Like if you look into the modern history of the world or India or any other country, you will be dividing the history into different parts depending upon who ruled or what are the importance of that one. So similarly, the history of the earth is also divided into different intervals which are not unequal, because some important events happened. So initially, when the earth was formed, I have mentioned two important processes. The one is
meteoritic impacts, which we call as heavy bombardment. So what happened is that the meteorites were continuously bombarding the earth. That is the first major geological process occurred on the earth. So in a single event, even if life is there, every life will be collapsed. It undergo extinction. So such a catastrophic phenomena is meteoritic impacts. So there are so many advantages for this meteoritic impacts. I have told the earlier earth was called Gaia, and we are going to now say about an important meteoritic impact. So there is a planet called Theia, which is almost the size of Mars, and this Theia at 450 crore years before hit the Gaia. It collided with the Gaia, or the primitive earth, and a good part of earth is taken back and dropped at a place, and that material is the present day moon. So moon was not formed from the initial nebula, rather it is formed by the collision of the early earth called Gaia with a Mars-sized a planet called Theia. So a combination of Theia and Gaia is what we see as moon. So the earth's good portion of earth has been taken as moon. Otherwise earth should have been much bigger in dimension. So that is the major event which happened on the earth during that time. So there are importance for meteoritic impacts. So second importance I can say is that a few meteorites have reached the earth, and the scientists have studied, and they could see some microscopic tubular material. So they believed that these are living creatures or unicellular organisms in a much older meteorite. So believed that the life on earth was not originated on earth, rather it was carried from other bodies to earth. So but those scientists, those who believed in that school of thought, was never ever to thrive in such a scientific development, because scientists have started questioning, okay, life have formed on other planets, but how it have formed in other planets? That is a question if you talk about the origin of the earth. So they were ruled out, that theory was ruled out, which is called theory of panspermia. But in 1990s, early 1990s, NASA scientists or United States Geological Survey, USGS scientists, a combined field work at Antarctica in a hill called Allen Hills. They collected a sample, and in that one also they received a tubular, microscopic tubular things. So you have to wonder, because the then president of United States of America has, I think it was Bush, has informed in their parliament or in the Senate about the discovery of life in a meteorite. Now you can understand how much importance is a meteoritic impact. But again, they were not able to, unequivocally they were not able to mention about the origin of life in that sample. So the next importance, if I will say about the meteoritic impacts, is that about 65 million years before, that is something about 6.5 crore years before, the earth was ruled by dinosaurs. We all have a belief that dinosaurs are gigantic creatures, but yes, of course they're gigantic, but they were simple small creatures, cute creatures. So what the impression about dinosaurs we have is because of what is the movie called Jurassic Park. But the things are different. For example, we do not know how lovely they were. We do not know what is the color of the skin of dinosaurs. We do not know whether it was having a hair, because the fossil, those were the soft parts, and the soft parts are very difficult to get preserved in rocks.
So we do not know about dinosaurs much about. Of course, we got several plentiful of fossils. So the advantage of the dinosaurs is that they were carnivorous, they were herbivorous, they were omnivorous. Some dinosaurs were capable of flying, all are capable of swimming, running very fast, and they ruled the entire earth. So what was the fate? At one point of time, that big creature has left the earth. It has undergone extinction. So now you can imagine about the humans. It is our fate is also same. Once upon a time, we have to leave the earth. So how the dinosaurs undergone extinction? Here also there were so many school of thoughts or so many hypotheses, but the well accepted theory was it was undergone extinction, dinosaur undergone extinction due to a meteoritic impact. So it was proposed by a scientist called Luis Alvarez and his son Walter Alvarez. Luis Alvarez, he is a familiar person in the field of physics. He's a Nobel laureate in 1962, I think, in elementary physics, subatomic particles, in some research. So after his research, Nobel Prize, during his retirement life, his son was a geologist, Walter Alvarez. He gone with his son for a field work in Italy, and in one layer of rock they could see that there is a high amount of iridium. Iridium is an element which is very similar to platinum, and it is included in the platinum group of elements. So this iridium can be seen on the surface of the earth only by two processes. One, either it has to be bought from outer space, some meteoritic impact, or from the deep inside of the earth, because it is a platinum, it is a heavy metal. When earth formed, it has settled down inside the earth. So this platinum can be, this iridium can be brought to the surface either through a volcanism, or the second aspect is meteoritic impacts. So what happened is that they searched for volcanic rocks, or the rocks which is formed by volcanism, which we call it as igneous rocks. So they looked for igneous rock around, and they were not able to identify any igneous rock. All are sedimentary rocks. So they come to a conclusion that this iridium spike, or the high content of iridium, is because of an external source. And they dated it, and they could find that it exactly coincided at 6.5 crore years. That means the time at which the dinosaurs undergone extinction. So they came to a conclusion that it was a meteoritic impact that have resulted in the extinction of dinosaurs. You can imagine a physicist saying a big problem or a huge history of the earth, which was not revealed by any geologist or biologist. So his paper was accepted and published in the journal Science in 1980. So people started arguing with him. They were saying that if such a huge amount of iridium is there, a meteorite of 10 to 20 kilometer size meteorite should have reached the earth. If a 10 to 20 kilometer diameter meteorite reaches the earth, it will be capable of creating a depression or a crater of diameter 100 to 200 kilometer, a minimum of 100 to 200 kilometers. So such a huge depression will not be missed to a common man. If you say it is a meteoritic impact, you show us where is the impact crater. So he was questioned in all the deliberations, in all the seminars, conferences where he attended. So I can frankly say that that paper of Luis Alvarez and Walter Alvarez, which appeared in the Science journal, is the most highly debated paper in the last century. But things changed in 1992 when a few other scientists were able to identify an impact crater something about 1
20 kilometer or 180, I think, 180 kilometer diameter in Mexico, a peninsula in Mexico called Yucatan Peninsula. And that crater they named as Chicxulub. So that Chicxulub crater is about 65 million years old, exactly coinciding with the extinction of dinosaurs. So the question now, the crater which formed in Mexico, and the Walter Alvarez and Luis Alvarez identified that iridium in Italy. How can it possible? Yes, it is possible. When a impact happens, the ejecta will be spilled out, and depending upon the velocity, depending upon the trajectory angle, the ejecta will go far away. So this Chicxulub crater in Mexico, the ejecta has reached all over the globe. Even in India, there are 3 or 4 places where the ejecta from Mexico has been identified. Not only in India, not in this impact, but earth material might have reached other planets also, because so far humans didn't identify any earth material on Moon or Mars, but we have on Earth meteorites from Moon, meteorites from Mars. So how it comes? Because even if good impact happens on Mars, its ejecta will get spilled over and some escape its velocity, gravitational field, and travel haphazardly, and sometimes it reaches Earth. There are so many incidences in which we got Martian meteorites. If I can say an example, a place called Shargoti in Bihar in India, and we got several Mars meteorites, and that particular Martian meteorite is called Shargatite. So I have explained a lot about meteoritic impacts from the origin of life on one end to the extinction of animals on the other end, 2 end members, and several other processes in between of meteoritic impact. So that is about meteoritic impacts. So you know how a meteoritic impacts, or how the dinosaurs were fascinated to our humans, not only to geology. You might have seen a movie called Jurassic Park, which appeared in several series, which is an example how good or how impressive the creature dinosaurs are. Or you might have seen a Hollywood movie called Armageddon, where Bruce Willis was acting, where an asteroid is coming towards the Earth and going to have a catastrophe on Earth. So they are making a manned mission to the asteroid. They land up there, they blasted that asteroid and saving the Earth from potential devastation. So these are the things about meteoritic impacts. So the next important geological process I can say is volcanism. So volcanism, I have mentioned, the earth was so hot, all over the earth it was bubbling with lava, pouring lava, gas is emitted, the first atmosphere gone, and the second atmosphere was formed. And this second atmosphere was formed only because of the degassing from volcanism. The gases which were trapped inside the earth were degassed to the atmosphere, and a new atmosphere was formed. And that much important is volcanism towards earth. Moreover, the other importance I can say that everyone is familiar with Siberian volcanism or Deccan volcanism. What is the importance of Deccan Plateau in India? Because in the school also we have studied that the most fertile soil is the black soil. So black soil comes from lava, basalt. So volcanism can create fertile land, and thus we can improve our agriculture. The third importance I can say about volcanism is the mineral deposits. All the major mineral deposits on the earth is associated with volcanism. I can say you an example. Diamond. Diamond is a mineral which is formed something about
75 to 200 kilometers below the Earth's surface. So how it is brought to the surface of the Earth? Because the volcanism, which originates below the layer of diamond, when it comes its way upward, it takes the diamond and come to the surface and drop it here and there. So that is how we are getting diamonds, otherwise we should not get diamonds. Gold, platinum, silver, copper, nickel, all the things, all the metals, important metals which rules the earth are from volcanism. So these are the importance of volcanism, but rather the beauty of volcanism is different. Of course, it is a devastating phenomena, but it is like a Diwali for the geologists. The different colors of lava which pours or which is ejected in a volcanism is a beautiful eyesight in the night. Hawaii, a place or an island in Pacific Ocean, which is under the control of United States of America, they used to have tourist attraction in the evening, make cruises around waters in Hawaii. So to see the waters and motley or the different colors of lava. So tourist attraction will be there. But the thing is that everyone should be careful when you are approaching a volcanism, because it is dead hot. You cannot predict the effusive nature of the volcanism. It can be a silent eruption. It can be a wild eruption. And a single droplet of lava, if it fell in your hand or something else, it is about 700 degrees Celsius. Can you imagine what happens? You can imagine. So you have to take all precautions or get advice from a geologist before reaching or going nearby a volcano. So the best ideal place for you to see volcanism present day is Hawaii or Yellowstone National Park, where you can see a multitude, variety of or manifestation of volcanism, from boiling mud volcano to geyser to hot spring. A lot of things you can see in Yellowstone National Park. The present day volcanism are mainly concentrated along the borders of the bigger plate called Pacific plate tectonism, which I'll be mentioning later, plate tectonism. So Pacific is a big plate. Around the margins of the Pacific plate, there is a lot of volcanoes are there. That's why Japan is there, Hawaii is there, Andes Mountain is there, all these things. So we call it as ring of fire for that area, because it is like a ring, and a lot of volcanoes are concentrated. And in about few minutes before, I have mentioned you that I'll be talking about a recent eruption of Mount Pinatubo in Indonesia. So in that single volcanic eruption, it ejected 2 crore tons of sulfur dioxide. A single volcanism which is capable of ejecting 2 tons of sulfur dioxide, and that sulfur dioxide cannot be detected as a 0.1% in the atmospheric constituent, then you can imagine how much the nitrogen, oxygen or all other things are occupying the Earth's atmosphere. Of course, nitrogen is not the sole reason, is not volcanism, but you can imagine the quantity of such gases present in the atmosphere. You cannot exhaust oxygen. You cannot complete carbon dioxide. Such a huge amount it is there around the Earth. So if Pinatubo is capable of 2 crore tons of SO2, then you can imagine about the other bigger volcanism. And that single Pinatubo eruption was capable to drop the global temperature by 0.5 degrees Celsius. Because you see, during volcanism, a lot of smoke also comes. Minute debris will be there, which will remain suspended in the atmosphere, which will not permit the sunlight to reach inside the Earth. So the temperature gradually gets cooled, and that has resulted in 0.5 degrees Celsius drop in the global temperature.
And this also you might have seen was also fascinated our layman's mind also. You might have seen a movie called Pompeii, a Hollywood movie called Pompeii, which shows a village. Pompeii is a village in Italy, and it was related with an volcanic eruption from Mount Vesuvius. In a single night, the ash, the debris from the Mount Vesuvius have engulfed a village called Pompeii, and several people died because of this ash fall. You can still see the remains, the mummified bodies in the Pompeii, and that has been now considered as a UNESCO heritage site. So such is the importance of volcanism, such is a catastrophic nature of volcanism. So related with that Pompeii village, a movie came as Pompeii. Then other famous movie was there called Dante's Peak, which is a box office hit. So that why I'm mentioning about the movies is that these are the phenomena which are capable of catching the mind of a common layman. And next important phenomena which I can say is that when did the life started? When did the life started? So if you want to know about when did the life started, we should understand the rock types or the age of the rock on the earth. Because there are three types of rocks: igneous rock formed by volcanism from lava or magma. The second is metamorphic rock. Metamorphic rock is formed by the change in pressure and temperature conditions, but in the solid stage. In igneous rock, it can be in the liquid stage. Of course, in the liquid stage means pressure and temperature are high, but here pressure and temperature are there, but in the solid state. Third is sedimentary rock, which is formed by the erosion of pre-existing rock, get it consolidated and form layers of rocks. So the other first two which I have mentioned, igneous and metamorphic, are hard rock, high pressure and temperature. So these two rocks are not capable of hosting fossils, because even if fossil is there during the high temperature pressure condition, that will also forms part of the rock. Whereas in the sedimentary rock, fossils can be very much well preserved. So geologists are wondering or pondering where we can identify the oldest rock. So far, the oldest mineral, of course everyone knows that it is an ingredient of rock, is we obtained from a place called Jack Hill in Australia, so which is about 439 crore years. I have told 456 to 57 is the age of the earth, and we got the oldest zircons of 439. So we don't have the rest of the history. So it is just a mineral called zircon. So then we got the oldest rock. It is in Canada, which is called Augusta gneiss, in a craton called Slave Craton, and the rock is something about 403 crore years. But unfortunately, it is a metamorphic rock. So we don't have that much evidence in the first rock about life. But we got evidence from 3.8, a sedimentary rock from Greenland, Iswa group, and unfortunately, as this is too old sedimentary rock, that also got converted into metamorphic rock. Initially it was a sedimentary rock, but again it has undergone metamorphism and become a metamorphic rock. So we don't have any evidence. The first evidence of life, we got it at 3.5 giga-annum, or 3.5 billion years, or 350 crore years, and those are called stromatolites. So stromatolites are still seen in different parts of the world. So you can understand they were living in water. So it is very similar to, I can say, if you correlate the stromatolites, you can correlate with corals.
It is very similar to corals. So initially, when I was talking about when the first rain occurred, you can imagine if in a place, if there is no rainfall about 2 to 3 years, and then rain occurs, you can see how much dust particles it will carry, how much contaminated it is. So this water, when it was coming down, when the first rain, it was taking a lot of impurities from the atmosphere, which was ejected by volcanism, etc. So the initial ocean, when it was formed, it was red hot in color. So it is red or brown in color, full of iron, etc. Because during that time we are not having oxygen, free oxygen in the atmosphere to oxidize the iron. So these stromatolites were living in such brownish, dark, red color water. So no oxygen was there, so it may be breathing some other things which I'll be mentioning later. So we got the first evidence at 3.5. So before that we don't have any evidence. So again the 3.5 is marked by another important phenomena on Earth, which we call it as plate tectonism. The surface of the Earth is made up of different plates, small and big. India is a plate, Pacific is a plate, and small Honshu is a plate, small plate. So similarly, so many plates are there. These plates are in continuous movement. Continuous movement, how it moves? Because beneath the lithosphere, what is in crust, there is a mantle. So this mantle has mantle driven currents called convection currents, which makes the plates move here and there. So this plate tectonism has a huge role because the volcanisms are concentrated in the plate margin, earthquakes are concentrated in the plate margin, and moreover the plates can collide each other, give away or move away from each other. When it collides, it forms mountains. Himalaya is formed by the collision of Indian plate with the Eurasian plate. So that is the next important event, plate tectonism. So plate tectonism has a huge role, because if I can say an example, Mars, once upon a time there was plate tectonism on Mars. But what happened? At one point of time, and Mars was having water. Mars was having ocean. If you look what is in shape of the Mars, its topography, you can see that one part is water and one part is land. So there were only two plates in Mars, so it were moving, and somehow one got undergone or subducted beneath another plate. During when it took all the water from the Mars to deep inside the Mars. So there is no water, so there is no movement. You see, you need lubrication for moving. Water is the most important lubricants for moving. So there is no water on the surface of the Mars now. So there is no plate tectonism. So what happens if there is no plate tectonism? If there is an earthquake on Mars, you cannot call it as an earthquake on Mars. You can call it as a Marsquake. If a Marsquake occur, the entire Mars will shiver. If an earthquake occur on a moonquake, I can say moonquake. A moonquake occurs, the entire moon will shiver, because there is no plate boundaries through which the energy can dissipate it. So we are safe on Earth. When an earthquake occurs in USA, in San Andreas Fault, the person who is sitting in India never feel it, because in between there are so many plates and the energy will get dissipated through that one. So that is the importance of plate tectonism. We are safe. We are very much safe. Only a certain part is affected during this earthquakes. And next saying about the most important thing is the great oxygenation event. That is the time in which the oxygen was first liberated to the atmosphere of the Earth. I have told there was no oxygen on the surface of the Earth or in the atmosphere of the Earth when Earth was formed. Oxygen was there, free oxygen was not there. So the first oxygen was liberated to Earth at 250 crore years before, and that is
a time in which cyanobacteria, a unicellular organism, started photosynthesis, converted the other gases in the atmosphere and started pumping oxygen into the atmosphere. So till that time, we do not know what they were using, the organisms were using for breathing. Actually, the scientists say that they were using methane. So the process of breathing methane is called methanogenesis. So now we have oxygen and we are living or adjusted to with oxygen. Can you imagine if oxygen is all of a sudden removed by some other gas, whether we will thrive? No, most of us will die. Similarly, scientists are also not aware what happened at 250 crore years before when oxygen was first liberated to the atmosphere. Whether it was the major extinction in which all the organisms were killed or vanished or undergone extinction, or whether it was able to switch over from anaerobic to aerobic respiration. That is a big question. Unfortunately, we were not able to say much about the history because during that time, even if organisms were there, they were unicellular organisms, and getting evidences for unicellular organisms is much difficult. So again, next time at about 55 crore years, a second burst of great oxygenation event happened. A huge amount of oxygen was liberated, and that is almost equivalent to the present day oxygen content on Earth. So that has marked the beginning of the life of multicellular organisms. Till that time, or till before the second pulse of great oxygenation event, we are having unicellular organisms. But when the second time when oxygen was liberated, there was a huge explosion of organisms. A multitude of multicellular organisms evolved, which we call it as the Great Cambrian Explosion. Cambrian is a geological time period. So from that one, the history started. The earth have seen different varieties of life. So these are the major events which I would like to mention when we talk about the history of the earth. But what is the future of the earth? What happens? At one point of time, we all have to die. Not in a normal way, but in a catastrophic way. If dinosaurs can undergone an extinction by a meteoritic impact, why can't humans? If you take the life of the humans, and if you convert the Earth's history into a 24-hour clock, I can say that human came to the Earth at night 11 o'clock, 59 minutes and 59 seconds. We were not on the Earth even for a 1 second of a 24-hour clock on Earth, of Earth. But you can imagine about the changes, positive or negative changes the humans have brought on the surface of the Earth. So we were here for only for about few lakhs of years in the 457 crore years history of the Earth. So the end of the life is not far, it is very near. The scientists believe that if you convert the life of the sun into a 12-hour clock, now it is 4:30 in the morning. If you convert the life of the sun into 12 hours, now we are living at morning 4:30. At 5 o'clock, the entire life on the earth will get vanished. Not because of any catastrophic phenomena, but as usual, because the earth was, when it formed, it was a little further from the present position. Now it was a little nearby. Moreover, the sun's luminosity is increasing day by day. The initial sun was not that much bright as what we are seeing today. It is said that how sun's luminosity, it is by nuclear fusion. Hydrogen and hydrogen join and form energy.
So if you calculate the content of the hydrogen present in that what is an sun, it can live only up to 1200 crore years. 1200 crore, of which something about 456 or 460 crore year is over. That is, I have told, if you convert the 1200 into 12 o'clock, we are at 430. So sun's luminosity increases, and then the environment or the climate of the earth will be hostile for the life organisms at 500 crore years. So the life will be vanished. At 8 o'clock in the morning or 800 crore years, the water, the entire water in the earth will get evaporated, and we will be devoid of water. And at 12 o'clock in the noon, earth will be captured by sun. Before capturing earth, Mercury and Venus will be engulfed already by sun. And what happens? Earth will and the sun all will collapse. The sun will become a red giant or a white dwarf, not a black hole, white dwarf. So again, what happens? The same thing else will form a new nebula. New stars will be formed, and that new stars will create new organisms, and that will be the life. It goes on and on. But we are here for a short life. Thank you. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം presented by Federal Bank, powered by AVA Group of Companies. Tak tik tak tik tak tik tak tik 473 cash or card. $473 cash or card. No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമഃ. 88ാം ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനത്തിന്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് നമ്മൾ. അവസാന ദിവസമാണ്. അതെ, 8ാം ദിവസത്തെ ഇന്നത്തെ ചർച്ചാ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം. ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയും വിമൻ എംപവർമെന്റ്, അതെ, വനിതാ സമ്മേളനവുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചകളിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ആദ്യത്തെ സ്വാഗത ഭാഷണത്തിലേക്ക് നമുക്ക് കടക്കാം. പരമഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ നമസ്കാരം. 88ാമത് ശിവഗിരി തീർത്ഥാടനം, അതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാന സമ്മേളനമാണ് വനിതാ സമ്മേളനം. നമുക്കറിയാം, ഇപ്പം കോവിഡ് കാലമാണ്. ലോകത്തെ വല്ലാത്ത സങ്കടത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നടക്കുന്ന തീർത്ഥാടനമാണിത്. തീർത്ഥാടകർ മാനസികമായിട്ടും വളരെ സങ്കടത്തിലാണ്. വർഷത്തിലൊരിക്കൽ ശിവഗിരിയിൽ വന്നു പോകുന്ന ധാരാളം പേരുണ്ട്.
ഈ ധാരാളം പേരെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധയോടുകൂടിയൊക്കെ ഇത്തരം സമ്മേളനങ്ങൾ വീക്ഷിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വനിതാ സമ്മേളനം തുടങ്ങിയ ഒരുപാട് സമ്മേളനങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ മുഖ്യ വിഷയങ്ങളാണ്. വിദ്യാഭ്യാസവും കൃഷിയും ശുചിത്വവും കച്ചവടവും സംഘടനയും കൈത്തൊഴിലും ശാസ്ത്ര സാങ്കേതിക പരിശീലനവും തുടങ്ങിയ അതിവിപുലമായിരിക്കുന്ന വലിയ ആശയങ്ങളെ ഗുരു തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് തന്ന് നമ്മയൊക്കെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയൊക്കെ സമൂഹത്തിൽ പ്രയോജനപ്പെടുത്താമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അതിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുവാൻ വേണ്ടി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിവിദഗ്ധരാണ് ഈ ക്ലാസ്സുകൾ നയിക്കുന്നത്. ഈ വനിതാ സമ്മേളനത്തിൽ അങ്ങനെയുള്ളവർ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, വനിതാ സമ്മേളനം പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് സംഭവമെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന നമുക്കെപ്പോഴും അവർക്ക് കൊടുക്കേണ്ടി വരും. കാരണം വനിത എന്ന് പറയുമ്പോൾ നമുക്ക് അമ്മ എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ശാസ്ത്രങ്ങളിൽ സാധാരണ പറയാറുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്ന്. അല്ലെങ്കിൽ മാതാവിനാണ് പ്രധാന സ്ഥാനം കൊടുത്തിരിക്കുന്നത്, അത് കഴിഞ്ഞ് പിതാവും ഗുരുവും വരുന്നുള്ളൂ. അപ്പം നമ്മളെ ജനിപ്പിച്ച അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അമ്മയുടെ ഏതാണ്ട് ചിന്തയുടെ ഏതാണ്ട് 3/4 ഭാഗവും ഏതാണ്ട് 80% ഈ പറഞ്ഞ കുഞ്ഞുങ്ങളിലേക്കും സന്നിവേശിപ്പിക്കുന്ന വരുന്നു എന്നുള്ളതാണ്. ഒരമ്മ എങ്ങനെയാണോ അതനുസരിച്ചാണ് ഒരു കുട്ടിയുടെ ജനനവും അവൻ്റെ ബുദ്ധിയും അവൻ്റെ കഴിവും എല്ലാം വരുന്നത്. അപ്പോൾ കൂടുതൽ മാന്യത അവർക്ക് കൊടുക്കുക, അവരെ ആദരിക്കുക എന്നുള്ളത് ലോകത്തിലെ ഒരു പ്രധാന ധർമ്മമാണ്, കർത്തവ്യമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയും ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലോകത്ത് നമ്മൾ കേൾക്കാറുണ്ട്. ഭാരതത്തിൽ വളരെ അത് ഈ നിത്യവും നമ്മൾ പത്രങ്ങളിൽ ഇങ്ങനെ ഈ വിഷയങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോഴൊക്കെ എല്ലാവർക്കും കൂടുതൽ സങ്കടം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ അവരെയൊക്കെ ഈ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാനും ശക്തിമത്താക്കുവാനും വേണ്ടി എന്തൊക്കെ അവർ ആ വനിതകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന ഘടകമെന്ന് പറയുന്നത്. വനിതകളുടെ യോജിപ്പ്, അവരുടെ അഭിപ്രായങ്ങൾ അവരെ സമന്വയിപ്പിക്കുക, അവർക്ക് സമൂഹത്തിൽ കൊടുക്കേണ്ട പ്രാധാന്യങ്ങൾ, ആദരവുകൾ, അവരെ എങ്ങനെ നമ്മൾ ബഹുമാനിക്കണം, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ സമ്മേളനത്തിലേക്ക് ഗുരുവിൻ്റെ പാവനനാമധേയത്തിൽ അവരെ എല്ലാവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഗുരുവിൻ്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. $473 cash or card. $473 cash or card. No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. എങ്ങനെയുണ്ടായിരുന്നു മേളം? തകർത്തില്ലേ മേളം? പക്ഷേ നിന്റെ മേളത്തിന്റെ അത്ര പോരാ. എന്റെ എന്ത് മേളം? ഈ മേളം
നീ മേളം മസാല കൊണ്ടുണ്ടാക്കിയ കിഡിലൻ സാമ്പാറും രസവും കൂട്ടി ചോറുണ്ണുമ്പോൾ ഉണ്ടാവുന്ന മേളം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേളം. മേളമില്ലാതെ എന്ത് സാമ്പാറും രസവും, മേളമില്ലാതെ എന്ത് മലയാളി. From AVA. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വനിതാ സമ്മേളനത്തിൽ അടുത്തതായി സംസാരിക്കാൻ എത്തുന്നത് ദിവ്യ എസ് അയ്യർ IAS ആണ്. തലസ്ഥാനത്തെ വനിതാരത്നം, അക്ഷരാർത്ഥത്തിൽ ബഹുമുഖ പ്രതിഭ, ഡോക്ടറായ IAS ഉദ്യോഗസ്ഥ, അതിനൊപ്പം നർത്തകി, ഗായിക, അഭിനേത്രി, എഴുത്തുകാരി, ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് ഒരേ സമയം അർഹ. 88ാമത് ആഗോള തീർത്ഥാടനത്തിന്റെ വനിതാ സമ്മേളനത്തിൽ സാദരം സ്വാഗതം ചെയ്യുന്നു. ഔദ്യോഗിക ജീവിതവും കുടുംബജീവിതവും പൊതുജീവിതവും ഒരുപോലെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ദിവ്യയ്ക്ക് ആഗോള തീർത്ഥാടനത്തിന്റെ പ്രൗഢഗംഭീര വേദിയിലേക്ക് സ്നേഹസ്വാഗതം. I am a woman, phenomenally, a phenomenal woman. That's me, said Maya Angelou, not just for herself, but for each one of us, women on the face of this earth. As a woman, I'm extremely happy, proud, and privileged to be talking to you all on this august occasion of the 88th virtual Sivagiri Tirthadanam. At the outset, I express my heartfelt gratitude to the organizers and to the entire Sivagiri Mutt family. Pranam. Thank you so much. I think that being born as a woman has been the most fortunate event in my life. If given a chance, I would definitely want to be a woman again and again and again. Because as Maya Angelou said, every woman is phenomenally a wonderful woman. And to lead this life, which is so colorful by nature for a woman, is simply a joy and an honor. It's been a great opportunity to meet and to be groomed by some phenomenal women in my life too. And every woman I meet day after day has proven to be more phenomenal than the other. In our own little ways, we all are actually extremely strong women. It's just that sometimes we fail to recognize it ourselves. Let me tell you about one phenomenal woman who has probably influenced me the most in my life. Mrs. Subbalakshmi, my grandmother. She is no longer with me in person today, but the spirit and the strength she has helped nurture, not just in me, but in every single woman she has met throughout her life, still lives on in spirit in this world. Born in a rural village in Tirunelveli, she grew up to be a very energetic and smart and intelligent girl for her age, and came out with flying colors in all her examinations in school. And when she reached ESLC, the then school leaving certificate examination,
She topped her district, not just her school. But at that juncture, when she had attained puberty, her father restricted her and stopped her from studying further. A visibly disappointed and annoyed Subbalakshmi told her father and fought for her rights to study. Despite her efforts, she could not succeed in her protest and could not continue her higher studies. But she said that I want to register my protest for this unfair action from the part of my father. And she decided to not collect her ESLC certificate even. She decided not to go to that school to her felicitation ceremony that year. That was her way of silently protesting against the injustice meted out to her. In today's age and era, this story might not inspire a lot of people because it is a very muted and it's a silent form of protest as you might see it. But imagine nearly a century ago this happening. And it was not just her. There were hundreds and thousands and millions of girls in our country and across the globe who had to face such restrictions and who probably did not even realize that they were meted out with injustice. So that young age, nearly a century ago, my grandmother realized that it was completely unfair that she was not allowed to pursue her higher education, and she decided to register her protest in the most peaceful manner possible and known to her at that age and era. And she would proudly tell me that story when I was a child and inspire me to study further and to study as much as I wanted. And even when the rest of the society would say that she has finished her MBBS, she has a job, and now she has to get married, and now she has to get settled down, and why let her get into civil services, and that's a very uncertain domain, and age is rolling over, and why you're not getting her married off. All sorts of comments and criticisms get bombarded at you, and I was no exception to that as a woman in this society. When all that happened, as the eldermost member of the family, my grandmother gave her wise counsel to my parents and to me and to everybody who actually bothered about my life at that point of time. She said that let her study, let her achieve her ambitions, let her reach her goal. Do not restrict her in any form. Be it marriage, be it a compulsion to do something else, be it a limitation to travel, whatever be the restriction, lift that off her and let her study. Having that sort of strength and wisdom emanate from your own family is definitely a blessing. And I sincerely hope and pray that there is somebody in each one of your family who can inspire your children to study and to lift off the restrictions from your girls and everybody in your family. Now, this is just a personal experience that I wanted to share with you before I actually start talking about women empowerment, because this is where I'm coming from and this is where I gain my strength from. And obviously this has been passed on to my mom, to my sister, to my to the entire family that I belong to. And as a family where we are 3 women, that's me, my mom and my sister and my dad along with us, we've always been the majority at home.
And never have I ever been told that you cannot do this just because you're a woman. And I've seen my dad getting into the kitchen and doing all kinds of work at home, everything that my mom does. And I've seen my mom do everything that my dad does. And this whole sense of solidarity that people express with each other in a family without having watertight compartments within the family is what actually makes you feel that you are as good or even better than the other gender. And the roots of women empowerment actually starts from the families. And this is the reason I dare to talk about my family every time I talk about women empowerment. The moment we decide to teach our girls not to do something and to fear something, the word empowerment gets slashed down. As Sri Narayana Gurudevan ji said, get educated, get free, and be fearless. That is the mantra of women empowerment, then, now, and forever. Let me repeat that for you. Get educated, get free, and get fearless. Now, let me continue with my grandmother's example. She could not pursue her further education, but she made sure that education was not something that was received only from schools and through certificates alone. She was one of the most worldly wise persons I have ever met, I would say. And as I said, would offer her wise counsel to everybody who needed it at every point of time. And she was also someone who redefined the notion of women empowerment for me. In modern era, we always talk about women empowerment as if it is completely akin to economic empowerment or financial empowerment. In contrast to the mantra that I told you, in today's era, we think about women empowerment as being able to earn one's own bread and stand on one's own feet. I do agree that it really helps if a woman is economically empowered, but that is not the be-all and end-all of women empowerment. For this was one woman who had never earned a penny by herself all her life. She was not a working woman. She did not own land or any kind of wealth at her hand. Yet, she was one of the strongest women you could have ever met, for she had a voice. And as Melinda Gates rightly says now, a woman with a voice is by definition a strong woman, an empowered woman. And here was this woman who had a voice that was heard and was respected for. And here was a woman who raised 3 children, 3 girl children, who all had girl children themselves. So she had girl children and girl grandchildren in her family. So it was daughters and granddaughters all around her. And she couldn't be prouder. And instilled that spirit of fierce strength and freedom in each one of us. And here was a woman who had the choice and who had the independence to choose the path of her life and choose the destiny. The ability to decide your own fate, that is true empowerment. Get educated, get free, and be fearless, as was said, is also
definitely buttressed by these facts. To have a voice of your own, to be able to make your own decisions, and to shape your destiny. If we can do that, we are definitely the empowered women that we all wish to be. Now, how do we reach that goal? How do we walk that path? That is what we all keep thinking about, worrying about, debating about, reading about, writing about. And yet, I wonder if we have actually found the right path to crack it open. Probably there is no right path. Probably there is no single right path towards women empowerment. Because it is this collective strength that we impart to each other as women that is actually going to emancipate us and to make us all feel empowered. The notion of empowerment, as I mentioned earlier, is not only about financial independence. It is about having your own voice. It is also about understanding your own strength. It is about discovering your own strength. The notion of women empowerment is not about giving strength to women. It is not about giving that additional support to women. It is not about creating any artificial space for women. It is not only about reserving a certain percentage of seats for women, but it is about changing the perception of strength by the society. For women are already strong. Women are already empowered. I had the story of my grandmother to tell you. I'm sure each one of you have seen such women in your life. Let us share these stories with each other. Let us share these stories of how different women show their strength in the time of crisis, in the face of disasters, in the face of struggles, in the face of suffering, and how these women grow with each instance in their lives, and how our women lend a supporting hand to everybody around them in their family and to the community as a whole. It's important that we share these stories with each other, for that is the beginning of the change in perception of women's strength in our society. Unfortunately, we have a very prejudiced notion of definition of strength. We think that strength is defined by manliness or by manhood or by physical strength or by anything that a man does. And trying to match up to the man's domain, trying to match up to activities that traditionally a man does, is often deemed as a strong woman, or is often deemed as strength in a woman. Sadly so, this is not going to lead us anywhere. For a woman can always do everything that a man does, probably. But it will be very difficult for a man to do everything that a woman does. And nobody judges a man for that. But we as a society judge a woman for doing and not doing activities that a man traditionally does. So this whole notion of a strong woman itself is very skewed in my eyes. It's important to realize that a woman's strength lies elsewhere. The expression of a woman's strength may be or may not be the same as the expression of a man's strength, and it need not be the same at all. So it is our perception of a strong woman, it is our perception of strength, it is our perception of empowerment that really needs to change, rather than trying to change the way women live, or trying to change the way a woman dresses up,
or trying to change the way a woman works. It is not essential that a woman has to prove her ability in a traditional male den. The strength of a woman lies completely in her independence and in her voice and in her ability to shape her destiny. As long as we give the opportunity for her to soar high into the skies and be the wind under her wings, we will definitely be able to see a strong woman emerging out of us. But if we continue to move in the path where we see a comparison and a constant judgment of everything that a woman does based on male parameters, we are never going to achieve that goal. So here is to everybody who understands and probably misunderstands feminism. Feminism is nothing but anyone who recognizes the fullness of humanity and equality of all genders, said Gloria Steinem. And I completely agree with her on that. It is not only about equality of both the genders that we are talking about, it is also about the full humanity. It is about the worth of the entire humanity. It is about the respect and the worth of a human being that we are talking about when we talk about feminism. And the moment we hear the term, our minds automatically jumps into another sphere, which is hating men. And let me tell you, for the record, feminism has got nothing to do with man hating. Feminism is only about recognition of the strength in women and understanding the worth of the entire humanity, man or woman for that matter. If we can keep our heads on our shoulders on this aspect, definitely we can go a long way in feminism as well as in women empowerment. Now, as I pointed out earlier on, the roots of all of this actually lies in our families. One of my favorite author and feminist of modern times, Chimamanda Adichie, a Nigerian writer, speaks about feminism in a fashion that's so simple and so lucid and clear as a day. Let me try and paraphrase some of her ideas to you. She especially talks about how families and how nurturing of children contributes towards women empowerment and towards gender equality in our society. As a mother of an adorable 1.5-year-old son, I completely understand where she is coming from when she talks about raising children and about making sure that we don't start putting the divides and the limitations and restrictions around our girl children or around our boy children for that matter. When I spoke about restrictions that my grandmother faced and every other child, every other daughter in our family faces, there is also the implied aspect of our boys or our sons who do not probably receive those limitations. But now when I raise my son, I realize that it's probably not just limitations, it's also about exposure, it is also about prejudices, it is also about preconceived notions that we thrust upon our children, which they grow up with. Let me explain what Adichie is talking about and what I'm talking about. She says, do not ask our girls to shrink their worlds. Do not ask them
to grow smaller in their ambitions. We often tell our girls to be ambitious, but not be too ambitious, because if you grow too much, if you become too successful, you will be too difficult for a family to be contained. We tell our girls, we teach our girls to aspire for marriage, but we do not ask our sons to aspire for marriage. When we raise our daughters, we put marriage right in front of them as the ultimate goal that she can achieve, and motherhood as probably the only goal in her life, and family as her world. Yes, definitely, I'm married, I'm a mother, I have a family. I value these as anything else in my life. I value these more than anything else in my life, but that does not mean that my world or my ambitions are contained in any of these. And that's exactly what she's talking about. We do not raise our sons asking them to aspire for marriage, or that parenthood or fatherhood is the ultimate goal in their lives. We teach our sons to think about careers, to become big CEOs, to become prime ministers, to fly an airplane, to become Sachin Tendulkar. Their ambitions are limitless, and we encourage that. But when it comes to girls, admit it or not, we definitely try and bind them down, citing flimsy reasons as these. And nobody would like their child to be limited, or nobody would like to clip the wings of their children knowingly. But unknowingly, we have been clipping the wings of many of our daughters. And this is what I want you to realize today. If there is one takeaway from this talk, this is what it would be. Go back and start understanding if you have been clipping the wings of your daughter in one way or the other. Go back and understand if you have been injecting some preconceived notion of yours into your sons and your daughters, telling them that this is the only field where you can have ambitions in, or this is a field where your ambitions should be limited. Are you grabbing their independence? Are you grabbing their choice to soar high into the skies? Let me give you an example. I was at a friend's house a year or two ago, a very well-known family to us. There was a little girl, all of 10 years of age, in that house, whom I got very pally with, and we were chatting up as we were munching away the snacks that were served to us. And soon after, the grandmother in the family told the little girl, "Please take the plates back to the kitchen and keep it there." The plates in which the snacks were served to us. That was perfectly fine. I do believe that both girls as well as boys should be trained in, life skills in the most interesting fashion possible, and probably in subtle ways as these. So I was okay with that. But there was a statement that followed which I was definitely not fine with. She said, "Girls are supposed to be trained in household chores from this age itself." And I, being me, definitely could not stay on a muted mode on listening to that statement. So very politely but firmly, I told them the plates would definitely not know if a girl or a boy is lifting them up, right? Both girls and boys have to learn life skills and have to do household chores in ways as these. You need not tell
or teach your little girl that household chores belong to girls alone, or that when she grows up, she has to confine herself to the household, or that the domesticity of her world, of her life, is the be-all and end-all of her life. Now, many might think that I might be overreacting, but trust me, these are the little ways in which you can contribute towards women empowerment. So when you're talking to little children, make sure that you're not injecting such preconceived notions into them. I love to give cooking utensils, little pretend play sets, kitchen play sets to my son. When many have actually asked me, why would you let him play with cooking utensils for so long? Yes, he loves vehicles on one side. On the other side, he equally loves flowers and dolls and cooking utensils as well. Now, there's nothing wrong in that. I want him to get exposed to both sides. I want him to get exposed to as much as possible, whatever is within my limits. I'm not trying to say that we are ideal in any angle. We are all growing up as parents, and I think motherhood definitely has been the most defining moment in my life. And when I see the world through the eyes of my little son, I also see how parenting actually helps us grow as human beings. So when I talked about Adichie, this is another very interesting book that she has written, which is called A Feminist Manifesto in 15 Suggestions. It's called Dear Ijiavle. So it's a little book wherein she just gives 15 suggestions regarding raising our daughters to be feminists. And as I said, I would actually extrapolate it and say that we have to raise our children, not just daughters, but also our sons, as feminists. And one of the things that she mentions in that is about this, as to how we have categorized everything right from infanthood. Blue for boys, pink for girls, Barbies and dolls and kitchen play sets for girls, trucks and JCBs and cars and guns for boys. There's a clear division right from the moment a child enters this world. And the divide starts from there. Once you have trained your children in such watertight compartments, how do you expect them to grow up to create a fair and just and equal, beautiful society? It's next to impossible, right? So it's important that it all starts from home. It's important that we take an effort to make sure that our children are not injected with these preconceived notions about gender. This gender bias runs very deeply in our roots, in fact. Unless we are conscious about it, and unless we make an intentional effort to iron out these differences and make sure that we expose our children to everything that is good for them, they would never understand that the other gender is as good or is as beautiful as they are. So I'm doing just my little bit in trying to expose my little son to everything that he enjoys doing. This is just my little effort, and probably I would say the most valuable effort towards women empowerment in this society. And I sincerely hope and pray that all parents try to ensure that their children are not fed with
ounces of gender bias day in and day out in their childhood. And I sincerely hope that our schools provide opportunities for both girls and boys in a fashion that would enable them to interact seamlessly and establish an equilibrium between the two genders. In fact, I think it's time that we move on from even the concept of equality. For it is not always 50-50. In various spheres of life, as we live our lives, we understand that in various spheres of lives and in various instances that life throws at you, sometimes it might be a 60-40, sometimes it might be a 30-70, sometimes it might be a 90-10. It's all right as long as that equilibrium is there, as long as there is a constant interaction between the two genders. I'm sure we've all learned in chemistry what a reaction in equilibrium is, or how a system is in equilibrium. There is always a constant reaction between, a constant exchange between the two elements, which helps stabilize that system. And that is exactly what we want in our society as far as genders are concerned. We need to achieve that state of equilibrium, a gender equilibrium, wherein there is constant interaction and constant communication amongst all the genders, wherein we can accommodate the excesses and the flaws in each gender with the other without making one feel superior and one feel inferior. For I think it is humanly impossible to have exactly equal two human beings on this earth, leave alone a man and a woman, even between two men or between two women. I'm sure it is extremely difficult to achieve complete equality. So it is the sense of equilibrium that we need, wherein we support each other and we absorb the excesses from each other, and we compensate for the flaws or the limitations in each other. And in this society where we have gender equilibrium, we would dare not have to fight for our rights. We would dare not have to fight for our space in the society. And last but not the least, we would dare not have to suffer at the hands of the other gender. I have not really touched upon a very grave area in this whole sphere of women empowerment, which is about abuse and violence against women, which takes for another lecture altogether. But let me just conclude with one little anecdote from my life. I'm sure that all of us women have faced abuse of some sort in our lives, whether it be at home, whether it be just gender discrimination at our workplace, whether it be in public spaces, whether it be violence at home. Now there's this whole range, whole spectrum of events that could happen when we talk about abuse. I just want to leave you with the example of probably the the most ignored or the least harmful, as they say, as they claim. I remember this time when I was a little child and we were traveling in a public transport system. We were traveling in a bus, and there was a man who was standing behind us, who was trying to nudge my mother, who was trying to touch her. And I remember my mom moving forward in order to escape his touch for the first time. And the second time, he again tried to nudge her. And then she quietly moved ahead again. And once more came the nudge. And the next I heard was an ouch from this man, a yelling from a man. I was wondering what had happened.
It was not my mother who made the noise, it was a man who tried to nudge her. Now, she did something which a lot of women, I think, in this part of the world do, which is she took a safety pin which she had hung on her chain. She took a safety pin, and the moment this man came to touch her, she poked that onto his finger. And due to this unexpected retort from my mom, he started yelling, and then he got down at the next stop. Now, I don't know if this is the right approach. I'm not trying to say that this is the way to protect yourself or this is the way to react, but this was the best my mom could do at that point of time with the resources that she had at hand. Now, I'm sure if you ask 100 women, we would get 100 different reactions. And if you ask 100 men, there would be 100 different responses to this. But as a child, I was awestruck at my mom's courage. And I remember us as children being instilled that courage to stand up for ourselves and to protect ourselves in the face of any attack on our womanhood. It is rather unfortunate that we have to teach our children to protect themselves from any form of attack. But in today's circumstances, that is not something we can risk. So until we achieve that dream world of gender equilibrium, it is equally important to teach our daughters, to teach our children how to safeguard oneself from any form of gender discrimination or gender abuse or gender-based attacks or violence that they or anybody around them might have to face in this big bad world outside there. So, let me repeat, get educated, get free, and be fearless, and also make sure that you have a voice, make sure that you shape your destiny, and make sure that you can stand up for yourself in this world. For it's equally important for us to be strong and secure. So I sincerely wish that all of us can contribute in our own little ways towards achieving gender equilibrium in this world, and that we create a beautiful future for our children. Thank you so much for this wonderful opportunity. And to all the men and women and others who are facing this world under this COVID-19 pandemic, stay safe. We are all there for each other, and we shall all continue to be there for each other, even while maintaining social distancing and all the other precautionary measures that is mandated today. The very fact that we are meeting today through this virtual Sivagiri Tirthadinam says that we have adapted quickly to the changing circumstances around us. And let us continue to be the voice of the voiceless, to hold that beacon of hope for the hopeless around us. As long as we can be there for each other, there is nothing stopping us from achieving that dream of gender equilibrium. Thank you so much. Namaste.
tak tik tak tik tak tik tak tik 473. Cash or card? $473. Cash or card? No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. തെരുവിൽ അലയുന്ന അശരണർക്ക് താങ്ങായി സാമൂഹിക പ്രവർത്തനം നടത്തുന്ന അശ്വതി ജ്വാലയാണ് അടുത്തതായി വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വാക്കുകളിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് കാണിക്കേണ്ടത് എന്ന് തെളിയിച്ച അണയാത്ത ജ്വാല 2011 3 പൊതിച്ചോറുകളുമായി ആരംഭിച്ച അശരണരുടെയും ആലംബഹീനരുടെയും താങ്ങും തണലുമായി മാറിയ കാരുണ്യ പ്രവർത്തക. തിരുവനന്തപുരം ആസ്ഥാനമായി തെരുവു മനുഷ്യരുടെ പുനരധിവാസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ജ്വാല ഫൗണ്ടേഷന്റെ സെക്രട്ടറി. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം 88ാമത് ആഗോള തീർത്ഥാടന വനിതാ സമ്മേളനത്തിലേക്ക് ഈ പെൺകരുത്തിനെ വളരെ അഭിമാനത്തോടെ അശ്വതി ജ്വാല. ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എന്നും സൂര്യ തേജസ്സായിട്ട് അന്നും ഇന്നും സൂര്യ തേജസ്സായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഗുരുശ്രേഷ്ഠൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഇത്തരം ഒരു അവസരത്തിൽ നമ്മുടെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് 88ാമത് ആഗോള തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിർച്വൽ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഈ മഹാമാരി കാലത്ത് സംസാരിക്കുവാൻ അവസരം നൽകിയതിന് ശ്രീനാരായണ ഗുരു ധർമ്മ പ്രചാരണ സഭയോട് എൻ്റെ ഹൃദയംഗമായ നന്ദി കൂടെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് മുതൽ ആ മനുഷ്യൻ്റെ പ്രയാണത്തിൽ ജനിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ പല വ്യത്യസ്തതകളാണ് ആ മനുഷ്യനെ പിന്നീട് വ്യത്യസ്തനാക്കുന്നത്. അതിൽ നമുക്ക് തീർച്ചയായും ജാതിയുണ്ട്, മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, കുലമുണ്ട്, കുടുംബമഹിമയുണ്ട്, സമ്പന്നതയുണ്ട്. ഇങ്ങനെ പല തട്ടുകളിൽ നിന്നുകൊണ്ടാണ് മനുഷ്യനെ കാലക്രമേണ വ്യത്യസ്തനാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മനുഷ്യനിൽ നിന്ന് അങ്ങനെ ഒരു പ്രയാണം തുടങ്ങുമ്പോൾ എവിടെയൊക്കെയോ എത്തുമ്പോൾ യഥാർത്ഥ ആ മനുഷ്യൻ്റെ ഗുണങ്ങൾ മറന്നുകൊണ്ട് ഈ പറയുന്ന വ്യത്യസ്തതകൾ മുഴുവൻ അവനെ അല്ലെങ്കിൽ അവളെ വിഴുങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു യാത്രയിൽ എവിടെയോ വച്ചൊക്കെ ചില മനുഷ്യർക്ക് പൂർണ്ണമായും മനുഷ്യർക്ക് ബോധമുണ്ടാകുന്നു എന്ന് പറയുവാൻ സാധിക്കില്ല. പക്ഷെ ചിലർ മനുഷ്യർക്ക് എവിടെയൊക്കെയോ വച്ചിട്ട് ഈ വ്യത്യസ്തത ഒരു ഭാരമായിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ വ്യത്യസ്തത ഇത് ഞാനല്ലല്ലോ എന്നുള്ള ഒരു ബോധം തുടങ്ങുമ്പോൾ അവിടെ നിന്നാണ് ഒരു അന്വേഷണം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സത്യാന്വേഷണം ആരംഭിക്കുന്നത് ആ വ്യത്യസ്തതയല്ലല്ലോ ഞാൻ, എന്നിൽ എന്തോ പ്രത്യേകതയുണ്ട് എന്നുള്ള ആ ഒരു ബോധം തുടങ്ങുന്ന കാലം മുതൽ അവനിങ്ങനെ അന്വേഷണം തുടങ്ങുകയാണ്. ഈ അന്വേഷണത്തിന് ആ മനുഷ്യൻ ഉപയോഗിക്കുന്ന പല മാർഗങ്ങളുണ്ട്. അത് ചിലപ്പോൾ സാമൂഹ്യ പ്രവർത്തക അതിനെ ഒരു അന്വേഷണ പാതയായിട്ട് എടുക്കാം. സ്വാതന്ത്ര്യ സമരത്തെ നമുക്കറിയാം, വളരെ വളരെ പ്രഗത്ഭരായ സമുന്നതരായ നേതാക്കൾ നമുക്ക് മുന്നിൽ വഴികാട്ടികളായി പോയിട്ടുണ്ട്. മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ അവർ തന്നെ പറഞ്ഞു വച്ചിട്ട് പോയ കാര്യങ്ങളുണ്ട്. തൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. അതായത് ആ യഥാർത്ഥ സത്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വഴികളിലൂടെ അദ്ദേഹമൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് എല്ലാ മനുഷ്യരും ഇത്തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ
ആത്മീയത, സാമൂഹ്യ പ്രവർത്തനം, അങ്ങനെ എല്ലാ വഴികളിലൂടെയും ചിലപ്പോൾ രാഷ്ട്രീയമായിക്കൊള്ളാം, മതമായിക്കൊള്ളാം, എല്ലാ വഴികളിലൂടെയും നമ്മൾ ആ പരമമായ സത്യത്തെ അന്വേഷിക്കുന്നു. അങ്ങനെ സത്യാന്വേഷണം തുടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലതരത്തിലുള്ള സംശയങ്ങളാണ് ഉണ്ടാകുന്നത്. ഏതാണ് ശരി, ഏതാണ് ഈ വ്യത്യസ്തതകളുടെ ഇതിൽ നിന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് നമുക്ക് മുന്നിൽ എത്രയോ കാലങ്ങൾക്ക് മുൻപേയും ഇന്നും വർത്തമാനകാലത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യ തേജസ്സിനെ പോലെ പ്രകാശം ജ്വലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ആന്തരിക ശുദ്ധിക്കും എന്നും ഒരു വഴികാട്ടിയായി നിലകൊണ്ടുകൊണ്ട് ഗുരുശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പല കൃതികളും അദ്ദേഹം പറഞ്ഞു വച്ചിട്ട് പോയ മൊഴിമുത്തുകളുമൊക്കെ അങ്ങനെ അന്വേഷണ പാതയിലെത്തുന്ന ഓരോ വ്യക്തികൾക്കും എന്നും ഒരു എന്താ പറയുക, ജീവിതയാത്രയിലും ജീവിതത്തിൻ്റെ ആ ഒരു സംശയമില്ലാതെ, ഒരു രീതിയിലുള്ള സംശയം, അതാണ് നമ്മൾ ഏതൊക്കെ വഴികളിലൂടെ പോയാലും ഏതെങ്കിലും ഒരു വഴിയിൽ സംശയം ഒരല്പം പോലും ഇല്ലാതെ നിൽക്കുമ്പോഴാണ്, ആ വഴി തുറന്നു തരാൻ ഒരാളുണ്ടാകുമ്പോഴാണ് പലപ്പോഴും മനുഷ്യൻ എന്ന പൂർണ്ണത, ആത്മസാക്ഷാത്കാരത്തിലേക്കൊക്കെ, അതൊക്കെ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ഒരു മനുഷ്യനെ എത്തിക്കുന്നതിന് പ്രാപ്തമായത് കാലങ്ങൾക്ക് മുന്നേ നമുക്ക് നൽകിക്കൊണ്ട് ഗുരുശ്രേഷ്ഠൻ ഇവിടെ നിന്ന് കടന്നുപോയത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നതാണ് കേരളത്തിൻ്റെ ആത്മീയ ഗുരു, ഭാരതത്തിൻ്റെ ആത്മീയ ഗുരു എന്ന്. പക്ഷെ ഒരിക്കലും വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയോ ശക്തിയോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ ഒരു കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഗുരുശ്രേഷ്ഠനപ്പുറത്തേക്ക് ഈ ലോകത്തിൻ്റെ തന്നെ ഗുരുശ്രേഷ്ഠനായിട്ട് ഉയർത്തിക്കാട്ടുവാൻ പ്രാപ്തനായ ഒരു ഗുരുശ്രേഷ്ഠനാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആ ഒരൊറ്റ വചനത്തിൽ കൂടി തന്നെ ലോകത്തിൽ മുന്ന് നിലനിൽക്കുന്ന യാഥാസ്ഥിതികമായ എല്ലാ മതങ്ങളെ പോലും വിമർശിച്ചുകൊണ്ട്, എന്നാൽ അത് വിമർശിക്കാതെ മനുഷ്യൻ നന്നാവുക എന്ന ആ ഒരു പരമമായ സത്യത്തെ എത്രയോ കാലത്തിന് മുന്നേ ബോധ്യപ്പെടുത്തി തന്നിട്ട് പോയതാണ്. അപ്പോൾ ഇനിയൊരു പരമസത്യം വേറെ ഇല്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് ആ രീതിയിൽ ഉയരാനാണ് നമ്മളോട് എല്ലാ മതഗ്രന്ഥങ്ങളും, എല്ലാ ഈശ്വരവാദികളും നിരീശ്വരവാദികളും വിശ്വാസികളും അവിശ്വാസികളും നമ്മളോട് പറയുമ്പോഴും കുറേ കാലങ്ങൾക്ക് മുന്നേ ആത്മീയ ശ്രേഷ്ഠനെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് പോയൊരു കാര്യമാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതും, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് വളരെ ഇതൊക്കെ സ്വീകരിക്കാൻ മനസ്സനുവദിക്കാത്ത ഒരു കാലഘട്ടം കൂടിയാണ്. സാക്ഷരതയിൽ നമ്മളിപ്പോഴാണ് അത്രയും പൂർണ്ണമായി സമ്പൂർണ്ണരായി എന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് ഇതൊന്നും സ്വീകരിക്കാനുള്ള ഒരു മാനസിക പക്വതയൊന്നും നമ്മുടെ ജനസമൂഹത്തിനില്ലായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം സ്വീകരിക്കപ്പെട്ടു. അദ്ദേഹം ഓരോ മനസ്സിലും ഓരോ ഹൃദയത്തിലും ഓരോ തലച്ചോറിലും പ്രതിഫലിപ്പിച്ച ആ ഒരു സ്ഫുരണങ്ങൾ കൊണ്ട് മുന്നോട്ടുള്ള ഒരുപാട് പേർ അത് ഒരു പാതയായി പിന്തുടർന്നുകൊണ്ട് ഒട്ടേറെ പേർ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒട്ടേറെ പേർക്ക് അദ്ദേഹം വഴികാട്ടിയായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമൂഹ്യ പ്രവർത്തനം എടുത്താൽ തന്നെ ഒരു മനുഷ്യനെക്കുറിച്ച് അപരൻ്റെ വിഷപ്പടക്കുവാനോ അല്ലെങ്കിൽ അപരന് ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ അതിന് എന്തെങ്കിലും സഹായം ചെയ്യുവാനോ ഇറങ്ങുമ്പോഴാണ് നമ്മളൊക്കെ സാമൂഹ്യ പ്രവർത്തന മേഖലയിലേക്കോ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലേക്കോ ഒക്കെ തിരിയുന്നത്. നിസ്വാർത്ഥമായ ചിന്തയിലൂടെയാണ് അതൊക്കെ, ആ ഒരു ചിന്ത വരുമ്പോഴാണ് തുടങ്ങുന്നത്. ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ദൈവം എന്ന് പറയുന്നത് നമ്മൾ അപരനെ സഹായിക്കുന്നതിലൂടെ അപരൻ്റെ മേന്മ നന്മ മനസ്സിലാക്കി അവനൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന, നമ്മുടെ ഹൃദയത്തിൽ കിട്ടുന്ന ആ ഒരു തൃപ്തി ഉണ്ടല്ലോ, ആ ഒരു ആന്തരിക ശുദ്ധീകരണമുണ്ടല്ലോ, അതിനെയാണ് യഥാർത്ഥ ദൈവികത എന്ന്, അതാണ് മോക്ഷത്തിലേക്കുള്ള പരമമായ മാർഗമെന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനമാണെങ്കിൽ പോലും നമ്മൾ ഈശ്വര വിശ്വാസത്തോടു കൂടിയും നിരീശ്വരവാദത്തോടു കൂടിയും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ആ ഒരു അദ്ദേഹത്തിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാത്തിൻ്റെയും ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, പരിണത ഫലം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നന്മ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും മനുഷ്യൻ തന്നെയാണ് എന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തപ്പെടാൻ ഇനിയും എത്ര കാലം എടുക്കും എന്നുള്ളതാണ് ഈ 88ാമത് ആഗോള തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള ആശങ്ക. എല്ലാ മനുഷ്യരും നമ്മുടെ പിണർന്നു കിടക്കുന്ന എല്ലാ വ്യത്യസ്തതകളും ഭിന്നിപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷെ ആ വ്യത്യസ്തതകളെ
ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യനെന്ന ഒരു ഉയർന്ന ബോധത്തിലേക്ക് അവൾക്ക് ഉയർന്നു വരുവാൻ വേണ്ടി ഇനി എത്ര കാലം എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. കാരണം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം പല രീതിയിലുള്ള പ്രതിബന്ധങ്ങളാണ് നമ്മുടെ സമൂഹം ഓരോ ദിവസവും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടെടുത്താലും കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളെടുത്താലും സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെടുത്താലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഗുരുദേവൻ നമ്മളോട് ആഹ്വാനം ചെയ്ത ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ മേഖലയെടുത്താലും അവിടെയൊക്കെയും പല രീതിയിലുള്ള ചൂഷണങ്ങൾ കാരണമാണ് നമ്മളിങ്ങനെ ഇപ്പോഴും പകച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരം അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞു. നിസ്വാർത്ഥമായിട്ട് അവരുടെ നന്മയോ കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തനം ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാനാകും. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്കിത്ര മടി എന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഒരു ബോധത്തിലേക്ക് എത്താൻ ചിലപ്പോൾ നമ്മളെ തടഞ്ഞു നിർത്തുന്നത് എന്താണ്? നമുക്ക് വഴികാട്ടികളായി ഇത്രയും പ്രഗത്ഭരായ ഗുരുശ്രേഷ്ഠന്മാർ ഉണ്ടായിട്ടും കൃത്യമായ മതം തെറ്റാണെന്ന ഒരു അഭിപ്രായമേ എനിക്കില്ല. കാരണം എല്ലാം ഇവിടെ നിലനിൽക്കേണ്ടത് തന്നെയാണ്. എല്ലാ നിലനിൽപ്പിലൂടെയും പോയി തന്നെയാണ് മനുഷ്യൻ ഏറ്റവും വലിയ പരമമായ സത്യമായ ശരി എന്നതിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഒന്നും തെറ്റല്ല. പക്ഷേ എവിടെയൊക്കെയോ ചൂഷണം എന്നുള്ളത് ചിലരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെയും രാഷ്ട്രീയത്തെയും എല്ലാ വിദ്യാഭ്യാസ മേഖലയൊക്കെ ചൂഷണത്തിന് വിധേയമാകുമ്പോൾ ഇതിൻ്റെ പരിണതഫലം അനുഭവിക്കുന്നത് തലമുറകളാണ്. ഈ തലമുറകൾ ഇങ്ങനെ പരിണതഫലം അനുഭവിച്ചാണ് ഇന്നും ഈ കാലഘട്ടത്തിലും ഒരു പൊതി ചോറിനു വേണ്ടിയിട്ട് തെരുവിൽ അലയുന്ന മനുഷ്യരുണ്ടാകുന്ന ഒരു കാലം ഉണ്ടാകേണ്ടി വരുന്നത്. ചികിത്സ കിട്ടാതെ ശവശരീരങ്ങളുമായിട്ട് എത്രയോ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആ ശവശരീരവും പേറിക്കൊണ്ട് അമ്മയുടെ ശവശരീരവും പേറിക്കൊണ്ട് നടക്കുന്ന അച്ഛനെ അനുഗമിക്കുന്ന കുട്ടികൾ വരെ ഉണ്ടാകുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എത്തുന്നത് വളരെയധികം ചൂഷണം എല്ലാ മേഖലയിലും, അത് ആരോഗ്യ മേഖലയിലായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസ മേഖലയിലായിക്കൊള്ളട്ടെ, സാമൂഹ്യ പ്രവർത്തന മേഖലയിലായിക്കൊള്ളട്ടെ, രാഷ്ട്രീയത്തിലായിക്കൊള്ളട്ടെ, മതത്തിലായിക്കൊള്ളട്ടെ, ഇതിലൊക്കെ ഇങ്ങനെ ചൂഷണം വരുംതോറും പകച്ചു നിൽക്കുകയാണ്. വഴി ഇങ്ങനെ അടഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും ഈ പ്രഗത്ഭരായ ശ്രേഷ്ഠതയുള്ള മനുഷ്യർ നമുക്ക് വിഭാവനം ചെയ്ത തത്വങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് യുവതലമുറ മുന്നോട്ട് വരേണ്ട ഒരു ആവശ്യകത കൂടി ഈ വർത്തമാനകാലത്ത് ഈ 88ാമത് ആഗോള തീർത്ഥാടനവും ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സമൂഹം അത്രത്തോളം വികലപ്പെട്ടുകൊണ്ട്, നമുക്കറിയാം ഒരു പ്രളയം വന്നപ്പോൾ, ഓരോ ദുരന്തം വരുമ്പോൾ, ഇപ്പോൾ കോവിഡ് മഹാമാരി കാലത്തിലും പ്രളയ സമയത്തും ഒക്കെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് നമ്മൾ ഒന്നിച്ച ഒരു ഒന്നിപ്പുണ്ടല്ലോ, അത് പക്ഷേ നിമിഷങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം ഉയർത്തെഴുന്നേൽക്കുന്ന ആ മനുഷ്യത്വത്തിൻ്റെ ബോധം എന്നുള്ളത് എല്ലാ നിമിഷവും എല്ലാ ഹൃദയത്തിലൂടെയും ഒഴുകിക്കൊണ്ടിരുന്നാൽ ഈ നാട് എത്രത്തോളം മനോഹരമാകും, എത്രത്തോളം ശ്രേഷ്ഠമാകും എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മൾ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന മനുഷ്യാവകാശ ദിനങ്ങൾ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ രാജ്യം വികസിത രാജ്യം എന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാൻ വേണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഏറ്റവും നമുക്ക് എന്താ പറയുക, കോവിഡ് മഹാമാരി എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണെങ്കിൽ പോലും ഒരുപാട് പേരുടെ മനുഷ്യാവകാശങ്ങൾ വീണ്ടും ലംഘിക്കപ്പെട്ട് വീണ്ടും കൃത്യമായ ചികിത്സ ലഭിക്കാതെ, കൃത്യമായ സ്വാതന്ത്ര്യം ലഭിക്കാതെ, കൃത്യമായ ആരോഗ്യ സംരക്ഷണം നൽകാതെ അവർ വീണ്ടും പുറകിലേക്ക് ഒരു പഴയൊരു നൂറ്റാണ്ടിലേക്ക് വീണ്ടും തിരിച്ചുപോയ ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമുക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യാവകാശ ദിനങ്ങളിലൊക്കെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് ഇത് തന്നെയാണ്. വീണ്ടും തെരുവുകളിലേക്ക് മനുഷ്യർ എത്തപ്പെടുന്നു, ചികിത്സ കിട്ടാതെ ഒട്ടേറെ പേർ ബുദ്ധിമുട്ടുന്നു. നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖലയൊക്കെ വളരെ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പോലും നിർഭാഗ്യവശാൽ കൂടുതൽ സ്ഥലങ്ങളിലുമൊക്കെ ഇപ്പോഴും കൃത്യമായ ചികിത്സ കിട്ടാതെ ഒട്ടേറെ പേർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിന് മാത്രം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ബോഡിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊരു
സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് മാത്രമേ നമുക്കൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കൂ. അപ്പോൾ ഒരു സമൂഹത്തിനെ അത്രയും ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഉയർന്ന തലത്തിലേക്ക് മനുഷ്യനെ ഓരോരുത്തരെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം സമ്മേളനങ്ങൾ കൊണ്ടും ഗുരുവര്യൻ്റെ നിലപാടുകളുമൊക്കെ അദ്ദേഹം എപ്പോഴും അപേക്ഷിക്കുകയല്ല നമ്മളോട് ചെയ്തത്, കൽപ്പിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. ആ ആജ്ഞാപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഒട്ടേറെ കർഷകർ നമുക്ക് അന്നം നൽകിക്കൊണ്ടിരിക്കുന്ന കർഷകരാണ് ഈ കോവിഡ് മഹാമാരിയിലും സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതിന് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉയർന്നു വരികയുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കോ അതിനെ വിശകലനം ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽപ്പെട്ട കുറേ മനുഷ്യർ ഇന്നും ഈ വർത്തമാനകാലത്തും ഈ കോവിഡ് മഹാമാരിയിലും അന്നം നൽകുന്ന നമ്മുടെ സഹജീവികൾ ഇങ്ങനെ സമരവുമായി നിൽക്കുകയാണ്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഗുരുദേവൻ കൃഷിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഏത് രീതിയിൽ എത്ര മികവുറ്റ രീതിയിൽ മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിൽ കൊണ്ടുവരണമെന്നൊക്കെ അദ്ദേഹം ആജ്ഞാപിച്ചിട്ടുള്ളതാണ്, ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടത്തിലും കുറേ കർഷകർ ജീവൻ പോലും പണയപ്പെടുത്തി നമ്മുടെ പോലീസിൻ്റെയൊക്കെ പ്രകരണശേഷി ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരിങ്ങനെ കാൽനടയായിട്ടൊക്കെ സമരം ചെയ്യുന്ന ആ ഒരു വേദന നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയം ചൂഷണത്തിന് വിധേയമാകാതിരിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നുള്ളത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ആ ചിന്താഗതിയിലേക്ക് ഉയർന്നു വന്നാൽ മാത്രമേ നമുക്ക് അത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കൂ. എവിടെയൊക്കെയോ നമുക്ക് തെറ്റുപറ്റിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിൻ്റെ കാലത്തും ഇപ്പോൾ ജ്വാല പോലുള്ള സംഘടനകൾക്ക് കഴിഞ്ഞ 7 വർഷമായിട്ട് തെരുവിലെ വിശപ്പടക്കുന്നതിന് വേണ്ടിയിട്ട് ജീവിതം പോലും മാറ്റിവെക്കേണ്ട വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ കാലഘട്ടം കടന്നു പോകുക. അതിനൊരു അഭിമാനമായിട്ടൊന്നും ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് തോന്നിയിട്ടില്ല. കാരണം ഉടുക്കാൻ വസ്ത്രമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ പൊരുവെയിലത്ത് കുറേ മനുഷ്യർ ഇന്നും നമ്മുടെ കേരളത്തിലോ ഭാരതത്തിലോ ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ വാക്കുകളോ ഒന്നും കേൾക്കാതെ മുന്നോട്ട് പോയതിൻ്റെ പരിണത ഫലമാണ്. ഒരിക്കൽ മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തോട് ഒരു മാധ്യമ പ്രവർത്തകൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്നാണ് നമ്മുടെ രാജ്യം ഒരു രാഷ്ട്രമായിട്ട്, ഇന്ത്യ എന്നാണ് ഒരു രാഷ്ട്രമായി മാറുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നൊരു മറുപടിയാണ്, ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെയും കണ്ണീരൊപ്പി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇന്ത്യ ഒരു രാഷ്ട്രമായിട്ട് മാറുകയുള്ളൂ, അതുവരെ നമുക്ക് വിശ്രമിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഗുരുവര്യൻ പറഞ്ഞു വെച്ചിട്ട് പോയതും അതൊക്കെ തന്നെയാണ്. എന്താണ് നമ്മുടെ മോക്ഷത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത്? നിങ്ങൾ മതത്തിലൂടെയല്ല, അത് മതത്തിലൂടെ ആണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് എടുക്കേണ്ടി വരും. മോക്ഷത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് അപരനെ നമ്മൾ എത്രത്തോളം സഹായിക്കൂ, അവരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി നമ്മൾ എത്രത്തോളം അഹോരാത്രം നിസ്വാർത്ഥമായിട്ട് ശ്രമിക്കുമോ, അപ്പോഴേക്കും അത് ആകസ്മികമായിട്ട് സംഭവിക്കുന്നതാണ്. ഒരു ഗീതയോ ഒരു ഉപനിഷത്തോ ഒരു വേദമോ വായിക്കാതെ തന്നെ നമ്മൾ അറിയാതെയുള്ള ആന്തരിക ശുദ്ധീകരണം നടന്നുകൊണ്ട് കർമ്മത്തിലൂടെ ആ മഹത്തായ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും. ഗീതയോ ഉപനിഷത്തോ വേദങ്ങളോ വായിക്കുന്നത് തെറ്റെന്നല്ല പറയുന്നത്. അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ്? അവരനെ സ്നേഹിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആ ആന്തരിക ശുദ്ധീകരണമാണ് യഥാർത്ഥ ദൈവീകത്വം എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പം നിങ്ങൾ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ ആയിക്കൊള്ളട്ടെ, ഇന്ന് വർത്തമാനകാലത്ത് നിലനിൽക്കുന്ന ഗാന്ധിജി അന്ന് പറഞ്ഞു വച്ചിട്ട് പോയ ആ മഹത്തായ അവസാന കണ്ണീരൊപ്പുന്നതിന് വേണ്ടി ഒപ്പിക്കഴിഞ്ഞാൽ മാത്രമേ ഈ രാഷ്ട്രം മായി മാറൂ എന്ന് പറയുമ്പോഴും നമ്മുടെ കർഷകർ സമരത്തിലാണ്. അവരിങ്ങനെ കാൽനടയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പല സാഹചര്യങ്ങളിലും പല പ്രശ്നങ്ങളാലും, അതായത് മതത്തിൻ്റെ പേരിലൊക്കെയുള്ള നിയമപ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ കുറച്ചു നാൾ മുമ്പൊക്കെ മതത്തിൻ്റെ പേരിൽ പരസ്പരം പൗരത്വത്തിൻ്റെ പേരിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു രാജ്യത്തെ പൗരത്വം വേണമോ, ആ പൗരത്വത്തിന് വേണ്ട മാനദണ്ഡങ്ങൾ, അതിൻ്റെയൊക്കെ രാഷ്ട്രീയതയിലേക്കൊന്നും കടക്കുവാൻ ഞാൻ ആളല്ലെങ്കിൽ പോലും മനുഷ്യൻ എന്നാണ് മനുഷ്യനായി മാറുന്നത്, ഈ ഒരു അതിർവരമ്പുകൾ ഭേദിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെ പോലുള്ളവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഏതൊരു ദിനത്തിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യരെ കാണേണ്ടി വരിക. പല മനുഷ്യരും ചികിത്സ നിഷേധിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ ചിലപ്പോൾ
മരണം പോലും അവർക്ക് ഒരു 4 ചുമരിൽ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അതൊരിക്കലും ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെയോ ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെയോ അപാകതകളെന്നൊന്നും പറയുവാൻ ഞാൻ ആളല്ല. കാരണം ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകളാണ് പലപ്പോഴും തെരുവിലേക്ക് കുറേ മനുഷ്യരെ എത്തിക്കപ്പെടുന്നത്. ആ തെരുവിൽ നിന്ന് അവരെ പുനർജനിപ്പിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഗവൺമെൻറ് സംവിധാനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ മനുഷ്യനെ തെരുവിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കുടുംബം കാരണമാകുന്നുണ്ട്, സമൂഹം കാരണമാകുന്നുണ്ട്, ആ വ്യക്തി തന്നെ കാരണമാകുന്നു, ആ വ്യക്തിയുടെ മാനസിക ചിന്തകൾ കാരണമാകുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ മാനസിക ചിന്തകൾ ആ രീതിയിൽ ഒരു പ്രശ്നക്കാരനാക്കി അദ്ദേഹത്തെ മാറ്റുന്നതിന് തന്നെ ആ വ്യക്തി ജനിച്ച കാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ എവിടെയൊക്കെയോ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ തെരുവിലെ ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു സമൂഹവും ഒരു കുടുംബവും ഒരു നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റവും എല്ലാം ഉത്തരവാദികളായി മാറുമ്പോഴാണ് അവസാനം ഒരു 4 ചുവരിൽ ഒരു കട്ടിൽ പോലും ഇല്ലാതെ തെരുവിൽ കിടന്ന് മരിച്ച് ഇവിടെ നിന്ന് യാത്ര പറയേണ്ട അവസ്ഥ വരുന്നത്. അതൊക്കെ നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ അല്ലെങ്കിൽ അത് നേരിട്ട് കണ്ടാൽ മാത്രമേ അത് എത്രത്തോളം മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും മനുഷ്യന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യനും ആഹാരത്തിന് വേണ്ടി തെരുവിലിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്, ഒരു മനുഷ്യനും ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്, ഒരു മനുഷ്യനും ഒരു മുറിവിൽ പഞ്ഞി പോലും വെക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നിൻ്റെ നൂറ്റാണ്ട് കടന്നു പോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ നമ്മുടെ മുന്നേ കടന്നുപോയവർ നമുക്ക് ഒരുക്കി തന്ന അന്തരീക്ഷം അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതിനെയൊന്നും നമ്മൾ ഒരുപാട് പേർ വായിക്കാറുണ്ട്, നമ്മൾ ഒരുപാട് പേർ ആ തത്വങ്ങൾ ഉൾക്കൊള്ളാറുണ്ട്. പക്ഷേ ആ തത്വങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും അത് അനുഭവത്തിൽ കൊണ്ടുവരുന്നവരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടാണ് എന്തിനേയും ഏതിനേയും നശിപ്പിച്ച് നമ്മുടെ നേട്ടം, അത് പ്രകൃതി ആയാലും മനുഷ്യനായാലും അവരെ നശിപ്പിച്ച് നമ്മുടെ നേട്ടമെന്ന ആ സ്വാർത്ഥതയിലേക്ക് പോകും തോറും നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അതുപോലെ ഒന്നാമത്തതാണ് വികസിത ഇന്ത്യ എന്നുള്ള ഒരു വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം തന്നെ നമുക്ക് കയ്യെത്തുന്നതിനും അപ്പുറത്തേക്ക് മാറി മാറി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ചൂഷണമാണ്. 1 or 2 വ്യക്തികളല്ല, ഇങ്ങനെ മാറി മാറി ഓരോ ദിവസവും 24 മണിക്കൂറും ചൂഷണത്തിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അവനവൻ്റെ മേഖലയിലെ കസേരയിൽ വന്ന് അവനവൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ആ രാജ്യത്തിൻ്റെ വികസിത ഇന്ത്യ എന്നുള്ള സ്വപ്നം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ വിദ്യാഭ്യാസം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കേണ്ടവർക്ക് അത് നിഷേധിക്കപ്പെടുന്നു. മറ്റു പല കാര്യങ്ങളും നിഷേധിക്കപ്പെടുമ്പോൾ ഫ്രസ്ട്രേറ്റഡായ നിരാശരായ ഒരു കൂട്ടം സമൂഹം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർ മിണ്ടാതിരിക്കത്തില്ല, അവർ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി സമരവുമായി, അത് ഏത് വിഷയവുമായിക്കൊള്ളട്ടെ, അത് ചിലപ്പോൾ കർഷക സമരമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല അവകാശ ലംഘനങ്ങളുമായിരിക്കാം. തൃപ്തരല്ലാത്ത മനുഷ്യർ എന്നും സമരമുഖത്തുണ്ടാകും. ഈ സമരങ്ങൾ അടിച്ചമർത്തുകയല്ല വേണ്ടത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുശ്രേഷ്ഠൻ്റെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ കാതും ഹൃദയവും ഒക്കെ ഉള്ള മനുഷ്യരായിരുന്നു ഈ നാട്ടിലെ മനുഷ്യർ. പക്ഷേ ഇന്നിൻ്റെ സമൂഹത്തിൽ പച്ചയായ പരമമായ സത്യത്തെ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന, മതവൽക്കരിക്കുന്ന, അല്ലെങ്കിൽ നിയമക്കുരുക്കിൽ കൊണ്ട് നിർത്തി അവരുടെ വാമൂടി കെട്ടുന്ന അത്തരത്തിലുള്ള ഒരു കടുത്ത നടപടികളിലൂടെയാണ് നിയമവും അധികാരവും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ മടിക്കും, എല്ലാവരും സ്വാർത്ഥരായിട്ട് മാറും. അപ്പോൾ അവിടെ നിന്നൊക്കെ ആ ചങ്ങലകൾ പൊട്ടിച്ച് ഒട്ടേറെ പേർ ഈ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഗുരുശ്രേഷ്ഠൻ പറഞ്ഞു വെച്ചത് നിങ്ങൾ ഈ മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല, അതായത് ഉറുമ്പിനെ പോലും, അതായത് അനുകമ്പ, ഒരു മനുഷ്യൻ്റെ അനുകമ്പ എന്ന് പറയുന്നത് ഉറുമ്പിനെ പോലും കൊല്ലാൻ സാധിക്കാത്ത, ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യ മനസ്സിന് ഉടമയാകണം എന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞു വയ്ക്കുന്നത്. ഈ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും, സഹജീവികൾക്കും സഹേതര ജീവികൾക്കും ഒരുപോലെ ജീവിക്കാനുള്ള ഒരു ഇടമാണെന്നും ആ ഇടത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഒരു ഉറുമ്പിനോട് പോലും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉറുമ്പിനോട് പോലും എത്ര മനോഹരമായ കാര്യമാണല്ലേ. നമ്മൾ പറയുമ്പോൾ ഉറുമ്പെന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു ജീവിയാണ്. അപ്പോൾ അതിനെ ചവിട്ടാതെയും കൊല്ലാതെയും മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിനെപ്പോലും നോവിക്കാത്ത ഹൃദയവിശാലതയുള്ള മനുഷ്യരായി മാറി ആ ദൈവത്തെ അവിടെ കാണുവാനാണ് അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര പേർ അങ്ങനെ ഒരു വിശാലമായ മനസ്സിന് ഉടമകളാണെന്ന് സ്വയം നമ്മൾ ഒരു പുനർചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ മനസ്സിൽ എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ എപ്പോഴോ ഏതോ ഒരു നിമിഷത്തിൽ തോന്നിത്തുടങ്ങിയ ആ നിമിഷം മുതലാണ് അങ്ങനെ ഒരു ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനവുമായി പൊതിച്ചോറുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത്. പിന്നീടാണ് ഈ തെരുവിലെ മനുഷ്യരുടെ നിസ്സഹായത, അവർക്ക് ജനാധിപത്യത്തിൽ അവർക്കും ഭാഗമാണ്, മനുഷ്യാവകാശ ലംഘനങ്ങൾ വളരെ കൊടിയമായിട്ട് നമ്മുടെ തെരുവുകളിൽ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുകയും അവരുടെ ശബ്ദമായിട്ട് മാറിക്കൊണ്ട് ജ്വാല എന്ന പ്രസ്ഥാനമായി മാറുന്നതും. പക്ഷേ ഇതൊരു സത്യാന്വേഷണം തന്നെയായിരുന്നു എന്ന് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് തിരിച്ചറിയുന്നത്. സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് സാധാരണ സ്വാർത്ഥപരമായിട്ടുള്ള എല്ലാ ചിന്തകൾ കൊണ്ടൊക്കെ തന്നെയാണ് ഞാനും ജനിച്ചതും വളർന്നതും ഒക്കെ. പക്ഷേ എവിടെയൊക്കെയോ എത്തിയപ്പോൾ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥയും അവരുടെ വേദനകളും കണ്ട് അവരിലൂടെ യാത്ര ചെയ്തപ്പോൾ എവിടെയോ എത്തിയപ്പോഴൊക്കെയാണ് നമ്മൾ മനുഷ്യത്വമാണ് യഥാർത്ഥ ദൈവം എന്നുള്ള ആ പൂർണ്ണമായ തത്വം വായിക്കുക മാത്രമല്ല അത് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ എൻ്റെ ഈ ഒരു ജീവിതത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ പലരും ചോദിക്കുന്ന ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും പറയും ഈ പറയുന്ന മനസ്സാണ്. നമുക്ക് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ തോന്നാത്ത ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് നൈമിഷികമായി കിട്ടുന്ന എല്ലാ സുഖങ്ങളും നമുക്ക് ആസ്വദിക്കാം, അതൊന്നിനും ഒരു വിലക്കില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഈ നാട്ടിൽ സൃഷ്ടിക്കാൻ കഴിയും. ഓരോ പൗരന്മാരും അത്തരം ഒരു വിശാലമായ മനസ്ഥിതി ഉള്ളവരായി മാറിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുസ്വാമിയൊക്കെ വിഭാവനം ചെയ്ത ആ ഒരു വലിയ മഹത്തത്വങ്ങളൊക്കെ ഏറ്റവും അധികം ഇവിടെ അലയടിക്കുവാനും ഏറ്റവും അധികം ഉൾക്കൊള്ളുവാനും ഒരുപാട് പേർക്ക് ഒരു മാറ്റം കൊണ്ടുവരുവാനും ഒക്കെ സാധിക്കും. അപ്പോൾ അത്തരം ഒരു കാലം മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനുഷ്യന് അതിർവരമ്പുകളില്ലാതെ യാതൊരു വരമ്പുകളുമില്ലാതെ, അതായത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, അത് ഹൃദയത്തിൽ സ്വാംശീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യനായി മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ, ഞാൻ വർത്തിക്കുകയുള്ളൂ. ഏതൊക്കെ വിഭിന്നമായ പ്രചോദനങ്ങൾ അല്ലെങ്കിൽ എന്നെ പ്രചോദിപ്പിക്കുന്ന ഏതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഞാൻ അങ്ങനെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ, ജീവിക്കുകയുള്ളൂ എന്ന് രാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ പൂർണ്ണമായിട്ടും ചിന്തിച്ചു തുടങ്ങിയാൽ മാറാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇന്ത്യക്കുള്ളൂ, മാറാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഈ ലോകരാഷ്ട്രങ്ങൾക്കുള്ളൂ. ഗുരുദേവൻ്റെ ആ ആഹ്വാനത്തിൽ നിന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ 88ാമത് ആഗോള തീർത്ഥാടനം മഹത്തായ ഒരു വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. $473 cash or card? $473 cash or card? No swiping, no typing, no counting. Just tap and away you go. Introducing contactless cards from Federal Bank. ഇന്നലെ വരെ സോപ്പ് കുമിളകൾ നമുക്ക് കേവലം ഒരു കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇന്നതൊരായുധമാണ്. മഹാമാരിക്കെതിരായ ശക്തമായ ആയുധം. മെഡിമിക്സിനോടൊപ്പം കൈകഴുകി നമുക്ക് കൊറോണയെ തടയാം. അന്നും ഇന്നും എന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് മെഡിമിക്സ്. From AVA.
88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയം ഡെപ്യൂട്ടി ഡയറക്ടർ ധന്യ സനൽ സ്ത്രീകൾക്ക് ഒന്നടങ്കം പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാഗതം ചെയ്യാം ധന്യ സനലിനെ. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ ആദ്യത്തെ വനിതാ സ്പോക്സ് പേഴ്സൺ. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദൂരദർശൻ ന്യൂസ്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തുടങ്ങി പ്രമുഖ വിഭാഗങ്ങളിൽ സേവനം. വാർത്താവിനിമയ വിഭാഗത്തിന്റെ തിരുവനന്തപുരം വിഭാഗം പബ്ലിക്കേഷൻ വകുപ്പ് മുൻ മേധാവി. ഓഖി ദുരന്തം, 2018-ലും 2019-ലും നടന്ന പ്രളയക്കെടുതി നിവാരണം തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രശംസ ഒരുപോലെ കരസ്ഥമാക്കിയ ഉദ്യോഗസ്ഥ. ഇതിനെല്ലാം അപ്പുറം അഗസ്ത്യാർകൂടം കയറിയ ആദ്യ വനിത. ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് അർഹയായ മിസ് ധന്യ സനലിനെ 88ാമത് ആഗോള തീർത്ഥാടനത്തിന്റെ വിശിഷ്ടമായ വനിതാ സമ്മേളനത്തിലേക്ക് വളരെയേറെ ആദരവോടും അഭിമാനത്തോടും സ്വാഗതം ചെയ്യുന്നു. 88ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാ വർഷവും ശിവഗിരി തീർത്ഥാടനം വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാവരും ഒത്തുചേർന്ന് നടത്തുന്നുണ്ട്. പക്ഷേ ഈ വർഷത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കൊറോണ ലോകത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ അത് ഓൺലൈനിലേക്ക് മാറി. നമ്മൾ ഇപ്പോൾ ലിവിങ് വിത്ത് ദ ന്യൂ നോർമൽ എന്നുള്ളതാണ് എല്ലാവരും ആചരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ജൻ ആന്തോളൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊറോണയിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി ആൾക്കാരിലേക്ക് കേന്ദ്ര സർക്കാർ ഒരുപാട് സന്ദേശങ്ങൾ നിത്യേന എന്നോണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനം ഓൺലൈൻ അല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് സംഘാടകർ തന്നെ ഈ ഒരു സമ്മേളനം ഓൺലൈനിലേക്ക് മാറ്റിയതും എല്ലാ വ്യക്തികളും അത് കാണുന്നവരും അതുപോലെ തന്നെ അതിന് പ്രഭാഷണത്തിന് വരുന്ന എല്ലാവരും ഓൺലൈനിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതും. എന്നിരുന്നാലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരോടും സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ ഈ സംഘാടകരോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഗുരുവിൻ്റെ വചനങ്ങൾ, അദ്ദേഹം നിരവധി കാര്യങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇന്ന് നമ്മൾ നടക്കുന്ന സെമിനാർ അല്ലെങ്കിൽ വെബിനാറിൽ നമ്മൾ സ്ത്രീകളുടെ ഉന്നമനം എന്നുള്ള വിഷയമാണ്, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം, വിമൺ എംപവർമെൻറ്റ് എന്നൊക്കെ ഇപ്പോൾ വളരെ വളരെ അധികം നമ്മൾ നിത്യേന എന്നോണം കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. 2012 ബാച്ച് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലാണ് ഞാൻ കേന്ദ്ര സർക്കാരിൽ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. ഈ ജോലിയുടെ ഭാഗമായി തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ്. അത് പലപ്പോഴും ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ജോലിയുടെ ഭാഗം ആയിട്ടുള്ള ഒഫീഷ്യൽ ടൂറുകളുടെ ഭാഗമായിട്ടാണെങ്കിലും അപ്പോഴൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്, വിമൺ എംപവർമെൻറ്റ് എന്ന് പറയുമ്പം കേരളം എത്രത്തോളം അതിനകത്ത് പുരോഗതി കൈവരിച്ചു എന്നുള്ള കാര്യം. ഞാൻ എൻ്റെ സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിന് വേണ്ടി UPSCയുടെ ബോർഡ് 2012 ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു 4-5 പേരടങ്ങുന്ന ബോർഡാണ്. ആ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം ആരംഭിക്കാം. അപ്പോൾ അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്, കേരളത്തിലെ വനിതകളുടെ അവസ്ഥ, അവർക്ക് എല്ലാമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അവർ ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ കുടുംബം നോക്കുന്നുണ്ട്, എന്നാൽ അവർക്കില്ലാത്ത ഒരു കാര്യം എന്താണ്? അവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, അവർക്ക് പൈസയുണ്ട്, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തുള്ള മറ്റ് സ്ത്രീജനങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജൻധൻ അക്കൗണ്ടൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് പലർക്കും ബാങ്ക് എന്താണെന്ന് പോലും അറിഞ്ഞത്. അപ്പം എൻ്റെ ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് എനിക്ക് വന്ന ഒരു വനിതാ മെമ്പർ ഉണ്ടായിരുന്നു. അവർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ സ്ത്രീകൾക്ക് ഇല്ലാത്ത ഒരു കാര്യം എന്താണ്? അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ച്
ഞാനൊരു കാൻഡിഡേറ്റാണ്. ഈ പരീക്ഷ പാസ്സായാൽ മാത്രമേ എനിക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നടന്നു കയറാൻ പറ്റുകയുള്ളൂ. അപ്പം ഞാൻ 1-2 ആൻസേഴ്സൊക്കെ പറഞ്ഞു. നമുക്ക് ഹയർ സ്റ്റഡീസ് പലപ്പോഴും ഒരു PGയോട് കൂടിയൊക്കെ ചിലപ്പം നിർത്തി കല്യാണം കഴിഞ്ഞ് പോകേണ്ടി വരാറുണ്ട്. പലപ്പോഴും കല്യാണം കഴിഞ്ഞ വ്യക്തികൾക്ക് പിന്നീട് ജോലിക്ക് പോകാൻ വളരെ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്ന ഉത്തരങ്ങളൊന്നും, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾക്കുണ്ടാകുന്ന ഡവറി, അതിപ്പം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള പോലെ തന്നെ കേരളത്തിലും ഈ പറയുന്ന സ്ത്രീധന സമ്പ്രദായം വളരെ എല്ലാ വീട്ടിലും ഒരു പ്രശ്നമാണ്. പലപ്പോഴും ഒരു പെൺകുട്ടിയെ ജനിക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നു ഒരു പെൺകുട്ടിയാണോ അയ്യോ എന്നാണ് പറയുന്നത്. ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ പലപ്പോഴും ആ വീട് തന്നെ കടക്കെണിയിലാവുകയാണ് സ്ത്രീധനം കൊടുത്തുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ബോർഡിനോട് ഡവറി ഇഷ്യൂ ഉണ്ട് കേരളത്തിലും ഇന്ത്യയിലും എന്നുള്ള മറ്റ് സംസ്ഥാനം. അപ്പം അവർ പറഞ്ഞു ഇത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഇഷ്യൂ അല്ലേ, കേരളത്തിൽ മാത്രം എന്താണ് സ്പെസിഫിക് ആയിട്ട്? ഞാൻ കുട്ടിയോട് ചോദിച്ചത് കേരളത്തിലുള്ള ഇഷ്യൂ ആണ്. അപ്പം ഞാൻ മറുപടി പറഞ്ഞതെല്ലാം അവരെ ഒരു തൃപ്തി ഇല്ലാത്തതുപോലെ തോന്നി. അപ്പം ഞാൻ ഇച്ചിരി ടെൻഷനായി, കാരണം എൻ്റെ ഇൻ്റർവ്യൂ ആണ്, ഈ പരീക്ഷ പാസ്സാവണം. ഞാൻ അവരെ ഇങ്ങനെ നിസ്സഹായാവസ്ഥയിൽ, അല്ലെങ്കിൽ ചെറിയ ആ നിസ്സഹായാവസ്ഥ മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി എൻ്റെ ബോർഡ് മെമ്പേഴ്സിനെ നോക്കി. ബോർഡ് മെമ്പർ ആയിട്ടുള്ള ആ ഓഫീസർ അല്ലെങ്കിൽ ആ മാഡം എന്നോട് പറഞ്ഞു, കേരളത്തിലെ വനിതകൾക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല. ആ ഉത്തരമായിരുന്നു ഞാൻ നിന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു നിമിഷം ചിന്തിച്ചു, സത്യമാണ്. അവരെന്നോട് ചോദിച്ചു സത്യമല്ലേ? ഞാൻ പറഞ്ഞു അതെ സത്യമാണ്. കാരണം വിദ്യാഭ്യാസത്തിൽ ഗുരു പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ വെബിനാറിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഇന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം വളരെയധികം കൂടുതലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. മിക്കവരും ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, PhD ഉണ്ട്. നമ്മൾ ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം തുല്യമായ രീതിയിൽ തന്നെ സ്ത്രീ പുരുഷ അനുപാതം ഏകദേശം തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്. തൊഴിലിടങ്ങളിൽ നമ്മൾ ഗവൺമെൻറ് ഓഫീസസ് മാത്രമല്ല, മറ്റ് തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കച്ചവട സ്ഥാപനങ്ങളിൽ ചെല്ലുന്ന സമയത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം അവിടെ ഉണ്ട് ജോലിക്കാരായിട്ട്. പക്ഷേ അവർക്ക് നല്ല വരുമാനമുണ്ട്. പക്ഷേ ഒരു പ്രധാന ഡിസിഷൻ വീട്ടിലെടുക്കേണ്ടി വരുന്ന സമയത്ത് ആരാണ് വീട്ടിൽ ആ ഡിസിഷൻ എടുക്കുന്നത്? തീർച്ചയായും ഏകദേശം ഒരു 90-95% ആ തീരുമാനം എടുക്കുന്നത് പുരുഷനാണ്. അതിനെ ഒരുപാട് ഗ്ലോറിഫൈഡ് ആയിട്ടാണ് പറയുന്നത്. ഈ പറയുന്ന പാട്രിയാർക്കിയെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അത് ഫൈനൽ തീരുമാനം അച്ഛനല്ലേ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഫൈനൽ തീരുമാനം ആങ്ങളെയല്ലേ എടുക്കേണ്ടത്, മൂത്ത ജ്യേഷ്ഠനല്ലേ എടുക്കേണ്ടത്. ഇതൊക്കെ പാട്രിയാർക്കിയുടെ ഈ പറയുന്ന പുരുഷ മേധാവിത്വത്തിൽ പൊതിഞ്ഞ് സ്ത്രീകളിലേക്ക് തരുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പാട്രിയാർക്കിയാണ്. പ്രൊട്ടക്ഷൻ തരുന്നു എന്നുള്ള രീതിയിൽ സ്ത്രീകളെ ഡിസിഷൻ എടുക്കാൻ സമ്മതിക്കാത്ത രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഡിസ്ഗൈസ്ഡ് ഫോം. നമ്മൾ പോലും തിരിച്ചറിയുന്നില്ല ഇത് നമുക്കെതിരെ ഉള്ളതാണെന്നുള്ളത്. അതിപ്പം വിവാഹത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും, ഇന്നലെ ഞാൻ പത്രം വായിക്കുന്ന സമയത്ത് പത്രത്തിൽ വായിച്ചു ഒരു പെൺകുട്ടിയെ, ഇത് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന കാര്യമല്ല, മറ്റൊരു സംസ്ഥാനത്ത് നടന്ന കാര്യമാണ്. ഒരു പെൺകുട്ടിയെ വിവാഹത്തിന് മറ്റൊരു മതവിഭാഗവും അല്ലെങ്കിൽ മതമല്ല മറ്റൊരു ജാതിയിലുള്ള വ്യക്തിയുമായിട്ടുള്ള വിവാഹത്തിന് അവരുടെ വീട്ടുകാരുടെ സമ്മതമില്ലായിരുന്നു. വീട്ടുകാരുടെ സമ്മതമില്ലാതെ തന്നെ ആ പെൺകുട്ടി വിവാഹിതയാവുകയും അവർ ഡൽഹിയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. അപ്പം വീട്ടുകാർ ആ പെൺകുട്ടിയെ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വിളിപ്പിച്ചു, വിവാഹിതയാണെങ്കിൽ തിരിച്ചു വിളിപ്പിച്ചു. അപ്പം വീട്ടുകാരെല്ലാം വിളിച്ചതല്ലേ എന്നുള്ള ഒരു സന്തോഷത്തിൽ കുട്ടി വീട്ടിലേക്ക് പോയി. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും ആ പെൺകുട്ടിയുടെ വിവരമൊന്നുമില്ല. അപ്പം ഭർത്താവ് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു മിസ്സിംഗ് ആയിട്ട്. അപ്പം കംപ്ലയിൻറ്റ് ചെയ്ത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മറ്റൊരു അന്യമതസ്ഥനെ വിവാഹം ചെയ്ത് അന്യജാതിക്കാരനെ വിവാഹം ചെയ്തു എന്നുള്ള റീസണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ കൊന്ന് ഒരു പാടത്ത് കുഴിച്ചു മൂടി. ഇത് ഇന്നലെ ഇപ്പം നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ച ഒരു വാർത്തയാണ്. ഇതിപ്പോൾ നമ്മൾ പത്രത്തിൽ വരുന്നതുകൊണ്ട് അറിയുന്നു, പത്രത്തിൽ വരാത്ത എത്രയോ വാർത്തകളുണ്ട്. അപ്പം ഒരു ഡിസിഷൻ എടുക്കാൻ സ്ത്രീകൾക്ക് പലപ്പോഴും അവനവൻ്റെ കുടുംബത്ത് തന്നെ അവരുടെ ചോയ്സസ്, ഇത് എൻ്റേതാണ്, ഇത് എൻ്റെ തീരുമാനം. അപ്പം അങ്ങനെ ഒരു ചോയ്സ് നമുക്ക് എടുക്കണമെങ്കിൽ, ഒരു ഡിസിഷൻ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ എന്ന് പറയും. അതായത് നമ്മളത് അറിവ് കിട്ടി, അതിൻ്റെ വരായകകളെക്കുറിച്ചുള്ള ധാരണകളും അറിവുകളും ഒക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ തീരുമാനത്തിലെടുക്കുന്നത്. അതിനെയാണ് നമ്മളൊരു മെച്യൂർഡ് ഡിസിഷൻ എന്ന് പറയുന്നത്.
അങ്ങനെ ഒരു മെച്യൂർ ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ലഭിക്കണം. പലപ്പോഴും ഈ പറയുന്ന ഫെമിനിസം എന്നോ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമെന്നോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനമെന്നോ പറയുന്ന വാക്കുകളൊക്കെ വളച്ചൊടിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത് പുരുഷന്മാർക്കെതിരാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ പുരോഗതി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിന് ആപത്താണ് എന്നുള്ള രീതിയിലുള്ള ഒരു വളച്ചൊടിക്കലൊക്കെ നടക്കുന്നത്. പലപ്പോഴും അത് നടക്കുന്നത് സിനിമകളിലൂടെയും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയും നടക്കുന്ന ട്രോളുകളിലൂടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോമഡി പ്രോഗ്രാമിലൂടെയോ ഒക്കെ ഒരു മോശമായൊരു പിക്ചറാണ് വനിതകൾക്ക് കുറച്ചുകൂടി ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെങ്കിൽ സമൂഹം എന്തോ അധപ്പതിച്ചു പോകും എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നത്. അവിടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നു, സ്ത്രീകളുടെ ഉന്നമനം, അവരുടെ വിദ്യാഭ്യാസം, അതിനൊക്കെ സമൂഹത്തിൻ്റെ ആകത്തുകയായിട്ടുള്ള പുരോഗമനത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അന്ന് ഇത്തരത്തിലൊരു തീർത്ഥാടനം വേണം എന്ന് ഗുരുവിനോട് ശിഷ്യഗണങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു തീർത്ഥയാത്ര അതിൻ്റെ ഒരു ആവശ്യം ഈ പറയുന്ന ശിവഗിരിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം വേണം, എന്തെങ്കിലും ഒരു ടേക്ക് അവേ എന്നെ കാണാൻ അല്ലെങ്കിൽ ഈ ശിവഗിരിയിൽ ഒത്തുകൂടുന്ന വ്യക്തികൾ ഇവിടുന്ന് ഒത്തുകൂടി തിരിച്ചു പോകുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് എടുത്തു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ വരാൻ ഉള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെയാണ് 8 കാര്യങ്ങൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വിദ്യാഭ്യാസം, കൃഷി അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി, ശുചിത്വം എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ 88 വർഷങ്ങൾക്ക് നമ്മൾ ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗുരു ലിസ്റ്റ് ചെയ്തിട്ടത്. 88 വർഷങ്ങൾക്ക് ശേഷവും 87 വർഷങ്ങൾക്ക് ശേഷവും അതിനുള്ള പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വെബിനാറിൽ, വനിതാ വെബിനാറിൽ നമ്മൾ ഇപ്പോഴും സ്ത്രീകളുടെ ഡിസിഷൻ മേക്കിംഗ് പവറിനെ കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചും, സ്ത്രീകൾ എത്രത്തോളം വിദ്യാഭ്യാസം നേടണം, അവർ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും പൊതു ഇടങ്ങളിൽ അവർക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം വേണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ ഗുരു വിഭാവനം ചെയ്ത കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇരിക്കുന്നത് ഡിഫൻസ് മിനിസ്ട്രിയിലാണ്. ഡിഫൻസ് മിനിസ്ട്രിയിൽ കമ്പാരിറ്റീവ്ലി അത് സ്ത്രീ പ്രാതിനിധ്യം കുറവ് എന്ന് എടുത്തു പറയാൻ പറ്റില്ലെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി നമുക്ക് കൂടുതൽ ഡിഫൻസിൻ്റെ നമ്മുടെ ഈ പറയുന്ന ഒരു റോള് തന്നെ മറ്റ് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംരക്ഷണത്തിന് വേണ്ടി പലപ്പോഴും വളരെ ടഫായിട്ടുള്ള ടെറൈനിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ ഫിസിക്കലി കാര്യക്ഷമമായിട്ടുള്ള വ്യക്തികളെ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിഫൻസ്. യുദ്ധങ്ങളിലും പലപ്പോഴും ഏർപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യം അയൽ രാജ്യങ്ങളുമായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യക്ഷമതയുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്സുള്ള കുറേയേറെ ആളുകൾ ജോലി ചെയ്യുന്നൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിലേക്ക് ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾ പലപ്പോഴും ഫിസിക്കൽ ഫിറ്റ്നസ് കുറച്ചും കൂടെ കൂടുതലുള്ള പുരുഷന്മാരായതുകൊണ്ട് തന്നെ വാർ സോണിലെല്ലാം പുരുഷന്മാരാണ് കൂടുതൽ. അതിനർത്ഥം ഡിഫൻസിൽ വനിതാ പ്രാതിനിധ്യം ഒട്ടുമില്ല എന്നുള്ളതല്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, എയർഫോഴ്സിലാണെങ്കിലും നേവിയിലാണെങ്കിലും ഒക്കെ ഫൈറ്റർ പൈലറ്റ്സ് വന്നു കഴിഞ്ഞു. പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ ആ വാർത്തകളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. യുദ്ധവിമാനം പറപ്പിക്കുന്ന വനിതകളുടെ പടം പത്രത്തിലും അതുപോലെ ടി വിയിലൊക്കെ ഒരുപാട് തവണ അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സ്ത്രീ പ്രാതിനിധ്യം ഒരു കാലഘട്ടം മുമ്പ് വരെ, ഇപ്പം നമുക്ക് എയർപ്ലെയിൻ പറത്തുന്ന പൈലറ്റ് അതൊരു പുതുമയല്ല, കാരണം അത് എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യം, കാണുന്ന കാര്യമാണ്. പക്ഷേ യുദ്ധവിമാനം, അതായത് സൂപ്പർസോണിക് സ്പീഡിൽ യുദ്ധവിമാനം പറത്താൻ വരെ കപ്പാസിറ്റിയുള്ള അത്രയും ഫിസിക്കൽ ഫിറ്റ്നസ്സും മെൻ്റൽ സ്റ്റെബിലിറ്റിയും ഒക്കെ ഉള്ള വനിതകളും കൂടെ നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി കഴിയുമ്പോഴാണ് ആ ഒരു തുല്യത അതിപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരാണ് അത് വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഡിഫൻസ് മിനിസ്ട്രിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്, കേരളത്തിലേക്ക് മിനിസ്ട്രി എന്നെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടാണ് കേരളത്തിലൊരു വനിതാ സൈനിക വക്താവിനെ അവർ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പിരുന്ന ഓഫീസർമാരെല്ലാം പുരുഷന്മാരായിരുന്നു. അപ്പം എനിക്കും വ്യക്തിപരമായി ചില അപ്രിഹെൻഷൻസ്, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പുരുഷന്മാർ മാത്രം
ജോലി ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ കൂടുതൽ പുരുഷന്മാർ ജോലി ചെയ്യുന്ന ഒരു ഏരിയ, അവിടെ സൈന്യത്തിൻ്റെ വക്താവായി, അപ്പം എല്ലാ സൈനിക മേഖലയിലുള്ള എല്ലാ വിഭാഗങ്ങളുടെയും വക്താവായിട്ട് ഒരു വനിത വരുമ്പോൾ ആളുകൾ പൂർണ്ണമായിട്ടും ഇതിന് തൊട്ട് മുമ്പിരുന്ന എല്ലാ പുരുഷ ഓഫീസർമാർ ചെയ്ത അതുപോലുള്ള ജോലി തന്നെ എന്നിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും കുറച്ച് അപ്രിഹെൻസീവായിരുന്നു. കേരളത്തിലെ സൈനിക സംവിധാനങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ഫോട്ടോയൊക്കെ, ഇപ്പം പട്ടാളക്കാരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ശരിയാണ്, നമ്മുടെ ജവാന്മാർ നമ്മുടെ അതിർത്തി പ്രദേശത്ത് വളരെ ജാഗരൂകരായിട്ട് കാത്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള എമോഷൻസൊക്കെ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഇത്തരം ഒരു ആൾക്കാരുടെ വക്താവായി അവരെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു വ്യക്തിയായിട്ട് കേരളത്തിൽ ചുമതലയേൽക്കുന്ന സമയത്ത് ഞാനും വളരെ അപ്രിഹെൻസീവായിരുന്നു. എനിക്കും അത്ര ധാരണ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. കേരളത്തിൽ ഇത്രയും സൈന്യമുണ്ടോ? കേരളത്തിൽ നമ്മൾ യുദ്ധം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വളരെ പീസ്ഫുൾ ആയിട്ടില്ല. നമ്മൾ സൈനിക സംവിധാനം എന്നൊക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും ഈ ക്രോസ് ബോർഡർ ഫയറുകളോ അല്ലെങ്കിൽ നമ്മൾ കശ്മീരിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ ഒക്കെ കാണുന്ന പോലത്തെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസോ അതൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലേക്ക് വരാറുണ്ട്. പക്ഷേ കേരളത്തിൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ സൈന്യത്തിൻ്റെ പ്രസൻസ് പോലും എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ധാരണ എനിക്ക് പോലും കുറവായിരുന്നു ചുമതലയേൽക്കുമ്പോൾ. പലപ്പോഴും ജനങ്ങൾക്കും ധാരണ ഒരു പക്ഷേ കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ ഒരു പല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലൊക്കെ സൈന്യം ഇടപെട്ടതോടുകൂടി ജനങ്ങൾക്കും കുറച്ചും കൂടെ സൈന്യവുമായിട്ട് അടുക്കാനുള്ള അവസരമുണ്ടായി. അപ്പം ഇന്ന് നമ്മുടെ കേരളത്തിലെ സൈന്യത്തിൻ്റെ ഒരു പ്രസൻസ് കൂടെ ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വനിതാ സമ്മേളനത്തിൽ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം അത് പറയാനുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് തിരുവനന്തപുരത്ത് സൈന്യത്തിൻ്റെ പ്രസൻസ് വളരെ കുറവാണെന്നുള്ളത്, അല്ലെങ്കിൽ കേരളത്തിൽ സൈന്യത്തിൻ്റെ പ്രസൻസ് വളരെ കുറവാണെന്നുള്ളത്. കാരണം മെൻ ഇൻ യൂണിഫോം, അതായത് യൂണിഫോം ധാരികളായിട്ടുള്ള പട്ടാളക്കാർ നമ്മുടെ നഗരത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം നമുക്കില്ല, അല്ലെങ്കിൽ നമുക്ക് യുദ്ധ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷവും കേരളത്തിലില്ല നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട്. പലപ്പോഴും നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ നമ്മൾ സ്ഥിതിഗതികൾ എടുക്കുകയാണെങ്കിൽ ക്രോസ് ബോർഡർ ഫയറിംഗ് കാണും, അതുപോലെ തന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇൻസർജൻസി ഉള്ള സ്ഥലങ്ങളാണ്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് കേരളത്തിലുള്ളത്. പക്ഷേ ഇന്ത്യയിലെ മികച്ച സൈനിക സംവിധാനങ്ങൾ നിലവിലുള്ള ഒരു പ്രദേശം തന്നെയാണ് നമ്മുടെ കേരളം. നമ്മൾ തിരുവനന്തപുരത്തെ മാത്രം കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സദേൺ എയർ കമാൻഡ്, ദക്ഷിണ വ്യോമസേനയുടെ ഹെഡ് ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം സിറ്റിക്ക് അകത്തുള്ള ആക്കുളം എന്ന് പറയുന്ന പ്രദേശത്താണ്. അതുപോലെ ആർമിയുടെ പ്രസൻസ് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനുണ്ട്. അതൊരു ബ്രിഗേഡാണ്, അതൊരു ഇൻഫൻട്രി ബ്രിഗേഡാണ്. അതായത് വെള്ളത്തിലും കരയിലും ഒരുപോലെ യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള ഇന്ത്യയിലെ ഏക ബ്രിഗേഡ് നമുക്ക് ആംഫിബിയസ് ആയിട്ടുള്ള ബ്രിഗേഡ് ആണ് ഈ പറയുന്ന പാങ്ങോട് നമ്മുടെ മിലിറ്ററി സ്റ്റേഷനിൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു നേവൽ സംവിധാനം ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. കൊച്ചിയിലുള്ളതിൻ്റെ അത്ര വലുപ്പമില്ലെങ്കിൽ പോലും നേവിയുടെ നല്ല പ്രസൻസ് തിരുവനന്തപുരത്തുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ നമുക്ക് വിഴിഞ്ഞത്തുണ്ട്. ഇനി കേരളത്തിലുള്ള ആകെ ഉള്ള ഒരു സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതുപോലെ NCCയുടെ കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ഹെഡ് ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്താണ്. അപ്പം ഇത്രയും ആർമി പ്രസൻസ് തിരുവനന്തപുരത്ത് സിറ്റിക്ക് നടുക്ക് ഉണ്ട് എന്നുള്ളത് പലപ്പോഴും തിരുവനന്തപുരം വാസികൾക്ക് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മൾ ആ ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അല്ലാത്തത് കൊണ്ടാണ്. ഞാൻ നേവിയുടെ കാര്യം പറഞ്ഞു. കൊച്ചിയിലാണ് നേവിയുടെ സദേൺ നേവൽ കമാൻഡ് ഉള്ളത്. ഈ പറയുന്ന ദക്ഷിണമേഖല മൊത്തം അതിൻ്റെ നേവൽ, അതായത് നമ്മുടെ കടൽ ഏരിയ മൊത്തമുള്ള പ്രൊട്ടക്ഷൻ നേവിക്കാണ്, അതുപോലെ തന്നെ എയർഫോഴ്സിനും. അപ്പം സദേൺ നേവൽ കമാൻഡ് കൊച്ചിയിലും സദേൺ എയർ കമാൻഡ് ട്രിവാൻഡ്രത്തും ഉണ്ട്. അപ്പം രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കമാൻഡുകൾ നമ്മുടെ ട്രിവാൻഡ്രവും കൊച്ചിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേപോലെ കണ്ണൂരിലേക്ക് പോയാൽ നമുക്ക് നേവിയുടെ നാവിക അക്കാഡമി ഉണ്ട്, നേവൽ അക്കാഡമി എഴിമഴയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരുള്ള ഡിഫൻസ് സെക്യൂരിറ്റി കോർ, അതുപോലെ ടെറിട്ടോറിയൽ ആർമി, മോഹൻലാൽ ലെഫ്റ്റനൻറ്റ് കേണലാണ് ടെറിട്ടോറിയൽ ആർമിയിൽ എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ മലയാളികൾക്ക് ടെറിട്ടോറിയൽ ആർമി വളരെ ഫെമിലിയർ ആണ്. അതായത് ടെറിട്ടോറിയൽ ആർമിയുടെ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. അപ്പം നമ്മൾ കേരളത്തിലുടനീളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈനിക പ്രസൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇത്രയും ഉള്ള സൈനികർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ദിനം പ്രതി നിങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ചുമതലയാണ്
എൻ്റെ ഓഫീസിനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വലിയൊരു സൈനിക സംവിധാനത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരു വനിത എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കിട്ടിയ ഒരു പ്രിവിലേജ്, ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് കേരളത്തിൽ ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടന്നിട്ടുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഓഖി എന്ന് പറയുന്ന ഒരു സൈക്ലോൺ കേരളത്തിൽ വരുന്ന സമയത്ത് അതുവരെ നമ്മൾ കേരളം ഒരു സൈക്ലോൺ നേരിട്ട് കണ്ടിട്ടില്ല. അതുപോലെ 2018 പ്രളയത്തിൻ്റെ സമയത്ത് അത് കഴിഞ്ഞ് 2019 പ്രളയത്തിൻ്റെ സമയത്ത് പിന്നീട് ഒരു ലാറ്റ്വിയൻ യുവതി, ലീഗ എന്ന പേരുള്ള ഒരു ലാറ്റ്വിയൻ യുവതി കോവളത്ത് വെച്ച് കൊല്ലപ്പെടുകയും അവരുടെ സെർച്ച് ആൻഡ് റെസ്ക്യൂ, അവരെ നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ നടത്തിയ രക്ഷാപ്രവർത്തനം, അതുപോലെ നമ്മുടെ അടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ തേനി ഭാഗത്ത് നടന്ന ഒരു ഫോറസ്റ്റ് ഫയർ, ഒരു കാട്ടുതീ, അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം സൈന്യം വളരെ കാര്യക്ഷമമായി ഇടപെട്ടു. അത് പലപ്പോഴും നിങ്ങൾ TV-യിലും യൂട്യൂബ് വീഡിയോസിലും ഒക്കെ നിങ്ങൾ സൈന്യത്തിൻ്റെ ഈ ഒരു രക്ഷാപ്രവർത്തനങ്ങളെല്ലാം കണ്ടു കാണും. ആ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് പോയി അത് റെക്കോർഡ് ചെയ്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ചുമതലയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന പല ജോലികളിലൊന്ന്. അപ്പം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് ആ സ്ഥലം സന്ദർശിക്കുകയും ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ അതേ സൈനികരെ കൂടെ സഞ്ചരിച്ച്, സൈനികർ ഹെലികോപ്റ്ററിലാണെങ്കിൽ ഞാനും അവരുടെ കൂടെ സഞ്ചരിച്ച് വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, ഞാൻ ആദ്യത്തെ എൻ്റെ ഡിഫൻസിൽ ചാർജ് എടുത്തിട്ടുള്ള എൻ്റെ ആദ്യത്തെ സൈനിക ഓപ്പറേഷൻ്റെ ഭാഗമായത് ഞാൻ ഓഖിയുടെ സമയത്താണ്. ഓഖി ആഞ്ഞടിച്ച് ആദ്യത്തെ ദിവസം, അതായത് December 1, 2017 ഞാനും അതുപോലെ മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറും ഒരുമിച്ചാണ് നിരീക്ഷണ പറക്കലിന് വേണ്ടിയിട്ട് കടലിലേക്ക് പോയത്. അപ്പം ഓഖി കടലിലാണ് ആഞ്ഞടിച്ചത്. അപ്പം ആ ഓഖി ഉള്ള ആ കൊടുങ്കാറ്റ് ഉള്ള ഭാഗത്തേക്കാണ് നമ്മൾ എത്രത്തോളം മത്സ്യത്തൊഴിലാളികൾ ആ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് അറിയാനും ആ സാഹചര്യം നേരിട്ട് കണ്ട് വിലയിരുത്തി സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറും അതുപോലെ മാധ്യമങ്ങളെയും പൊതുജനങ്ങളെ അറിയിക്കാൻ നിയോഗിച്ചത് എന്നെയുമായിരുന്നു. അപ്പം അതിൻ്റെ വിഷ്വൽസ് എല്ലാം അല്ലെങ്കിൽ അതിൻ്റെ ന്യൂസ് എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എൻ്റെ ജോലിയുടെ ചുമതല എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പം അതുപോലെ തന്നെ 2018 ഫ്ലഡിൻ്റെ സമയത്താണെങ്കിലും 2019 ഫ്ലഡിൻ്റെ സമയത്താണെങ്കിലും ഓരോ ഇപ്പോൾ പ്രായമായ ആൾക്കാരെ നമ്മൾ ഹെലികോപ്റ്ററിൽ കയറ്റുന്ന സമയത്തും അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ എയർലിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ അത് ആ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓപ്പറേഷൻസിൻ്റെ ഭാഗമാകാനുള്ള ഭാഗ്യം, അത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് ആ സാഹചര്യവശാൽ ഞാനായിരുന്നു അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടത്. അത് ഈ ചെയറിലിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. ഈ ഉദാഹരണങ്ങൾ എടുത്ത് പറയാനുണ്ടായ കാര്യം, നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളൊരു വനിതാ ഓഫീസറാണോ ഒരു പുരുഷ ഓഫീസറാണോ എന്നുള്ളതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ആ ജോലി ചെയ്യുന്നത്. ആ ജോലിയിൽ നമുക്ക് അവിടെ ഇരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അപ്പം ഞാൻ നേരത്തെ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ഡിസിഷൻ മേക്കിംഗ്, അതൊരു പ്രധാന പോയിന്റ് ആണെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു എംപവർമെൻറ്റ്, വിമൺ എംപവർമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളൊരു മനക്കരുത്തും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ്, അതിനുവേണ്ടി നമ്മൾ ഇതിനകത്ത് എനിക്ക് കഠിനമായ ജോലികൾ സാധ്യമല്ല എന്ന് പറയുന്ന ഒരു വിമുഖത, നമ്മൾ ഔട്ട് ഓഫ് കംഫർട്ട് സോൺ വരണം എന്നാണ് ഞാൻ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സ്ത്രീകളോട് അല്ലെങ്കിൽ കുട്ടികളോടും കോളേജ് കുട്ടികളോടും ഒക്കെ സംവദിക്കുന്ന സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മളെപ്പോഴും കംഫർട്ട് സോണിനകത്ത് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ലൈഫിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കംഫർട്ട് സോണിൻ്റെ വെളിയിൽ വരണം എന്നാൽ മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കംഫർട്ട് സോണിനകത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാനുള്ളത് മാത്രം കിട്ടുന്നു, നമ്മളത് സന്തുഷ്ടരാണ് അവിടെ. പക്ഷെ അവിടെ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്താണ് അനുഭവിക്കുന്നത്, അവർക്കൊന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ മാത്രം സുരക്ഷിതരായിരിക്കുകയാണ്. പക്ഷെ അത് മതിയോ ഒരു മനുഷ്യജീവി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് അത്രമാത്രമാണോ? സ്ത്രീ, പുരുഷൻ, ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ തന്നെ ഒരു മനുഷ്യജീവി എന്നുള്ള പറയുന്ന ഒരു ഓർഗാനിസമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സഹജീവികളോട് നമുക്കുണ്ടാവേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്.
ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളതും കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ അത് അറിയിക്കുകയാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആ ഒരു കംഫർട്ട് സോണിൻ്റെ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇതിനർത്ഥം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു ഹൗസ് വൈഫായിട്ട് ജീവിക്കുന്ന വനിതകൾക്ക് അവർക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയല്ല. അവരും ഓരോ ദിവസവും വളരെ സ്ട്രെനുവസ് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒരു സ്ത്രീയിൽ നിന്നുള്ള നിലയ്ക്ക് എനിക്കത് വളരെയധികം മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് അവർ കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടിലെ ഭർത്താവിൻ്റെ കാര്യം, അവരുടെ റിലേറ്റീവ്സിൻ്റെ കാര്യം, എല്ലാം അവർ ഒരുപാട് സ്ട്രെയിൻ എടുത്താണ് അവരുടെ ഒരു ദിവസം കടന്നു പോകുന്നത്. അവർ പലപ്പോഴും കുക്കിംഗ് അല്ലെങ്കിൽ അവരുടെ ബാക്കി ആക്ടിവിറ്റീസ്, വീട്ടിലെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും അവർക്ക് അവരുടേതായ ഒരു സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള വെബിനാറിലൊക്കെ നമുക്ക് പറയാനുള്ളത്, ഓരോ സ്ത്രീകളും അവരെന്താണെന്നുള്ളത് അവർ സ്വയം തിരിച്ചറിയണം. അവർക്ക് അവരിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനുള്ള ഒരു സമയം ഓരോ ദിവസവും അവർ കണ്ടെത്തണം. ഉദാഹരണത്തിന് രാവിലെ പത്രം വായിച്ചാൽ, ഇപ്പോൾ രാവിലെ നടക്കുന്നില്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും നമ്മൾ പത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും, ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ ന്യൂസ് ചാനൽസ് ഉണ്ട്, ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ ഒരു ഇത്തിരി നേരം കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവും നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത്, മനുഷ്യനോട് എന്താണ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, സുഹൃത്ത് വലയങ്ങളിലോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പത്രം വായിക്കുന്നത് ഇഷ്ടമല്ല, അത് തുറന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ന്യൂസസ് ആണ്. നെഗറ്റീവ് ന്യൂസസ് ആയിക്കഴിഞ്ഞാൽ അപ്സെറ്റ് ആവും. ഈ നെഗറ്റീവ് ന്യൂസസും നടക്കുന്നത് നമ്മുടെ സമൂഹത്തിനകത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളെയും ഇന്നല്ലെങ്കിൽ നാളെ ബാധിക്കും. എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് സമൂഹത്തിനെ ബാധിക്കുന്നില്ല എന്നുള്ളതല്ലല്ലോ. അപ്പം ഓരോ വ്യക്തിയും, അത് ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഓരോ സ്ത്രീയും അവരവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ, ഞാൻ ഇന്ന് എന്ത് ചെയ്തു, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു. തീർച്ചയായും കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം തനിക്ക് വേണ്ടി തന്നെയാണ്. എന്നാൽ പോലും തൻ്റെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ തൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനോ തൻ്റെ സ്വയം സന്തോഷത്തിനോ വേണ്ടി താൻ എന്ത് ചെയ്തു. പലപ്പോഴും വളരെ നല്ല ആക്റ്റീവായിട്ട് കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള സ്ത്രീകൾ പിന്നെ വിവാഹത്തിന് ശേഷം പലപ്പോഴും വളരെയധികം ഒന്നും ചെയ്യാൻ പറ്റാതെ ആയി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇന്ത്യയിൽ പല ഭാഗത്ത് സഞ്ചരിച്ചപ്പോൾ, അതുപോലെ എൻ്റെ ട്രെയിനിങ് സമയത്തൊക്കെ നമ്മളിവിടെ സോഫ്റ്റ് സ്കിൽസ്, അതായത് ഉദാഹരണത്തിന് പാട്ട്, അതുപോലെ നൃത്തം ഒക്കെ ഒരുവിധം എല്ലാ കുട്ടികൾക്കും അറിയുന്നതായിരിക്കും. സ്കൂളിൽ ഇപ്പം കലാമേളകളൊക്കെ നടക്കുന്നത് കൊണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ ഡാൻസും പാട്ടും ഒക്കെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്. പക്ഷേ ഞാൻ എൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ചെന്നപ്പോഴാണ്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളുമായിട്ട് ഇടപഴകിയപ്പോഴാണ് മനസ്സിലായത്, അവർക്കാർക്കും ഒരു ക്ലാസിക്കൽ നൃത്തം അറിയില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ക്ലാസിക്കൽ ഡാൻസ് ഏതെങ്കിലും ഭരതനാട്യമോ മോഹിനിയാട്ടമോ കുച്ചിപ്പുടിയോ ഒന്നും പഠിക്കാത്ത ഒരു പെൺകുട്ടി പോലും കാണത്തില്ല. അല്ലെങ്കിൽ മിനിമം അവർക്ക് ഫോക്ക് ഡാൻസ് എങ്കിലും അറിയുമായിരിക്കും, നാടോടി നൃത്തമെങ്കിലും അറിയുമായിരിക്കും. അപ്പം ഈ ഒരു സോഫ്റ്റ് സ്കിൽ, ഇത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വ്യക്തികൾക്ക് ഇല്ലാത്തൊരു ഭാഗ്യമാണ് കേരളത്തിലെ പെൺകുട്ടികൾക്ക് കിട്ടുന്നത്. പക്ഷേ കല്യാണത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുന്നതോടുകൂടി അതെല്ലാം ബ്ലോക്ക് ചെയ്ത് അതിൽ നിന്നൊക്കെ മാറി പിന്നെ രാവിലെ കുക്കിംഗ്, വീട് ക്ലീനിങ്, ഈ ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ ഒരു ചക്രം അതിലൂടെ ഇങ്ങനെ പോവുകയാണ്. അതിപ്പോൾ വിദ്യാഭ്യാസം ഉള്ള ആളാണെങ്കിലും ഈ ചക്രത്തിനകത്ത് പെട്ട് ആ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഓരോ ദിവസവും അവനവൻ്റെ ഈ പറയുന്ന ചക്രവ്യൂഹത്തിൽ നിന്ന് മാറി നിന്ന് അതിൽ നിന്ന് പുറത്ത് കടന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും, എനിക്കും ഇത് കാണുന്ന ആൾക്കാർക്കും എല്ലാവർക്കും നല്ലതായിരിക്കും എന്നെനിക്കൊരു സൂചനയുണ്ട്. കാരണം ഈ പറയുന്ന ഉല്ലാസം അല്ലെങ്കിൽ ഈ പറയുന്ന സന്തോഷം, അത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും വേണം. അത് സ്ത്രീയോ പുരുഷനോ കുട്ടിയോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷ്യമൃഗാദികളോ അതൊന്നും പ്രശ്നമല്ല. എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനകത്ത് ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്ന ആളാണ്. ഉദാഹരണത്തിന് ഈ പറയുന്ന നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ട്രക്കിംഗ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാട് കാണാൻ വളരെയധികം, അതുപോലെ പ്രകൃതിയോട് അടുത്ത് ഏറ്റവും കൂടുതൽ ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഓഫീസ് സമയം അല്ലാത്ത സമയത്ത് കൊറോണ കാലത്തിന് മുമ്പ് കഴിഞ്ഞ വർഷം വരെ മാസത്തിൽ ഒരു തവണയെങ്കിലും ട്രക്കിങ്ങിന് പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം പ്രദേശത്തുള്ള കാടുകളൊക്കെ പല സമയങ്ങളിലായിട്ട് എനിക്ക് കയറി ഇറങ്ങാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതുപോലെ
അഗസ്ത്യാർകൂടം 2019 ഹൈക്കോടതി വിധി വന്നു, ഇനി സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് പറയുന്ന സമയത്ത് അഗസ്ത്യാർകൂടം കയറാൻ പറ്റി. ആദ്യത്തെ ദിവസം തന്നെ അവിടെ കയറാൻ പറ്റി. മറ്റ് സ്ത്രീകളൊന്നും എൻ്റെ കൂടെ ട്രക്കിങ്ങിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒഫീഷ്യലി റെക്കോർഡിക്കലി അഗസ്ത്യാർകൂടം കയറിയ, അത് ഗവൺമെൻറ് റെക്കോർഡ് അനുസരിച്ചിട്ടുള്ള ഈ പറയുന്ന വിധിക്ക് ശേഷം അഗസ്ത്യാർകൂടം കയറിയ ആദ്യ വനിത എന്നുള്ള ഒരു ടൈറ്റിൽ വരാൻ ഒരു സാധ്യത അവിടെ വന്നു. അതെല്ലാം നമ്മുടെ സ്ഥിരം നിത്യജീവിതത്തിൽ ഈ പറയുന്ന രാവിലെ ഉള്ള കുക്കിങ്ങും ക്ലീനിങ്ങും ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസും ജോലിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞാലും നമുക്ക് ജീവിതം ബാക്കി കിടക്കുന്നുണ്ട്. അവിടെ നമുക്ക് നൃത്തമാവാം, അല്ലെങ്കിൽ സംഗീതമാകാം, അല്ലെങ്കിൽ ട്രക്കിംഗ് ആവാം, അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളാവാം, പാവപ്പെട്ടവരെ സഹായിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലുള്ള നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വേസ്റ്റ് ചെയ്യുന്ന സമയം എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ സ്ത്രീകളുടെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയം, നമ്മൾ ഒരുപാട് പേരെ നമ്മൾ നന്നാക്കുന്നതിന് പകരം നമ്മൾ സ്വയം ഓരോരുത്തരും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള സമയം നമ്മൾ എടുക്കുക. ഓരോ ദിവസവും കുറച്ച് സമയം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. അത് ഈ പറയുന്ന നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ പ്രാർത്ഥനയിലേക്കാവാം, അല്ലെങ്കിൽ ധ്യാനിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ധ്യാനിക്കാം. അതെല്ലാം ഒരു ഇൻട്രോസ്പെക്ഷനാണ്. ഇന്ന് ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ സമയം ഞാൻ എങ്ങനെ വിനിയോഗിച്ചു, അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള എന്നിലേക്ക് തന്നെയുള്ളൊരു തിരിഞ്ഞുനോട്ടമാകാം അത്. ഈ പറഞ്ഞ 8 ദർശനങ്ങൾ അല്ലെങ്കിൽ ഗുരു പറഞ്ഞിട്ടുള്ള 8 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സമയം വിനിയോഗിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാരിറ്റി ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ട്രക്ക് ചെയ്യണമെന്നോ എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പം ഇന്ന് നമ്മൾ ഈ പറയുന്ന ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഗുരു പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാം. ഗുരു കൃഷി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇപ്പം കറിവേപ്പില എടുക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് വിഷം തെളിച്ച കറിവേപ്പിലയാണ് എന്നെല്ലാവരും പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊച്ചു കാര്യമെങ്കിലും, ഒരു വാഴ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയാൽ, നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ പൂർണ്ണമായും പറ്റിയില്ലെങ്കിൽ പോലും ഇത്തിരിയെങ്കിലും സാധിച്ചാൽ അത് ഗുരു പറഞ്ഞ ദർശനത്തിനെ നമ്മൾ സാധൂകരിക്കുന്ന പോലെയാണ്. വിദ്യാഭ്യാസം, ശുചിത്വം. ഇന്ന് കേന്ദ്ര സർക്കാർ സ്വച്ഛ് ഭാരത് മിഷൻ പറയുന്നു. ഇന്ത്യയിലുടനീളം നമ്മൾ തുപ്പരുത്, നമ്മൾ കടലാസ ലക്ഷ്യമായി വലിച്ചെറിയരുത് എന്നൊക്കെ എത്ര തവണ പറഞ്ഞാലും നമ്മൾ ആരും കേൾക്കില്ല. 88 വർഷം മുമ്പ് ഗുരു പറഞ്ഞിട്ടുണ്ട് ശുചിത്വം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് തുപ്പരുത് എന്ന് പറയുമ്പോൾ അതിൽ വീണ്ടും കൂടുതൽ മാനങ്ങൾ വരുന്നു. കാരണം കൊറോണ കാലമാണ്. നമ്മൾ അലക്ഷ്യമായിട്ട് തുപ്പിക്കഴിഞ്ഞാൽ 1-2 ആളുകൾക്കല്ല, ചിലപ്പോൾ ആ ഏരിയ തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. ഒരു കൊറോണ രോഗിയുടെ തുപ്പലിൽ നിന്ന് ഒരു ഏരിയ മൊത്തം, അത് ഒരു ഏരിയയിൽ നിൽക്കുമോ അതോ ഒരു ജില്ല മൊത്തം കണ്ടെയ്ൻമെൻറ്റ് സോണായി മാറുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം തുപ്പരുത്, പൊതു സ്ഥലത്ത് തുപ്പരുത് എന്നുള്ള വാക്ക് പണ്ട് അത് പറഞ്ഞ അവസ്ഥയിൽ നിന്നും കൂടുതൽ മാനം ഇപ്പം ആ ഒരു പബ്ലിക്കായിട്ട് സ്പിറ്റ് ചെയ്യുന്നതിന് വന്നു കഴിഞ്ഞു. അപ്പോൾ ശുചിത്വം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ചു കാലം മുമ്പ് ശുചിത്വം എന്ന് പറയുമ്പോൾ പലപ്പോഴും ദിവസേന കുളിക്കണം, ശരീരത്തിൽ അഴുക്ക് വരരുത് എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും ഒരുപക്ഷെ, അല്ലെങ്കിൽ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഗുരുവിൻ്റെ കാലത്ത് ആ ഒരു ലെവലിലായിരിക്കും നമ്മളതിനെ കണ്ടത്. പക്ഷെ അന്ന് ഈ പറയുന്ന കുറച്ചും കൂടെ കാര്യങ്ങൾ കൊറോണ വരുമെന്ന് അറിയില്ലെങ്കിൽ പോലും അത്തരം ഒരു സാഹചര്യം ഭാവിയിൽ കാണും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരം ദിഷണാശാലികളായിട്ടുള്ള ആൾക്കാർ നമ്മളടുത്ത് ഇത്തരത്തിലുള്ള ശുചിത്വം പാലിക്കാൻ പറയുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ പോക്കറ്റിനകത്ത് സാനിറ്റൈസർ കൊണ്ടാണ് നടക്കുന്നത്. നമ്മൾ മാസ്ക് ഇടുന്നു, തൊട്ടടുത്ത ആളിൽ നിന്ന് നമുക്ക് രോഗം പകരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ മുഴുനീളം മാസ്ക് ഇടുന്നുണ്ട്. ഇപ്പം ഈ ഒരു വെബിനാർ നടക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് മാസ്ക് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു വെബിനാർ ആയതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ നേരിട്ടുള്ള സംസാരമായിരുന്നെങ്കിൽ തീർച്ചയായും ഈ മാസ്ക് ഉപയോഗിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. മാസ്ക് ധരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. ഇത് വെബിനാർ ആയതുകൊണ്ടും മറ്റാരും ഇല്ലാത്തത് കൊണ്ടുമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ശുചിത്വം അല്ലെങ്കിൽ അത്തരം ബോധത്തിൽ നിന്നും ഒരു പടി കൂടെ മുന്നോട്ട് പോയിട്ടുള്ള രീതിയിലുള്ളൊരു ശുചിത്വമാണ് ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു വർഷം മുമ്പ് വരെ സാധാരണക്കാരൻ ഒരിക്കലും ഈ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ ക്ലീൻ ചെയ്യുന്ന ഒരു ശീലമൊന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു വെബിനാർ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഗുരു പറഞ്ഞ 8 കാര്യങ്ങളെങ്കിലും നമ്മൾ ഡെയിലി എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മളുടെ ഒരു പാഷനായിട്ട് എടുത്ത്, ഇപ്പോൾ കൃഷി ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഹോബി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്, അല്ലെങ്കിൽ മിനിമം ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ
സിവിൽ സർവീസ് ആസ്പിരൻസിനെ സഹായിക്കാറുണ്ട്. അവർ വന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കാൻ ഈ കൊറോണ കാലത്തിന് മുമ്പ് റെഗുലറായിട്ട് ക്ലാസ്സുകൾ വരെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വിദ്യാഭ്യാസം അല്ലെങ്കിൽ കൃഷി അല്ലെങ്കിൽ ഈ പറയുന്ന കൈത്തൊഴിൽ, അങ്ങനെ ഗുരു പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഈ പറയുന്ന സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറയുന്നത് അത് സമൂഹം നമുക്ക് കൽപ്പിച്ച് തന്ന് ശരി നാളെ മുതൽ നിങ്ങൾക്കെല്ലാവർക്കും ഉന്നമനം കിട്ടും എന്നുള്ളത് ആ ഒരു രീതിയിലല്ല. പകരം ഓരോരുത്തരും അവനവൻ്റെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് അവനവനെ തന്നെ സ്നേഹിച്ച് തുടങ്ങി അവനവന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഓരോരുത്തരുടെയും ഡെവലപ്മെൻറ്റാണ്. ആ ഓരോ സ്ത്രീകളുടെയും ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ആ ഫാമിലി തന്നെ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. സ്വാഭാവികമായിട്ടും സ്ത്രീക്ക് വിദ്യാഭ്യാസമുണ്ട്, സ്ത്രീ ജോലിക്ക് പോകുന്നു, സ്ത്രീ പൈസ ശമ്പളം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഫാമിലിക്ക് ഒരു സപ്പോർട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലി റെസിപ്രോക്കേറ്റ് ചെയ്യും അവരെ. ഒരു ഫാമിലി അങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഫാമിലീസിനകത്തും അത് അത്തരം വ്യത്യാസം വന്നു കഴിയുമ്പോൾ നമ്മുടെ സമൂഹം മാറും. സമൂഹം മാറിയിട്ട് നമ്മൾ മാറുക എന്നതിന് പകരം നമ്മൾ ഓരോരുത്തരും മാറുന്ന സമയത്താണ് അതിൻ്റെ റിഫ്ലക്ഷൻ സമൂഹത്തിലേക്ക് വരുന്നത്. അപ്പം ഈ വർഷത്തെ തീർത്ഥാടന കാലത്ത് എല്ലാവർക്കും ഈ പറയുന്ന കൊറോണ കാലമാണ്, പാൻഡമിക് ഉള്ള സമയമാണ്, വാക്സിനേഷനൊന്നും ആയിട്ടില്ല. എല്ലാവരും ഒരുപക്ഷെ തീർച്ചയായിട്ടും വെബിനാർ നടക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് മേ ബി കുറച്ച് പേർക്കെങ്കിലും തീർത്ഥാടനം നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശിവഗിരിയിൽ എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പ്രോട്ടോക്കോൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുക. ആരും കൊറോണ എന്ന് പറയുന്ന രോഗം അവർക്ക് കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഗുരുവിൻ്റെ ദർശനങ്ങളെല്ലാം അവനവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഇത് വനിതാ സെമിനാർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വനിതകളുടെ ഉന്നമനത്തെക്കുറിച്ചുള്ള വിഷയമായതുകൊണ്ട് തന്നെ അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ ദർശനങ്ങളിൽ ഊന്നിയുള്ള നല്ലൊരു ജീവിതം, ഒരു ആത്മീയ ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ജീവിതം, ആ ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള ജീവിതമാണെങ്കിൽ അത്തരത്തിൽ അല്ല, വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളെങ്കിൽ അത്ര, ഇതൊന്നുമല്ലാത്തതാണ് നല്ല ജീവിതമാണെങ്കിൽ എല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ നന്ദി, നമസ്കാരം. എൺപത്തിയെട്ടാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനം പ്രസന്റഡ് ബൈ ഫെഡറൽ ബാങ്ക്, പവേർഡ് ബൈ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നമുക്കിനി വനിതാ സമ്മേളനത്തിലെ അടുത്ത പ്രഭാഷകയെ പരിചയപ്പെടാം. നമസ്കാരം. 88ാമത് ശിവഗിരി തീർത്ഥാടന പരിപാടിയുടെ ഭാഗമായുള്ള ഈ സംഭാഷണ പരമ്പരയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ അർത്ഥത്തിലും ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയാം. പ്രത്യേകിച്ചും സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും ആവശ്യപ്പെട്ട ഗുരു തർക്കിക്കാനും ജയിക്കാനുമല്ല, വാദിക്കാനും ജയിക്കാനുമല്ല, പകരം അറിയാനും അറിയിക്കാനുമാണ് വിദ്യ നിങ്ങൾക്ക് ആവശ്യമെന്ന് നമ്മളോട് പറഞ്ഞ ഗുരു. ആ ഗുരുവിൻ്റെ നാമധേയത്തിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന ഒരു സർവകലാശാല എന്ന ഒരു വലിയ പദ്ധതി ഏതാണ്ട് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെയൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു നിമിഷം കൂടിയാണിത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ നവോത്ഥാന നായകനെന്ന് നമ്മളൊക്കെ ആദരിക്കുന്ന, നമ്മളൊക്കെ വായിച്ചിറങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത്തരമൊരു സർവകലാശാല ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വൈകിപ്പോയി എന്ന് വേണം പറയാൻ. നേരത്തെ പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനുമുള്ള ഒരു വലിയ വാതായനമായി വിദ്യയെ ഉപയോഗിക്കാൻ കേരള ജനതയോട് ആവശ്യപ്പെട്ട ശ്രീനാരായണ ഗുരു സത്യം, നീതി, ദയ, സ്നേഹം അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയ
പല ക്ഷേത്രങ്ങളിലൊന്നിൽ എഴുതി വച്ചിരിക്കുന്ന 4 സന്ദേശങ്ങളാണിത്, 4 മൂല്യങ്ങളാണിത്. ഒരുപക്ഷെ സമത്വം കൂടി ഒരുപക്ഷെ ധർമ്മം എന്നുള്ളിടത്ത് അല്ലെങ്കിൽ ദയ എന്നുള്ളിടത്ത് സഹാനുഭൂതി എന്ന ഒരു വലിയ അർത്ഥം കൂടി വരികയും സമത്വം എന്ന ഒരു വലിയ ആശയം കൂടി അതിൽ ഉൾച്ചേരുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സമത്വത്തെക്കുറിച്ച് കൂടി പറയാതെ ആ 4 മൂല്യങ്ങൾ പൂർണ്ണമാകുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഗുരു അങ്ങനെ ഉദ്ദേശിച്ച ആ സഹാനുഭൂതിയിൽ സമത്വം എന്ന ആശയത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ സന്ദേശം. സമത്വം എന്ന ആശയം പൂർണ്ണമാകുന്നത് വലിയവനെയും ചെറിയവനെയും ഒരുപോലെ കാണാൻ, കീഴാളനെയും സവർണനെയും ഒരേപോലെ രണ്ടുപേരെയും ഉൾക്കൊള്ളാൻ, വിശ്വാസിയെയും അവിശ്വാസിയെയും ഒരേപോലെ സ്വീകരിക്കാൻ, വിദ്യയുള്ളവനെയും വിദ്യയില്ലാത്തവനെയും ഒരുപോലെ സ്വീകരിക്കാൻ, സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ കാണുവാൻ, ഉൾക്കൊള്ളുവാൻ ഒക്കെ നമുക്ക് കഴിയണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ സമത്വം എന്ന ആശയത്തിൽ അടിയുറച്ച് നിന്നേ മതിയാകും. ഗുരുവിന് ശേഷമുള്ള ഒരു വലിയ നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ചത് ഒരുപക്ഷെ ഗുരു അടക്കമുള്ളവർ തുടങ്ങി വെച്ച വിപ്ലവകരമായ ആശയങ്ങൾ കേരളത്തിൻ്റെ മണ്ണിനെ ഉഴുതുമറിച്ചതും പിന്നീട് ഇങ്ങോട്ട് ഒരുപക്ഷെ നമ്മുടെ പൂർവ്വതലമുറയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ അന്നേവരെ ആചരിച്ചിരുന്ന എല്ലാത്തരം സാമൂഹ്യ ആചാരങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ പിഴുതെറിഞ്ഞുകൊണ്ട് ഒരു വലിയ വിപ്ലവം പല തലങ്ങളിലായി, പല സാമൂഹ്യ മണ്ഡലങ്ങളിലായി, തൊഴിൽ മണ്ഡലങ്ങളിലായി അരങ്ങേറിയ അതിന് തുടർച്ചയുടെ ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ വിഷയത്തിലും, നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ ശ്രീനാരായണ ദർശനങ്ങളെക്കുറിച്ചും ശ്രീനാരായണ മൂല്യങ്ങളെക്കുറിച്ചും ആലോചിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സഹാനുഭൂതി എന്ന അല്ലെങ്കിൽ സമത്വമടക്കം ചെയ്ത, സമത്വം ഉൾച്ചേർന്ന സഹാനുഭൂതി എന്ന ആശയം ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ എപ്രകാരമാണ് വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കിയത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഒരുപക്ഷെ ഞാൻ ഈ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് സമത്വം എന്ന ആശയത്തിൽ ഉൾച്ചേരേണ്ടത്, ഒരുപക്ഷെ ഗുരുവിൻ്റെ കാലത്ത് അത്ര തന്നെ ദീർഘദർശനം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ആ ആശയം, വസ്ത്രം പോലും ധരിക്കാൻ, മാന്യമായ വസ്ത്രം പോലും ധരിക്കാൻ അവകാശമില്ലാതിരുന്ന സ്ത്രീകളിൽ നിന്ന് ഒരു വലിയ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും പൊതുവിടങ്ങളിൽ സഞ്ചരിക്കാനുള്ള അവകാശത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശത്തിൻ്റെ കാര്യത്തിലും ഒക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ഒരുപക്ഷെ യാതൊരു സംശയമില്ലാതെ പറയാം, ശ്രീനാരായണ ഗുരു നേതൃത്വം നൽകിയ നവോത്ഥാന ആശയങ്ങളുടെ മണ്ണിൽ ചവിട്ടി തന്നെ നിന്നാണ് ഞാനടക്കമുള്ള സ്ത്രീകൾ ഒരുപക്ഷെ ഇന്ന് ഈ നിലകളിൽ സംസാരിക്കാനുള്ള ആർജവും ഊർജവും നേടിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. പക്ഷേ അങ്ങനെ ആലോചിക്കുമ്പോഴും നമ്മളിപ്പോഴും വേണ്ടിടത്ത് എത്തിയോ എന്ന കാര്യത്തിൽ ഗുരു പറഞ്ഞതുപോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വിദ്യ കൊണ്ട് അത്ര തന്നെ നമ്മൾ പ്രബുദ്ധരായോ എന്ന് ആത്മവിമർശനം നടത്തേണ്ടുന്ന ഒരു സമയം കൂടിയാണിത്. ഞാനൊക്കെ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിലടക്കം ഒരുപക്ഷെ എങ്ങനെയാണ് ഈ സമത്വം എന്ന ആശയം, അല്ലെങ്കിൽ ധർമ്മം എന്ന ആശയം, അല്ലെങ്കിൽ നീതി എന്ന ആശയം പ്രാവർത്തികമാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ആത്മവിമർശനങ്ങൾ കൂടി ഞങ്ങളടക്കമുള്ളവർ ഉന്നയിക്കേണ്ടതുണ്ട് എന്നതിൽ തർക്കമില്ല. സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് വിഗതകുമാരൻ എന്ന സിനിമയിൽ അഭിനയിച്ച സ്ത്രീയെ പടിയടച്ച് ചരിത്രത്തിൽ നിന്ന് തന്നെ, സിനിമയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ടാണ് മലയാള സിനിമയുടെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത്. കീഴാള ജാതിക്കാരിയായിരുന്ന ഒരു സ്ത്രീ സിനിമയുടെ അഭ്രപാളികളിലെത്തുകയും അത് സവർണരായ ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ആ സ്ത്രീയെ രായ്ക്ക് രാമായണം നമ്മുടെ നാട്ടിൽ നിന്ന് പായിക്കുകയും ചെയ്ത ചരിത്രം ഇന്ന് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ആട്ടിപ്പുറത്താക്കലിൻ്റെ ചരിത്രത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ കഥ തുടങ്ങുന്നത്. അതും ആട്ടിപ്പായിച്ചത് ഒരു സ്ത്രീയാണ്. അന്നത്തെ ഇപ്പോൾ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നായികയായി അഭിനയിച്ച ഒരു നായികയാണ് അന്ന് ആട്ടിപ്പുറത്താക്കിയത്.
അങ്ങനെ ആട്ടിപ്പുറത്താക്കളുടെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങുന്ന സിനിമയുടെ സ്ത്രീചരിതം ഇന്നും എവിടെ എത്തി നിൽക്കുന്നു എന്നാലോചിക്കുമ്പോൾ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരുപക്ഷെ തിരശ്ശീലയിൽ ഈ സ്ത്രീയുടെ സാന്നിധ്യം നമ്മൾ വളരെ വ്യാപകമായി കാണുന്നുണ്ടെങ്കിലും സിനിമയുടെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സിനിമയുടെ അണിയറയിലോ അത്തരത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ സ്ത്രീയുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാക്കുവാൻ ഇപ്പോഴും മലയാള സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഒറ്റയ്ക്കും തെറ്റിക്കുമുള്ള ചില ശ്രമങ്ങൾ കഴിഞ്ഞ എത്രയോ കാലമായി നടക്കുന്നുണ്ടെങ്കിൽ പോലും സംഘടിതമായ ശ്രമങ്ങൾ ഇപ്പോഴും വിരലെണ്ണാവുന്നത് മാത്രമാണ് എന്ന കാര്യം മറന്നുകൂടാ. ഞാൻ സത്യത്തിൽ സിനിമയിലെത്തിയിട്ട് ഒരുപാട് കാലമായിട്ടില്ല. ഒരു 2015 മുതൽ ഉള്ള കഥ മാത്രമേ എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. അതുവരെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാനും മറ്റനേകരെ പോലെ ഒരു കാഴ്ചക്കാരി മാത്രമായിരിക്കുകയും സിനിമയെ സംബന്ധിച്ച പുസ്തകങ്ങൾ വായിക്കുകയും സിനിമാ ഫെസ്റ്റിവലുകൾ കാണുകയും ഒക്കെ മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി പലപ്പോഴും സിനിമ കാണുന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ നിന്ന് സിനിമയുടെ അണിയറയിലേക്ക് വരികയും സിനിമ എന്ന വ്യവസായത്തിൻ്റെ ഉള്ളറകളിൽ നിന്നുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമ്പരപ്പും ഒരുപക്ഷെ കൗതുകവും വേറൊരു തരത്തിലുള്ള എന്താ പറയുക വല്ലായ്മയും ഒക്കെ ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോഴും എന്നെപ്പോലുള്ള സ്ത്രീകൾ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ശരി. കല എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കല ആവിഷ്കാരമാണ്. ഈ അത്തരത്തിലുള്ളൊരു ഒരു സിനിമ എന്ന ആർട്ട് ഫോമിൽ ഈ പറഞ്ഞ മാതിരി സിനിമയെക്കുറിച്ച് നമ്മൾ പറയുന്നത് പലതരത്തിലുള്ള കലകളുടെ സംഘാതമാണ്. എന്താ പറയുക, ഒരു സംയോജിത ഭാവമാണ്. അതിനകത്ത് ചിത്രകലയുണ്ട്, അതിനകത്ത് സംഗീതമുണ്ട്, അതിനകത്ത് എഴുത്തുണ്ട്, അതിനകത്ത് എന്താ പറയുക വസ്ത്രാലങ്കാരം, അല്ലെങ്കിൽ അതിനകത്ത് മേക്കപ്പ്, ഇങ്ങനെയൊക്കെയുള്ള വിവിധ സംഗതികളെ ഒരുമിപ്പിക്കുന്ന ഒരു ടെക്നോളജിക്കൽ സംവിധാനമാണ് നമ്മൾ സിനിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ മാതിരി പല കലാരൂപങ്ങളുടെ ഒരുമിച്ച് ചേരലാണ് സിനിമയിൽ സംഭവിക്കുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ സിനിമയെ കാണുമ്പോഴും, അല്ലെങ്കിൽ അങ്ങനെ കല എന്നുള്ളൊരു കാഴ്ചയിലൂടെ നമ്മൾ സിനിമയെ കാണുമ്പോഴും കലയിൽ എത്രത്തോളമാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ആർട്ട് ഫോമിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു സാന്നിധ്യം എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ അവളുടെ ഇടപെടലുകൾ എത്രത്തോളമുണ്ട്, അവൾ ഒരു ഉള്ളടക്കം എന്നുള്ള നിലയിൽ അവളുടെ ഒരു ഭാവകത്വം എത്രത്തോളം അതിനകത്ത് നിർണ്ണയിക്കപ്പെടുന്നുണ്ട് എന്നത് എനിക്ക് തോന്നുന്നു സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഒരുപക്ഷെ ആലോചിക്കേണ്ടുന്നൊരു വിഷയമാണെന്ന് തോന്നുന്നു. 1920കളുടെ അവസാനത്തിൽ തുടങ്ങിയ മലയാള സിനിമയുടെ ചരിത്രം ഒരുപക്ഷെ 2020കളിലെത്തി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വളരെ പരപ്പിലുള്ള ഉപരിപ്ലവമായ ചില മാറ്റങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നമുക്ക് വാദോരാതെ സംസാരിക്കാനുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉൾക്കാമ്പിൽ, അകക്കാമ്പിൽ എന്താണ് സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഒരുപക്ഷെ മലയാളി സമൂഹത്തിലുള്ള നമ്മൾ ഓരോരുത്തരും, സിനിമ കാണുന്ന ഓരോരുത്തരും ഒരുപക്ഷെ കണ്ടും കേട്ടും വായിച്ചും കൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളായി, സംഭവങ്ങളായി നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. എങ്ങനെയാണ് സിനിമ സ്ത്രീയോട് പെരുമാറുന്നത്, സിനിമ സ്ത്രീയോട് ഇടപെടുന്നത്? ഞാൻ വിചാരിക്കുന്നു ഇത് സിനിമ ഇടപെടുന്നതല്ല, ഒരു സമൂഹം എന്നുള്ള നിലയിൽ എങ്ങനെയാണ് എന്താ പറയുക, നമ്മുടെ മനുഷ്യർ, നമ്മുടെ ഇടയിലുള്ള മനുഷ്യർ എങ്ങനെയാണ് സ്ത്രീയെ കൈകാര്യം ചെയ്യുന്നത്, ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എങ്ങനെയാണ് സ്ത്രീയോട് ലിംഗവിവേചനമില്ലാതെ പെരുമാറുന്നത് എന്നതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ സിനിമയിൽ സംഭവിക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൊതുവിടങ്ങളിൽ നടക്കുന്നത്, പിന്നെ നമ്മുടെ ചുറ്റിലും നടക്കുന്നത്, നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ എങ്ങനെയാണ് നമ്മൾ സ്ത്രീകളോട് ഇടപെടുന്നത്, ഇതൊക്കെ തന്നെയാണ് ഏറിയും കുറഞ്ഞും വലിയ വ്യത്യാസമില്ലാതെ സിനിമ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്നത്. കേരളത്തിലെ ഒരു വലിയ പ്രമാദമായ വിഷയമായിരുന്നു നടിയെ ആക്രമിച്ച സംഭവം. എല്ലാവരും ഒരുപാട് ചർച്ച ചെയ്യുകയും ഇപ്പോഴും പലതരത്തിലുള്ള എന്താ പറയുക അന്വേഷണങ്ങളും കേസിൻ്റെ വിചാരണയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനെക്കുറിച്ച് ഞാൻ ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും കേരളീയ സമൂഹം എന്താണ് അത്തരത്തിലുള്ള ഒരു സംഭവത്തിലൂടെ എന്ത് തരത്തിലുള്ള ഒരു പ്രതിനിധാനമാണ് നമ്മൾ കണ്ടത്
ഒരു സിനിമയിലുള്ള ആളുകൾ തന്നെ ഈ സംഭവത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, എങ്ങനെയാണ് ഈ സംഭവത്തിൽ ഇടപെട്ടത്, എങ്ങനെയാണ് ഈ സംഭവത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ ഈ വിചാരണ നടക്കുന്ന വേളയിലും അതിനോടുള്ള സമ്മിശ്രമായ പ്രതികരണങ്ങളും അതിനോട് കോടതി അടക്കമുള്ള നീതിന്യായ സംവിധാനങ്ങളും എങ്ങനെയാണ് അതിനോട് റിഫ്ലക്റ്റീവ് ആകുന്നത് എന്നതൊക്കെ നമ്മൾ ഭരണകൂട സംവിധാനങ്ങളുമൊക്കെ എങ്ങനെയാണ് അതിനോട് ഇടപെടുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അതിൻ്റെ അരങ്ങത്ത് അല്ല അതിൻ്റെ തിരശ്ശീലയിൽ അഭിനേതാവായി വരുന്ന അഭിനേത്രിയായി വരുന്ന സ്ത്രീയല്ലാതെ നമ്മൾ അതിൻ്റെ അണിയറയിൽ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സംവിധാന രംഗത്തോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള രംഗത്തോ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സാന്നിധ്യം സത്യത്തിൽ എത്രയോ കുറവാണ്. പലതരത്തിലുള്ള ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പലതരത്തിലുള്ള ഇനിഷ്യേറ്റീവുകളും ഒരുപക്ഷെ ഭരണകൂട സംവിധാനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത്തരത്തിൽ കടന്നു വരാൻ പറ്റുന്നത് വളരെ കുറച്ച് സ്ത്രീകൾക്ക് മാത്രമാണെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. നമുക്കറിയാം ഒരുപക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനെത്തുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ പ്രതിനിധാനം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെത്തുന്നത്. കേരളത്തിലെ ഏതൊരു സ്ഥാപനത്തിൽ നോക്കിക്കഴിഞ്ഞാലും പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളുടെ എണ്ണമായിരിക്കും കൂടുതൽ. പക്ഷേ എന്തുകൊണ്ട് ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ സിനിമയെ കാണാനും ആ വ്യവസായ രംഗത്തേക്ക് സിനിമ എന്ന വ്യവസായ രംഗത്തേക്ക് സ്ത്രീകളെ ആകർഷിക്കാനും നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ചോദിക്കുന്നിടത്താണ് എന്തൊക്കെയോ കാര്യമായ പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട്, ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ ഈ മേഖലയിലുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അടിസ്ഥാനപരമായി നേരത്തെ ഞാൻ പറഞ്ഞ സമത്വം എന്ന ആശയം അല്ലെങ്കിൽ ലിംഗവ്യത്യാസമില്ലാതെ സ്ത്രീയും പുരുഷനെയും ഒരേപോലെ കാണുന്ന ഒരു തൊഴിൽ എന്ന രീതിയിൽ രണ്ടു കൂട്ടർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉള്ള എന്താ പറയുക വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള രണ്ടുപേരെയും അല്ലെങ്കിൽ സ്ത്രീയെ ഒരു വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള അവരെ പരിഗണിക്കുന്ന രീതിയിലുള്ള സമീപനത്തിൻ്റെ കുറവ് ഇപ്പോഴും കാര്യമായി ഈ മേഖലയിലുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ സ്ത്രീകൾക്ക് ഈ മേഖലയിലുള്ള തൊഴിൽ വൈദഗ്ധ്യം കുറവാണ് എന്ന് ചിലർ ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ വൈദഗ്ധ്യമുള്ളവരെ പോലും ഈ മേഖലയിലേക്ക് അടുപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ അവിടെ ഉറപ്പിച്ചു നിർത്തുന്നതിനോ ഇവിടെ ഉള്ള ഈ ലിംഗവിവേചനങ്ങൾ തടസ്സമാകുന്നുണ്ട് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഒരുപക്ഷെ എനിക്കറിയില്ല ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ സിനിമയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെയും ഒക്കെ കാണാനും അവരെക്കുറിച്ച് എന്താ പറയുക ഒരു വിലയിരുത്തൽ നടത്താനുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കടന്നു വരണമെങ്കിൽ കൂടുതൽ പെൺകുട്ടികൾ ഈ മേഖലയിൽ ഇപ്പോൾ സിനിമ എന്നത് നമുക്കറിയാം ഒരു വർഷം ഏതാണ്ട് 170 സിനിമകൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്, അത്രത്തോളം സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. മിനിമം ഒരു 50 മുതൽ 100 വരെ അല്ലെങ്കിൽ 150 വരെ ആളുകൾ ഒരു സിനിമ സെറ്റിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പം അത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായം എന്നുള്ള നിലയിൽ തന്നെ സ്വാഭാവികമായും അത്രയും എന്താ പറയുക തൊഴിൽ പ്രദാനം ചെയ്യുന്നൊരു മേഖല എന്ന നിലയിൽ കൂടുതൽ സ്ത്രീകൾ സത്യത്തിൽ ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അപ്പം ഇവർക്ക് ആവശ്യമായ വൈദഗ്ധ്യം സൃഷ്ടിക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ സിനിമയിൽ പ്രകാശ സംവിധാനം നിർവഹിക്കുന്ന ആളുകളെ ലൈറ്റ് ബോയ്സ് എന്നാണ് പറയുന്നത്. നമുക്കിവിടെ ലൈറ്റ് ഗേൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനമില്ല. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആലോചിച്ചുകൂടാ? സിനിമയിൽ കേറ്ററിംഗ് ഒരുക്കുന്നത് ഭക്ഷണം ഒരുക്കുന്നത് പലപ്പോഴും ആണുങ്ങളുടെ യൂണിറ്റുകളാണ് ഭക്ഷണം ഒരുക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് തിരിച്ചാലോചിച്ചുകൂടാ? ഡ്രൈവേഴ്സിൻ്റെ ഒരു വലിയ സംവിധാനം, ഒരു വലിയ സംഘം ആളുകൾ വണ്ടി ഓടിക്കുന്നവരായിട്ട് ഡ്രൈവർമാരായിട്ടുമൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് സ്ത്രീ ഡ്രൈവർമാരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നുകൂടാ? എന്തുകൊണ്ട് അവർക്ക് അതിന് വേണ്ടുന്ന പരിശീലനം നൽകിക്കൂടാ? അതുപോലെ ഈ സിനിമയുടെ സാങ്കേതികത കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന എഡിറ്റിംഗ് മേഖലയിലാകട്ടെ, ക്യാമറ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാകട്ടെ, അല്ലെങ്കിൽ എഡിറ്റർമാരായി പ്രവർത്തിക്കുന്ന സ്ത്രീകളാകട്ടെ, ഗാഫർമാരായി പ്രവർത്തിക്കുന്നവരാകട്ടെ, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാകട്ടെ, അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് പോലെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുന്നവരുടെ കാര്യത്തിലാകട്ടെ എന്തുകൊണ്ട് കൂടുതൽ സ്ത്രീകൾ വരുന്നില്ല? അപ്പോൾ പക്ഷേ ഒരു വിചിത്രമായൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്, അത് പഠിക്കാനെത്തുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ അവരെന്തുകൊണ്ട് തൊഴിൽ മേഖലയിലേക്ക് എത്തുന്നില്ല? അപ്പോൾ എവിടെ വെച്ചിട്ടാണ് അവരെ മിസ്സാവുന്നത്? അവരെവിടേക്ക് പോകുന്നു? ഇപ്പം ബോംബെയിൽ ഞാനൊരു പ്രാവശ്യം പോയ സമയത്ത് എനിക്ക് മനസ്സിലായത് ബോംബെയിൽ പല യൂണിറ്റുകളിലും സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മളൊരു സിനിമ സെറ്റിൽ പോയാൽ തന്നെ എന്താ പറയുക, ഇവിടുത്തെ കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ
കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്രയും അധികം സ്ത്രീകൾ ബോംബെ പോലുള്ള നഗരങ്ങളിൽ സിനിമയുടെ സെറ്റുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് സാമൂഹ്യ സാഹചര്യമാണ് അവർക്ക് അവിടെ അനുകൂലമായിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഇത് സംബന്ധിച്ചുള്ളൊരു കാര്യമായ അന്വേഷണം നടക്കേണ്ടുന്ന സമയം തന്നെ അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പം നമ്മുടെ എന്താ പറയുക, എന്താണ് സിനിമയിൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആളുകളുടെ എണ്ണം കുറയുന്നത്, കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ തന്നെ മുൻകൈയിൽ ഹേമ കമ്മീഷൻ പോലെയുള്ള കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ആളുകളെ ചുമതലപ്പെടുത്തുകയും ഇവിടെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇതുവരെയും ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷെ നിർഭാഗ്യകരമായ സംഗതിയാണ്. കാരണം അത്തരം റിപ്പോർട്ടുകൾ പുറത്ത് വരികയും അതിൻ്റെ പുറത്ത് ചർച്ചയുണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് സിനിമയ്ക്കുള്ളിൽ സംഭവിക്കുന്നത്, സിനിമയെയും സ്ത്രീകളെയും അകറ്റി നിർത്തുന്ന ഫാക്ടർ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിലാകലിൽ നിന്ന് വേണം ഒരുപക്ഷെ ഈ കറക്ഷൻസ് മെക്കാനിസംസ് തുടങ്ങാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമ ആത്യന്തികമായി ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയാണെങ്കിലും അതൊരു വ്യവസായമാണ്. ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന അല്ലെങ്കിൽ ഒരുപാട് അനുബന്ധ മേഖലകളുള്ള ഒരുപാട് കുടുംബങ്ങൾ സിനിമാ വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായും സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം ലഭിക്കുന്ന, സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ബഹുമാനവും ആദരവും ലഭിക്കുന്ന, സ്ത്രീയും പുരുഷനെയും ഒരേപോലെ ഉള്ള തൊഴിലാളികളായി പരിഗണിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം, ഒരു വ്യാവസായിക അന്തരീക്ഷം ആ മേഖലയിൽ ഉണ്ടാകേണ്ടത് ഒരുപക്ഷെ ഭരണകൂടമടക്കമുള്ള സിനിമാ സംഘടനകളും ഭരണകൂടമടക്കമുള്ള സംവിധാനങ്ങളും അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ടുന്ന ഒന്നാണെന്ന് ഞാൻ ഇത്തരത്തിൽ വിചാരിക്കുന്നു. ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ഇപ്പോഴും എന്താ പറയുക നമ്മുടെ നാട്ടിലും അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പല മേഖലകളിലും നടക്കുന്നുണ്ട്. നേരത്തെയുള്ള കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് സംബന്ധിച്ച് കാര്യമായി ആലോചന നടത്താൻ വേണ്ടിയിട്ട് സർവകലാശാല വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് പഠനങ്ങൾ സർവകലാശാലകളിൽ നടക്കുന്നുണ്ട്. അപ്പം അത്തരം പഠനങ്ങൾ